Hello guys, good morning. Yes, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ JEE മാരത്തോണിന്റെ സീരീസ് ഫസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ്. സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ ഓരോ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ യെസ്, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഹായ് ഗോപിക, ഹലോ, എല്ലാവർക്കും ഹായ്, എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സും പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ് ഫ്രം 8 AM തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാറുമാർ എല്ലാവരും എന്ത് ചെയ്യും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. JEE മെയിൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബി റെഡി, എല്ലാവരും എത്തുക. Be ready. Hi, good morning, Anaga, Ashwin, Abhay, Aravind P, Shahal Salim. Hi, help me to reach 10 million. Hi, Bharadwaj B Chand. നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും. പ്രോബ്ലം ബേസ്ഡിൽ കൺസെപ്റ്റ് അടക്കം പറഞ്ഞായിരിക്കും എന്ത് ചെയ്യുക, പോവുക. സോ ഗുഡ് മോർണിംഗ് സുമിത, ഹലോ. അപ്പം എങ്ങനെയാണ് എക്സാം ഒക്കെ, എന്നാണ്, എങ്ങനെ പോകുന്നു, പ്രിപ്പറേഷൻസ് ഒക്കെ സുഖമായി പോകുന്നുണ്ടല്ലോ അല്ലെ? പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുക. കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഷോർട്ട് ആക്കി എഴുതി വെച്ചിട്ട്, ഇക്വേഷൻസ് ഒക്കെ ഷോർട്ട് ആക്കി മാറ്റി എഴുതി വെച്ചിട്ട് അതിന്റെ ബേസിൽ പ്രോബ്ലംസിന് മാക്സിമം ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എക്സാമിങ് എത്തി അല്ലെ, എക്സാം എത്തി. ഹായ്, ഗുഡ് മോർണിംഗ് നന്ദന, അദ്വൈത്, യെസ്, ഗോപിക, ആദിത്യ, ഹായ്, അബൈ, ഹരിനാരായണൻ, യെസ്, എല്ലാവർക്കും ഹായ്. വി ആർ ഫോക്കസിങ് and we are getting into the live അല്ലെ? സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി ആണെങ്കിൽ ലെറ്റ്സ് ബിഗിൻ ദ ചാപ്റ്റർ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ്. ആ 2 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ മാരത്തോൺ നമുക്ക് ആരംഭിക്കാം. അതിൽ നിന്നും ബാക്കി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് വരും. റെഡി ആണെങ്കിൽ ഒന്ന് യെസ്, 25th, ഹലോ, യെസ്. അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയുക, തംസ് അപ്പ് ചെയ്യുക. ലെറ്റ്സ് ബിഗിൻ അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ചാപ്റ്റർ ഓർഡർ കൃത്യമായി ഉണ്ടാവില്ല, നമ്മൾ പല ചാപ്റ്റേഴ്സ് എടുത്തായിരിക്കും എന്ത് ചെയ്യുക, പോവുക. സോ അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യുക. കൺസെപ്റ്റുകൾ പറയും, അതേപോലെ തന്നെ ചോദ്യങ്ങളാണ് ചെയ്തു പോവുക. സോ ലെറ്റ്സ് ബിഗിൻ. യെസ്, ഹായ്, ഓക്കെ പറഞ്ഞു. വെരി ഗുഡ്. Yes, let's begin our first chapter. ആദ്യമേ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് സെമികണ്ടക്ടർ ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ആ ചാപ്റ്റർ ആണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പൊ എല്ലാവരും തംസ് അപ്പ് ഒക്കെ ചെയ്ത് എല്ലാവരും റെഡിയായി, എല്ലാവരും സെറ്റായി തന്നെ ഇരിപ്പുണ്ട്. ലെറ്റ്സ് ബിഗിൻ our first chapter, Semiconductor Electronics. So question discussion ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും പോവുക. അതിന്റെ ബേസിൽ നമ്മൾ പ്രോബ്ലംസും കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. യെസ് പ്രണവ്, 25-ാം തീയതിയാണല്ലേ എക്സാം. അതിനെന്തിനാ വിഷമിക്കുന്ന, എന്തിനാ പ്രശ്നമാക്കണ്ട, ഓക്കെ ആക്കാം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ന്യൂമറിക്കൽ ആണ്, ശ്രദ്ധിച്ചു നോക്കുക. എ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഇൻ കോമൺ എമിറ്റർ മോഡ്. CE കോൺഫിഗറേഷനിലുള്ള ട്രാൻസിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ CE കോൺഫിഗറേഷൻ ആണ് ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അവിടെ കറണ്ട് ഗെയിൻ ബീറ്റ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. CE കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് ആരാണ് നമ്മൾ എടുക്കാറ്, കളക്ടറിനെയാണ്, അല്ലെങ്കിൽ C ആണ് ശരിക്കും ഔട്ട്പുട്ട് ആയിട്ട് പറയാറ്. അതേപോലെ തന്നെ ഇൻപുട്ട്, യെസ് അമീന, ഇൻപുട്ട് നമ്മൾ ആരാ കൊടുക്കാറ്, ബേസ് ആണ് കോമൺ ആയിട്ട് കൊടുക്കുന്നത്, എമിറ്ററിനെയും ആണ്. സോ അവിടുത്തെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IC ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ IB ആണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ബേസിക് ഫോർമുലകളാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാൻ. ബീറ്റയുടെ ഫോർമുല അറിയണം, വോൾട്ടേജ് ഗെയിൻ എന്താണെന്ന് അറിയണം, പവർ ഗെയിൻ എന്താണെന്ന് അറിയണം. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ട്രാൻസിസ്റ്ററിന്റെ വെയിറ്റേജ് വൈസ് അല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പൊ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഇൻ കോമൺ എമിറ്റർ മോഡ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട് when a signal of 10 millivolt is added to the base emitter voltage. അപ്പൊ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 10 millivolt ആണ്. അതായത് എമിറ്ററിന്റെയും ബേസിന്റെയും അക്രോസ്, ഇത് എമിറ്റർ ആണ്, ഇത് ബേസ് ആണ്, ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. The base current changes by 10 microampere. അപ്പൊ ഡെൽറ്റ IB തന്നിട്ടുണ്ട് 10 മൈക്രോ ആംപിയർ. അതേപോലെ തന്നെ കളക്ടർ കറന്റ് ചേഞ്ചസ് ബൈ 1.5 മില്ലി ആംപിയർ എന്നാണ്. അപ്പൊ ഡെൽറ്റ IC എനിക്ക് എഴുതാലോ 1.5 മില്ലി ആംപിയർ.
the load resistance is load resistance എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. എനിക്ക് കൊടുക്കാം R ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം, 5 കിലോ ഓം എന്ന് കൊടുക്കാം. the voltage gain ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജ് ഗെയിൻ, ഇതിപ്പോ ഏത് മോഡും ആയിക്കോട്ടെ, ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാം. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഓർത്ത് വെക്കണം. സിമ്പിൾ ആണ്, അറിയാത്തവർ എഴുതുക, അറിഞ്ഞവർ എന്ത് ചെയ്യുക, പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരു ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. അവിടുത്തെ കറണ്ട് ഗെയിൻ ബീറ്റ ഇൻറ്റു എന്താണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. വാല്യൂസ് ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ജോലി. സോ ആദ്യമേ ബീറ്റ എന്ന് പറഞ്ഞ കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ടിലെ ചേഞ്ച് ആണ് അല്ലെ. ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. അപ്പം ബീറ്റയ്ക്ക് പകരം ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്ന് കൊടുക്കാം. ഇൻറ്റു ആർ ഔട്ട്പുട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്നിട്ടില്ല. ഇവിടെ നോക്കിയേ, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 10 മില്ലി വോൾട്ട് എന്നും, അതേപോലെ തന്നെ അവിടുത്തെ ബേസ് കറണ്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്, ചേഞ്ച് തന്നിട്ടുണ്ട് 10 മൈക്രോ ആംപിയർ എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആർ ഇൻപുട്ട് കണ്ടുപിടിച്ചൂടെ. എങ്ങനെ കണ്ടുപിടിക്കാം? സോ ആർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം ആർ ഇൻപുട്ട് ഈസ് വി ബൈ ഐ ആണ്. വി ബൈ ഐ എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ്, ദാറ്റ് ഈസ് 10 into 10⁻³ ബൈ അവിടുത്തെ ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ 10 മൈക്രോ ആംപിയർ ആണ്. 10 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10 into 10⁻⁶ ആണ്. 10 വെട്ടിപ്പോയി, എനിക്ക് 10⁻³ എന്ന് കിട്ടും. സോ ആർ ഇൻപുട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് കിട്ടി? ആറ് ഇൻപുട്ടും കിട്ടി. ഇനി വാല്യൂസ് ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഡെൽറ്റ ഐ സി നമുക്ക് നോക്കാം. ഡെൽറ്റ ഐ സി 1.5 മില്ലി ആംപിയർ ആണ്. അപ്പൊ 1.5 into 10⁻³ വരും. ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞാൽ 10 മൈക്രോ ആംപിയർ ആണ്. 10 into 10⁻⁶ എന്ന് വരും. ആർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 5 കിലോ ഓം ആണ്. 5 into 10⁻³ ആർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടി 10⁻³ എന്ന് കിട്ടി. 10⁻³ വെട്ടിപ്പോയി. 10⁻⁻⁶ഉം 10⁻⁻³ കൂടെ പോയി 10⁻³ എന്ന് വന്നു. 10 വെട്ടിയ 10² ആയി. 1.5 into 5 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അപ്പോൾ 7.5 into 10² എന്ന് വരും. 7.5 into 10⁻² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 750 ആണ്. 750 is the right answer. ആൻസർ എന്ന് പറഞ്ഞാൽ 750 ആണ്. ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ ശരിയാണ്. നന്ദന, അഭയ്, അനഘ, ഗോപിക, അൻസിക്, അരവിന്ദ് പി. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, ഒരു സി മോഡിലുള്ളയോ സി ബി മോഡിലോ എന്തിന്റെ ആയിക്കോട്ടെ, അവിടുത്തെ വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ, അതേപോലെ തന്നെ കറന്റ് ഗെയിൻ ഇക്വേഷൻസ് ആണ്. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കറന്റ്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് ഗെയിനിലേക്ക് വന്നാൽ കറന്റ് ഗെയിൻ ഇൻറ്റു ആർ ഔട്ട് ബൈ ആർ ഇൻപുട്ട് ആണ്. അതേപോലെ തന്നെ പവർ ഗെയിനിലേക്ക് വന്നാൽ കറന്റ് ഗെയിന്റെ സ്ക്വയർ ഇൻറ്റു ആർ ഔട്ട് ബൈ ആർ ഇൻപുട്ട് ആണ്. ആ ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ വാല്യൂ ഓഫ് കറന്റ് IL വിൽ ബി ഡാഷ് മില്ലി ആംപിയർ എന്നാണ് ചോദ്യം. എത്ര മില്ലി ആംപിയർ ആയിരിക്കും എന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു 10 വോൾട്ട് ആണ്. 800 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സെനർ ഡയോഡ് ആക്ട് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ആ സെനർ ഡയോഡിന്റെ അക്രോസ് ആണ് ശരിക്കും എന്ത് തന്നിരിക്കുന്നത്? ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം എന്താണ്? ILന്റെ വാല്യൂ എത്രയാണ് എന്നാണ്. സെനർ ഡയോഡിന്റെ അക്രോസ് ആണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ILന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സെനർ ഡയോഡിന്റെ അവിടെയാണ് സേഫ് ആയിട്ടുള്ള വോൾട്ടേജ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, IL എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5 വോൾട്ട് ഡിവൈഡഡ് ബൈ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയും 5 divided by 1 കിലോ ഓം. എത്രയാണെന്ന് പറയുക. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. എത്രയാണ്? 5 divided by 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ആവും. ബൈ 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ എന്ന് പറയും. ദിസ് ഇസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. വിച്ച് ഇസ് വെരി സിമ്പിൾ. 5 മില്ലി ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. 5 മില്ലി ആംപിയർ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ ഗിവൺ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ലോജിക് ഓപ്പറേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു നോർ ഗേറ്റിനെയോ 2 നോർ ഗേറ്റുകൾ കണക്ട് ചെയ്താൽ, 2 നോർ ഗേറ്റുകൾ ഇൻ സീരീസ് കോമ്പിനേഷൻ പോലെ കണക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട്? ആരെ കിട്ടുമെന്നാണ് പഠിച്ചിരിക്കുന്നത്? ഒരു ഓർ ഗേറ്റിനെ കിട്ടും.
3 നോർ ഗേറ്റിന്റെ കണക്ഷൻ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കണക്ഷൻ മാത്രമേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു രീതിയിലുള്ള കണക്ഷൻ 3 നോർ ഗേറ്റുകളുടെ കണക്ഷൻ ആണ് വരുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് എന്താണ്, ഒരു ആൻഡ് ഗേറ്റിനെയാണ് എനിക്ക് കിട്ടുക. സിമിലർലി 2 നോട്ട് ഗേറ്റുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോറി, നോട്ടല്ല, നാൻഡ്. 2 നാൻഡ് ഗേറ്റുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. 2 നാൻഡ് ഗേറ്റുകളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് എ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. അതേസമയം 3 നാൻഡ് ഗേറ്റുകളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ഇതൊന്ന് ഓർത്തിരിക്കണം. ബിക്കോസ് ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രധാനമായും അതിനെ എന്ത് ചെയ്യണം, ഒന്ന് ഫോക്കസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചോദ്യം നോക്കുക. ഇത് എന്താണ്, ഒരു നോർ ഗേറ്റ് ഇൻ നോട്ട് ഫോം ആണ്. ഇതും നോർ ഗേറ്റ് ഇൻ നോട്ട് ഫോം ആണ്. ഇതും നോർ ഗേറ്റ് ആണ്. 3 നോർ ഗേറ്റുകളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് സർക്യൂട്ട് ആണ്? 3 നോർ ഗേറ്റുകളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ആൻഡ് ഗേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാ ഗേറ്റ് ആണെന്ന് പറഞ്ഞാൽ 3 നോർ ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻഡ് ഗേറ്റ്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ എ ആണ് ആൻഡ് ഗേറ്റ്. മറക്കരുത്. ഓർ വരുമ്പോൾ എന്താണ്, 2 നോർ ഗേറ്റ് കോമ്പിനേഷൻ ആണ്. അതേപോലെ ആൻഡിന്റെ കേസിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മറക്കാതെ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയേ. ഇൻ ആൻ എക്സ്പെരിമെന്റ് ഓഫ് CE കോൺഫിഗറേഷൻ ഓഫ് NPN ട്രാൻസിസ്റ്റർ, ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ CE കോൺഫിഗറേഷന്റെ കാര്യമാണ് പറയുന്നത്. The transfer characteristics are observed in the given figure. അതായത് IB versus IC ഗ്രാഫ് ആണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരച്ചിരിക്കുന്നത്. IB versus IC. IB എന്ന് പറഞ്ഞാൽ എന്താണ്? IB എന്ന് പറഞ്ഞാൽ ബേസ് കറന്റ് ആണ്. അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻപുട്ട് റീജിയൻ ആണ് ബേസ് എന്ന് പറയുന്നത്. IC എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നു. IC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. അത് വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നു. അത് എവിടെയാണ്? നമ്മുടെ കളക്ടർ റീജിയനിൽ വരുന്ന കാര്യമാണ് ശരിക്കും വരിക. ഓക്കെ, ചോദ്യം, ഇഫ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് 200 ഓം. നേരത്തെ ചെയ്ത പോലത്തെ ചോദ്യമാണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് അവർ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 200 ഓം എന്ന്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് 60 ഓം എന്നും പറഞ്ഞിട്ടുണ്ട്. ദ വോൾട്ടേജ് ഗെയിൻ ഇൻ ദ എക്സ്പെരിമെന്റ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ വോൾട്ടേജ് ഗെയിൻ എത്രയാണെന്നാണ്. വോൾട്ടേജ് ഗെയിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ബീറ്റ ഇൻറ്റു ആർ ഔട്ട്പുട്ട് ബൈ ആർ ഇൻപുട്ട്. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഉത്തരം എന്ന് പറഞ്ഞേ. അതും ഒരു ന്യൂമറിക്കൽ ചോദ്യമാണ്. എല്ലാവരും ചെയ്തിട്ട് ആൻസർ എന്ന് പറഞ്ഞേ. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയേ. യെസ് ഗോപിക, ശരിയാണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് ബൈ ബേസ് കറന്റ് ഇൻറ്റു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. കളക്ടർ കറന്റിലെ ചേഞ്ച് ഏതെങ്കിലും ഒരു റീജിയൻ എടുക്കുക. 10 - 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. അത് മില്ലി ആംബിയറിലാണ്. അപ്പൊ ഇൻറ്റു 10⁻³ എന്ന് കൊടുക്കണം. ആ റീജിയനിലെ ബേസ് കറന്റിലെ ചേഞ്ച് നോക്കുക. അത് 200 - 100 100 ആണ്. അത് മൈക്രോ ആംബിയർ ആണ്. അപ്പൊ 10⁻⁻6 കൊടുക്കണം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60ഉം ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200ഉമാണ്. സോൾവ് ചെയ്യുക. 10⁻6 പോയി, 10⁻³ പോയി, 10⁻³ എന്ന് വന്നു. എത്ര വന്നു? 10⁻³ എന്ന് വന്നു. ഇനി ആരൊക്കെ വെട്ടിക്കളയാം? ഇവിടെ നോക്കുക. 2 0 വെട്ടി 10 ആയി. ആ 10ഉം ഈ 10ഉം ഇത് രണ്ടെല്ലാം വെട്ടിക്കളഞ്ഞു. എല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ 15 എന്ന് ഉത്തരം കിട്ടും. കാരണം 6 5 are 30 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. വിച്ച് ഈസ് ആൻസർ ഈസ് 15 എന്ന് ആൻസർ കിട്ടും. സോ ദ വോൾട്ടേജ് ഗെയിൻ ഇൻ ദ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 15 ആണ്. അടുത്ത ഒരു പ്രീവിയസ് ചോദ്യം നോക്കിയേ. പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ആസ് പെർ ദ ഗിവൺ സർക്യൂട്ട് ദ വാല്യൂ ഓഫ് കറന്റ് ത്രൂ ദ ബാറ്ററി വിൽ ബി എന്നാണ് ചോദ്യം. സോ ഞാൻ ഒന്ന് സൂം ചെയ്യാണ്. അവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അവിടെ കറന്റ് ഏതായിരിക്കും എന്നാണ് ചോദ്യം. സോ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യമേ ഇങ്ങനെ സർക്യൂട്ട്സ് തരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് ഡയോഡാണ് ഫോർവേഡ് ബയാസ്, ഏത് ഡയോഡാണ് റിവേഴ്സ് ബയാസ് എന്നുള്ളതാണ്. ഏത് ഡയോഡാണ് ഫോർവേഡ് ബയാസ്, ഏത് ഡയോഡാണ് റിവേഴ്സ് ബയാസ് എന്നുള്ളതാണ്. സോ ആദ്യമേ അതാണ് നോക്കേണ്ടത്. സോ ഇതാണ് എന്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. സോ പോസിറ്റീവ് ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ D3 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് ആണ്. സോ അത് കണ്ടക്ടിങ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഫോർവേഡ് ബയാസിംഗ് ആണ്, കണ്ടക്ടിങ് ആണ്, പ്രശ്നമൊന്നുമില്ല. യെസ് ഉണ്ടല്ലോ സഹൽ. അടുത്ത നമുക്ക് നോക്കാം. D2 എന്ന് പറഞ്ഞ ആളെ നോക്കാം. ഇവിടെ നോക്കുക. പോസിറ്റീവ് ടെർമിനൽ വന്നു, ഞാൻ ഓടിച്ചു നോക്കി. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ D2 ഈസ് എന്താണ്? റിവേഴ്സ് ബയാസ് ആണ്. ആൻഡ് D1ന്റെ കേസിലേക്ക് വന്നാൽ ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. അപ്പൊ റിവേഴ്സ് ബയാസ് ഉള്ള ഡയോഡിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സോ അത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഒരു 6 ഓം റെസിസ്റ്റൻസ് D1 ഉണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 6 ഓം എഴുതാം.
അത് കഴിഞ്ഞിട്ട് 6 ഓം കഴിഞ്ഞ് ഇത് മൊത്തം പോയി, ബാക്കി എന്താ ഒരു 10 ഓം ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇതെടുക്കുക, ഇതെന്ന് പറഞ്ഞാൽ അത് 10 ഓം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 6 ഓം ആണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു 2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ നോക്കിയേ 6ഉം 10ഉം സീരീസ് ആണ്, അത് 16 ഓം ആണ്. 10ഉം 6ഉം സീരീസ് ആണ്, അതും 16 ഓം ആണ്. ഇവര് രണ്ടുപേരും എന്താണ്? പാരലൽ ആണ്. 16ഉം 16ഉം പാരലൽ ആണെങ്കിൽ 16/2 ആണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരേ റെസിസ്റ്റൻസുകൾ ഇൻ പാരലൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സോ 16/2 എന്ന് പറയുമ്പോൾ 8 ഓം എന്ന് വരും. അപ്പോൾ ഒരു 8 ഓം ഉണ്ട്, പിന്നീട് ഒരു 2 ഓം ഉണ്ട്, പിന്നെ എന്താണ്? ഒരു 10 വോൾട്ടും ഉണ്ട്. സോ ഒന്ന് പറഞ്ഞേ, 8ഉം 2ഉം 10 ആണ്. 10 ഓം റെസിസ്റ്റൻസ്, 10 വോൾട്ട് ബാറ്ററി, കറണ്ട് എത്രയാണ്? V/R ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10/10. ആൻസർ ഈസ് 1 ആംപിയർ എന്ന് വരും. ആൻസർ 1 ആംപിയർ ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് ലോജിക് ഗേറ്റ് ഫോർ ദ ഫോളോയിങ് ഔട്ട്പുട്ട് ഓഫ് ദ 2 ഇൻപുട്സ് A and B. തന്നിരിക്കുന്ന A-B ഇൻപുട്ടുകളിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ലോജിക് ഗേറ്റിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നേരെ എന്ത് ചെയ്തോണം? A എഴുതുക, B എഴുതുക, Y എഴുതുക, ഔട്ട്പുട്ട് എഴുതുക. സോ ആദ്യത്തെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഹൈയും ഇത് എന്തുമാണ്? ലോയുമാണ്. സോ ഇത് കണ്ടാൽ 1 എന്ന് കൊടുക്കാം, ഇത് കണ്ടാൽ 0 എന്ന് കൊടുക്കാം. സോ എന്ത് ചെയ്യുക? യെസ്, 1 വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ഹൈ ആണ്, അപ്പൊ A 1 ആണ്, ബിയും 1 ആണ്. സോ ഔട്ട്പുട്ട് എത്രയാണ്? 0 ആണ്. അത് ഞാൻ എഴുതി. അടുത്ത നോക്കുക, അടുത്ത കോമ്പിനേഷൻ, അടുത്ത സർക്യൂട്ട് നോക്കുക. ഇത് എത്രയാ? ഇത് 0 ആണ്. A 0, ബിയും 0 ആണ്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 1 ആണ്. സമ്മതിച്ചു. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത് എത്രയാണ്? 1 ആണ്. അടുത്തത് 0 1 ആണ്. 0 1 ഞാൻ എഴുതി, ഔട്ട്പുട്ട് 1 ആണ്. അടുത്ത 1 0 ആണ്. 1 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഞാൻ എപ്പോഴും കണ്ട് പരിചയമുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. 0 0 0 1 1 0 1 1. 0 0ൽ 1 ആണ്, 0 1ൽ 1 ആണ്, 1 0ൽ 1 ആണ്, 1 1ൽ 0 ആണ്. ഇത് ഏതോ ഒരു ഗേറ്റിന്റെ നോട്ടാണ്. ഏതോ ഒരു ഗേറ്റിന്റെ നോട്ടാണ്. ശരിക്കും ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 × 0 0 ആണ്, 0 × 1 0 ആണ്, 1 × 0 0 ആണ്, 1 × 1 1 ആണ്. ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പഠിച്ച ആൻഡ് ഗേറ്റിന്റെ നോട്ടാണ് ശരിക്കും ഈ എടുത്തിരിക്കുന്നത്. 1ന്റെ ഓപ്പോസിറ്റ് 0യുടെ ഓപ്പോസിറ്റ് 1, പിന്നെയും 0യുടെ ഓപ്പോസിറ്റ് 1, പിന്നെയും 0യുടെ ഓപ്പോസിറ്റ് 1, പിന്നെ 1ന്റെ ഓപ്പോസിറ്റ് 0 എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഗേറ്റ് ആണ്? നാൻഡ് ഗേറ്റ് ആണ്. ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റിന്റെ നോട്ട്. ഇതാണ് ആൻഡ് ഗേറ്റ്. അതിന്റെ നോട്ട് എന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആൻഡ് ഗേറ്റിന്റെ നോട്ട് എന്ന് പറയുന്ന ആൻസർ വേണം എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. ദാറ്റ് ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ദ സീക്വൻസ് ഓഫ് ദ ഇൻപുട്ട് 0 0 0 1 1 0 1 1 ദ ഔട്ട്പുട്ട് Y ഫോർ ദിസ് സീക്വൻസ് വിൽ ബി. 2021 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച, ഓഗസ്റ്റ് 31 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ശ്രദ്ധിച്ച് ഒന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിയേ, എയും ബിയുമാണ്. നമ്മൾ കണ്ടുപരിചയമുള്ള ഔട്ട്പുട്ട്സ് ഇൻപുട്സ് തന്നെയാണ് കൊടുക്കുക. സോ നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? 0 0 കൊടുക്കാം. അപ്പൊ ഇവിടെയും 0 0 ആണ്. ഇതൊരു ആൻഡ് ഗേറ്റും, ഇതൊരു ആൻഡ് ഗേറ്റും, ഇതൊരു ഓർ ഗേറ്റും, അത് കഴിഞ്ഞാൽ ഒരു നാൻഡ് ഗേറ്റുമാണ്. സോ 0 0 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൽ 0 ആണ്, ഓർ ഗേറ്റിലും 0 ആണ്. അപ്പൊ നാൻഡ് ഗേറ്റിൽ എന്ത് വരും? ആൻഡിന്റെ ഓപ്പോസിറ്റ് നാൻഡ് ആണ്. അപ്പൊ 0 × 0 0 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എന്റെ ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 1 ആണ്. യെസ്, ശരിയാണ് ഗോപിക. അടുത്ത നോക്കിയേ, 0 1 ആണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് 0 1 ആണ്. ഞാൻ 0 കൊടുത്തു, 1 കൊടുത്തു. ഇവിടെയും 0 കൊടുത്തു, 1 കൊടുത്തു. 0 × 1 എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിൽ 0 ആണ്. ഓക്കെ. അതേപോലെ ഓർ ഗേറ്റിൽ 0 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. ഇവിടുത്തെ കോമ്പിനേഷൻ 0യും 1ഉം ആണ്. 0യും 1ഉം കൂടെ നാൻഡ് ഗേറ്റിലോട്ട് എൻ്റർ ചെയ്താലോ 0 × 1 0, അതിന്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ പിന്നെയും എനിക്ക് ഔട്ട്പുട്ട് കിട്ടി 1 എന്ന് തന്നെ. അടുത്ത 1 0 ആണ്. 1 0 ആൻഡ് ഗേറ്റിൽ 1 × 0 എത്രയാണ്? 0 തന്നെയാണ്. ഓർ ഗേറ്റിൽ 1 × 0 എത്രയാണ്? 1 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ വരുമ്പോൾ 0യും 1ഉം വരും. അപ്പോഴും എന്താണ്? 0 × 1 എന്ന് പറഞ്ഞാൽ 0, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1. സോ 1 1 1 എന്ന് കിട്ടി. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 1 ആണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് 1, ഇവിടെയും ഇൻപുട്ട് 1, ഇവിടെയും ഇൻപുട്ട് 1. ആൻഡ് ഗേറ്റില് 1ഉം 1ഉം വന്നാൽ എത്രയാ ഇൻപുട്ട് വരിക? ഔട്ട്പുട്ട് വരിക 1 ആണ് വരിക. ഓറിലും 1 ആണ് വരിക. 1ഉം 1ഉം കൂടി ഇങ്ങോട്ട് വന്നു.
നാൻഡിലേക്ക് വന്നു. 1 into 1 1 ആണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 1110 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ആണ് കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, 1110 എന്ന്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. യെസ്. അടുത്ത നോക്കിയാൽ അടുത്തത് കട്ട് ഓഫ് വോൾട്ടേജ് ഓഫ് ദ ഡയോഡ്സ്. Yes, the cutoff voltage of the diodes in forward bias is 0.6 volt. The current through the resistor of 40 ohm is dash milliampere എന്നാണ് ചോദ്യം. അപ്പൊ കട്ട് ഓഫ് വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് എന്ന് പറഞ്ഞാൽ 0.6 വോൾട്ട് ആണ്. ദ കറന്റ് ത്രൂ ദ റെസിസ്റ്റർ ഓഫ് 40 ohm is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്ന കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. കാരണം എന്താണ്? ഈ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസിലാണ്. അപ്പൊ ഇതങ്ങ് പോയി. പിന്നെ ഡയോഡിന് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്, 0.6 വോൾട്ട് ആണ്. 60ഉം 40ഉം സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ഓം ആണ്. മൊത്തം 1 വോൾട്ട് ആയിരുന്നു. 0.6 പോയി കഴിഞ്ഞാൽ 1.0 നിന്നും 0.6 പോയാൽ 0.4 വോൾട്ട് ആണ്. എത്രയാണ്? 0.4 വോൾട്ട് ആണ്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0.4 വോൾട്ടും റെസിസ്റ്റന്റ് അക്രോസ് 0.4 വോൾട്ടും റെസിസ്റ്റൻസ് 100 ഓമും ആണെങ്കിൽ എത്ര ആംപിയർ കറണ്ട് അതിലേക്കൂടെ ഒഴുകും എന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ. 0.4 into 10 raised to minus 2 അല്ലെങ്കിൽ 4 into 10 raised to minus 3 എന്ന് വരും, which is equal to എത്രയാണ്? 4 milliampere is the right answer. 4 milliampere is the right answer, or 4 milliampere should be the right answer. അല്ലേ? 4 milliampere should be the right answer. Okay? Yes. കാരണം എന്താണ്? ഈ ഡയോഡിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഫോർവേഡ് ബയാസിലെ പൊട്ടൻഷ്യൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. യെസ്. ഓക്കെ. അടുത്ത നോക്കിയേ. ഫോർ യൂസിംഗ് എ മൾട്ടിമീറ്റർ ടു ഐഡന്റിഫൈ ഡയോഡ് ഫ്രം ഇലക്ട്രിക്കൽ കമ്പോണൻസ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ദ ഡയോഡ്. ഡയോഡിനെ കുറിച്ച് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കാം. ഇറ്റ് ഈസ് എ 2 terminal ഡിവൈസ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ 2 terminal ഡിവൈസ്. ഒരു പോസിറ്റീവ് റീജിയൻ, ഒരു പി റീജിയനും ഒരു എൻ റീജിയനും ഉണ്ട്. വിച്ച് കണ്ടക്ട്സ് കറന്റ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. ആണോ? കറന്റിനെ 2 ഡയറക്ഷനും കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണോ ഡയോഡ് എന്ന് പറയുന്നത്? അല്ല, യൂണി ഡയറക്ഷണൽ. ദാറ്റ് ഈസ് ഫ്രം പി ടു എൻ ആണ് ശരിക്കും നമ്മൾ മെയിൻ കറന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാറ്. സോ ദാറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് എ 2 terminal ഡിവൈസ് വിച്ച് കണ്ടക്ട്സ് കറന്റ് ഇൻ ഓൺലി 1 ഡയറക്ഷൻ. അത് വേണമെങ്കിൽ എന്താണ്? ശരിയാണെന്ന് പറയാം, ബാക്കി ഓപ്ഷൻസ് വായിക്കുന്ന മുമ്പ്. It does not current gives an initial deflection to decays to 0. അല്ല, തെറ്റാണ്. ഫോർവേഡ് ബയാസിൽ കറന്റ് കണ്ടക്ഷൻ പോസിബിൾ ആണ്. It is 3 terminal device which conducts. അല്ല, ട്രാൻസിസ്റ്റർ ആണ് 3 terminal device. സോ കുറച്ചും കൂടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയാം? ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് തന്നെ എന്ത് ചെയ്യാം? പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു അസേർഷൻ റീസൺ ചോദ്യം ഒന്ന് ചെയ്തു നോക്കിയേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. നോക്കുക, ഇവിടെ നോക്കിയേ. Given below are 2 statements. One is labeled as assertion and other is labeled as reason. NPN transistor permits more current than a PNP transistor. ഉറപ്പായിട്ടും NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും വരുമ്പോൾ അവിടെ എന്നിന്റെ കേസിൽ അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാരുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. PNPയുടെ കേസിൽ ഹോൾസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ കേസിൽ അവരുടെ എന്താണ്? മൊബിലിറ്റി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഹോൾസ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് ഹാവ് ഗ്രേറ്റർ മൊബിലിറ്റി ആസ് എ ചാർജ് കാരിയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്രേറ്റർ മൊബിലിറ്റി ആണെങ്കിൽ പെർമിഷൻ ഓഫ് കറണ്ട് കൂടുതലായിരിക്കും. ഗ്രേറ്റർ മൊബിലിറ്റി മീൻസ് ഗ്രേറ്റർ മൂവ്മെന്റ് ആണ്. ഗ്രേറ്റർ മൂവ്മെന്റ് മീൻസ് ഗ്രേറ്റർ കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഭയങ്കര സ്മൂത്ത് ആണ് അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറയാം. സോ അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. റീസൺ എന്ന് പറയുന്നതും ട്രൂ ആണ്. ഗ്രേറ്റർ മൊബിലിറ്റി ആയതുകൊണ്ടാണ് അവിടെ കൂടുതൽ കറണ്ട് പെർമിഷൻ വരുന്നതെന്ന് ശരിയാണ്. സോ ബോത്ത് അസേർഷൻ എ ആൻഡ് റീസൺ ആർ ഈസ് ട്രൂ ആൻഡ് റീസൺ ആർ ഈസ് ദർ എക്സ്പ്ലനേഷൻ എന്ന് പറയാം അല്ലെ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ് ആൻഡ് R is the correct explanation of A എന്ന് തന്നെ പറയാം. സോ ആൻസർ ഏത് കൊടുക്കാം? ആൻസർ ഈസ് ഓപ്ഷൻ എ എന്ന് തന്നെ എന്ത് ചെയ്യാം? കൊടുക്കാം. യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഹായ് അശ്വന്ത്. അടുത്ത ചോദ്യം എന്ന് നോക്കിയേ. എ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട് ഇൻ കോമൺ എമിറ്റർ മോഡ് ആണ്. ഇഫ് ദ ബേസ് കറന്റ് ചേഞ്ചസ് ബൈ, അതായത് ഡെൽറ്റ IB എന്ന് പറയുന്നത് 100 മൈക്രോ ആംപിയർ ആണ്. ഇറ്റ് ബ്രിങ്സ് എ ചേഞ്ച് ഓഫ് 10 milliampere ഇൻ കളക്ടർ കറന്റ് എന്നാണ്. അപ്പൊ ഡെൽറ്റ IC എന്ന് പറയുന്നത് 10 milliampere ആണ്. ഇഫ് ദ ലോഡ് റെസിസ്റ്റൻസ് RO എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2 kilo ohm ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 kilo ohm ആണ്. ദ വാല്യൂ ഓഫ് പവർ ഗെയിൻ ഈസ് x into 10 raised to 4. എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ കറന്റ് ഗെയിനിന്റെ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ ഇൻറ്റു R ഔട്ട്പുട്ട് ബൈ R ഇൻപുട്ട് ആണ്. ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബീറ്റ എത്രയാണ്? ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB ആണ്.
യെസ്, വെരി ഗുഡ്. ഡെൽറ്റ ഐ സി എന്ന് പറഞ്ഞാൽ 10 × 10⁻³ ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞാൽ 100 × 10⁻6. അപ്പം 10⁻3/10 എന്ന് വരും. ഉത്തരം എത്രയാണ്? 10² എന്ന് വരും. 10² സ്ക്വയർ എടുത്താൽ 10⁻4 എന്ന് വരും. ഇൻറ്റു R ഔട്ട്പുട്ട് ബൈ R ഇൻപുട്ട് ചെയ്താൽ മതി, വിച്ച് ഈസ് 2/1 ആണ്. 2 × 10⁻4 ആണ്. 2ന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? എക്സിന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? 2 ആണ്. സോ എനിക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്ന് കൊടുക്കാം. ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്ന് കൊടുക്കാം. 2 ഈസ് ദ റൈറ്റ് ആൻസർ. 2 ഈസ് ദ റൈറ്റ് ആൻസർ. 2/1 എന്ന് വേണം എഴുതാൻ. എല്ലാം കിലോ ഓമിൽ തന്നെയാണ്. സോ ആൻസർ ഈസ് 2. യെസ്, വെരി ഗുഡ്. അടുത്തത് 2021 ഒരു ചോദ്യമായിരുന്നു. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദ ഗിവൺ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ലോജിക് ഓപ്പറേഷൻ എന്താണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്ക് നമ്മൾ പതിവ് പോലെ 0 0 0 1 1 0 1 1 കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സിൽ എന്ത് വരും? എ 0 ആണെങ്കിൽ എക്സ് 1 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. 1 1 0 0 1 0 1 0 എന്ന് വരും. ഓക്കെ, ഇനി ഇസഡ് എടുക്കാലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് കോമ്പിനേഷൻ ആണ്. 1 1 വരുമ്പോൾ 1, 1 0 വരുമ്പോൾ 0, 0 1 വരുമ്പോൾ 0, 0 0 വരുമ്പോൾ 0. സോ ഇനി ഇത് നോക്കണ്ട, ഈ ഒരു കോമ്പിനേഷൻ നോക്കുക. എ ബിയും ഔട്ട്പുട്ടും നോക്കുക. 0 0 വരുമ്പോൾ 0 0 വരുമ്പോൾ 1, 0 1 വരുമ്പോൾ 0, 1 0 വരുമ്പോൾ 0, 1 1 വരുമ്പോഴും 0. ഏതോ ഒരു ഔട്ട്പുട്ടിന്റെ, ദാറ്റ് ഈസ് ഏതോ ഒരു ഗേറ്റിന്റെ നോട്ടാണ് സംഭവം തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0 0 വരുമ്പോൾ 0 വരുന്നു, 0 1 വരുമ്പോൾ 1 വരുന്നു, 1 0 കൂട്ടി 1 വരുന്നു, 1 1 കൂട്ടി 1 വരുന്നു. അത് ഓർ ഗേറ്റ് ആണ്. ഈ ഓർ ഗേറ്റിന്റെ നേരെ നോട്ടായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ്? ഇതൊരു നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നോക്കിയേ. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്. കാരണം എന്താണ്? ദിസ് ഈസ് എ നോട്ട് ഗേറ്റ്, ദിസ് ഈസ് എ നോട്ട് ഗേറ്റ് ആൻഡ് ദിസ് ഈസ് എ നോർ ഗേറ്റ് അല്ലെ? 3 നോർ ഗേറ്റുകളുടെ ഒരു സിംഗിൾ ഇൻപുട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നോട്ട് ഗേറ്റ് ആണ്. അതിപ്പോ നോർ ആണെങ്കിലും നാൻഡ് ആണെങ്കിലും നോട്ട് ആയിട്ട് ആക്ട് ചെയ്തുള്ളൂ. 3 കോമ്പിനേഷൻ വന്നാൽ നമ്മളത് ആരാണ് എന്നാണ് പഠിച്ചത്? ആൻഡ് ആണ്. നോർ ആണ് ഇവിടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നോറിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ആൻഡ് ആണ്. 3 നാൻഡിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം? ഓർ എന്നും കൊടുക്കാം. സോ ഇത് വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ഉത്തരം എഴുതാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. യെസ്, ഗോകുൽ കൃഷ്ണ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു പോകുന്നത്. 2020-ലും 22-ലെയും 21-ലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്? തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ഔട്ട്പുട്ട് ഏതാണ് എന്നാണ് ചോദ്യം. സോ നമുക്ക് കൊടുക്കാം എയും ബിയുമാണ്. 0 0 ഉണ്ട്, 0 1 ഉണ്ട്, 1 0 ഉണ്ട്, 1 1 ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് വരിക. ഇതിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഔട്ട്പുട്ട് ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ 0 0 കൊടുക്കാം. സോ 0 0 ആൻഡ് ഗേറ്റ് ആണ്, ഇത് ഓർ ഗേറ്റ് ആണ്. അപ്പൊ എന്താണ്? 0 0 വരുമ്പോൾ എന്ത് വരും? 0 വരും. ഒരു നോട്ട് എടുക്കുമ്പോൾ 1 വരും. സോ ഇവിടെ 1, ഇവിടെ 0. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0. ആദ്യത്തെ കേസിൽ 0 കിട്ടി. അടുത്ത നോക്കുക. 0 1 ആണ്. അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 1. അപ്പൊ ഇവിടെ 1 1 വരും. ഔട്ട്പുട്ട് 1 കിട്ടി. അടുത്ത നോക്കാം. 1 0 ആണ്. 1 0 എന്ന് വരും. എന്ന് പറയുമ്പോൾ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ഔട്ട്പുട്ട് 1 കിട്ടി. അടുത്ത 1 1 ആണ്. 1 1 എന്ന് പറയുമ്പോൾ 1 1 എന്ന് പറയുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ എത്ര വരും? 1 വരും, ഇവിടെ 0 വരും. ദാറ്റ് ഈസ് ഹൈ ലോ കണ്ടീഷൻസിൽ മാത്രം ഔട്ട്പുട്ട് കാണിച്ചാൽ അത് ഏത് ഗേറ്റ് ആയിരിക്കും? ഹൈ ലോ കണ്ടീഷനുകളിൽ മാത്രം ഔട്ട്പുട്ട് കാണിച്ചാൽ അത് ഏത് ഗേറ്റ് ആയിരിക്കും? എക്സോർ ഗേറ്റ് ആയിരിക്കും. സോ എക്സോർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, എക്സോർ ഗേറ്റ് ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഒരു 20 മിനിറ്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്രയുമാണ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചാപ്റ്ററിലേക്ക് ക്രോസ് ചെയ്താണ് ശരിക്കും നമ്മൾ മാരത്തോൺ ഡിസ്കഷൻ പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്ലൈഡ്സ്
അവൈലബിൾ ആയിരിക്കും. ആ സ്ലൈഡ്സിന്റെ യൂസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കൂടെ സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മാരത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ നമ്മൾ ഒരു 14 അല്ലെങ്കിൽ 13 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ചാപ്റ്ററിലേക്കായിരിക്കും ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, വിച്ച് ഈസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഐഡിയ വെച്ചായിരിക്കും, കൺസെപ്റ്റ് വെച്ചായിരിക്കും എന്ത് ചെയ്യുക, പറഞ്ഞു പോവുക. സോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയേ. A baseband signal of 3.5 megahertz frequency. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ സിഗ്നൽ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3.5 മെഗാഹെർട്സ് ആണ്. ഓക്കെ, ഒരു ഇൻഫോർമേഷൻ സിഗ്നൽ ഉണ്ട്, അതാണ് ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. എനിക്കിപ്പോ ഞാൻ സംസാരിക്കുന്ന സിഗ്നൽ അതൊരു ഇൻഫോർമേഷൻ സിഗ്നൽ ആണ്, അതെനിക്ക് 3.5 മെഗാഹെർട്സ് എന്ന് പറയാം. ഈസ് മോഡുലേറ്റഡ് വിത്ത് എ കാരിയർ സിഗ്നൽ. അതായത് ഞാനിപ്പോ സംസാരിക്കുന്ന ദൂരെയുള്ള ഒരാൾ കേൾക്കണമെന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ സിഗ്നലിന്റെ കൂടെ ഒരു സിഗ്നലിനെ മിക്സ് ചെയ്യും. ആ സിഗ്നലിനാണ് കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. ആ സിഗ്നലിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് എ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അതെന്താണ്, ഇറ്റ് ഈസ് എ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പൊ കാരിയർ സിഗ്നൽ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3.5 ഗിഗാ ഹെർട്സ് ആണ്. ഒന്ന് മെഗായും ഒന്ന് ഗിഗായുമാണ്. ഒന്ന് 10�6 ഒന്ന് 10�9. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യരുത്, മറക്കരുത്. കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, വളരെ 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 കൂടുതലാണ്, മറക്കരുത്. ഓക്കെ, ആ യൂസിങ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മെത്തഡ്. അപ്പൊ അവരെ മിക്സ് ചെയ്യുന്ന, അതായത് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവിനെ എന്റെ സൗണ്ടുമായി എന്റെ ഇൻഫോർമേഷനുമായി മിക്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ മോഡുലേഷൻ എന്ന് പറയും. ഇൻ ജനറൽ എന്ത് പറയും, മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ മിനിമം സൈസ് ഓഫ് ആന്റിന റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദ മോഡുലേറ്റഡ് സിഗ്നൽ എന്നാണ്. അപ്പൊ അങ്ങനെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആന്റിന വെച്ചായിരിക്കുമല്ലോ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ മിനിമം സൈസ് എത്രയാണ് എന്നാണ് ഇവിടെ ചോദ്യം. മിനിമം സൈസ് എത്രയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു ഇൻഫോർമേഷൻ സിഗ്നലും കാരിയർ സിഗ്നലും എന്ത് ചെയ്തു, മിക്സപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഡ് ബാൻഡ് ഫ്രീക്വൻസികൾ എന്ന് പറയും. അതായത് ഇവര് മിക്സ് ചെയ്ത് കിട്ടുന്ന ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി പ്ലസ് ഇൻഫോർമേഷൻ ഫ്രീക്വൻസി റേഞ്ചിൽ, അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി മൈനസ് ഇൻഫോർമേഷൻ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, സിഗ്നലുകൾ ട്രാവൽ ചെയ്യുക. അതൊന്ന് അറിഞ്ഞിരിക്കുക. കാരിയർ ഫ്രീക്വൻസി പ്ലസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി മൈനസ് ഇൻഫോർമേഷൻ റേഞ്ചിലായിരിക്കും സിഗ്നലുകൾ ട്രാവൽ ചെയ്യുക. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഫോർമേഷൻ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കാരിയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയ കോമ്പിനേഷൻ ഫ്രീക്വൻസിയെ എനിക്ക് എന്തിനോട് തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യാം, 3.5 ഗിഗാ ഹെർട്സിനോട് തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ അത് ആദ്യമേ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് കാരിയറും ഇൻഫോർമേഷനും മിക്സ് ചെയ്തു. അപ്പൊ അവര് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരിയറിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഇൻഫോർമേഷൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3.5 ഗിഗാ ഹെർട്സ് എന്ന് എടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടെ സൗകര്യം. 3.5 ഗിഗാ ഹെർട്സ് എന്ന് എടുക്കുന്നതാണ് കുറച്ചും കൂടെ എന്ത് സൗകര്യം. കാരണം ആ വാല്യൂ നിന്ന് അധികം വ്യത്യാസമൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരാൻ പോകുന്നില്ല. ചോദ്യം ഇതാണ്, വാട്ട് ഷുഡ് ബി ദ മിനിമം സൈസ് ഓഫ് ആന്റിന റിക്വയർഡ് എന്നാണ്. അപ്പം ഒരു ബാൻഡ്, ഒരു ഫ്രീക്വൻസി, ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആന്റിനയുടെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ആ സിഗ്നലിന്റെ ഫ്രീക്വൻസിയുടെ 1/4 ആയിരിക്കും. ലെങ്ത് ഓഫ് ദ ആന്റിന എന്ന് പറയുന്നത് ഷുഡ് ബി L ഈസ് ഈക്വൽ ടു വേവ് ലെങ്തിന്റെ 1/4 ആണ്, അല്ലെങ്കിൽ λ/4 എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം, λ/4 എന്ന് കൊടുക്കാം. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആ L ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ L കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ലാംഡ കണ്ടുപിടിക്കണം. ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതിന്റെ സ്പീഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ എനിക്ക് ലാംഡ എഴുതാം, തന്നിരിക്കുന്ന ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്നാണ്. അപ്പൊ 3 × 10⁸ ഡിവൈഡഡ് ബൈ 3.5 എന്ന് വരും. 3.5 ഗിഗാ ഹെർട്സ് ആണ്. അപ്പൊ ഇൻറ്റു 10⁹ എന്ന് വരും, ഇൻറ്റു 10⁹ എന്ന് വരും. ഓക്കെ, ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 10⁸ ഡിവൈഡഡ് ബൈ 3.5 × 10⁹ എന്ന് വരും. ഒരു 4ഉം ഉണ്ട്. 3.5 × 4 എന്ന് പറഞ്ഞാൽ 3.5 × 4 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പം 3/14 × 10⁻⁻1 എന്ന് വരും. 3/14 ചെയ്യുമ്പോൾ ഏകദേശം 0.2 സംതിങ് വരും. സോ 0.2 ×
10 raised to minus 1 എന്ന് വരും, അല്ലെങ്കിൽ 2 into 10 raised to minus 2 എന്ന് വരും, അല്ലെങ്കിൽ 20 something into 10 raised to minus 3 എന്ന് വരും. 10 raised to minus 3 മില്ലിമീറ്റർ ആണ്. സോ 20 something millimeter എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ. 20 something millimeter എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ യൂണിറ്റ് പ്രധാനമായി ശ്രദ്ധിച്ചോണം. ഉറപ്പായിട്ടും ഒരേപോലത്തെ വാല്യൂസിന്റെ എന്തായിരിക്കും തരിക? ഒരു മില്ലിമീറ്ററിലെയും ഒരു മീറ്ററിലെയും വാല്യൂസ് ആയിരിക്കും തരിക. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഷുഡ് ബി ദ അവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ സി ആണ്. ഇതേപോലത്തെ മറ്റൊരു ചോദ്യമാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ആ നോക്കിയേ. An antenna is placed in a dielectric medium of dielectric constant 6.25. അപ്പൊ ആന്റിന വെച്ചിരിക്കുന്നത് ഒരു ഡൈലക്ട്രിക് മീഡിയത്തിലാണ്. അവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 6.25 ആണ്. If the maximum size of that antenna is 5 mm, it can radiate a signal of minimum frequency of. അപ്പൊ മാക്സിമം സൈസ്, മാക്സിമം വേവ് ലെങ്ത്, അപ്പൊ മിനിമം ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഉറപ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 mm ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വേവിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ അവിടുത്തെ വേവ് ലെങ്ത് ആണ്. സോ എൽ തന്നിട്ടുണ്ടെങ്കിൽ ലാംഡ കണ്ടുപിടിച്ചുകൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 ആണ്. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4L ആണ്. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാം? 4 into ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 into 10 raised to minus 3 ആണ്. ഇനി വി കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ വി ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 എന്ന് എഴുതിയാൽ അത് ശരിയാകുമോ? ഇവിടെ വിയുടെ വാല്യൂ 3 into 10 raised to 8 എഴുതിയാൽ ശരിയാകുമോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു ഡൈലക്ട്രിക് മീഡിയം ആണ്. ഡൈലക്ട്രിക് മീഡിയം വരുമ്പോൾ അവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ EM വേവിന്റെ സ്പീഡ് മാറും. ആ സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ μr into epsilon r എന്നാണ്. μr into epsilon r എന്നാണ്. ദാറ്റ് ഈസ് വെൻ കമ്മിങ് ടു എന്തിലേക്ക് വരുമ്പോൾ? ആ ലൈറ്റിലേക്ക്. ദാറ്റ് ഈസ് വെൻ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അവിടെ EM വേവിന്റെ സ്പീഡ് മാറും. സ്പീഡ് മാറുന്ന ഇക്വേഷൻ ആണ് c by root of μr epsilon r എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 3 into 10 raised to 8 divided by root of μr എന്ന് പറഞ്ഞാൽ 1 ആണ്, epsilon r എന്ന് പറഞ്ഞാൽ 6.25 ആണ്. അപ്പൊ വിയുടെ വാല്യൂ എനിക്ക് കിട്ടി 3 into 10 raised to 8 divided by 6.25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ലാംഡയുടെ വാല്യൂ എനിക്ക് കിട്ടി 4 into 5 into 10 to the power minus 3 എന്ന് കിട്ടി. ഓക്കെ യെസ്. 10 raised to minus 3, 10 raised to 8 കൂടെ 10 raised to 11 ആയി മാറി. 2.5 into 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ഉം 11 കൂടെ അത് 10 raised to 9 ആയി. 3/5 എന്ന് കിട്ടി. ഇൻറ്റു 10 raised to 10 ആയി മാറി. 10 raised to 10 ആയി മാറി. ഏകദേശം 3/5 into 10 raised to 10 എന്നോ 0.6 something into 10 raised to 10 എന്നോ 6 into 10 raised to 9 എന്നോ കിട്ടും. 6 GHz. 10 raised to 9 എന്ന് പറഞ്ഞാൽ GHz ആണ്. 6 GHz എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഉത്തരത്തിനെ അപ്രോക്സിമേറ്റ് ചെയ്തൂടെ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കുക. ഓപ്ഷൻ മാച്ച് ദി ഫോളോയിങ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഫസി മൈൽ, ഗൈഡഡ് മീഡിയ ചാനൽ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഡിജിറ്റൽ സിഗ്നൽ. ഇവിടെ ഏറ്റവും പ്രധാനമായി ഏറ്റവും കോമൺ ആയി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് വേവ് ആയിരിക്കും? ഒരു അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? അതൊരു സൈൻ വേവ് ആണ്. നിങ്ങൾ റെക്ടിഫയറിലൊക്കെ കാണുന്ന ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ്, ഒരു AC വോൾട്ടേജ് എടുക്കുന്നതൊക്കെ എന്താണ്? അനലോഗ് സിഗ്നലുകളാണ്. അത് എപ്പോഴും ഒരു സൈൻ വേവോ കൊസൈൻ വേവോ ആയിരിക്കും. ഡിജിറ്റൽ സിഗ്നൽ നിങ്ങൾ ലോജിക് ഗേറ്റ്സിൽ അടക്കം പഠിക്കുന്നതാണ്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ദാറ്റ് മീൻസ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് എന്തായിരിക്കും? ഒരു റെക്ടാങ്കുലർ വേവ് ആയിരിക്കും. ഇൻ കേസ് ബാക്കി മൂന്നിനെ നിങ്ങൾക്ക് അറിയത്തില്ല. ഡിജിറ്റൽ സിഗ്നൽ കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്നതാണ്. സോ എന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കുക. D3 എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് D1 ആണ്, ഇത് D3 ആണ്, D1 ആണ്, D4 ആണ്. D3 എന്ന് പറയുന്ന ഓപ്ഷൻ ഒരെണ്ണേ വരുന്നുള്ളൂ. യു ക്യാൻ ഷുവർലി സേ ദാറ്റ് ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ B ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ വേവ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഫസി മെയിൽ എന്ന് പറഞ്ഞാൽ ഫാക്സ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഡോക്യുമെന്റ് നമ്മൾ ടെലിഫോൺ ലിങ്ക് വഴിയോ അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പഴയ സിനിമകളിലൊക്കെ ഫാക്സ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ആ ഫാക്സ് ആക്ച്വലി എങ്ങനെയാണ്? ഒരു സ്റ്റാറ്റിക് ഡോക്യുമെന്റ് ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ A1 എന്ന് നമുക്ക് കൊടുക്കാം. എയ്സ് ആക്ച്വലി ഏതാണ്? എയ്സ് ആക്ച്വലി എന്ത് കൊടുക്കാം? A1 എന്ന് കൊടുക്കാം. ഗൈഡഡ് മീഡിയ ചാനൽ, ഫ്രീക്വൻസി മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ എന്തിനാണ്? FM അതേപോലെ AM ഒക്കെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാം ലോക്കൽ ബ്രോഡ്കാസ്റ്റ് റേഡിയോ എന്ന് കൊടുക്കാം. അതുകൊണ്ട് തന്നെ C എന്ന് പറഞ്ഞാൽ 2 ആണ്.
പിന്നെ വരുന്ന ഗേഡഡ് മീഡിയ ചാനൽ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അത് ആൻസർ ഏതാണ്? ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ജസ്റ്റ് അത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇതിന് മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ഒരു ഇൻഫോർമേഷൻ സിഗ്നൽ ഉണ്ട്, അതിന്റെ കൂടെ ഒരു കാരിയർ സിഗ്നലും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അതായിട്ട് ആര് മിക്സപ്പ് ചെയ്യുന്നു? ഇൻഫോർമേഷൻ സിഗ്നലിനെ മിക്സപ്പ് ചെയ്യുന്നു. സോ ഇൻഫോർമേഷൻ സിഗ്നലാണ് എനിക്ക് വേണ്ടത്. അപ്പം ഇൻഫോർമേഷൻ സിഗ്നൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയെ വേരി ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഡുലേഷൻ പ്രോസസ് ആണ് ശരിക്കും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സോ മോഡുലേഷൻ ജനറലി അങ്ങനെയാണ്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ കാരിയറും ഇൻഫോർമേഷനുമായി മിക്സ് ചെയ്യുകയാണ്. സോ ഇൻഫോർമേഷന്റെ കാര്യങ്ങൾ അനുസരിച്ച് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് ഈസ് വേരിഡ്. നോ. അക്കോർഡിംഗ് ടു ഇൻഫോർമേഷൻ സിഗ്നൽ അല്ല, കാരിയർ ആണ് വേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റഡ് അല്ല. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻഫോർമേഷൻ സിഗ്നൽ. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ അല്ലേ? കാരിയറിന്റെ ആണ് വേരി ചെയ്യുന്നത്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ശരിയാണ്. അംജാദ് മുഹമ്മദ് ഹായ്. യെസ്, ഓപ്ഷൻ സി ശരിയാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് അല്ല. ഓക്കെ, അടുത്ത നോക്കുക. ഇതും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെയും ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. എല്ലാ ടൈപ്പുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, എ സൈനുസോഡൽ വേവ് y ഓഫ് ടി. അവിടെ ആ സൈനുസോഡൽ വേവിനെ തന്നിട്ടുണ്ട്. ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബൈ അനദർ സൈനുസോഡൽ വേവ് x ഓഫ് ടി. അപ്പം ഇത് നമ്മുടെ മെസ്സേജ് ആണ്. ഇതാണ് നമ്മുടെ കാരിയർ എന്ന് പറയുന്നത്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മിനിമം ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ എന്നാണ് ചോദ്യം. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക. എ സൈനുസോഡൽ വേവ് ഓഫ് 40 sin 10 × 10⁻⁵ ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബൈ അനദർ സൈനുസോഡൽ വേവ് ഓഫ് 20 sin 1000πt. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി ആരാണോ കുറവെന്ന് നോക്കുക, അയാളാണ് അവിടുത്തെ എന്ത്? മെസ്സേജ് സിഗ്നല്. ഇത് കാരിയർ സിഗ്നലും. ഫ്രീക്വൻസി കൂടിയ ആൾ എന്താണ്? കാരിയർ സിഗ്നൽ ആണ്. സോ ഇവിടെ ഒമേഗ അല്ലെങ്കിൽ എഫ് കൂടുതൽ ആരാണ്? ഒന്നാമത്തെ ആള്. അതുകൊണ്ട് അയാൾ കാരിയർ ആണ്. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജ് സിഗ്നൽ ആണെന്ന് കൊടുക്കാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മിനിമം ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇതാണ് മിനിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന് പറയുന്നത്. ഒമേഗ സി മൈനസ് ഒമേഗ എമ്മും ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും. ഇതാണ് മിനിമം ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന് പറയുന്നത്. അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരായിരിക്കും? μAc/2 ആണ്. പഠിച്ചോണം. മിനിമം ഫ്രീക്വൻസി കമ്പോണന്റ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ μAc/2 ആണ്. AC എന്ന് പറഞ്ഞാൽ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. AC എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. യെസ്, ഒന്ന് ഒഫീഷ്യൽസ് നോക്കടാ. ഓക്കെ, μAc/2 ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ AM/AC ആണ്. ദാറ്റ് ഈസ് മോഡുലേറ്റിംഗ്, ദാറ്റ് ഈസ് മെസ്സേജ് സിഗ്നൽ ബൈ കാരിയർ സിഗ്നലിന്റെ റേഷ്യോ ആണ് AM/AC എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്. AC എന്ന് പറഞ്ഞാൽ ഇതാണ്, കാരണം അതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. അതാണ് അയാളായിരിക്കും കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. സോ അത് എത്രയാണ്? 40 ആണ്. സോ μAc/2 എന്ന് പറയുമ്പോൾ AM/AC ഇൻറ്റു AC/2 എന്ന് കിട്ടും. ACയും ACയും വെട്ടിപ്പോയിട്ട് AM/2 എന്നാണ് ഉത്തരം വരിക. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. 20/2 എന്ന് പറയുമ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് LOS മെത്തേഡ് ആണ്. ഇതും ഒരു ടൈപ്പാണ്, കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ LOS ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വലിയൊരു ആന്റിന ഉണ്ടായിരിക്കും. അതിന്റെ ഹൈറ്റ് HT ആണ്. ഈ ആന്റിന പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നലിന്റെ റേഞ്ച്, എത്ര ഭാഗത്ത് അതിന്റെ സിഗ്നലിനെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എത്ര റേഡിയസിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ അതിന്റെ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് D എന്ന് പറഞ്ഞാൽ √2 × R × H ആണ്. D എന്ന് പറഞ്ഞാൽ √2 × R × H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ആന്റിനയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എർത്തിന്റെ ഇതെടുത്താൽ ഇവിടെ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും കാണും, ഇവിടെ ഒരു റിസീവിംഗ് ആന്റിനയും കാണും. ട്രാൻസ്മിറ്റിംഗ് ആന്റിനയ്ക്ക് ഒരു മാക്സിമം റേഞ്ച് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ √2 × R × ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയാണ്.
അതേപോലെ റിസീവിംഗ് ആന്റിനയ്ക്കുമുണ്ട് 2 × r ഹൈറ്റ് ഓഫ് റിസീവിംഗ് ആന്റിനയാണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും എന്താണ്? സമ്മാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും സമ്മാണ്. സോ ഇനി നമുക്ക് നോക്കാം, ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ദ ഹൈറ്റ് ഓഫ് എ ട്രാൻസ്മിറ്റിംഗ് ആന്റിന എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ആണ്. റിസീവിംഗ് ആന്റിന എന്ന് പറഞ്ഞാൽ 49 മീറ്റർ ആണ്. സോ ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ them for satisfactory communication in LOS എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എഴുതാം √2RHT plus √2RHR എന്ന് പറഞ്ഞാൽ √2 × 64 × 10⁵5 എന്ന് അവർ തന്നിട്ടുണ്ട്. HT എന്ന് പറഞ്ഞാൽ 25 ആണ്. പ്ലസ് √2 × 64 × 10⁵5 തന്നിട്ടുണ്ട്. HR എന്ന് പറഞ്ഞാൽ 49 ആണ്. 2 × 64 × 10⁵5 കോമൺ ആണ്. 25ന്റെ റൂട്ട് 5 ആണ്. 49ന്റെ റൂട്ട് 7 ആണ്. അപ്പൊ എനിക്ക് കിട്ടും 12 × √64ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അത് ഞാൻ എഴുതി. 2 × 10⁵5 എന്ന് പറഞ്ഞാൽ 20 × എത്രയാണ്? 10⁴ ആണ്. 20 എന്ന് പറഞ്ഞാൽ 5 × 4 ആണ്. 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 പുറത്തെടുത്തു. പിന്നെ ഒരു 10² ഉണ്ട്. പിന്നെ അകത്ത് ആര് വരും? ഒരു √5 വരും. 12 × 8 × 2 എത്രയാണോ അതാണ് കറക്റ്റ്. ഓക്കെ, 12 × 8 × 2 എന്ന് പറയുമ്പോൾ 24 × 8 എന്ന് വരും. ഉത്തരം 192 എന്ന് വരും. 192 ആണ് അവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. 192 is the value for K. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നോക്കുക, വി ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലോ ഫ്രീക്വൻസി സിഗ്നൽ ടു ലോങ് ഡിസ്റ്റൻസ്. ലോ ഫ്രീക്വൻസി സിഗ്നലുകളെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അതിന്റെ റീസൺ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ എന്താണ്? വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഹൈ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് വരും? വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ആന്റിനയുടെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, L/λ² പ്രപ്പോർഷണൽ ആയിരിക്കും പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാംഡയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ പവർ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ വളരെ കുറവായിരിക്കും. സോ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ ലാംഡ കൂടുതലായിരിക്കും, പവർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷനുകളാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ. The size of the antenna should be comparable to signal wavelength which is unreal solution for a signal of longer wavelength. കണ്ടോ, ഇവിടെ ലോ ഫ്രീക്വൻസി ആണ്, വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ആന്റിനയുടെ ലെങ്ത് വളരെ കൂടുതലാണ്. അത് വളരെ അൺറിയൽ ആണ്. നമുക്ക് 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ നീളമുള്ള ആന്റിന പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. എഫക്റ്റീവ് പവർ റേഡിയേറ്റഡ് ബൈ എ ലോങ് വേവ് ലെങ്ത് ബേസ് ബാൻഡ് സിഗ്നൽ വുഡ് ബി ഹൈ. പവർ റേഡിയേറ്റ് ചെയ്ത വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന പവർ കൂടുതൽ എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ പറഞ്ഞു പവർ എന്ന് പറഞ്ഞാൽ L/λ² പ്രപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ലാംഡ കൂടുന്തോറും പവർ കുറയുകയാണ്. സോ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. We want to avoid mixing up signal transmitted by different transmitters simultaneously. അതും വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. So that is also true. Low frequency signal cannot be sent to long distance by superimposing with a high frequency wave as well. Cannot അല്ല, can ആണ്. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ ഇൻ ജനറൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഫ്രീക്വൻസി ആയിക്കോട്ടെ, മോഡുലേഷനിൽ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായി കമ്പൈൻ ചെയ്യുകയാണ്. സോ അതും എന്താണ്? ശരിയായ ഒരു ഉത്തരമാണ്. സോ ACD മാത്രം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. ACD മാത്രം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C is the right answer. ഓപ്ഷൻ C is the right answer. അടുത്തത് NCERT-യിലെ ഒരു കട്ടിംഗ് ആണ്. ആ കട്ടിങ്ങിലെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. ഒന്ന് നോക്കിയേ, ഇവിടെ നോക്കുക. സ്പീച്ച് സിഗ്നലിന്റെ കേസിൽ ഫ്രീക്വൻസിയുടെ റേഞ്ച് നോക്കുക. അപ് ടു 3 kHz വരെയാണ് ശരിക്കും സ്പീച്ച് സിഗ്നലിന്റെ കേസിൽ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അത് പഠിക്കണം. അടുത്തത് മ്യൂസിക്കിന്റെ കേസിലെ ബാൻഡ് വിഡ്ത്ത് പഠിക്കുക. 20 kHz ആണ്. അതും NCERT-യിൽ ഉണ്ട്. അതും വായിച്ചു നോക്കുക. ഹൈ ഫ്രീക്വൻസീസ്. അടുത്ത് നോക്കേണ്ടത് വീഡിയോ സിഗ്നൽ ആണ്. വീഡിയോ സിഗ്നലിന്റെ കേസിൽ 6 MHz ആണ് അവിടുത്തെ എന്ത് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടെലിവിഷൻ സിഗ്നൽ, റേഡിയോ സിഗ്നൽ, ഹൈ ക്വാളിറ്റി മ്യൂസിക്, ഹ്യൂമൻ സ്പീച്ച്.
ആണല്ലോ. ഹ്യൂമൻ സ്പീച്ച് നമ്മൾ കണ്ടതാണ് 3 കിലോ ഹെർട്സ് ആണ്. സോ D1 ആണ്. സോ അപ്പൊ തന്നെ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഹൈ ക്വാളിറ്റി മ്യൂസിക് നമ്മൾ കണ്ടതാണ് C2 ആണ്. C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 കിലോ ഹെർട്സ് ആണ്. എത്രയാണ്? 20 കിലോ ഹെർട്സ് ആണ്. 20 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ C2 ആണ്. പിന്നെ ടെലിവിഷൻ സിഗ്നൽ കണ്ടതാണ് A4 ആണ്. 6 മെഗാ ഹെർട്സ് ആണ്. A4 കണ്ടു. ഓക്കെ, A4 റേഡിയോ സിഗ്നൽ എന്ന് പറയുമ്പോൾ B3 2 മെഗാ ഹെർട്സ് ആണ്. C2 D1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതും ആന്റിന പ്രോബ്ലം ആണ്. അപ്പൊ ആന്റിന പ്രോബ്ലം, കാരിയർ മോഡുലേറ്റിംഗ് പ്രോബ്ലം, അതിന്റെ ഒരു അസേർഷൻ റീസൺ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം, അതേപോലെ തന്നെ ഫ്രീക്വൻസി, ലാംഡ, ലെങ്ത് കണക്ട് ചെയ്തുള്ള L λ/4 എന്ന് കണക്ഷൻ ഉള്ള ഒരു ചോദ്യം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്. സോ ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയേ. നോക്കാം. ദ TV transmission tower at a particular station has a height of 125 meter. For doubling the coverage of its range, the height of the tower should be increased by. അപ്പോൾ ആദ്യത്തെ കേസിലെ റേഞ്ച് D1 ആണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ 2R × H1 ആണ്. രണ്ടാമത്തെ കേസിലെ റേഞ്ച് D2 ആണ്. അത് ആദ്യത്തെ കേസിന്റെ ഇരട്ടിയാണ്. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാം? √2R × H2 എന്ന് പറഞ്ഞാൽ 2 × 2R × H1 ആണ്. സ്ക്വയർ ചെയ്താൽ വെട്ടിക്കളഞ്ഞ് എനിക്ക് കിട്ടും H2 = 4 × H1 എന്ന് കിട്ടും. അപ്പം H2 എന്ന് പറഞ്ഞാൽ 4 × H1 125 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 500 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആദ്യമേ 125 മീറ്റർ ആയിരുന്നു, ഇപ്പോൾ അത് 500 മീറ്റർ ആക്കി. സോ ആ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 375 മീറ്റർ ആയിരിക്കും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ 2 ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം സ്ലൈഡ്സ് ആയി അപ്ലോഡ് ചെയ്യും. അത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അടുത്ത 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററുമായി നമ്മുടെ രാജൻ സാർ വെയിറ്റിംഗ് ആണ്. സോ അതിനു വേണ്ടിയിരിക്കുക. എല്ലാവരും ഫോക്കസ്ഡ് ആയി പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു സീറ്റ് അക്യൂർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. വിൽ see you soon. സാറ് വന്നു കഴിഞ്ഞു. മോർണിംഗ് സാർ. ഹായ് സാർ. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. മക്കളെ ഗുഡ് മോർണിംഗ്. മക്കളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരി വൺ. രാവിലെ തന്നെ സെമി കണ്ടക്ടർ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഈ സെമി കണ്ടക്ടർ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത, അത് നിങ്ങൾക്ക് എൻജിനീയറിങ്ങിൽ ഏത് ബ്രാഞ്ച് എടുത്ത് എൻജിനീയറിങ്ങിൽ പോയാലും നിങ്ങൾ പഠിക്കേണ്ടതാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും, സിവിൽ എടുത്താലും ഇലക്ട്രോണിക്സ് എടുത്താലും കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ഏതെടുത്താലും നിങ്ങൾക്ക് സെമി കണ്ടക്ടർ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ സാറ് പഠിപ്പിച്ച സെമി കണ്ടക്ടർ പോയിന്റുകൾ എൻട്രൻസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അടുത്ത വർഷം തൊട്ട് നിങ്ങൾക്ക്, അതായത് ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്നതാണ് ഈ സെമി കണ്ടക്ടേഴ്സ് മക്കളെ. പക്ഷേ ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചൂടൻ ടോപ്പിക്കുകളാണ്. ഇറ്റ്സ് എ ഹോട്ട് ടോപ്പിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് മെജോറിറ്റി എൻജിനീയറിംഗ് ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് യൂസ് നിങ്ങൾക്കില്ല. ബിടെക് കോഴ്സിന് നിങ്ങൾക്ക് കാര്യമായിട്ട് ഉപയോഗമില്ല, എൻട്രൻസിന് മസ്റ്റാണ്. മനസ്സിലായല്ലോ? അതാണ് തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, തെർമൽ പ്രോപ്പർട്ടീസ്, 3 ചാപ്റ്ററുകൾ. ഫ്യൂച്ചറിൽ അടുത്ത വർഷം തൊട്ട് നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യം. യു ക്യാൻ ഓൾവേസ് സ്റ്റഡി ദിസ്. എൻട്രൻസ് എഴുതാം, മറന്നേക്കാം. കാര്യമായിട്ട് ഉപയോഗമൊന്നുമില്ല. വളരെ റെയറായിട്ട് ഒരു പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഇലക്ട്രോണിക്സിലോ കമ്മ്യൂണിക്കേഷനിലോ ഇതൊന്നും എവിടെയും വരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു ബോഡി ടെമ്പറേച്ചറും പനി വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും അല്ലാതെ വേറെ ഒന്നും ഇതിൽ നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. റൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി, തെർമോഡൈനാമിക്സിന്റെ പ്രത്യേകത, തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയും ഇന്റർലിങ്ക്ഡ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇത് കൈനറ്റിക് തിയറി മാത്രമാണ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്.
ബട്ട് തെർമൽ പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ തെർമൽ പ്രോപ്പർട്ടീസിൽ ഷുവറായിട്ട് വരുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ വർഷത്തെ 2022 കഴിഞ്ഞ സെഷനിൽ ഫേസ് 1 വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ലൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്നതാണ്. 2-3 ഇക്വേഷൻ എങ്കിലും പഠിച്ചു വെച്ചാൽ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവരിവൺ. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആർ ഓൾ ആക്റ്റീവ്. Someone is asking which language is this. I don't know how you came to this group. We are speaking Malayalam, and that is a South Indian language. Okay, hope you are from the North Belt. नमस्ते. ये तो मलयालम में हो रहा है. JEE Main का डिस्कशन है, मलयालम में हो रहा है. साउथ इंडिया का लैंग्वेज है. Okay, I think people are there to help him. Anyway, let us start from the first question. This is from thermal current heat conduction question. Let us read the question clearly. Two metallic blocks, M1 and M2 of same area, so that point should be kept in mind, same area, are connected to each other. The lengths are different, area is same. Thermal conductivity of M2, that is the second one. Thermal conductivity of the second one is given as K. What is the thermal conductivity of the first one? Assume steady state heat conduction. This is the question. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. See the block കാണുന്നുണ്ടല്ലോ. The block is here. അത് 2 ബ്ലോക്ക് ആണ്. And there is 100 degrees Celsius on one side, 0 degrees Celsius on the other side, and 80 degrees Celsius at the junction. First one 16 centimeter length, second one 8 centimeter length, and it is given that the second one has got a conductivity K, and what is the conductivity of the first part? K1 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾക്ക് ഇക്വേഷൻ മനസ്സിലായോ? ഹീറ്റ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. Thermal current or heat current is given by the equation H is equal to thermal conductivity into area of cross section into temperature difference between the two ends divided by length of the conductor. Understand that when you have 100 degrees Celsius on this side and 0 degrees Celsius on this side, and thermal current will flow from first one to the second one. കണ്ടോ? അപ്പോൾ രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്ന H സെയിം ആണ്. അപ്പം ഞാൻ ഇവിടെ എഴുതാം സെയിം ഫോർ ബോത്ത്. രണ്ടിനും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്? ഫസ്റ്റ് വൺ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം H ഇൻ ദ ഫസ്റ്റ് വൺ ഈസ് H ഇൻ ദ സെക്കൻഡ് വൺ. കറണ്ട് സെയിം ആണ്. 2 പൈപ്പ് സീരീസിലാക്കി വെച്ചിട്ട് അതിലൂടെ വെള്ളം ഒഴിച്ചാൽ ആദ്യത്തെ പൈപ്പിലെ വെള്ളം തന്നെയാണ് രണ്ടാമത്തേൽ ഒഴുകുന്നത്. അതേ കോൺസെപ്റ്റാണ്. അപ്പം H1 ഇക്വേഷൻ എന്താ എഴുതേണ്ടത്? K1 നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ A ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് വൺ 100 - 80 ആണ്. കണ്ടില്ലേ? ഒരറ്റത്ത് 100, മറ്റേ അറ്റത്ത് 80. 100 - 80 ഡിവൈഡഡ് ബൈ ലെങ്ത് 16 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 16നെ ഞാൻ കൺവേർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ആൻസർ ചെയ്യാം. നോക്കൂ, രണ്ടാമത്തതിൻ്റെ കണ്ടക്ടിവിറ്റി K തന്നിട്ടുണ്ട്. ഏരിയ A ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാ? 80 - 0 ഡിവൈഡഡ് ബൈ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടും സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആകും. അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യാത്തത്. 8 ക്യാൻസൽ, 16 to 2. 100 - 80 എന്ന് പറയുന്നത് 20 ആണ്. 20/2 will give you 10 on the left side. And 80 - 0, 80/10 with 8 കിട്ടും. A and A cancel. So I'll get K1 equal to 8K. So that is my answer. K1 equal to 8K എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി മസ്റ്റായിട്ട് പഠിക്കണം. ഈ ഇക്വേഷൻ ആണ് മിക്കവാറും ഒക്കെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആയിരിക്കും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ വരും. ധൈര്യമായിട്ട് സോൾവ് ചെയ്യാം. ഷുവറായിട്ട് ആൻസർ കിട്ടും. ബി കോൺഫിഡൻറ്റ്. ദാറ്റ് ഈസ് അവർ പ്രോമിസ്. ഓക്കെ, ശരി. അടുത്തത് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വരുന്നത് കലോറിമെട്രിയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ഹീറ്റ് അബ്സോർബ് ബൈ വൺ ഈസ് ദ ഹീറ്റ് ലോസ് ബൈ ദ അതർ എന്നുള്ള കോൺസെപ്റ്റിനാണ് കലോറിമെട്രി എന്ന് പറയുന്നത്. ഇതെല്ലാം കലോറിമെട്രിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. 100 gram അയൺ നെയിൽ 100 gram അയൺ നെയിൽ
is hit by 1.5 kilogram hammer striking with the velocity of 60 centimeter per second, 60 meter per second. ഒരു നെയിലിനെ ഹാമർ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു. ഹാമറിൻ്റെ മാസ് അറിയാം, ഹാമറിൻ്റെ സ്പീഡ് അറിയാം. ഹാമറിന് എന്ത് എനർജിയാണുള്ളത്? ഹാമറിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഇനി നോക്കാം, വാട്ട് വിൽ ബി ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ നെയിൽ ഇഫ് 1/4 ഓഫ് ദ എനർജി ഓഫ് ദ ഹാമർ goes into heating the nail. ഈ ഹാമറിൻ്റെ കൈനറ്റിക് എനർജിയുടെ 1/4 ഇവിടെ തെർമൽ എനർജി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ നെയിൽ ഹീറ്റ് ആകും. ഇത് നോർമൽ കേസാണ്. നിങ്ങളൊരു നെയിൽ ചുറ്റിക കൊണ്ട് അടിച്ച നെയിൽ ഹീറ്റ് ആകും. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ഹാമർ അതിൻ്റെ 1/4 ആണ്. അപ്പോൾ നോക്കൂ, 1/4 kinetic energy of hammer is used in heating nail. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ഇക്വേഷൻ എഴുതിയാൽ മതി. 1/4 into 1/4 into half into what is the mass of the hammer? അത് 1.5 kilogram ആണ്. 1.5 into സ്പീഡ് 60 ആണ്. സ്ക്വയർ ചെയ്യണം. അപ്പോൾ 3600 കിട്ടും. ഇത് കൈനറ്റിക് എനർജി, 1/4 ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി അത് ഹീറ്റിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാമോ? ഹീറ്റിങ്ങിന് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എം സി ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അവയുടെ മാസ് എഴുതാം. മാസ് 100 gram ആണ്. തെറ്റിപ്പോകരുത്. 0.1 എന്ന് എഴുതാം. കിലോഗ്രാം രണ്ട് സൈഡിൽ ഒരേ യൂണിറ്റ് ആക്കണം. ഇൻറ്റു നോക്കൂ, ഇവിടെ ഈ സ്പെസിഫിക് ഹീറ്റ് തന്നിരിക്കുന്നത് 0.42 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. 1 ഗ്രാമിൻ്റെതാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് സിയുടെ വാല്യൂ എത്ര എഴുതാം? 0.42 ഇൻറ്റു 1 ഗ്രാം. 1 ഗ്രാമിന് അതാണെങ്കിൽ 1 കിലോഗ്രാമിന് ഇൻറ്റു 1000 എഴുതണം. സോ ദിസ് വിൽ ഗിവ് യു 0.42 ഇൻറ്റു 1000 ഇൻറ്റു ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. നാച്ചുറലി നോക്കാം, ഇവിടെ ഒരു 100 will cancel this 100. മനസ്സിലായല്ലോ? അതുപോലെ 0.1 into 10 is 1. So I want delta T on the right side. And ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.5 into 36 divided by 4 into 2 8 ആണ്. ഇവിടെ 0.42 ആണ്. This is a step that you need to calculate. Calculation ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദിസ് വിൽ ഗിവ് യു അപ്രോക്സിമേറ്റ്ലി 16.07 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 16 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ ടെമ്പറേച്ചറിന് ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓൾറൈറ്റ്. സോ ഇവിടെ കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി നോട്ട് കംപ്ലീറ്റ്ലി 1/4 ആണ്. ചിലപ്പോൾ 50% എന്നോ 20% എന്നൊക്കെ തന്നാൽ അത് അപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ ½ mv² = mc ഡെൽറ്റ ടി അപ്ലൈ ചെയ്യണം. യൂണിറ്റ്സ് ശ്രദ്ധിക്കണം, എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഈസ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, a steam engine intakes 50 gram of steam. നോക്കൂ, 50 gram of steam at 100 degree Celsius. സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ 100 degree Celsius, അതിൻ്റെ മാസ് 50 gram per minute and cools it down to 20 degree Celsius. അപ്പോൾ ഈ സ്റ്റീമിനെ 100 degree Celsiusൽ സ്റ്റീമിനെ കൂൾ ചെയ്ത് 20 degree Celsius ആക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റീമിന് ഒരിക്കലും 20 degree Celsius നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റീം ആദ്യം കണ്ടൻസ് ആയിട്ട് വാട്ടർ ആകും. വാട്ടർ അറ്റ് 100 degree Celsius ആകും. എന്നിട്ട് ആ വാട്ടർ കൂൾ ചെയ്തിട്ട് വാട്ടർ അറ്റ് 20 degree Celsius ആകും. അപ്പം ഞാനിങ്ങനെ എഴുതാം. അതിൻ്റെ ഒരു ഫ്ലോ റേറ്റ് ഇങ്ങനെയാണ്. ആദ്യം നിങ്ങളുടെ കയ്യിൽ സ്റ്റീം അറ്റ് 100 degree Celsius ഉണ്ട്. ഇത് ആദ്യം എന്തായിട്ട് മാറണം? ഇത് വാട്ടർ അറ്റ് 100 degree Celsius ആയിട്ട് മാറണം. ദെൻ ദിസ് ഷുഡ് ബിക്കം വാട്ടർ അറ്റ് 20 degree Celsius. അപ്പോൾ രണ്ട് തരത്തിൽ അവിടെ ഹീറ്റ് നഷ്ടപ്പെടണം. ഹീ ഷുഡ് ബി റിമൂവ്ഡ്. വൺ to convert steam into water, second one to convert water from 100 to 20. എന്താണ് ഇക്വേഷൻ? The total heat transfer will be equal to m into LV, mass into latent heat of fusion, latent heat of vaporization, not fusion, okay, plus mc delta T. m കോമൺ ആണ്. m into LV plus c delta T. ഇനി പ്രശ്നമുള്ളത് യൂണിറ്റ്സ് ആണ്. ഇവിടെ ഗ്രാമിലാണല്ലോ തന്നിരിക്കുന്നത്. ആൻസർ ഇതാ, ഇത് പെർ ഗ്രാം ആണ് തന്നിരിക്കുന്നത്. 540 കലോറി പെർ ഗ്രാം ആണ്. വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? അത് 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾ ഗ്രാമിലെടുത്താൽ കാൽക്കുലേഷൻ എളുപ്പമാണ്. ഈ കലോറി, ഈ സിയുടെ വാല്യൂ ആക്ച്വലി 4200
joule per kilogram per degree Celsius ആണ്. Calculation difficult ആണ്. So I prefer taking it in the CGS system. അതുകൊണ്ട് മാസ് എത്ര എടുക്കണം മക്കളെ? മാസ് നിങ്ങൾക്ക് 50 gram എടുക്കാം. ഇൻറ്റു LV is given as 540 പ്ലസ് സിയുടെ വാല്യൂ 1 എടുക്കണം. 1 ഇൻറ്റു ഡെൽറ്റ ടി, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 120 മാറിയത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? 80 ആണ്. സോ ദിസ് വിൽ ഗിവ് യു 50 ഇൻറ്റു 540 പ്ലസ് 80, ദിസ് വിൽ ഗിവ് യു 620. 5 ഇൻറ്റു 6, 5 ഇൻറ്റു ദിസ് വിൽ ഗിവ് യു 3100, and you should know that it is in calorie. ഇത് കലോറിയിലാണ് കിട്ടുന്നത്. യു ഗെറ്റിംഗ് ദിസ് ഇൻ കലോറി. But your answer is into 10 raised to 3 calorie. So to convert that into the proper answer, you can write it as 31 into 10 to the power 3 calorie, which is 30. Oh, that is it. That's what you want. ആ ഒരു ഫോമിലേക്ക് മാറിയാൽ മതി. So നിങ്ങളുടെ ആൻസർ 31 into 10 raised to 3 calorie. What you want to write is 31. Okay മക്കളെ, തെർമൽ പ്രോപ്പർട്ടീസ് കാൽക്കുലേഷൻ ഒക്കെ എളുപ്പമാണ്. JEE മെയിൻസ് ആണെന്ന് പറഞ്ഞ് പേടിക്കണ്ട, നോ നീഡ് ടു വറി. അടുത്ത നോക്കാം. സോളിഡ് മെറ്റാലിക് ക്യൂബ് ഹാവിംഗ് ടോട്ടൽ സർഫസ് ഏരിയ 24 meter square is uniformly heated. Okay, its temperature increases by 10 degrees Celsius. Calculate the increase in volume of the cube. ഇത് thermal expansion ആണ്. In thermal expansion you should know that one, that is delta. One second. അതായത് നിങ്ങൾ 3 കോഎഫിഷ്യൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് ആൽഫ എൽ, ആൽഫ എസ്, ആൽഫ വി. ലീനിയർ കോഎഫിഷ്യൻ, ഏരിയ കോഎഫിഷ്യൻ ആൻഡ് വോളിയം കോഎഫിഷ്യൻ. ആൻഡ് യു ഷുഡ് നോ ദാറ്റ് ആൽഫ വി ഈസ് നത്തിങ് ബട്ട് 3 times ആൽഫ എൽ. ക്വസ്റ്റ്യൻ നോക്ക്, എത്ര കണ്ണിങ് ആണെന്ന് നോക്കൂ. നിങ്ങളോട് പറയുന്നത് വോളിയം ചേഞ്ച് ആണ്, തന്നിരിക്കുന്നത് ആൽഫ ലീനിയർ കോഎഫിഷ്യൻ്റ് ആണ്. യു ഗിവൻ ലീനിയർ കോഎഫിഷ്യൻ്റ് ആൽഫ, ബിക്കോസ് ഇത് പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇതിന് ആദ്യത്തതിന് ആൽഫ എന്നും രണ്ടാമത്തിന് ബീറ്റ, മൂന്നാമത്തിന് ഗാമ എന്ന് പറയാറുണ്ട്. ആൽഫ ഈസ് ഗിവൺ, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ചേഞ്ച് ഇൻ വോളിയം. വാട്ട് ടു ലെറ്റ് us work out what is the area of a square. 6a square is given as 24 meter square. അവിടെ വേറൊരു ചതിയുണ്ട്, ആൻസർ ഒക്കെ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ എ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ 4 ആണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ ഈക്വൽ ടു 2 meter. അപ്പോൾ ക്യൂബിൻ്റെ ഒരു സൈഡ് 2 meter ആണ്. സോ വാട്ട് ഈസ് ദ വോളിയം? വോളിയം ഈസ് എ ക്യൂബ് ആൻഡ് ദാറ്റ് ഗിവ് യു 2 cube ഈസ് 8 meter cube. ഇതാണ് അതിൻ്റെ വോളിയം. What you want to find out is the change in volume. We have this equation delta V by V. Fractional change in volume is nothing but gamma delta T എന്ന് എഴുതാറുണ്ട്. ഈ ഗാമയ്ക്ക് പകരം നിങ്ങൾക്ക് 3 alpha എന്ന് എഴുതാം. 3 alpha delta T. So the change in volume is nothing but V into 3 alpha delta T. V is calculated already 8 ആണ്. 3 into alpha is given 5 into 10 raised to minus 4 into delta T. അത് 10 degree സെൽഷ്യസിൻ്റെ ചേഞ്ച് ആണ്. അപ്പോൾ അത് 10 കെൽവിൻ്റെ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്കത് 10 തന്നെ എടുക്കാം. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് വൺ, this will give you 120 into 10 raised to minus 3. Okay, and this is in meter cube. So you convert that into centimeter cube. So this will give you 1.2 into, this will give you 1.2 into 10 raised to minus 1 into 1 meter is 10 square അല്ലേ, 100 centimeter ആണ്. സോ ക്യൂബ് ചെയ്താൽ ഇവിടെ 10 raised to 6 കൊടുക്കാം. സോ യുവർ ആൻസർ ഈസ് 1.2 into 10 raised to 5 centimeter cube. യൂണിറ്റുകൾ കൊണ്ടുള്ള കളിയാണ്, നമ്മളോടാണ് കളി. നമുക്കറിയാം ഇതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് യുവർ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ആണ്. തെർമൽ എക്സ്പാൻഷൻ ഏരിയ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓൾറൈറ്റ്, ശരി. അടുത്തത്, ഇപ്പോൾ ചാപ്റ്റർ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയും ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, അടുത്തടുത്ത് നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ മാറുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ സോളിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ മാറ്റർ തെർമൽ പ്രോപ്പർട്ടീസിൽ പൊതുവേ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് സോളിഡ്സിൻ്റെ എക്സ്പാൻഷനും മറ്റുമാണ്. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? ക്വസ്റ്റ്യൻ കണ്ടാൽ പറയാമോ ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ചാപ്റ്റർ പറയാമോ? Relation between root mean square speed and most probable speed for the molar mass oxygen at 300 Kelvin ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം VRMS is given by root 3RT divided by molar mass, whereas most probable speed is given by root 2RT
2 RT by the same molar mass, and you want VRMS in terms of most probable speed. So if you divide, we will get VRMS is equal to V most probable times root of 3 divided by 2. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. VRMS ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ആണ്. സാധാരണ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ RMS സ്പീഡ് മാത്രമാണുള്ളത്. കെമിസ്ട്രിയിലാണ് നിങ്ങൾ ആവറേജ് സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, RMS സ്പീഡ് മൂന്നും പഠിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യം വരും ഫിസിക്സിൻ്റെ എക്സാമിനേഷന്, മെയിൻസിന്, അഡ്വാൻസിന് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നല്ല ക്യുക്കായിട്ട് വരുന്ന രീതിയിൽ എവിടെയെങ്കിലും നല്ല ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, ശരി. അൺനോൺ ഫോൾഡറിലൊന്നും വെക്കരുത്, നോൺ ഫോൾഡറിൽ എവിടെയെങ്കിലും വെക്കുക, പെട്ടെന്ന് റീകളക്ട് ചെയ്യണം. യാ, വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ ദ ചാപ്റ്റർ. കൈനറ്റിക് തിയറി ഈസ് ഗുഡ്. മക്കളെ, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് കൈനറ്റിക് തിയറിയിലും തെർമോഡൈനാമിക്സിലും. ഇത് ചോദ്യം വന്നത് കൈനറ്റിക് തിയറി ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇത് തെർമോഡൈനാമിക്സിൽ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നോക്കൂ, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് CP/CV ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. CV എന്ന് പറയുന്നത് F/2R ആണ്. F ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. CP എന്ന് പറയുമ്പം അത് 1 + F/2 × R ആണ്. ഗാമ ഈസ് ദ റേഷ്യോ CP/CV. അതിവിടെ ചെയ്ത് നോക്കിയാൽ 1 + 2/F കിട്ടും. സോ ദ ആൻസർ ആക്ച്വലി 1 + 2/F ആണ്. ഈ F എന്ന് വെച്ചാൽ അത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. മോണാറ്റമിക്കും ഡയാറ്റമിക്കുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. മോണാറ്റമിക് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാ? 3 ആണ്. ഡയാറ്റമിക് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇതാണ്. ഇനി അതിൽ ഡയാറ്റമിക്, റിജിഡ്, നോൺ റിജിഡ്, ട്രയാറ്റമിക്, പോളിയാറ്റമിക് അതെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് മോണോആറ്റമിക്കും ഡയാറ്റമിക്കാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കത് കാണാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇക്വേഷൻ ദറ്റ് യു ഷുഡ് ക്ലിയർലി സ്റ്റഡി. ഇനി ഈ CV-ക്ക് വേറെ 1-2 ഫോം. CPക്ക് 2 ഇക്വേഷൻ വേറെ പറഞ്ഞുതരാം. ഒന്ന് CV ഈസ് ഗിവൺ ബൈ R/Γ -1. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് CP ഈസ് ഗിവൺ ബൈ Γ ടൈംസ് R/Γ -1. ഈ 2 ഇക്വേഷനും നിങ്ങൾ കഴിയുന്നതും പഠിച്ചിട്ട് ഇതിന് എക്സാമിന് പോകണം. CP പല തരത്തിലെ പല ക്വസ്റ്റ്യൻസിൽ യൂസ്ഫുൾ ആണ്. കൈനറ്റിക് തിയറിയിൽ യൂസ്ഫുൾ ആണ്, തെർമോഡൈനാമിക്സിൽ യൂസ്ഫുൾ ആണ്. ഇത് പഠിക്കാതെ പോകരുത് പ്ലീസ്. ഈ സ്ലൈഡിൽ കാണുന്ന എല്ലാ ഇക്വേഷൻസും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ യൂസ്, ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, NCERT റെഫർ ചെയ്താൽ മതി. വേറെ ഒരു പുസ്തകവും ഇതിന് വേണ്ട. NCERTയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, when a gas is filled in a closed vessel is heated by raising the temperature by 1 degree Celsius. കണ്ടോ, ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് 1 degree Celsius ആണ്. ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് 1 degree Celsius എന്ന് പറഞ്ഞാൽ നോക്ക്, ΔT ഈസ് ഈക്വൽ ടു 1 degree Celsius എന്ന് പറഞ്ഞാൽ അത് 1 Kelvin ചേഞ്ചുമാണ്. ചേഞ്ച് ആയതുകൊണ്ട് കൺവേർഷൻ വേണ്ട. Pressure increases by 0.4%. Percentage change in the pressure. Delta P/P എന്ന് പറയുന്നത് അത് ഡെൽറ്റ P/P × 100 ആണ്. അതാണ് 0.4. ഡെൽറ്റ P/P എന്ന് പറയുന്നത് 0.4/100 ആണ്. ഇത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആസ്ക്ഡ്? യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ. നോക്കാം മക്കളെ, ക്ലോസ്ഡ് വെസൽ എന്ന് കണ്ടല്ലോ. എന്താണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്താണ്? ക്ലോസ്ഡ് വെസൽ ആണെങ്കിൽ എന്താണ് ഇൻപുട്ട്? വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, PV = nRT. അതുകൂടെ പറഞ്ഞോട്ടെ, ഇതിൽ എന്ത് പ്രോസസ്സാണോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഏത് പ്രോസസ്സ് ആണെങ്കിലും ധൈര്യമായിട്ട് അപ്ലൈ ആവുന്ന ഒരു ഇക്വേഷനാണ് PV = nRT. റൈറ്റ്. ഇനി ഇവിടെ നിന്ന് ഇതിൽ വോളിയം എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് നോക്കൂ. ഏതൊക്കെയാണ് ഇവിടെ കോൺസ്റ്റന്റ്? വോളിയം കോൺസ്റ്റന്റ് ആണ്, N കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ P/P വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ T/T. ഇതിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇനീഷ്യൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ P/P എത്രയാ? അത് 0.4/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ T എത്രയാണ്? അത് 1 ആണ്. സി ആൻസർ കെൽവിനിലാണ്. പേടിക്കണ്ട, 1 degree Celsius എന്ന് പറയുന്നത് 1 Kelvin തന്നെയാണ്. 1/T ആണ്. സോ വാട്ട് ഈസ് T? T ഈസ് നത്തിങ് ബട്ട് 100 / 0.4. 100/0.4 എന്ന് വെച്ചാൽ 1000/4 ആണ്. ഇത് 250 ആണ്. യൂണിറ്റിൽ ഒരു സംശയവും വേണ്ട, യൂണിറ്റ് കെൽവിൻ ആണ്. ക്ലിയർ?
ദാറ്റ് ഈസ് ഇറ്റ്. കാരണം ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. 1 ഡിഗ്രി സെൽഷ്യസും 1 കെൽവിനും സെയിം ആണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ സൊല്യൂഷൻ നടത്തി PV കട് NRT ഉപയോഗിച്ച് നമ്മൾ പൊളിച്ചടുക്കി അല്ലേ, നമ്മളോടാണ് കളി. ഓക്കെ മക്കളെ, അടുത്തത് ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റ്ലേറ്റ്സും ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് അവർ നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത്. നമ്മളെ പറ്റിക്കാൻ നോക്ക്. ദ മോഷൻ ഓഫ് മോളിക്യൂൾസ് ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് നമ്മളെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? नहीं चलेगा, ये तो नहीं चलेगा. हम जानते हैं ये 0 डिग्री सेल्सियस नहीं है, ये 0 केल्विन में है. ഇത് 0 കെൽവിൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ഇറ്റ് ഹാപ്പൻ ഓൺലി അറ്റ് 0 കെൽവിൻ. ഓക്കെ, അടുത്തത് ദ മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസസ് ഇഫ് ദ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ ഈസ് ഇൻക്രീസ്ഡ്. മക്കളെ, മീൻ ഫ്രീ പാത്തിന് നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം. ഇക്വേഷൻ √2 pi n d square. Don't forget all mallus, there is a pi n. ഇവിടെ ഒരു pi n ഇരിക്കുന്നതാണോ? pi n, ഇതൊന്നും മറക്കണ്ട. ഈ n എന്താണ്? വാട്ട് ഈസ് ദിസ് n? ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണ്. ഇത് മോളിക്യൂളിന്റെ ഡെൻസിറ്റി ആണോ? നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് അത് നമ്പർ ഡെൻസിറ്റി ആണ്. നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ ആണത്, അല്ലാതെ മോളിക്യൂളിന്റെ ഡെൻസിറ്റി അല്ല. ഹൈഡ്രജന്റെ മോളിക്യൂളിന്റെ ഡെൻസിറ്റി അല്ല ഹൈഡ്രജന്റെ നമ്പർ ഡെൻസിറ്റി. നമ്പർ ഡെൻസിറ്റി ക്യാൻ ചേഞ്ച്, ബട്ട് മോളിക്യൂളിന്റെ ഡെൻസിറ്റി മാറുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ ഇവിടെ അതൊരു സംശയമുണ്ട്. ഡെൻസിറ്റിയുമായിട്ട് റിലേഷൻ നമുക്കില്ല. നമുക്കുള്ള റിലേഷൻ എന്താണ്? നമ്പർ ഡെൻസിറ്റിയുമായിട്ട്. അതുകൊണ്ട് ഞാൻ പറയാം ഡിക്രീസ്, അങ്ങനെ ഒരു റിലേഷൻ നമുക്കില്ല. അടുത്തത് ദ മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇൻക്രീസസ് ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ് കീപ്പിംഗ് പ്രഷർ കോൺസ്റ്റന്റ്. ഈ മീൻ ഫ്രീ പാത്തും ടെമ്പറേച്ചറും തമ്മിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. 1 സെക്കൻഡ്, ഇതൊരു ബോക്സിലാക്കിക്കോട്ടെ. ഇനി മീൻ ഫ്രീ പാത്തിന്റെ അടുത്ത ഇക്വേഷൻ എന്താണെന്നറിയാമോ? അത് ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ √2 pi പ്രഷർ d². ഇതാണ് അടുത്ത ഇക്വേഷൻ മീൻ ഫ്രീ പാത്തിന്റെ. ഇനി ഈ ഇക്വേഷനിലേക്ക് നോക്ക്. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ നോക്കൂ, ദ മീൻ ഫ്രീ പാത്ത് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ്. അതായത് ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടെമ്പറേച്ചർ അല്ലേ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ മീൻ ഫ്രീ പാത്ത് കൂടും. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് വൺ പഠിച്ചു വെക്കണം. ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി ആണ്. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3/2 kBT അല്ല, അത് 1/2 kBT ആണ്. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1/2 kBT ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷേ ഓപ്ഷനിലെല്ലാം 2 ഓപ്ഷനാണ്. എയും സിയും ബിയും സിയും എയും ബിയും സിയും ഡി ആയതുകൊണ്ട് ഒരു പക്ഷേ ഇതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. അതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് നമ്പർ ഡെൻസിറ്റി ആണെന്ന് വിചാരിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും മാത്രമാണ് കറക്റ്റ്. പക്ഷെ അത് നമ്പർ ഡെൻസിറ്റി ആണെങ്കിൽ മാത്രമാണ്. നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ബിയും സിയും എന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കൈനറ്റിക് തിയറിയുടെ കാര്യം, ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ്റെ കാര്യം, മീൻ ഫ്രീ പാത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ ചോദിച്ചതാണ്. പഠിക്കണം, മസ്റ്റായിട്ട് പഠിക്കണം, തറവായിട്ട് പഠിക്കണം. What will be the effect on the root mean square velocity of oxygen molecule if the temperature is doubled? What will be the effect on the root mean square velocity? Root mean square velocity equation ആദ്യം എഴുതി നോക്കാം. root mean square velocity equation നേരത്തെ നമ്മൾ പറഞ്ഞു √3RT/m ആണ്. ഓക്കെ, ഇനി നോക്കണം. ഇവിടെ പറയുന്നത് ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ്സ് ഇൻ ടു ആറ്റമിക് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ O2 എന്നുള്ളതിൽ നിന്ന് O ആയിട്ട് മാറി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മോളാർ മാസ് പകുതിയാകും. എം എന്നുള്ളത് m/2 ആകും. മറ്റൊന്ന് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഡബിൾ ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? 2 times ടെമ്പറേച്ചർ ആയി. അപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ RMS വെലോസിറ്റി? അത് 3R ×
ടിക്ക് പകരം നിങ്ങൾ 2t കൊടുക്കണം, എമ്മിന് പകരം എത്ര കൊടുക്കണം, m/2 കൊടുക്കണം. സോ ദിസ് വിൽ ഗിവ് യു √4 into 3RT/m. So this will give you 2v. So the new RMS velocity will be double the previous value. Option നോക്കാം, velocity remains same അല്ല, velocity doubles, option B ആണ് correct. Okay, just manipulation of the equation. Fine മക്കളെ. അടുത്തത് കണ്ടോ, ചാപ്റ്റർ മാറുന്നത് കണ്ടോ, ചാപ്റ്റർ മാറി. പുതിയ ചാപ്റ്ററിന്റെ പേരെന്താ? വാട്ട് ഈസ് ദ ന്യൂ ചാപ്റ്റർ? ഈ ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? കാർനോട്ട് എഞ്ചിൻ, ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, തെർമോഡൈനമിക്സ് ആണ്. തെർമോഡൈനമിക്സ് മക്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബോഡി സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവൻ പോലെയാണ്, ഒരു സോഴ്സ് ഓഫ് എനർജി അല്ലേ? എന്തുകൊണ്ടാണ് ബോഡിക്ക് ടെമ്പറേച്ചർ? വൈ യു ഹാവ് ദിസ് ബോഡി ടെമ്പറേച്ചർ ഹയർ ദാൻ ദ സറൗണ്ടിങ്? എന്തുകൊണ്ടാണ് അത്? അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഉപയോഗം? ബോഡി ടെമ്പറേച്ചർ അറൗണ്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് എന്താണ് മക്കളെ നിങ്ങൾക്കൊരു ഉപയോഗം? തെർമോഡൈനാമിക്സ്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം റോളുള്ള ഒരു ചാപ്റ്റർ വേറെയില്ല, തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇത് നിങ്ങൾ തെർമോയാണ്, നിങ്ങൾക്ക് ഡൈനാമിക്സ് ഉണ്ടല്ലോ, തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ ഹീറ്റ് അതിനു വേണ്ടി ആയിരിക്കണം. എനിവേ, കാർനോട്ട് എഞ്ചിൻ ഹൂസ് ഹീറ്റ് സിങ്ക് അറ്റ് 27. സിങ്കിന്റെ ടെമ്പറേച്ചർ 27 ആണ്. സോഴ്സിന്റെ ടെമ്പറേച്ചർ തന്നിട്ടില്ല. എഫിഷ്യൻസി 25% ആണ്. മക്കൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ പഠിക്കുക. ദാറ്റ് ഈസ് ഗിവൺ ബൈ 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഇവിടെ T1 വിൽ ബി ഓൾവേസ് ദ ഗ്രേറ്റർ ടെമ്പറേച്ചർ. T1 എന്ന് പറയുന്നത് സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്, T2 ആണ് സിങ്കിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, എഫിഷ്യൻസി എത്രയാണ് ആദ്യത്തെ കേസിൽ? എഫിഷ്യൻസി ഈസ് ഗിവൺ ആസ് 25%. ദിസ് ഈസ് നത്തിങ് ബട്ട് 25/100 which can be written as 1/4. സോ ആദ്യത്തെ ഡാറ്റ തന്നിട്ട് ഞാനതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. സോ ഐ ക്യാൻ റൈറ്റ് 1/4 ഈക്വൽ ടു 1 മൈനസ് ഇതാ T2 തന്നിട്ടുണ്ടല്ലോ. ഇതിലേത് ഈ 27 ഡിഗ്രി സെൽഷ്യസ് എന്തിൻ്റെ ടെമ്പറേച്ചറാണ്? സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. പക്ഷേ 27 ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുപയോഗിക്കണം? അതിനെ കെൽവിൻ ആക്കണം. 27 പ്ലസ് 273, സോ ദാറ്റ് ഗിവ് യു 300. ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് 300 വന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഡിവൈഡ് ബൈ T1. സോ ദിസ് വിൽ ഗിവ് യു 300 ഡിവൈഡ് ബൈ T1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/4 വിച്ച് ഈസ് 3/4. ഇത് ഡയറക്ട്ലി സോൾവ് ചെയ്യാം. 3T1 ഈക്വൽ ടു 4 അല്ലേ, 3/4. സോ T1 ഡിവൈഡ് ബൈ 300 ഈസ് നത്തിങ് ബട്ട് 4/3. 3 cancel this thing, so this is 400. T1 400 up. This means T1 equal to 400 Kelvin. T1 ന്റെ ടെമ്പറേച്ചർ കിട്ടി. Now what is asked? അടുത്ത പോയിന്റ് പറയട്ടെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഇവർ പറയുന്നത് എഫിഷ്യൻസി ബൈ 100%, ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ 100%. ഇവിടെയാണ് പലർക്കും ഇത് തെറ്റിപ്പോയത്. ഇൻക്രീസ് എഫിഷ്യൻസി ബൈ 100% കേട്ടപ്പോൾ തന്നെ ചിലർ വിചാരിച്ചു എഫിഷ്യൻസി എങ്ങനെ 100% ആവുന്നതെന്ന്. പക്ഷെ എന്താണ് പറയുന്നത്? ഇപ്പോൾ എഫിഷ്യൻസി എത്രയാണ് മക്കളെ? അത് 25% അല്ലേ? അതിൻ്റെ കൂടെ ഇൻക്രീസസ് ബൈ ഒരു എക്സ്ട്രാ വേണം. എത്ര വേണം? അത് 100% ഓഫ് 25% ആണ്. 25%ൻ്റെ കൂടെ ഈ 25%ന് 100% ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് ഡബിൾ ആക്കണം. അതായത് പുതിയ എഫിഷ്യൻസി എത്രയായിരിക്കണം? 50% ആയിരിക്കണം. അത് 1/2 ആണ്. സോ ന്യൂ ഇക്വേഷൻ എഴുതാം. 1/2 ഈക്വൽ ടു 1 മൈനസ്, ഇവിടെ സിങ്കിൻ്റെ ടെമ്പറേച്ചർ 300 തന്നെയാണ്, പക്ഷേ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1 ഡാഷ് ആക്കി, അത് ഇൻക്രീസ് ചെയ്തു. സോ ദിസ് വിൽ ഗിവ് യു 300 divided by T1 dash is equal to 1 minus 1/2 which is equal to 1/2. സ്പേസ് കുറവാ, എന്തായാലും ചെയ്യാം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് T1 dash എന്ന് പറയുന്നത് 600 കെൽവിൻ അല്ലേ? നേരത്തെ T1 എത്രയായിരുന്നു? 400 കെൽവിൻ ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് 400 കെൽവിനിൽ നിന്ന് 600 കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് എത്രയാണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? അത് 200 കെൽവിൻ ആണ്. ചേഞ്ച് 200 കെൽവിൻ ആണ്. അത് എത്ര ഡിഗ്രി സെൽഷ്യസിൻ്റെ ചേഞ്ച് ആണ്? ചേഞ്ച് ആയതുകൊണ്ട് മാറ്റമൊന്നുമില്ല, ഇൻക്രീസ് ബൈ 200 ഡിഗ്രി സെൽഷ്യസ്.
ഓക്കെ മക്കളെ, ഇൻക്രീസ് ബൈ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ആൻസർ. റൈറ്റ്. അടുത്തത് കാർനോട്ട് എൻജിൻ ഹൂസ് ഹീറ്റ് സിങ്ക് സോറി അത് സെയിം ക്വസ്റ്റ്യൻ ആണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് സ്ലൈഡ് വന്നത്. പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊരു ഇത്തിരി ലെങ്തി ആണ്, കുറച്ച് കൂടുതൽ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാനുമുണ്ട്. മോണോ അറ്റോമിക് ഗ്യാസ് പെർഫോംസ് വർക്ക് ഓഫ് Q/4. മോണോ അറ്റോമിക് ഗ്യാസ് ആണ്, വർക്ക് ഡൺ തന്നിട്ടുണ്ട്, വർക്ക് ഡൺ ഈസ് Q/4. വേർ Q ഈസ് എ ഹീറ്റ് സപ്ലൈഡ്. നിങ്ങൾ സാധാരണ ഫസ്റ്റ് ലോ എഴുതുന്നതിൽ ഡെൽറ്റ Q എന്ന് പറയുന്നത് ഇവിടെ Q ഹീറ്റ് സപ്ലൈഡ് ആണ്, വർക്ക് ഡൺ എന്നാണ്. ഉടനെ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W. സോ വാട്ട് ഈസ് ഡെൽറ്റ U? അത് ഡെൽറ്റ Q മൈനസ് W ആണ്. സോ ദറ്റ് ഈസ് Q മൈനസ് Q/4 ആണ്. അത് 3Q/4 ആണ്. ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എനർജി എത്രയാണ്? 3Q/4 കിട്ടി എനിക്ക്. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വായിച്ചു നോക്കുക. ഇതൊരു ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, ഇത് ഇത്തിരി കുഴപ്പിക്കുന്നതാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി ഗ്യാസ്. മക്കളെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് CP ആകാം, CV ആകാം, ഇതൊന്നും അല്ലാത്ത മറ്റെന്തെങ്കിലും ആകാം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഡെൽറ്റ Q ഡിവൈഡ് ബൈ N ഡെൽറ്റ T. ഡെൽറ്റ Q ഹീറ്റ് ട്രാൻസ്ഫേർഡ്, N നമ്പർ ഓഫ് മോൾസ്, ഡെൽറ്റ T ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് മനസ്സിലായോ? ഇതിലെ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണെന്ന് മനസ്സിലായി? ഇത് രണ്ടും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഡെൽറ്റ Q ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതൊന്നുകൂടെ റീഡു ചെയ്യാം. ഇവിടെ ഡെൽറ്റ Qന് പകരം Q കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ N ഡെൽറ്റ T. ഇപ്പം ഒരു ക്രൈം ത്രില്ലർ മൂവി മാതിരിയായി. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ഈ N ഡെൽറ്റ ടിയെ കണ്ടുപിടിക്കണം. അതിനാണ് ഇവിടെ ഡെൽറ്റ U ഈക്വൽ ടു 3Q/4 ഇരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? മക്കൾ നോക്കണം, ഏത് പ്രോസസ്സ് ആയാലും ഡെൽറ്റ U ഒരു ഇക്വേഷനേ ഉള്ളൂ, അത് NCV ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ U ഈസ് നത്തിങ് ബട്ട് NCV ഡെൽറ്റ ടി. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്, ഇത് CV എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്ത് ഗ്യാസ് ആണെന്ന് നോക്കൂ, മോണോഅറ്റോമിക് ഗ്യാസ് അല്ലേ. മോണോഅറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ CV കണ്ടുപിടിക്കുന്നത്? CV ഈസ് ഗിവൺ ബൈ F ഡിവൈഡ് ബൈ 2R ആണ്. അപ്പോൾ എത്ര കിട്ടുന്നു? 3/2R കിട്ടുന്നു. സോ യു ഗോട്ട് CV ഈക്വൽ ടു 3/2R. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൽറ്റ U എങ്ങനെ എഴുതാം? ഡെൽറ്റ U ഈക്വൽ ടു N ഇൻറ്റു 3/2R ഡെൽറ്റ T എന്ന് എഴുതാം. N ഇൻറ്റു 3/2R ഡെൽറ്റ T എന്ന് എഴുതാം. ഈ ഡെൽറ്റ U എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഡെൽറ്റ U എന്തിന് ഈക്വൽ ആണ്? 3Q/4 ഈക്വൽ ആണ്. സോ ദിസ് ഈസ് 3Q/4 ഈക്വൽ ആണ്. അത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ 3യും ക്യാൻസൽ ചെയ്ത് പോയി. സോ വിൽ ഗെറ്റ് NR ഡെൽറ്റ T. ഇതുപോലെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. NR ഡെൽറ്റ T ഈസ് ഈക്വൽ ടു Q/2 എന്ന് കിട്ടും. NR ഡെൽറ്റ T എത്ര കിട്ടുന്നത്? Q/2 എന്ന് കിട്ടും. സോ വാട്ട് ഈസ് N ഡെൽറ്റ T? നിങ്ങളുടെ ക്രൈം ത്രില്ലറിലെ വില്ലനാണ് N ഡെൽറ്റ T. അത് എത്രയാണ്? അത് Q ഡിവൈഡ് ബൈ 2R ആണ്. സബ് കുച്ച് ഹോ ഗയാ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ Q/2R ഇവിടെ ഉപയോഗിച്ചാൽ മതി. സോ വാട്ട് ഹാപ്പൻസ്? ദ മോളാർ സ്പെസിഫി ദാറ്റ് യു വാണ്ടഡ്, that is the villain of your thriller, is Q divided by N delta T is nothing but Q/2R. So this will give you 2R as answer. So the answer is 2R. Successfully solved. ജസ്റ്റ് മാനിപ്പുലേഷൻ ഓഫ് ഇക്വേഷൻസ്. ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 2-3 ഇക്വേഷൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇക്വേഷൻ ക്വിക്കായിട്ട് വരണം എന്നുള്ളതാണ് പ്രശ്നം. കാരണം നിങ്ങളുടെ എക്സാമിൽ ഇത്തിരി ടെൻസ്ഡ് ആയിരിക്കും, ഇല്ലേ? ദാറ്റ്സ് ഇറ്റ്. Yeah, I think so many people got this as 2. Very good. Congratulations. ഇതുപോലെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടട്ടെ, ഈ അടുത്ത ഫേസ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇട്ട്. ഓക്കെ, അടുത്ത മക്കളെ, എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് നോക്കൂ, ഇത് efficiency equal to 1 minus T2 by T1 equal to 1 minus what is the ice point. ഇതിൽ നോക്കൂ, ഇതിൽ സ്റ്റീം പോയിന്റ് ആണ് T1, ഐസ് പോയിന്റ് ആണ് T2. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 273 കെൽവിൻ ആണ്. 0 എന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇനി
സ്റ്റീം പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നിങ്ങൾക്ക് 373 ചെയ്യാം. ഇനി ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പെർസെൻറ്റേജ് ആകും. യു വിൽ ഗെറ്റ് ഓപ്ഷൻ എ 26.8%. ഇത് സാധാരണ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ കാർനോട്ട് എഞ്ചിൻ പഠിക്കുമ്പോൾ ഈ വാല്യൂ കാണാതെ പഠിച്ചു വയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ. നിങ്ങൾക്കിത് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഒരു ഹാമർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുപോലെയാണിത്. തെർമലി ഇൻസുലേറ്റഡ് വെസൽ കണ്ടെയ്ൻസ് ആൻ ഐഡിയൽ ഗ്യാസ് ഓഫ് മോളിക്കുലർ മാസ് M ആൻഡ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് 1.4. മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. ഗാമ CP/CV റേഷ്യോ ആണ് ഗാമ, അത് 1.4 തന്നിട്ടുണ്ട്. വെസൽ ഈസ് മൂവിങ് വിത്ത് സ്പീഡ് V. ഈ വെസൽ സ്പീഡ് വിയിൽ മൂവ് ചെയ്യാണ്. സോ ജസ്റ്റ് അസ്യൂം ലൈക്ക് ദിസ്, ദർ ഈസ് എ വെസൽ ഹിയർ ആൻഡ് ദ വെസൽ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V. It has got a gas of molar mass M. Assume that ഇതിലെ ഗ്യാസിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കാം. ഈ M എന്താണ്? ഗ്യാസിൻ്റെ ആക്ച്വൽ മാസ് ആണ്. ക്യാപിറ്റൽ M അതിൻ്റെ മോളാർ മാസ് ആണ്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. സഡൻലി ബ്രോട്ട് ഇറ്റ് ടു റെസ്റ്റ്. ഇത് പെട്ടെന്ന് നിർത്തി. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഈ ഗ്യാസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. ആ കൈനറ്റിക് എനർജി എത്രയാണ്? 12 mv². അതുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് നിർത്തുമ്പോൾ കൈനറ്റിക് എനർജി ഷുഡ് ബിക്കം 0. സോ കൈനറ്റിക് എനർജി ഷുഡ് ചേഞ്ച് ആൻഡ് ഇറ്റ് ഷുഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സം അതർ എനർജി. അല്ലാതെ പറ്റില്ല, കൺസർവേഷൻ ഓഫ് എനർജി അല്ല. അസ്യൂമിങ് നോ ഹീറ്റ് ഈസ് ലോസ്റ്റ് ടു ദ സറൗണ്ടിങ്സ്. മക്കൾ നോക്കണം, സാധാരണ എന്തെങ്കിലും ഒരു കാർ പോലത്തെ സാധനം ഇങ്ങനെ പെട്ടെന്ന് സ്കിഡ് സ്റ്റോപ്പ് ആകുമ്പം കൈനറ്റിക് എനർജി സൗണ്ട്, ഹീറ്റ് ഒക്കെ ആയിട്ടാണ് കൺവേർട്ട് ആകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വേറൊരു രീതിയിൽ ഹീറ്റ് ലോസ് ആവുന്നില്ലെങ്കിൽ ഇത് എവിടേക്ക് പോകും? ഈ വെസൽ പെട്ടെന്ന് സ്റ്റോപ്പായ ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇങ്ങോട്ട് പോകും. മോളിക്യൂൾസ് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എനർജി ആയിട്ട് മാറ്റും. ഡെൽറ്റ യു. ഈ ഡെൽറ്റ യു നേരത്തെ ഞാൻ പറഞ്ഞു, ഏത് പ്രോസസ്സ് ആണെങ്കിലും അതിനെ നമുക്ക് എന്ത് എഴുതാം? NCV ഡെൽറ്റ ടി എന്ന് എഴുതാം. നമുക്ക് മനസ്സിലായല്ലോ, വെസൽ സഡൻലി സ്റ്റോപ്പ്ഡ്, സോ ഇറ്റ്സ് കൈനറ്റിക് എനർജി ചേഞ്ച് ടു ഇന്റേണൽ എനർജി. So the delta T is what we want. So let us calculate half into M into V square is equal to N. Number of moles. CV എങ്ങനെ കണ്ടുപിടിക്കാം? CV എങ്ങനെ കണ്ടുപിടിക്കാം? Is there any point here where we can calculate CV? CV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? നേരത്തെ പറഞ്ഞു CV equal to R divided by gamma minus 1 R divided by 1.4 minus 1 R divided by 0.4. CVയുടെ വാല്യൂ R/0.4 ആണ്. So this will be written as R/0.4 into delta T. From this delta T is nothing but delta T എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അത് 0.4 mv² divided by 2 into number of moles into R. What is this thing? ഇത് പറയാം മാസ് ബൈ നമ്പർ ഓഫ് മോൾ. എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാസ്? ടോട്ടൽ മാസ് ബൈ നമ്പർ ഓഫ് മോൾസ് എന്താണ്? ടോട്ടൽ മാസ് ബൈ നമ്പർ ഓഫ് മോൾസ് എന്താണ്? അതല്ലേ ഈ മോളാർ മാസ് M. അത് മോളാർ മാസ് ആണ്. ആൻഡ് യു ക്യാൻ ഡു ദ കാൽക്കുലേഷൻ ഹിയർ. ഓക്കെ, ആൻഡ് ദിസ് വിൽ ഗിവ് യു 0.2 mv² ഡിവൈഡ് ബൈ R. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദ ഓപ്ഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അയ്യോ പറ്റിച്ചോ. പക്ഷേ ഈ 0.2വിനെ നിങ്ങൾക്ക് 1/5 എന്ന് എഴുതാം. mv² ഡിവൈഡ് ബൈ 5R എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ, ഓപ്ഷൻ ബി. mv² by 5R. 0.2 ഈസ് നത്തിങ് ബട്ട് 1/5. സെറ്റ് അല്ലേ മക്കളെ? സെറ്റപ്പ് അല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓ, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ഈ തെർമോഡൈനാമിക്സിൽ കൈനറ്റിക് തിയറിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്രാഫിക്കലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഗ്രാഫിൽ നോക്കൂ, വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. 2 ലൈൻസ് ഉണ്ട്. രണ്ടും കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഐസോബാറിക് പ്രോസസ് ആണ് കാണിക്കുന്നത്. ആക്ച്വലി ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് 0 ഒറിജിനിലൂടെ ഇങ്ങനെ പോകണം. ഐസോബാറിക് ആണ്. ചോദ്യം എന്താണ്? വിച്ച് പ്രഷർ ഈസ് ഗ്രേറ്റർ, വിച്ച് പ്രഷർ ഈസ് ലെസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ നോക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് PV equal to nRT ആണ്. ആൻഡ് റൈറ്റ് P equal to nR into T/V. So I understand that P is proportional to the ratio of T/V. And look at the graph. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? What is the slope of this graph?
സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്താണെന്ന് പറയാമോ? സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് അത് dv divided by dt ആണ്. So I can say pressure is inversely proportional to slope. അപ്പം ഇങ്ങനെ പറയാം, more slope less pressure, more slope less, inversely proportional, more slope less pressure, more less. ഇതിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ? ഇതാണ് മോർ സ്ലോപ്പ്, ഇതാണ് ലെസ് സ്ലോപ്പ് അല്ലേ? മോർ സ്ലോപ്പ് ലെസ് സ്ലോപ്പ്. സോ ലെസ് സ്ലോപ്പ് മീൻസ് more pressure, more slope means less pressure. So P2 will be less than P1, or option നോക്കാം, option or P1 greater than P2 is your answer. P1 greater than P2. Option A itself is your answer. പുരിഞ്ഞിതാ? നല്ല പുരിഞ്ഞിതാ മക്കളെ? പുരിയരുതാ? ഓക്കെ. അതേതോ ഒരു ഡയഗ്രാം വന്നു കയറിയതാണ്, സാരമില്ല മക്കളെ. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൈക്ലിക് പ്രോസസ്സിൽ വരും. പിന്നെ 1 സെക്കൻഡ്, ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സമയമുണ്ട് നോക്കിയതാണ്. എനിക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ, 13 മിനിറ്റ് കൂടെ ഉള്ളൂ. സാമ്പിൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് ടേക്കൺ ത്രൂ ദ സൈക്ലിക് പ്രോസസ് ABCA ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് തിരിച്ചു വരുന്ന പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സിന്റെ ചില പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയാമോ? ഒന്ന്, ഏരിയ ഇൻസൈഡ് ദ ലൂപ്പ് ഗിവ്സ് യു ദ വർക്ക് ഡൺ. ഏരിയ ഇൻസൈഡ് ദ ലൂപ്പ് ഗിവ്സ് യു വർക്ക് ഡൺ. സെക്കൻഡ് വൺ, ഞാൻ ആദ്യം എഴുതാം. സൈക്ലിക് പ്രോസസ്സിന്റെ പ്രത്യേകത ഏരിയ എന്താണ്? ടോട്ടൽ വർക്കാണ്. ഓക്കെ. വാട്ട് ഈസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫോർ ദ സൈക്കിൾ? അത് 0 ആണ്. For the whole cycle, change in the internal energy is 0 ആണ്. ഓക്കെ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് പറ. ഇറ്റ് അബ്സോർബ്സ് 40 ജൂൾ ഇൻ AB. ABയിൽ അത് 40 ജൂൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നോ ഹീറ്റ് ഇൻ BC ആൻഡ് റിജക്ട് 60 ജൂൾ ഇൻ CA. അപ്പോൾ ABയിൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, BCയിൽ അത് നടക്കുന്നില്ല, CAയിൽ റിജക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ BC ഒരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്, നോ ട്രാൻസ്ഫർ. വർക്ക് 50 ജൂൾ ഈസ് ഡൺ ഇൻ BC. ഇവിടെ വർക്ക് ചെയ്ത 50 ജൂൾ ആണ്. ഈ വെർട്ടിക്കൽ ലൈനിന്റെ പ്രത്യേകത പറയാമോ? അതാണ് ഐസോകോറിക് അല്ലേ, കോൺസ്റ്റന്റ് വോള്യൂം അല്ലേ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്? അവിടെ വർക്ക് ഡൺ എത്രയാ? 0. ഇവിടെ വർക്ക് ഡൺ 50 ജൂൾ ആണ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ CA? ഈ CA പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കൂ മക്കളെ, ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലോ ഇൻ സൈക്കിൾ നോക്കൂ. ഡെൽറ്റ ക്യൂ ഫോർ ദ സൈക്കിൾ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. എല്ലാം സൈക്കിളിന്, ഹോൾ സൈക്കിളിനാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ എഴുതി വയ്ക്കാം, ഫോർ ദ സൈക്കിൾ. ഇതിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ ഹീറ്റാണ് അബ്സോർബ് ചെയ്തതെന്ന് നോക്കൂ. സീ ദാറ്റ് എവിടെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്തതെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇറ്റ് അബ്സോർബ്സ് 40 ജൂൾ. അപ്പോൾ അബ്സോർബ്ഡ് ഹീറ്റിനെ നമുക്ക് 40 എന്ന് എടുക്കാം, പ്ലസ് റിജക്റ്റഡ് ഹീറ്റിനെ മൈനസ് എന്ന് എടുക്കുന്നത്. ഇവിടെ റിജക്റ്റഡ് ഉണ്ട്, റിജക്ട് 60 ജൂൾ. അപ്പോൾ ഇവിടെ നമുക്ക് -60 കൊടുക്കാം. ഇതാണ് ഡെൽറ്റ ക്യൂ. ഡെൽറ്റ യു എത്രയാണ്? അത് 0 ആണ്. ഫോർ ദ ഹോൾ സൈക്കിൾ ഡെൽറ്റ യു 0 ആണ്. വർക്ക് ഡൺ അതുപോലെ തന്നെ ആൾജിബ്രിക്കലി എടുക്കുക. പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്. ഇവിടെ പറയുന്നത് നോക്കാം, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലായി. വർക്ക് 50 ജൂൾ ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് നെഗറ്റീവ് ആണ്. അപ്പോൾ അത് -50 ആണ്. പ്ലസ് ഈ ABയിൽ വർക്ക് ഇല്ലല്ലോ, പിന്നെ വർക്ക് നടക്കുന്ന എവിടെയാണ്? CA. അപ്പം ഞാനിവിടെ എഴുതാം വർക്ക് ഡൺ ഇൻ CA. മക്കൾക്ക് ഇത് മനസ്സിലാകാം. അതായത് ഓരോ പ്രോസസ്സുകളിലെയും വർക്കും ഹീറ്റും ഇന്റേണൽ എനർജിയും നിങ്ങൾ ആൾജിബ്രിക്കലി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഹോൾ സൈക്കിളിന് കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന എത്രയാ? -20 അല്ലേ. റൈറ്റ് സൈഡിൽ കിട്ടുന്നത് -50 പ്ലസ് WCA. നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ CA എന്നുള്ള പ്രോസസ് അല്ലേ. അപ്പോൾ ഇത് എത്ര കിട്ടുന്നത്? ഇത് അങ്ങോട്ട് പോകാം. -20 പ്ലസ് 50 വിൽ ഗിവ് യു +30 ജൂളാണ് യൂണിറ്റ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 30 ജൂൾ. അപ്പോൾ ഹോൾ സൈക്കിളിന് ഫസ്റ്റിൽ അപ്ലൈ ചെയ്താൽ മതി, ഒരു ടെൻഷനും വേണ്ട. ഇതിന് വേറെയും മെത്തേഡ് ഉണ്ട്. ഇതിനെ 2-3 പ്രോസസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ബട്ട് ദിസ് ഇസ് വെരി ഈസി ഫോർ യു. ഓക്കെ. അടുത്ത മക്കളെ, സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെയിം ഇനീഷ്യൽ കണ്ടീഷൻസ്, an ideal gas expands from V1 to V2 in 3 different ways.
ഓക്കെ, 3 ഡിഫറെൻറ്റ് വേസിലാണ് ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. ഇത് പഠിക്കാൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ചുമ്മാ ഒരു PV ഡയഗ്രം വരച്ചു നോക്കിയാൽ മതി. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് W1 ഇഫ് ദ പ്രോസസ് ഈസ് പ്യുവർലി ഐസോതെർമൽ. അപ്പോൾ ഒരു വർക്ക് ഐസോതെർമൽ പ്രോസസ് ആണ്, ഇത് W1 ആണ്. സെക്കൻഡ് വൺ, അഡിയബാറ്റിക് പ്രോസസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാമോ? ഇതുപോലെ തന്നെ വരയ്ക്കണം, പക്ഷേ കുറച്ച് സ്റ്റീപ്പറായിട്ട് വരയ്ക്കണം. ഇതാണ് W2 അഡിയബാറ്റിക് പ്രോസസ്. മൂന്നാമത്തത് ഐസോബാറിക് ആണ്, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഇതാണ് W3. അപ്പോൾ നോക്കാം, ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഇസ് W1 ഇൻ ഐസോതെർമൽ, ഇത് ഐസോതെർമൽ. W2 ഇൻ അഡിയബാറ്റിക്, അഡിയബാറ്റിക് സ്റ്റീപ്പർ ആയിരിക്കണം, അഡിയബാറ്റിക്, ആൻഡ് ദിസ് ഇസ് ഐസോബാറിക്. So we can say W3 is greater than W1 greater than W2. കാരണം എന്താണെന്നറിയാമോ? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ ആണ്. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഏരിയ. പക്ഷേ ഐസോതെർമൽ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ, ഐസോബാറിക് ആകുമ്പോൾ ടോപ്പ് ഏരിയ. അപ്പോൾ ഇതിൽ W3 ഗ്രേറ്റർ ദാൻ W1 ഗ്രേറ്റർ ദാൻ W2, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് എഴുതാം, W2 ലെസ് ദാൻ W1 ലെസ് ദാൻ W3. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ മക്കളെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. when mu amount of an ideal gas undergoes adiabatic change from state P1 V1 T1 to state P2 V2 T2, work done is W mu R into T2 minus T1 by 1 minus gamma. ഇത് മക്കൾ പേടിക്കണ്ട, അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ശരിയാണ്. അതാണ് W ഈക്വൽ ടു mu R into T2 minus T1 by 1 minus gamma. ഇതൊരു കറക്റ്റ് ഇക്വേഷൻ ആണ്. CP by CV gamma. In the above case, when the work is done on the gas, the temperature of the gas would rise. മക്കളെ, അഡിയബാറ്റിക് പ്രോസസ് അല്ലേ? അതിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ? 0 ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലോ എഴുതാം ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് W എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് പറയാം ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് W ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ്പാൻഷൻ ആണെങ്കിൽ, എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്. When a gas adiabatically expands, internal energy decreases. ക്ലൗഡ്, തണുത്ത മഴ ഉണ്ടാവാനുള്ള ഒരു കാരണം അതാണ്, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂൾ ചെയ്യുന്നു. ഇനി കംപ്രസ് ചെയ്താൽ ഹീറ്റ് ആവുന്നു. ഇവിടെ പറയുന്നത് when the work is done on the gas, when work is done on the gas, ആൻസർ പറയട്ടെ, work is done on the gas, work is negative, internal energy increases. ഇനി ഇന്റേണൽ എനർജിയുടെ നേരത്തെ പറഞ്ഞു, ഏത് പ്രോസസ് ആണെങ്കിലും NCV ഡെൽറ്റ ടി ആണ് ഇന്റേണൽ എനർജി ചേഞ്ചസ്. സോ വെനെവർ ഇന്റേണൽ എനർജി ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പഠിക്കുക. ഇത് മറ്റൊരു എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, യെസ് മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വെസൽ കണ്ടെയ്ൻ 16 gram ഓക്സിജൻ ആൻഡ് 128 gram ഓഫ് 16 gram ഹൈഡ്രജൻ ആൻഡ് 128 gram ഓഫ് ഓക്സിജൻ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോള്യം ഓഫ് ദ വെസൽ ആ ചോദിച്ചത്. ഇത് ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇത് ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? കാരണം നോക്കാം, നിങ്ങൾക്കറിയാം ഒരു മോൾ ഗ്യാസിൻ്റെ STPയിലെ വോള്യം നിങ്ങൾക്കറിയില്ലേ? 1 mol എത്രയാണ്? ഒരു മോൾ എത്രയാണെന്ന് അറിയില്ലേ? ഒരു മോൾ STP. ഇത് കാരണം ഇത് STPയിലാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STPയിലാണ്. ഒരു മോൾ ഗ്യാസ് STPയിലാണെങ്കിൽ അതിൻ്റെ വോള്യം എത്രയാണ് പറയാമോ? വാട്ട് ഈസ് ദ വോള്യം ഓഫ് 1 mol ഗ്യാസ് അറ്റ് STP? എന്നിട്ട് ഇവിടെ എത്ര മോൾ എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 16 gram ഓക്സിജൻ അല്ലേ, 16 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് 16 gram ഡിവൈഡ് ബൈ 2 gram ഈക്വൽ ടു 8 mol. അതുപോലെ 128 gram ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 128 by 36 4 mol അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 12 mol ആണ്. 1 mol ഈക്വൽ ടു 22.4 ലിറ്റർ. അപ്പോൾ 12 mol എത്രയാണ്? 12 into 22.4 ആണ്. ഇത്രയും ലിറ്ററാണ്. ഓക്കെ, പക്ഷെ ആൻസർ എല്ലാം എന്തിലാണ്? സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. 1 liter ഈക്വൽ ടു 1000 centimeter cube. So you simply come 12 into 22.4 into 1000.
ചെയ്താൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 27 × 10⁴ cm³ ആൻസർ കിട്ടും. കാൽക്കുലേഷൻ പാർട്ട് മാത്രമാണ് അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഓപ്ഷൻ സി. ഓക്കെ മക്കളെ, ദാറ്റ് ഈസ് ഇറ്റ്. അപ്പം നമ്മുടെ ഈ ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചു. ഐ ഹോപ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക, ഇതിൽ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. NCERT-യിൽ കാണിച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ, NCERT-യിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. സോ ഐ ഹോപ്പ് ദിസ് ഡിസ്കഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഇൻ യുവർ എക്സാമിനേഷൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ബെസ്റ്റ് വിഷസ് ഇൻ യുവർ എക്സാമിനേഷൻസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് JEE മെയിൻസിലെ ഓസിലേഷൻസ്, വേവ്സ് എന്ന് പറയുന്ന രണ്ട് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. റൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 1. ആദ്യത്തെ ചോദ്യം എന്താ പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ, displacement of a simple harmonic oscillator after 3 seconds starting from its mean position is equal to half the amplitude. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മീൻ പൊസിഷനിൽ നിന്നാണ്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഇനി 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറാണ്? നേർപകുതിയാവാണ്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A/2 ആയിട്ട് മാറാണ്. ഓക്കെ, ദ ടൈം പീരിയഡ് ഓഫ് ദിസ് ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇതിൻ്റെ ടൈം പീരിയഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? x is equal to a sin omega t എന്ന് പറയുന്ന ഫോർമുല നമുക്ക് എടുക്കാം. ഓക്കെ, as it starts from the mean position. Okay, and it is given that at t equal to 3 second, 3 സെക്കൻഡ് ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? A/2. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും? A/2 is equal to a sin omega t. ഞാൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ സൈൻ ഒമേഗ ടി is equal to നമുക്ക് എന്ന് പറഞ്ഞ് കിട്ടും 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒമേഗ ടി എന്തായിരിക്കും? ഒമേഗ ടിയുടെ വാല്യൂ വിൽ ബി π/6. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗനെ നമുക്ക് എന്ത് എഴുതാം? 2π/t ഇൻറ്റു ടി, സ്മോൾ ലെറ്റർ ടിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോൾ ലെറ്റർ ടി is equal to 3, സോ ഇറ്റ് is equal to π/6. റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ എത്ര എന്ന് പറഞ്ഞ് കിട്ടും? 36 സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, താഴത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഡി ഒരുപാട് ടി ഒന്നും വേണ്ട, ഡി ശരിയാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇതും ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ദ ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ തന്നേക്കണേ? എക്സ് is equal to sin π ഇൻറ്റു ടി പ്ലസ് 1/3 മീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്നത് അറ്റ് t equal to 1 സെക്കൻഡ്, t equal to 1 സെക്കൻഡ് ആകുമ്പോൾ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ? ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. സ്പീഡ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് അതിൻ്റെ വെലോസിറ്റി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് is equal to സൈൻ പൈനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ, വി ക്യാൻ ടേക്ക് ദിസ് പൈ ഇൻസൈഡ്, സോ ഇറ്റ് വിൽ ബി πt പ്ലസ് π/3. ഇപ്പോൾ എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? പൈനെ ജസ്റ്റ് ഞാൻ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. റൈറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി is equal to അല്ലെങ്കിൽ സ്പീഡ് is equal to dx/dt അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ വരാ? സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? കോസ് πt പ്ലസ് π/3 ഇൻറ്റു πtയുടെ ഡിഫറൻഷ്യൽ. πtയുടെ ഡിഫറൻഷ്യൽ എത്രയാണ്? പൈ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് വെലോസിറ്റി. നൗ ദ വെലോസിറ്റി അറ്റ് t equal to 1 സെക്കൻഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി അറ്റ് t equal to 1 സെക്കൻഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എന്താ വരാ? പൈ ഇൻറ്റു കോസ് പൈ പ്ലസ് π/3 എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി പൈ ഇൻറ്റു മൈനസ് കോസ് π/3 അല്ല ആൻസർ വരാം. സോ ആൻസർ വിൽ ബി വെലോസിറ്റി is equal to പൈ ഇൻറ്റു കോസ് π/3യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ് കോസ് π/2യുടെ വാല്യൂ? 1/2. ഇനി ആൻസർ, അപ്പോൾ ഇത് 3.14 ഡിവൈഡഡ് ബൈ 2, അത്രയും മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് ഉത്തരം കിട്ടാം. ഓക്കെ, പക്ഷേ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ ഒക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ഇതിനെ നമുക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ
157 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഐഡിയാസ് ഒക്കെ മനസ്സിലായല്ലോ. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർ പറഞ്ഞ ടൈം നമ്മൾ ഇട്ട് കൊടുത്തു. കാരണം t=1 സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തു. ബാക്കി എന്താണ്? ജസ്റ്റ് പിന്നെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, അത്രയും വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ല. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 8 സെന്റിമീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? പീരിയഡ് തന്നിട്ടുണ്ട് 6 സെക്കൻഡ് ആണ്. ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു പോയിന്റ് കറസ്പോണ്ടിങ് ടു ഹാഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പം മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ നിന്നും ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് വരെ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്താണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞേക്കാം. ഇതിന് ശ്രദ്ധിക്കുക, ഇതൊരു ഐഡിയ വളരെ സിമ്പിളാണ്. ഇത് 0 മീൻ പൊസിഷൻ, ദിസ് ഇസ് +a -a. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്രയാണ്. എയിൽ നിന്ന് തുടങ്ങി a/2 വരെയാവാൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദ്യം. ഓക്കെ, എയിൽ നിന്ന് തുടങ്ങി a/2 വരെ ആവാൻ ഇതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ ഉത്തരം എഴുതാൻ ഞാൻ പറയാം. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ടൈം തരുമോ? റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് a/2ൽ നിന്ന് എയിലേക്ക് പോകാനുള്ള സമയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ a/2ൽ നിന്ന് എയിലേക്ക് പോകാൻ അത്ര സമയമാണോ വേണ്ടത്, അതേ സമയം തന്നെയാണ് ഇവിടെ നിന്ന് തിരിച്ച് എയിൽ നിന്ന് a/2ലേക്ക് വരുവാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിൻ്റെ ഇക്വേഷൻ എടുക്കാം? വി കൻ ടേക്ക് ദ ഇക്വേഷൻ ഫോർ കോസ്, അതായത് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ അതെന്തായിട്ട് മാറും? x = a cos ωt. ഓക്കെ, റൈറ്റ്. ഇനി എക്സിൻ്റെ വാല്യൂ എന്തെന്നിട്ട് കൊടുക്കുക? a/2 = a cos ωt. സോ cos ωtയുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1/2. അപ്പോൾ ωt എത്രയാവണം? കോസിൻ്റെ വാല്യൂ 1/2 വരണമെങ്കിൽ ωtയുടെ വാല്യൂ എത്രയായിരിക്കണം? കോസ് 1/2 വരണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി π/3. ശരിയല്ലേ? സോ 2π/t, ഒമേഗനെ ഞാൻ 2π/t എന്ന് എഴുതി. 2π/t × t = π/3. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് പൈസ്. ഈ രണ്ട് പൈകളെയും നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് t = t/6 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഷോർട്ട് കട്ട് ഫോർമുല. അപ്പം ഏത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിക്കോട്ടെ, അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പകുതി ആംപ്ലിറ്റ്യൂഡ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? t/6 ആണ്. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു തന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ നേരിട്ട് എഴുതാം. ടിയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 സെക്കൻഡ് ആണ്. 6/6 ആൻസർ എത്രയാണ്? 1 സെക്കൻഡ്. സോ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 0ൽ നിന്ന് എയിലേക്ക് പോകാൻ എത്ര സമയം എടുക്കും? ഓക്കെ, 0ൽ നിന്ന് a/2ലേക്ക് പോകാൻ എത്ര സമയം എടുക്കും? a/2 നിന്ന് a വരെ പോകാൻ എത്ര സമയം എടുക്കും? ഇതൊക്കെ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ എന്താണ് റെഡിമെയ്ഡ് റിസൾട്ട്സ് ആണ്. അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്. A body is performing simple harmonic motion with an amplitude of 10 centimeter. Okay, the velocity of the body was tripled by an air jet when it is at 5 centimeter. Okay, right. The new amplitude of vibration is √x. What is the value of x? അപ്പോൾ ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. മീൻ പൊസിഷനിൽ നിന്നും 5 സെന്റിമീറ്റർ മാറി ആ ബോഡിക്ക് എന്തോ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. നമ്മളൊരു എയർ ജെറ്റ് ഉപയോഗിച്ചിട്ട് ആ വെലോസിറ്റി എത്രയാക്കി മാറ്റി? ട്രിപ്പിൾ ചെയ്തു. വാട്ട് എവർ ബി ദ വെലോസിറ്റി, വി ഡോണ്ട് നോ ദാറ്റ് വെലോസിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടായിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ മാറി, മീൻ പൊസിഷനിൽ നിന്ന് 5 സെന്റിമീറ്റർ മാറി ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. ആ വെലോസിറ്റി നമ്മളൊരു എയർ ജെറ്റ് ഉപയോഗിച്ച് ട്രിപ്പിൾ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? മുമ്പ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് a വരെ ആയിരുന്നുവെങ്കിൽ ഇത് കുറച്ചും കൂടെ ദൂരം പോവില്ലേ?
ഓക്കെ, ആ പുതിയ ആംപ്ലിറ്റ്യൂഡ് √x എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓക്കെ, ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. അതായത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. ഓക്കെ, റൈറ്റ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. സോ ഞാൻ 10 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യാം. 10 സെൻറ്റിമീറ്ററാണ് ആംപ്ലിറ്റ്യൂഡ്. വെൻ ഇറ്റ് ഈസ് അറ്റ് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്ററിലായിരുന്ന ഈ സമയത്ത് വെച്ച് അതിനൊരു നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എയർ ജെറ്റ് ഉപയോഗിച്ച് ഒരു വെലോസിറ്റി, അഡീഷണൽ വെലോസിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള ഐഡിയ എത്ര ഉള്ളൂ, എന്താണ് ഇതിൻ്റെ ബിഫോർ നമ്മളൊരു എയർ ജെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എനർജി, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ മാറിയാണ്. അപ്പോൾ അത് മീൻ പൊസിഷനിലും അല്ല, എക്സ്ട്രീം പൊസിഷനിലും അല്ല, ബട്ട് ഇറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ അവേ ഫ്രം മീൻ പൊസിഷൻ. അപ്പോൾ ഈ പൊസിഷനിലെ എന്താണ്, നമുക്കറിയാം ഒരു ഓസിലേഷൻ്റെ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ഓസിലേഷൻ? ഓക്കെ, ഇറ്റ് ഈസ് ½ KA². ശരിയല്ലേ? ഇറ്റ് ഈസ് ½ KA². സോ ടോട്ടൽ എനർജി വിൽ ബി ½ K ഇൻറ്റു A²ൻ്റെ വാല്യൂ എത്രയാണ്? 10². അത് അവിടെ എടുക്കട്ടെ. ഇനി വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് 5 സെൻറ്റിമീറ്റർ, പാർട്ടിക്കിൾ 5 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ എന്താണ് ഇവിടെ അതിന് എന്തൊക്കെ എനർജികൾ ഉണ്ടാവും? ഇറ്റ് ഹാസ് കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ എനർജി. അതിന് എന്തൊക്കെ എനർജികൾ ഉണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാട്ടാ, ഈ 5 സെൻറ്റിമീറ്ററിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ KX² പ്ലസ് ½ MV². ഓക്കെ, ദിസ് വിൽ ബി ദ ടോട്ടൽ എനർജി. അതെന്തിനോട് ഈക്വൽ ആവും ചെയ്യും? ½ KA² ഈക്വൽ ആവും ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഹാഫുകളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും? കട്ട് ചെയ്ത് കളയാം. നത്തിങ് ബട്ട് എനർജി കൺസർവേഷൻ. ഇനി K ഇൻറ്റു X² വാല്യൂ എത്രയാണ്? 5² അല്ലേ? 5² പ്ലസ് MV² ഇസ് ഈക്വൽ ടു K ഇൻറ്റു 10². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MV² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞ് കിട്ടും? MV² ഇസ് ഈക്വൽ ടു K ഇൻറ്റു 10² മൈനസ് 5². സോ MV² ഇസ് ഈക്വൽ ടു K ടൈംസ് 75. അപ്പോൾ V എന്തായിരിക്കും? K ഇൻറ്റു 75/m. ഇതാണ് എന്തിൻ്റെ വാല്യൂ? വെലോസിറ്റിയുടെ വാല്യൂ. അതായത് നമ്മൾ ജെറ്റ് ഉപയോഗിച്ച് വെലോസിറ്റി കൂട്ടുന്നതിന് മുമ്പ് ഒരു വെലോസിറ്റി ആ ബോഡിക്ക് ഉണ്ടായിരുന്നല്ലോ, ആ വെലോസിറ്റിയാണ് എന്ത്? ഓക്കെ, ആ വെലോസിറ്റിയാണ് ക്യാപ്റ്റൻ മാർവൽ യു ക്യാൻ ഈറ്റ് വൈൽ വാച്ചിങ്. എന്തോന്നും ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് വെലോസിറ്റി നമുക്ക് തന്നത് എത്രയാണ്? √K ഇൻറ്റു 75/m എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പൊസിഷനിൽ അപ്പോൾ വെലോസിറ്റി എന്താണെന്ന് കിട്ടിയല്ലോ. ഇത് നമ്മളൊരു ജെറ്റ് ഉപയോഗിച്ച് ആ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ട്രിപ്പിൾ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ അപ്ലൈ ദ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്താ കിട്ടുക? ½ K ഇൻറ്റു X². അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോറി, നേരിട്ട് ഞാൻ എഴുതാം. നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ്. ½ K ഇൻറ്റു X² സ്ഥാനത്ത് നിന്ന് എഴുതാം 5². കാരണം പൊട്ടൻഷ്യൽ എനർജിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, പ്ലസ് ഓക്കെ ½ M ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ 3 മടങ്ങാക്കി എന്നല്ലേ പറയണേ. അപ്പോൾ 3 ടൈംസ് √K ഇൻറ്റു 75/m ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് അവിടുത്തെ ടോട്ടൽ എനർജി വിച്ച് ഷുഡ് ബി ഈക്വൽ ടു ½ K ഇൻറ്റു A'². ഓക്കെ, അപ്പോൾ ഇവിടെയും വേറെ ഒന്നല്ല, ദിസ് ഇസ് നത്തിങ് ബട്ട് എനർജി കൺസർവേഷൻ. ഇതും എന്ത് തന്നെയാണ്? എനർജി കൺസർവേഷൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഓക്കെ, ആ പൊസിഷനിൽ വെലോസിറ്റി ഞാൻ ട്രിപ്പിൾ ചെയ്തു. അപ്പോൾ കൈനറ്റിക് എനർജി മാറി, പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ടോട്ടൽ എനർജിനോട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ എനർജി നമ്മൾ എഴുതുന്നത് പുതിയ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേമിലാണ്. അപ്പോൾ നമുക്ക് എന്തിനൊക്കെ കട്ട് ചെയ്ത് കളയാം? ½ K ഇൻറ്റു 5² പ്ലസ് ½ M ഇൻറ്റു 9 ഇൻറ്റു K ഇൻറ്റു 75/m വിച്ച് ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു K ഇൻറ്റു A'². ഇപ്പോൾ എമ്മും കട്ടായി പോയി. എല്ലായിടത്തും ഹാഫ് ഉണ്ട്. ഹാഫുകളെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. എല്ലായിടത്തും K ഉണ്ട്. Kകളെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A'² ഇസ് ഈക്വൽ ടു 5² പ്ലസ് 9 ഇൻറ്റു 75 ദാറ്റ് ഈസ് 25 പ്ലസ് 675 ദാറ്റ് ഈസ് 700. അപ്പോൾ A' എന്താന്ന് പറഞ്ഞ് കിട്ടും? √700 എന്ന് പറഞ്ഞ് കിട്ടും.
ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ് √x. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? 700. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊരു ചിലപ്പോൾ ലെങ്തി സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഐഡിയ ഒക്കെ വളരെ സിമ്പിളാണ്. ടോട്ടൽ എനർജി ഓഫ് എൻ ഓസിലേറ്റർ ഈസ് കൺസേർവ്ഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എക്സിക്യൂട്ടിംഗ് XHM ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ നോക്കാം. y ഈസ് ഈക്വൽ ടു a സൈൻ phi t പ്ലസ് phi എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് phi അല്ലേ. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്തെന്ന് പറഞ്ഞ് കിട്ടി? phi എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാണ്? √g/L അല്ലേ, ഫോർ എ സിമ്പിൾ പെൻഡുലം. സോ ഓക്കെ, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു g/L ഓർ L ഈസ് ഈക്വൽ ടു g/ω². ഓക്കെ, സോ ജിയുടെ വാല്യൂ ഇവിടെ നോക്കാം. ഉത്തരം മുഴുവൻ തന്നിരിക്കുന്നത് എന്തിലാണ്? സെന്റിമീറ്ററിലാണ്. അപ്പോൾ ജിയുടെ വാല്യൂ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ 980 ഡിവൈഡഡ് ബൈ 3.14 ഇൻറ്റു 3.14. ടു ഡു ദിസ് നിങ്ങൾക്ക് വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടും 99.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, റൈറ്റ്, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, എ പെൻഡുലം ബോബ് ഹാസ് സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. ദ പെൻഡുലം ഈസ് 5 സെന്റിമീറ്റർ ലോങ്. അപ്പോൾ പെൻഡുലത്തിന്റെ നീളം തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ. ദ സ്പീഡ് ഓഫ് ദ ബോബ് വെൻ ദ ലെങ്ത് മേക്ക് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ ഇതിൻ്റെ ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് u. അത് തന്നിട്ടുണ്ട് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഇത് ആടി വെൻ ഇറ്റ് മേക്സ് 60 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി ആകുമ്പോൾ ഒരു വെലോസിറ്റി അതിനുണ്ടാവുമല്ലോ. വാട്ട് ഈസ് ദാറ്റ് വെലോസിറ്റി? എന്താണ് ആ വെലോസിറ്റി എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 60 ഡിഗ്രി ടേൺ ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് നമ്മളെടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ്, സിമ്പിൾ. അതായത് നമുക്കറിയാം ഈ പൊസിഷൻ, ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് റെഫറൻസ് ലെവൽ. ഇതിനെ എന്തായിട്ട് എടുക്കുക? റെഫറൻസ് ലെവലായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ ബി ½ mu². ഇനി ഇത് ആടി ഇവിടെ എത്തുമ്പോൾ, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ, ഇത് ആടി ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാൻ കാരണം അത് റെഫറൻസ് ലെവലിൽ നിന്നും ഒരു h ഹൈറ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ട്? പൊന്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ h ഹൈറ്റ് പൊന്തിയത് കൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഒരു എന്തുണ്ടാവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത്. ഇനി വെറുതെ എന്ത് സംഭവിക്കാം? നമുക്ക് h വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് നോക്കി അറിയാം. ഇത് L ആണെങ്കിൽ ദിസ് വിൽ ബി L cos θ. സോ h വിൽ ബി L into 1 minus cos θ. ഓക്കെ, നൗ അപ്ലൈ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ മാത്രം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ഇവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ വരാ? ½ mu² is equal to ½ mv² പ്ലസ് mg ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് കൊടുക്കുക L into 1 minus cos θ. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തും m ഉണ്ട്, കട്ട് ചെയ്ത് കളയുക. u² is equal to v² പ്ലസ് 2gl into 1 minus cos θ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ v² എന്തായിരിക്കും? u² മൈനസ് 2gl into 1 minus cos θ. ഓക്കെ, റൈറ്റ്. u² എത്രയാ? 3യുടെ സ്ക്വയർ അപ്പോൾ 9 മൈനസ് 2 ഇൻറ്റു വാട്ട് ഈസ് g? 10 ആയിട്ട് എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് L? 50 into 10 raised to minus 2 into 1 minus. It is given in the question that theta is equal to 60 degree. Cos 60യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, 1/2. Okay, so it is 9 minus 2 into 10 into 50 into 10 raised to minus 2 into 1/2. Okay, ഇപ്പോൾ നമുക്ക് എന്താ വരാം? 9 minus 5 എന്നല്ല വരാം. ഓക്കെ,
9 minus 5. So answer is 4. അപ്പോൾ വി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് പറഞ്ഞ് കിട്ടിയാൽ വി എത്ര ആയിരിക്കണം? 2 ആയിരിക്കണമല്ലോ. സോ ഇറ്റ് വിൽ ബി 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതും എനർജി കൺസർവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, കാര്യമായിട്ടുള്ള ട്രിക്സും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട. ഇഫ് യു നോ ദ കോൺസെപ്റ്റ് ഓഫ് എനർജി കൺസർവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓസിലേഷൻ്റെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് തീരാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തിലേക്ക് കിടക്കാണ്? വേവ്സിലേക്ക് കിടക്കാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വേവ്സിൽ നമ്മളും ഇതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേവ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ദ ഇക്വേഷൻസ് ഓഫ് 2 waves ആർ ഗിവൺ ബൈ. 2 വേവ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ വേവിന്റെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ വേവിന്റെ ഇക്വേഷൻ. ദീസ് വേവ്സ് ആർ സൈമുൾട്ടേനിയസ്ലി പാസ് ത്രൂ എ സ്ട്രിങ്. ഇത് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്? ഒരു സ്ട്രിങ്ങിലൂടെ സൈമുൾട്ടേനിയസ്ലി പാസ് ചെയ്ത് പോവാണ്. അപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ തമ്മിൽ രണ്ടും സൈൻ ഫംഗ്ഷൻസ് ആണ്, ആംപ്ലിറ്റ്യൂഡുകൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, രണ്ടുപേരും കടന്നു പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ്, ഇനീഷ്യലി അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്? A1 എന്ന് പറയുന്ന ആദ്യത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 5 ആണ്, 5 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ഇനി ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവർ തമ്മിലുള്ള വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? റൈറ്റ്, 5 is equal to phase difference will be equal to 3 into phase difference will be equal to 2 pi into 3 by 2, that is 3 pi. Okay, this is the phase difference. ഇതാണ് എന്തെന്ന് പറയുന്നത്? phase difference. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഓക്കെ, റൈറ്റ്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് വിൽ ബി A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് 5. ഇക്വേഷൻ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഒരേ സമയം 2 വേവ്സ് കടന്നു പോയാലുള്ള റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. സോ റൂട്ട് ഓഫ് A1 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു കോസ് 5 കോസ് 3 പൈ. ഓക്കെ, ഇപ്പം ആൻസർ എന്താ വരാ? 25 പ്ലസ് 9 പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 30 അല്ലേ വരാം? 30 into -1. So answer will be root 4. So amplitude, resultant amplitude will be 2 centimeter. Okay, resultant amplitude will be 2 centimeter. അപ്പോൾ ചെയ്തത് മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ഫേസ് ഡിഫറൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. പിന്നെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻസർ എത്രയാണ് കിട്ടുന്നത്? 2 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റൈറ്റ്, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 ലൈറ്റ് ബീംസ് ഓഫ് ഇൻറ്റൻസിറ്റീസ് തന്നിട്ടുണ്ട്. ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. I1/I2 is equal to 9/4. The ratio of intensity of maxima and minima. It's a direct question. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? I1/I2 റൂട്ട് ഓഫ് ദിസ് I1/I2 എത്ര വരാ? 3/2. ഇനി ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് I max/I minimum. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് I1/I2 പ്ലസ് 1 ഹോൾ സ്ക്വയർ divided by root of I1/I2 minus 1 whole square. So answer എന്തായിരിക്കും? 3/2 plus 1 whole square 3/2 minus 1 whole square. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറഞ്ഞ് കിട്ടും 25:1 എന്ന് പറഞ്ഞ് കിട്ടും. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഫോർമുല അറിയാമെങ്കിൽ നേരിട്ട് എന്താണ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ്, ശ്രദ്ധിക്കുക.
the first overtone frequency of an open organ pipe is equal to the fundamental frequency of a closed organ pipe. അപ്പോൾ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് എ ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓപ്പൺ ഓർഗൻ പൈപ്പ് ആണ്. അതിന്റെ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെക്കൻഡ് ഹാർമോണിക്കൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ പൈപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, FO is equal to 2 times V/2LO ആണ്. ദിസ് ഇസ് ദ ബേസിക് ഇക്വേഷൻ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക്കൽ അല്ലേ, ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ പൈപ്പ്. ഓക്കെ, അപ്പോൾ 2 times V/2LO. ഇനി which is equal to the fundamental frequency of a closed organ pipe എന്നാണ് പറയുന്നത്. which is equal to fundamental frequency of a closed organ pipe എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരാം, ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണ്, V/4LC അല്ലേ, V/4LC അല്ലേ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വേറ്റ് ചെയ്യുക, വേറെ പണിയൊന്നുമില്ല. 2 times 2 into LO which is equal to V/4LC. രണ്ടും എന്ത് ചെയ്തു പോയി, കട്ട് ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, LO is equal to 4LC. so 4 times LC is given in the question, that is 20. ആൻസർ എത്രയാണ്, 80 സെന്റിമീറ്റർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫോർമുലകൾ നിങ്ങൾക്കറിയാം. ഓവർടോണിൻ്റെ ഐഡിയാസും ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസിനെ കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, റൈറ്റ്. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. റൈറ്റ്, എന്താ പറയുന്നത്, എ സെറ്റ് ഓഫ് 21 tuning forks is arranged in a series of increasing frequency. 20 എന്താണ് ട്യൂണിംഗ് ഫോർക്കുകൾ ഉണ്ട്. അവയെ ഇൻക്രീസിങ് ഫ്രീക്വൻസിയിൽ, കുറഞ്ഞതല്ല ഇൻക്രീസിങ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഫോർ ഗീവ്സ് 4 beats വിത്ത് റെസ്പെക്ട് ടു ദ പ്രിസീഡിങ് ഫോർക്ക്. അതായത് ഒരാൾ തൊട്ടു മുമ്പത്തെ ആളുമായിട്ട് എന്ത് ചെയ്യുന്നു, 4 ബീറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ബീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ബീറ്റ് എന്ന് പറയുന്നത്, ശരിയല്ല, അതല്ല ബീറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ ലാസ്റ്റ് ഫോർക്ക്, ശ്രദ്ധിക്കാട്ടാ, ദ ഫ്രീക്വൻസി ഓഫ് ദ ലാസ്റ്റ് ഫോർക്കിന്റെ ഫ്രീക്വൻസി, അതായത് 20ാമത്തെ ഫോർക്കിന്റെ ഫ്രീക്വൻസി is equal to that of twice that of ഫസ്റ്റിന്റെ ആദ്യത്തെ ആളുടെ ഫ്രീക്വൻസിയുടെ 2 മടങ്ങാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ലാസ്റ്റ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്താണ്? അപ്പോൾ ശ്രദ്ധിക്കുക, 20 എണ്ണം ഉണ്ട്, നിരത്തി ഇങ്ങനെ വെച്ചേക്കാം. പറഞ്ഞു മനസ്സിലായോ? ആദ്യത്തെ ആൾക്ക് ഒരു ഫ്രീക്വൻസി, രണ്ടാമത്തെ ആൾക്ക് ഇൻക്രീസിങ് ഫ്രീക്വൻസിയിലാണ്. പക്ഷെ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ്, 4. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും തമ്മിൽ എത്ര തന്നെയാണ്, 4. മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും തമ്മിൽ എത്ര തന്നെയാണ്, 4. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ആളുടെ ഫ്രീക്വൻസി F എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ എന്തായിരിക്കണം, F+4, ശരിയല്ലേ. മൂന്നാമത്തെ ആള്, അപ്പോൾ ഇവർ തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി 4 ആണ്. അടുത്ത ആളെ ഞാൻ എഴുതുമ്പോൾ എങ്ങനെയേ വരാൻ പറ്റുള്ളൂ, F+8, ശരിയല്ലേ. അടുത്തത് എഴുതുമ്പോൾ എത്ര വരും, F+12, ഇങ്ങനെയല്ലേ പോവുക. അങ്ങനെ 20 എണ്ണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. F+1 × 4 എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ ആളെ നമുക്ക് എന്ത് എഴുതാം, F+2 × 4 എന്ന് എഴുതാം. നാലാമത്തെ ആളെ നമുക്ക് എന്ത് എഴുതാം, F+3 × 4 എന്ന് എഴുതാം. അങ്ങനെ പോയി 20ാമത്തെ ആളാകുമ്പോൾ എന്തായിരിക്കും, F+19 × 4 എന്നല്ലേ പറയാ. ഇതാണ് 20ാമത്തെ ആൾ, ഇതാണ് 20ാമത്തെ ആളുടെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ F+19 × 4 which is equal to 2F എന്നല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. ഈ അവസാനത്തെ ആളുടെ ഫ്രീക്വൻസി ഫസ്റ്റത്തെ ഫ്രീക്വൻസിയുടെ 2 മടങ്ങ് എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ അവസാനത്തെ ആളുടെ ഫ്രീക്വൻസി ഇതാണ്, അത് ആദ്യത്തെ ആളുടെ ഫ്രീക്വൻസിയുടെ 2 മടങ്ങാണ്. അപ്പോൾ F എത്രയാണ്, വാട്ട് ഈസ് F? 19 × 4 ദാറ്റ് ഈസ് 76 ഹെർട്സ് ആണ് കിട്ടുക, അല്ലേ. 76 ഹെർട്സ് ആണ് കിട്ടുക. പക്ഷെ അതല്ല ചോദ്യം 76 കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആളുടെ ഫ്രീക്വൻസി ആണെങ്കിൽ ഉത്തരം 76 ആണ്. കുറേ പേര് ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റി. നിങ്ങളുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ ലാസ്റ്റ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ഇറ്റ് ഈസ് 2F. സോ ഇറ്റ് ഈസ് 152 ഹെർട്സ്.
അതാണ് ആൻസർ കേട്ടാ. ഓക്കെ, ഇതൊരു ട്രിക്കി ചോദ്യം ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഉത്തരം കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത് പറയാൻ ശ്രദ്ധിക്കുക. An observer moves towards a ഡോപ്ലർ ഇഫക്റ്റിൽ ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. An observer moves towards a stationary source of sound with a velocity equal to 1/5 the velocity of sound. സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 1/5 വെലോസിറ്റിയിലാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സോഴ്സ് ഇതാന്ന് വിചാരിക്കുക, ഇതാണ് ലിസ്ണർ എന്ന് വിചാരിക്കുക. സോഴ്സ് ഇസ് അറ്റ് റെസ്റ്റ്. ലിസ്ണർ സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വിത്ത് എ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v/5. ഓക്കെ, റൈറ്റ് റൈറ്റ്, ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഡോപ്ലർ ഇഫക്റ്റിന്റെ ബേസിക് ഫോർമുല എന്താ? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ഓൾറെഡി എന്താണ്? 0ആണ്, ബിക്കോസ് ദ സോഴ്സ് ഇസ് അറ്റ് റെസ്റ്റ്. ഇനി വി എല്ലിൻ്റെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ v/5 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ? ഓക്കെ, എന്തായിട്ട് എടുക്കണ്ടേ? മൈനസ് ആയിട്ട് എടുക്കണം. മൈനസ് v/5 എന്ന് പറഞ്ഞത് നമ്മൾ എടുക്കണം. കാരണം എന്താ? സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് v/5 ഡിവൈഡഡ് ബൈ വി എന്ന് മാറും. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു സോൾവ് ചെയ്ത് എത്ര കിട്ടാം? 6/5. ഓക്കെ, അപ്പോൾ എഫ് ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എന്ന് പറഞ്ഞ് കിട്ടും? എഫ് ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എന്ന് പറഞ്ഞ് കിട്ടും? 6/5 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫ് ഡാഷ് മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു 100. ദാറ്റ് ഈസ് 6/5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100. എത്ര വരാം? 100/5. ദാറ്റ് ഈസ് 20% ആണ് ഇതിൻ്റെ ഉത്തരം. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? വെറും ഡോപ്ലർ ഇഫക്റ്റിൻ്റെ ഫോർമുലയും കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുക, പുതിയ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാട്ടോ. ഇത് വേവ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ്, പക്ഷേ ഇതിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുക. എ റഡാർ സെൻസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു റഡാറും ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദിസ് ഇസ് ദ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് എത്രയാണ്? E0 ഈക്വൽ ടു 2.25 വോൾട്ട് പെർ മീറ്റർ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൾസോ പീക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത് 1.5 ഇൻറ്റു 10⁻⁻8 ടെസ്ല, വിച്ച് സ്ട്രൈക്സ് എ ടാർഗറ്റ് ഓൺ എ ലൈൻ ഓഫ് സൈറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ ഇൻ എ മീഡിയ. അതൊരു ടാർഗറ്റിൽ പോയി ഇടിക്കുകയാണ്. അത് ഇവിടെ എത്ര സെൻറ്റിമീറ്ററിലായിരുന്നു? 3 കിലോമീറ്റർ അകലത്തിലായിരുന്നു ആ ടാർഗറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എ പെയിൽ ഓഫ് സിഗ്നൽ റിഫ്ലക്ട്സ് ബാക്ക് ടുവേർഡ്സ് ദ റഡാർ വിത്ത് ദ സെയിം വെലോസിറ്റി ആൻഡ് സെയിം പാത്ത്. അപ്പോൾ എന്താ ചെയ്യണേ? ഒരു ഭാഗം പോയിട്ട് ഇടിച്ചിട്ട് ഒരു ഭാഗം തിരിച്ച് റഡാറിലേക്ക് തന്നെ വരികയാണ്. അതേ വെലോസിറ്റിയിൽ തന്നെയാണ് തിരിച്ചു വരുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഹൗ മച്ച് ടൈം ദ എക്കോ വിൽ ബി ഹേർഡ്. എത്ര സമയം കഴിഞ്ഞിട്ടാണ് എക്കോ എത്താന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം, വെലോസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കറിയാലോ. ഇറ്റ് ഈസ് E0/B0 അല്ലേ? ഇറ്റ് ഈസ് E0/B0. അപ്പോൾ എത്ര വരാം? 2.25 divided by 1.5 into 10⁻⁻8. So it will be, and the answer where 1.5 into 10⁻⁸, that is 3 by Jason's iPad message ഒന്നുണ്ടല്ലോ. Jason's iPad would like to share until right. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 3/2 ഇൻറ്റു 10⁻8 എഴുതാം. ഓക്കെ, ഇനി ടൈം അല്ല ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്താൽ പോരെ. ഓക്കെ, റൈറ്റ്.
അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അങ്ങോട്ട് 3 കിലോമീറ്റർ, ഇങ്ങോട്ട് 3 കിലോമീറ്റർ. അപ്പോൾ മൊത്തം എത്രയാണ്? 6 കിലോമീറ്റർ. സോ 6 × 10⁻³ ഡിവൈഡഡ് ബൈ 3/2 × 10⁸8 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറഞ്ഞ് കിട്ടും 4 × 10⁻⁵ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഒരു ഐഡിയ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. In an experiment to determine, okay, right, in an experiment to determine the velocity of sound in air at room temperature using a resonance is observed when the air column has a length of 20 cm for a tuning fork of frequency 40 Hz is used. അപ്പോൾ ശ്രദ്ധിക്കുക, റെസൊണൻസ് കോളം അപ്പാരറ്റസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 400 Hz ആണ്. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് ദാറ്റ് റൂം അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് 336 m/s എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തേർഡ് റെസൊണൻസ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു റെസൊണൻസ് ഉണ്ടായിട്ടുണ്ട് ആ ട്യൂണിംഗ് ഫോർക്കുമായിട്ട്. തേർഡ് റെസൊണൻസ് ലെങ്ത് എത്രയിലാണ് കിട്ടുക എന്നാണ്. അപ്പോൾ നിങ്ങൾ റെസൊണൻസ് കോളം അപ്പാരറ്റസ് ഒക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തേർഡ് റെസൊണൻസിന്റെ ഫോർമുല എന്താണെന്നൊക്കെ അറിയുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെടുക്കേണ്ടി വരും? എൻഡ് കറക്ഷന്റെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ കീയുമായിട്ട് ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? എൻഡ് കറക്ഷന്റെ ഐഡിയയും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് റെസൊണൻസ്. അതിന്റെ ഐഡിയ എത്രയാണ്? ഓക്കെ, ഇറ്റ് ഈസ് L1 + E = λ/4. ദിസ് ഇസ് ദ ഐഡിയ. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് λ/4 ആണ്. എൻഡ് കറക്ഷനും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ L1 + E = λ/4. ലാംഡ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? V/F അല്ലേ? വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ടല്ലോ 336. ഓക്കെ, അതിനെ നമ്മൾ cm/s ആക്കാം. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്? 400. റൈറ്റ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ന് പറഞ്ഞ് കിട്ടും 84 എന്ന് പറഞ്ഞ് കിട്ടും. 84 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. കാരണം ഉത്തരം മുഴുവൻ സെന്റിമീറ്ററിലാണ്. അതാണ് ഞാൻ അങ്ങനെ മാറ്റാൻ കാരണം കേട്ടോ. ഓക്കെ, റൈറ്റ്. യെസ്, അങ്ങനെയാണെങ്കിൽ λ/4 എത്രയായിരിക്കണം? 21 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ, സോ L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് L1 ഇറ്റ് ഈസ് ഗിവൺ 20 സെന്റിമീറ്റർ തന്നിട്ടില്ലേ? അപ്പോൾ 20 + E = 21 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് അവർ ഗവേണിംഗ് ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ L1 സ്ഥാനം 20 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. E അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ആൻഡ് λ/4ന്റെ വാല്യൂ എത്രയാണ്? 21. അപ്പോൾ E = എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എൻഡ് കറക്ഷൻ കിട്ടി. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ തേർഡ് റെസൊണൻസ് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തേർഡ് റെസൊണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഐഡിയ? L3 + E = 5 λ/4 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് L3 + 1 = 5 × 21, ദാറ്റ് ഈസ് 105. അപ്പോൾ L3യുടെ വാല്യൂ എത്രയാണ്? 104 സെന്റിമീറ്റർ. ഇതാണ് ഉത്തരം. ഓക്കെ, 62 എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 62 അല്ല, 104 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻഡ് കറക്ഷൻ്റെ ഐഡിയ ഉപയോഗിക്കുക. ആദ്യം ഫസ്റ്റ് റെസൊണൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് E കിട്ടും. ദെൻ അത് ഉപയോഗിച്ചിട്ട് എന്താണ്? തേർഡ് റെസൊണൻസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എൻഡ് റെസൊണൻസിൻ്റെ കണ്ടീഷനും കൂടെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേവ്സിൻ്റെ ഐഡിയ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എക്സാം ഒക്കെ. ഹലോ ചിൽഡ്രൻ, എല്ലാവർക്കും ഫിസിക്സ് JEE മെയിൻ മാരത്തോണിലേക്ക്, മെഗാ മാരത്തോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഞാൻ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്കറിയാം 2 ചാപ്റ്ററുകൾ കൂടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. എല്ലാ ചാപ്റ്ററെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്, ഇല്ലേ? സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് 1-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫേസ് 1-ൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫേസ് 1 എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ടാണ് വന്നത്.
അതുകൊണ്ട് നമ്മൾ ഫേസ് 2-ൽ ഏകദേശം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ് 1-ലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? തുടങ്ങുമല്ലേ? നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ ട്രബിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എ വെർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 4.9 10 × 10⁵. എന്തിനാ 4.9 എന്ന് തന്നേന്ന് അറിയാവോ? എന്താ ഇത് ഈ നമ്പറിന്റെ പ്രത്യേകത? ഇത് 9.8ന്റെ പകുതിയാണ് അല്ലേ? 4.9 9 എന്ന് പറഞ്ഞാൽ ജിയുടെ പകുതിയാണത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ കരുതണം. × 10⁵ ന്യൂട്ടൺ പെർ കൂളം just prevents water drops of 0.1 gram from falling. The value of charge on the droplets will be. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ. ഇവിടെ പറയുന്ന ഒരു ഡ്രോപ്ലെറ്റ് ഉണ്ടെന്നും നോക്കുകുട്ടികളെ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 2 നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ് അല്ലേ? നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് എ നോൺ കോണ്ടാക്ട്. അത് നിങ്ങൾക്ക് അറിയാം, എത്രയാണ്? mg ആണ് അല്ലേ? ഇനിയും ഇതിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, വെർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ദർ മസ്റ്റ് ബി എ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഹാസ് എ ചാർജ് q. ഇതിലെ ചാർജ് q ആണെന്ന് വിചാരിക്കുക. therefore it must have a force QE. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇതിനെ താഴേക്ക് വീഴുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്റ്റ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? വാല്യൂ ഓഫ് ചാർജ് ആണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ എഴുതാലോ. ചാർജ് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് ഞാൻ ചാർജിന്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ നിന്ന് ചാർജ് എഴുതാം. ചാർജ് Q ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? mg ഡിവൈഡഡ് ബൈ E എന്ന് എഴുതാം. വേർ E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mg എത്രയാ? 0.1 ഗ്രാം ആണ്. അപ്പൊ 10⁻⁻4 kg ആയി. ജിയുടെ വാല്യൂ 9.8 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ 9.8 എടുക്കാൻ പാടുള്ളൂ. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നിങ്ങൾ നോക്കി, അത് എത്രയാണ്? 4.9 × 10⁵ ആണ്. അങ്ങനെ നമുക്ക് ഈ 10⁵ കൂടെ മുകളിലോട്ട് പോകുമ്പോൾ 2 × 10⁹ യൂണിറ്റ് കൂളം എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു JEE ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ആക്ച്വലി ഒരു NEET ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നീറ്റിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എനിഹൗ ഈ വർഷം എന്താണ് JEEക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഷിഫ്റ്റ് എഴുതി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. 2 ഐഡന്റിക്കൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈച്ച് ഹാവിംഗ് എ മാസ് 10 gram and charge 2 × 10⁷ are placed on a horizontal table with a separation L between them such that they stay in limited equilibrium. They stay in limited equilibrium എന്ന് പറഞ്ഞാൽ the static friction acting on them is limited in nature. Limited in nature. Which one? Static frictional force acting must be in limited in nature. Coefficient of friction തന്നിട്ടുണ്ട്. Find the value of L. ഇവിടെ പറഞ്ഞിട്ടുള്ള ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ലെറ്റ് മീ ഡ്രോ വാട്ട് ഈസ് ഗിവൺ ഹിയർ. ഇങ്ങനെ രണ്ട് ചാർജസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ചാർജ് എന്ത് സംഭവിക്കും? ഇവിടെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കില്ല, റിപ്പൽ ചെയ്ത് ദൂരേക്ക് പോകും ഇല്ലേ? അത് സംഭവിക്കാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ടേബിളിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട്. അപ്പൊ ഇതിൽ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, repulsive force, electrostatic repulsive force is counterbalanced by what? Static friction. What is static frictionന്റെ maximum value? mu n. n എന്ന് പറഞ്ഞാൽ ഇവിടെ mg ആണ്, mu mg. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. mu mgയും ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ലെറ്റ് മീ ഡു. mu mg ഈസ് ഈക്വൽ ടു k q². q ആണ്, q² ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ L ആയതുകൊണ്ട് L². L ആണ് സെപ്പറേഷൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കിക്കേ, L² എങ്ങനെ എഴുതാം? k q². ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ 9 × 10⁹. q² എന്ന് പറഞ്ഞാൽ 4 × 10⁻⁻14 ഡിവൈഡഡ് ബൈ മ്യൂവിന്റെ വാല്യൂ 1/4 ഇൻറ്റു 0.25 എന്നാണ് അതിനെ 1/4 എന്ന് എഴുതി. ഇൻറ്റു ഈ മാസ് എത്രയാണ് കുട്ടികളെ? മാസ് 10 gram ആണ്. അപ്പൊ 10 gram എന്ന് പറയുന്നത് 10⁻⁻2 kg ആണ് 10 gram എന്ന് പറയുന്നത്. ഇൻറ്റു പിന്നെ എന്താ? ജിയുടെ വാല്യൂ 10 എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 8. ഓക്കെ, ഈ 4 മുകളിലോട്ട് പോകും. അപ്പം 4 × 4 × 9
ഇൻറ്റു ഇവിടെ 10⁻⁻, എന്തായി കുട്ടികളെ, ഇവിടെ 8 ആയി. അപ്പം 10⁻⁴, 10⁻⁻⁴, ഇല്ലേ? അത് L² ആണ്. ഇനി L കിട്ടണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, വേണ്ടേ? അപ്പം L ഈസ് ഈക്വൽ ടു ലെങ്ത്. L ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 4ൽ നിന്ന് ഒരു 4 എടുത്തു, 3യുടെ സ്ക്വയർ റൂട്ട് 9യുടെ സ്ക്വയർ റൂട്ട് 3 എടുത്തു, 10⁻⁴ 10⁻² എടുത്തു. അങ്ങനെ 12 × 10⁻² മീറ്റർ എന്ന് കിട്ടും. അത് 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ. അപ്പോൾ അവ തമ്മിലുള്ള സെപ്പറേഷൻ 12 സെൻറ്റിമീറ്റർ ആണ്. ഈസി അല്ലേ? എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ചെയ്യുക കേട്ടോ, എൻ്റെ ഒപ്പം ചെയ്യുക എല്ലാവരും. വളരെ സിമ്പിളാണ് കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് നെറ്റ് ഫോർ 0 ആണെന്നുള്ള ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ശ്രദ്ധിക്കുക. എല്ലാം സിമ്പിളാണെങ്കിലും നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, എ ലോങ് സിലിണ്ടറിക്കൽ വോളിയം കണ്ടെയ്ൻസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ഓഫ് ഡെൻസിറ്റി റോ. ഇതിൽ റോ ആണ് ഡെൻസിറ്റി. ഇതൊരു ഇൻഫനൈറ്റ് സിലിണ്ടർ ആണ് കേട്ടോ, ലൈക്ക് വയർ, ചാർജ്ഡ് വയർ പോലെ അതൊരു ഇൻഫനൈറ്റ് സിലിണ്ടർ ആണ്. ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആർ. ചാർജ് പാർട്ടിക്കിൾ Q റിവോൾവ്സ് അറൌണ്ട് ദ സിലിണ്ടർ ഇൻ എ സർക്കുലർ പാത്ത്. കൈനറ്റിക് എനർജി എത്ര? ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുക. അപ്പോൾ അതിന് കറങ്ങാൻ വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? ഈ ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഇത് കറങ്ങുന്നത് കേട്ടോ. എന്ത് ചാർജും ആയിക്കോട്ടെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് വേറൊന്നുമല്ല, ഈ സിലിണ്ടർ കൊണ്ട് ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ്, F ഈസ് ഈക്വൽ ടു mv²/r എന്ന് എഴുതാം. F is the force of attraction or the force on the charge due to the electric field produced by the cylinder. സിലിണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഈ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് ആണ് F. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു വയർ ആണെങ്കിൽ ലാംഡ, ഓർമ്മയുണ്ടോ? ലാംഡ ഡിവൈഡഡ് ബൈ 4πε0r. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ചിൽഡ്രൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫോഴ്സ് ഉണ്ടാകുക, ഇല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ ചാർജ് ഈസ് ഈക്വൽ ടു mv²/r. നിങ്ങൾ ഇവിടെ നോക്കി, ഇനി ലാംഡ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ലാംഡ കണ്ടുപിടിക്കുന്നത് അറിയാമോ? നോക്കിക്കേ, ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ചാർജ് ഡെൻസിറ്റിനെ വോളിയം പെർ യൂണിറ്റ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? πr² ഇൻറ്റു L. L എന്ന് പറയുന്നത് 1 ആണ്. 1 യൂണിറ്റ് ലെങ്ത് എന്നല്ലേ പറഞ്ഞത്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. റോ πr². R എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ് കേട്ടോ. ഐ ഫോർഗോട്ട്. ഒന്നുകൂടെ എഴുതാൻ ഞാൻ. റോ ഇൻറ്റു πr². L ഈസ് യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് 1. ഇതാണ് ലാംഡ. അത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അങ്ങ് എടുത്തെഴുതുകയാണ് കേട്ടോ. നോക്കൂ, ലാംഡയ്ക്ക് ഞാൻ എന്ത് എഴുതുക? റോ πr² ഡിവൈഡഡ് ബൈ 4π അല്ല കേട്ടോ, ഇവിടെ ഞാൻ എഴുതിയ ഒരു സംഭവം തെറ്റിപ്പോയി. 4π അല്ല, 2πε0r ആണ്. ഇക്വേഷൻ ഞാൻ എഴുതി തെറ്റിപ്പോയി. 4πε0r അല്ല. ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിച്ചായിരുന്നോ? 2 അല്ലേ? ഡിനോമിനേറ്റർ. താങ്ക് യു. 2ലാണ് കേട്ടോ. താങ്ക് യു. അപ്പം 2πε0r ഈസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r, സ്മോൾ ലെറ്റർ r. ഇതിൽ പൈ വെട്ടിക്കളയാം, r വെട്ടിക്കളയാം. അപ്പം mv² നമുക്ക് കിട്ടി. mv² നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ½ mv². കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² അല്ലേ? mv² ഈ സാധനമാണെങ്കിൽ ½ mv² എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? റോ r². Q, ഇവിടെ ഒരു Q ഉണ്ടായിരുന്നു കേട്ടോ. Q, ഈ Q ഞാൻ എഴുതാൻ വിട്ടുപോയി, അതും എഴുതണം. അപ്പം റോ r² Q ഡിവൈഡഡ് ബൈ എത്രയാവും? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ε0 എന്ന് വരും. റോ r² Q ഡിവൈഡഡ് ബൈ 4ε0. ഇതാണ് ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? 2 ലാംഡ തന്നെയാണ്. ഓക്കെ, 2 ലാംഡ തന്നെയാണ്. ഞാൻ 4πε0 എന്ന് എഴുതിയത് തെറ്റാണ്. ഇതെല്ലാവർക്കും മനസ്സിലായോ? മറ്റൊന്നുമല്ല, ഇതായിരിക്കും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതാ ഈ ലാംഡ ഞാൻ എങ്ങനെയാണ് എഴുതിയെന്ന്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ യൂണിറ്റ് ലെങ്തിൻ്റെ വോളിയത്തെ ചാർജ് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യൂണിറ്റ് ലെങ്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² L ആണ്. യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് Lന് 1 കൊടുക്കണം. πr²
എൽ എന്നുള്ളത് 1, പിന്നെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാംഡ കിട്ടി. എന്നിട്ട് ആ ലാംഡ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ ചെയ്തുള്ളൂ. ഓക്കെ ആണോ? ശ്രീലാൽ കണ്ടിട്ട് കുറേ ആയല്ലോ. അനഘ, നമ്മുടെ കുട്ടികൾ കുറേ പേരുണ്ട് അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇൻഫിനൈറ്റ് ചാർജ്ഡ് ഷീറ്റ് ഓഫ് പേപ്പറാണ്. ചാർജ്ഡ് ഷീറ്റാണ്. ഈ എൽ ലെങ്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര, 2L ലെങ്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ അറിയാമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ പോയിന്റിലെ ഫീൽഡ് തന്നെയായിരിക്കും ഈ പോയിന്റിലെ ഫീൽഡ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഹിയർ എ യൂണിഫോം ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദിസ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ പ്രൊഡ്യൂസേഴ്സ് യൂണിഫോം ഫീൽഡ്. യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് ഏത് പോയിന്റ് എടുത്താലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കുട്ടികളെ. എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? സിഗ്മ ബൈ 2ε0. ഓർമ്മയുണ്ടോ? E1 ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ്. ഇൻഫിനൈറ്റ് ഷീറ്റ് ആണെങ്കിൽ, ഇൻഫിനൈറ്റ് സ്മോൾ ഷീറ്റ് അല്ല, സ്മോൾ ഷീറ്റ് ആണെങ്കിൽ ഇറ്റ് ഡസ് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ്. ചെറിയ ഷീറ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഫീൽഡ് മാറും, ഫീൽഡ് യൂണിഫോം ആയിരിക്കില്ല. ഇൻഫിനൈറ്റ് വളരെ വലിയ ഷീറ്റ് അടുത്തുള്ള പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് നോക്കിയേ, ഇതാ നോക്ക്. ഇഫ് എ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്ലോസ്ഡ് ഹെമസ്ഫിയർ നോൺ കണ്ടക്ടിങ് സർഫസ്, ദ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ഫ്ലാറ്റ് സർഫസ്. ഈ സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ്, ഫ്ലാറ്റ് സർഫസ്, കർഡ് സർഫസിന്റെ കാര്യമല്ല. എത്രയാന്ന് പറയാവോ? ഏതാ ഓപ്ഷൻ എന്ന് പറയാവോ ആർക്കെങ്കിലും? ഐ ചലഞ്ച് യു. ആരെങ്കിലും കറക്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് തരും. കറക്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. പറയാവോ ഏതാ ഓപ്ഷൻ എന്ന്? പറ, പെട്ടെന്ന് പറ. സമയം കളയരുത്. ഗെറ്റ് മീ സം വാട്ടർ. സമയം കളയാണ്ട് പെട്ടെന്ന് കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ പറയൂ കുട്ടികളെ. Read the question once again and tell me the correct option. B. Option. Okay. ഞാൻ കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചത്, ആൻസർ അല്ല ചോദിച്ചത്. AR. കറക്റ്റ് ഓപ്ഷൻ ഇല്ല. എല്ലാ ഓപ്ഷനും തെറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരാൻ പറഞ്ഞത്. എല്ലാ ഓപ്ഷനും തെറ്റാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും തെറ്റും. ഇതും തെറ്റാ. ഈ ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് ആ കുട്ടികളെ ചോദിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ ബേസിക് ഡെഫിനിഷനിലേക്ക് പോവുക. എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ E.ds ആണ്. ഇൻ്റഗ്രൽ E.ds അല്ലേ? E.ds, ഇൻ്റഗ്രൽ E.ds. ഈ എങ്ങനെയാണ്? ഈ സർഫസിൽ എവിടെ എടുത്താലും ഈ ടാജൻഷ്യൽ അല്ലേ, ഐ മീൻ പാരലല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഈസ് പാരലൽ ടു ദ സർഫസ്. പക്ഷെ ds-ഓ, ഏരിയ വെക്ടർ നോർമൽ ടു ദ സർഫസ്. നോർമലാണ് ഏരിയ വെക്ടർ. ds ഈസ് ലൈക്ക് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പാരലൽ, ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ. E.ds ഈസ് 0. അതിന്റെ ഇന്റഗ്രലും എന്തായിരിക്കും? 0 ആയിരിക്കും. therefore phi is 0. phi is equal to 0. പക്ഷേ ഈ കേർവ്ഡ് സർഫസിലെയാ ചോദിച്ചെങ്കിൽ ഈ ടോട്ടൽ സർഫസിലെ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പകുതി എടുത്താൽ മതി. കണ്ടോ, ഇതൊരു കംപ്ലീറ്റ് സ്പിയർ ആണെങ്കിൽ Q/ε0 ആയിരുന്നു ഫ്ലക്സ് എന്ന് നിങ്ങൾക്കറിയാം, ഗോസസ് ലോ. അപ്പോൾ ഒരു ഹെമസ്പിയറിലെ വേണമെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി അല്ലേ? പകുതി എടുക്കുമ്പോൾ Q/2ε0 കിട്ടും. ഇവിടെ ഫ്ലാറ്റ് സർഫസാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ഫ്ലാറ്റ് സർഫസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് 0 ആണ്. നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികളെ? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? ബി ഒന്നും അല്ല, ഇറ്റ് ഇസ് നോട്ട് ബി. 0 എന്ന് പറയണം. 0. കേർഡ് സർഫസിലെയാണ് Q/2ε0. You are asked about the flat surface. It is a big 0. Don't forget that. JEEക്ക് എന്തിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഇവിടെ സംഭവിച്ച മിസ്റ്റേക്ക് ആയിരിക്കും. ഫ്ലാറ്റ് സർഫസ് എന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ, കേർഡ് സർഫസ് എന്നായിരിക്കും. കേർഡ് സർഫസ് എന്നാണെങ്കിൽ നിങ്ങൾ ബി ആൻസർ പറയണം. അത്രേ ഉള്ളൂ. കേർഡ് ആണെങ്കിൽ ബി ആൻസർ പറയണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 64 കണ്ടക്ടിങ് ഡ്രോപ്പ് ഈച്ച് ഓഫ് റേഡിയസ് 0.02 meter and each carrying a charge
5 മൈക്രോകൂളം കമ്പൈൻ ടു ഫോം എ ബിഗ് ഡ്രോപ്പ്. കുട്ടികളെ സംഭവം ഇതാണ്, കുറെ ചെറിയ ഡ്രോപ്പുകളുണ്ട് അല്ലേ, ഇതെല്ലാം കൂടെ കൊളൈസ് ചെയ്തിട്ട് വലിയൊരു ഡ്രോപ്പായിട്ട് മാറി. അപ്പൊ ഇവ തമ്മിലുള്ള റേഡിയസുകളുടെ, ഇതിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക, ഈ വലുതിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. റേഡിയസിന്റെ റേഷ്യോ നിങ്ങൾക്ക് അറിയാമോ? വോളിയം ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് n ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഡ്രോപ്പ് ഉണ്ടെങ്കിൽ n ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു, ഇത് ഒറ്റ ഡ്രോപ്പേ ഉള്ളൂ, 1 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഡിയസിന്റെ റിലേഷൻ കിട്ടും. വലുതിന്റെ റേഡിയസ് ഉണ്ടല്ലോ, n ടു ദ പവർ 1/3 ടൈം ചെറുതിന്റെ റേഡിയസ് ആയിരിക്കും. n ഈസ് ദ നമ്പർ ഓഫ് ഡ്രോപ്പ്. അതുപോലെ ഇതിലെ ചാർജ് ക്യൂവും ഈ ചെറുതിലെ ചാർജ് ക്യൂ ആണെങ്കിൽ അവ തമ്മിലും റിലേഷൻ ഉണ്ട്. വലുതിലെ ചാർജ് n ക്യൂ ആയിരിക്കും, n ഡ്രോപ്പിലെ ചാർജുകൾ കൂടുന്നതായിരിക്കും. ഈ രണ്ട് റിലേഷൻ നിങ്ങൾ പഠിക്കണം. എസ്പെഷ്യലി ദിസ് വൺ, റേഡിയസിന്റെ റേഷ്യോ നിങ്ങൾ ഇതൊക്കെ ഞാൻ സൈലത്തിൽ പഠിച്ച കുട്ടികൾക്ക് പല ക്ലാസ്സിലായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എ ലോട്ട് ഓഫ് ടൈം. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എന്നാ ചാർജ് ഡെൻസിറ്റിയാണ് വേണ്ടത്. എന്താണ് ഈ ചാർജ് ഡെൻസിറ്റി? ഡു യു റിമെമ്പർ? ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണേ. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ ചാർജിനെ എന്ത് ചെയ്യണം കുട്ടികളെ? സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാ ചാർജ് ഡെൻസിറ്റി കിട്ടുക. അപ്പൊ ചാർജ് ഡെൻസിറ്റി ഓഫ് ബിഗ് നോക്കിയേ, ചാർജ് ഡെൻസിറ്റി ഓഫ് ബിഗ് ഡിവൈഡഡ് ബൈ ചാർജ് ഡെൻസിറ്റി ഓഫ് സ്മോൾ. എന്താണ് കുട്ടികളെ? ചാർജിന്റെ ഡയറക്റ്റ് റേഷ്യോ എഴുതുക. ചാർജിന്റെ ഡയറക്റ്റ് റേഷ്യോ, ബിഗിലെ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ, ഓക്കെ, സ്മോളിലെ ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ. ഇനി സർഫസ് ഏരിയയുടെ ഇൻവേഴ്സ് റേഷ്യോ എഴുതുക. കാരണം സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ സ്ക്വയർ, 4/3 അല്ല 4 പൈ ആർ സ്ക്വയർ അല്ലേ കുട്ടികളെ? അപ്പൊ റേഡിയസിന്റെ സ്ക്വയറിന്റെ ഇൻവേഴ്സ് റേഷ്യോ എഴുതുക. റേഡിയസിന്റെ ഇൻവേഴ്സ് റേഷ്യോയുടെ സ്ക്വയർ. അപ്പൊ സ്മോളിന്റെ റേഡിയസ് മുകളിൽ വരും, വലുതിന്റെ റേഡിയസ് താഴെ വരും. അതിന്റെ എന്ത് വേണം? ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ എടുക്കാൻ മറക്കരുത്. ഇനി ഈ നോക്കൂ, ഈ ക്യൂവിനെ സ്മോൾ ലെറ്റർ ക്യൂവിന്റെ ടേമിലേക്ക് മാറ്റുക. അതുപോലെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആറിനെ സ്മോൾ ലെറ്റർ ആറിന്റെ ടേമിലേക്ക് ഇവിടെ നോക്കി മാറ്റുക. എന്നാലേ ക്യാൻസലേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ n ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ n ടു ദ പവർ 1/3 r. സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? n ഡിവൈഡഡ് ബൈ n ടു ദ പവർ 2/3 എന്ന് കിട്ടി സ്ക്വയർ ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് n ടു ദ പവർ 1/3, n ടു ദ പവർ 1/3, n ടു ദ പവർ 1/3. n എത്രയാണ് കുട്ടികളെ? 64. n എത്രയായിട്ടേ? 64. n 64 ആയതുകൊണ്ട് നമുക്ക് ഈ റേഷ്യോ ഉണ്ടല്ലോ, സിഗ്മ ബിഗ് ബൈ സിഗ്മ സ്മോൾ, എന്താ കിട്ടിയേ? 64 ടു ദ പവർ 1/3 എന്ന് പറഞ്ഞാൽ 64ന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അത് 4 ആണ്. therefore the answer is 4:1. 4:1. 4:1. 4:1. 4:1. 4:1. ഓക്കെ ആണോ? 4:1. അപ്പൊ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട റിലേഷൻ, വേറെ പ്രോബ്ലത്തിന് ഇത് വരും കേട്ടോ, ഈ റിലേഷൻ പഠിച്ചു വെക്കണം. ഇതാ വേറൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, നിങ്ങൾ നോക്കിയ കുട്ടികളെ, 27 ഐഡന്റിക്കൽ ഡ്രോപ്സ് ആർ ചാർജ്ഡ് അറ്റ് 22 വോൾട്ട് ഈച്ച്. 27 ഡ്രോപ്പ്. 27 ഒരു പ്രത്യേകതയുണ്ട്, 3ന്റെ ക്യൂബാണ് കേട്ടോ. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണെന്ന് നിങ്ങൾ ഉടനെ മനസ്സിലാക്കണം. 64, ഇവിടെ ഒരു 64 അല്ലേ? 64 എന്ന് പറഞ്ഞാൽ ആരുടെ ക്യൂബാണെന്ന് മനസ്സിലാക്കി വെക്കുക. 4ന്റെ ക്യൂബാണ്, 4 ക്യൂബ്. 8 എന്ന് കണ്ടാൽ 2ന്റെ ക്യൂബാണെന്ന് ഉടനെ മനസ്സിൽ വരണം. ഓക്കെ, 22 വോൾട്ടിലാണ് ചാർജ് ചെയ്തേക്കുന്നത്. ദേ കമ്പൈൻ ടു ഫോം എ ബിഗ് ഡ്രോപ്പ്. ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ഈസ്. ഓക്കെ, ഇവിടെയും നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ കുട്ടികളെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു കെ ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണെന്ന് അറിയാം. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ബിഗ് ഡ്രോപ്പ്. ക്യാപിറ്റൽ ലെറ്റർ വി എഴുതാം. പൊട്ടൻഷ്യൽ ഓഫ് വാട്ട്? ബിഗ് ഡ്രോപ്പ്. ബിഗ്
ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യലാണിത്. ബിഗ് ഡ്രോപ്പിന്റെയാണ്. ഇനി സ്മോൾ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ വേണമെങ്കിലോ കെ അതുപോലെയുണ്ട്, അതിലെ ചാർജ് ഡിവൈഡ് ബൈ അതിന്റെ റേഡിയസ് അല്ലേ. ദിസ് ഈസ് സ്മോൾ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ. നമുക്ക് എന്താ വേണ്ടത്? പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ് ഡ്രോപ്പ് വിൽ ബി വി ഡിവൈഡഡ് ബൈ വി. ഞാൻ ഡിവൈഡ് ചെയ്യുക, വി ഡിവൈഡഡ് ബൈ വി. സ്മോൾ ലെറ്റർ വി ചെറിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജിന്റെ ഡയറക്ട് റേഷ്യോ ക്യൂ ബൈ ക്യൂ, റേഡിയസിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആർ ഡിവൈഡ് ബൈ ആർ. റേഡിയസിന്റെ ഇൻവേഴ്സ് റേഷ്യോ ഈ ക്യൂ ബൈ ക്യൂ നമ്മൾ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെറിയ ഓക്കെ ലെറ്റ് മീ റൈറ്റ്. ഇത് ഞാൻ എങ്ങനെ എഴുതാ? എൻ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൻ ടു ദ പവർ 1/3 ആർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് എടുത്ത് എഴുതിയതാ. സി ആറിന്റെ റേഷ്യോയും ക്യൂവിന്റെ റേഷ്യോ എനിക്ക് കൊളൈസ് ചെയ്യുമ്പോഴത്തെ എനിക്കറിയാം. അവിടുത്തെ ഞാൻ എടുത്തെഴുതിയതാ. ഓക്കെ, ഇനിയും ഞാൻ ക്യൂവും വെട്ടിക്കളഞ്ഞു, ആറും വെട്ടിക്കളഞ്ഞു. എൻ ഡിവൈഡ് ബൈ എൻ ടു ദ പവർ 1/3 എന്ന് പറഞ്ഞാൽ എൻ ടു ദ പവർ 2/3 ആണ്. ഈ റേഷ്യോ ഓർത്തു വെക്കണം. ഈ റേഷ്യോ പൊട്ടൻഷ്യൽ ഓഫ് ബിഗ് ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഓഫ് സ്മോൾ ഈസ് ഈക്വൽ ടു എൻ ടു ദ പവർ 2/3. ഇത്ര ചെയ്യേണ്ട കാര്യമില്ല ഈ കുട്ടി അറിയാവുന്ന കുട്ടികൾക്ക്. ഇതൊക്കെ ഞാൻ കാണാതെ പഠിച്ചു വെക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വലുതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ ടു ദ പവർ 2/3 ടൈം ചെറുതിന്റെ പൊട്ടൻഷ്യൽ, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 27 ടു ദ പവർ 2/3 ഇൻറ്റു 22. ചെറുതിന്റെ പൊട്ടൻഷ്യൽ 22 ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ 27 ടു ദ പവർ 2/3 എന്ന് പറഞ്ഞാൽ 27ന്റെ ക്യൂബ് റൂട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാൻ. 27ന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3 കിട്ടും നിങ്ങൾക്ക്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പൊ 9 ഇൻറ്റു 22 അല്ലേ? അപ്പോൾ 18 8 ശിഷ്ടം 1 18 1 19 198 എന്ന ആൻസർ കിട്ടും. 198 വോൾട്ട് 198. കുറെ കുട്ടികൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തു. ഞാൻ മെല്ലെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി മെല്ലെ പറഞ്ഞാൽ ചെയ്യുന്നത്. നിങ്ങൾ സ്പീഡ് ചെയ്തു പോകണം. സ്പീഡിൽ ചെയ്തു പോകണം. പറ്റുമെങ്കിൽ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. വി ബൈ വി ഈസ് ഈക്വൽ ടു എൻ ടു ദ പവർ 2/3. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ റിസൾട്ടുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കേട്ടോ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ്, കണ്ടോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയാമോ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ. നോക്കിയേ, ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ആണ്. ആരുടെ? എക്സ് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഓൺലി എക്സ് കമ്പോണന്റ്. ദെയർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് what? Only what? X component. എങ്ങനെ മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണന്റ് മാത്രം ഉള്ളത് കൊണ്ടാണ് പൊട്ടൻഷ്യൽ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആയത്. പൊട്ടൻഷ്യൽ എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എക്സും വൈയും ഉണ്ടെന്ന് വിചാരിക്കുക പൊട്ടൻഷ്യലിൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എക്സും വൈയും കമ്പോണന്റ് ഉണ്ടാവും. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന് പൊട്ടൻഷ്യലിന് എക്സും വൈയും ഇസഡും കമ്പോണന്റ്. വാട്ട് ഡിഡ് ഐ സേ? പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വിൽ ഹാവ് എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇസഡ് കമ്പോണന്റ്. ഹിയർ ഇറ്റ് ഈസ് വെരി ഈസി. ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഓൺലി എക്സ് കമ്പോണന്റ്. അപ്പോൾ എങ്ങനെയാ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു ടേക്ക് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി. ദാറ്റ് ഈസ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വാട്ട്? 3x². 3x² ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. എത്രയാണ് കുട്ടികളെ? 3x² ഡെറിവേറ്റീവ് മൈനസ് 6x അല്ലേ? ഇനി ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നിങ്ങൾക്ക് വേണ്ടത്? നോക്കൂ, ഏത് പോയിന്റിലെ അപ്പം ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കൂടെ എഴുതാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇലക്ട്രിക് ഫീൽഡ് എഴുതേണ്ട എങ്ങനെ അറിയാമോ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു EXI. ശരിയല്ലേ? EXI. ഞാൻ പറഞ്ഞു EX മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. EXI എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -6xi. -6xi. അപ്പൊ എക്സ് ഏതാണ്? ഇതാ നിങ്ങൾക്ക് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്? 103. 1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, 0 എന്ന് പറഞ്ഞത് വൈ കോർഡിനേറ്റ്, 3 എന്ന് പറഞ്ഞത് ഇസഡ് കോർഡിനേറ്റ്. ഇവിടെ ഇസഡും വൈയും കോർഡിനേറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം എക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട്? -6i എന്ന് വന്നു. അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണെന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ -i ഡയറക്ഷനും ആണെന്നാണ് ഇത് പറയുന്നത്.
അപ്പൊ ആൻസർ ഏതാന്ന് പറഞ്ഞേ 6 വോൾട്ട് പെർ മീറ്റർ, മാഗ്നിറ്റ്യൂഡ് 6 വോൾട്ട് പെർ മീറ്റർ ആണ്. ഡയറക്റ്റഡ് അലോങ് മൈനസ് എക്സ് ആക്സിസ്, ഡയറക്റ്റഡ് അലോങ് മൈനസ് ഐ ആണ് നിങ്ങൾ കാണുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അലോങ് മൈനസ് എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ഫോർ നെക്സ്റ്റ് ടോപ്പിക്. ഇത് നിങ്ങൾ നോക്കിയേ. 9th question. A positive charge particle 100 milligram is thrown with the opposite direction to uniform electric field 1 into 10 to the 5 Newton per. If the charge on the particle is 40 microcoulomb and the initial velocity is 200 meter per second, how much distance will it travel before coming to rest momentarily? Electric field ഒരു ചാർജ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. See here, this is a uniform electric field. Uniform. ഓക്കെ, അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിളിന് യൂണിഫോം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മോഷൻ ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇവിടെ -2as എന്ന് കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റിട്ടാർഡേഷനാണ് സംഭവിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ദെയർഫോർ ആക്സിലറേഷൻ വിൽ ബി നെഗറ്റീവ്. ഇത് ഫൈനലി അത് 0 വെലോസിറ്റിയിലെത്തി, മൊമെന്ററിലി റെസ്റ്റ് ആയെന്നാണ് പറഞ്ഞത്. അപ്പം ഈ മൈനസും പോയിട്ട് നമുക്ക് എസ് ആണ് വേണ്ടത്. ദെയർഫോർ വാട്ട് ഷുഡ് യു ഡു? യെസ്, ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വാട്ട്? 2a. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. ഇവിടെ ഏത് ഫോഴ്സ് ആണ് ഈ ചാർജ് പാർട്ടിക്കിളിന് ആക്ട് ചെയ്യുന്നത്? QE, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ്. QE ഡിവൈഡ് ബൈ m, ദാറ്റ് ഈസ് വാട്ട് റിട്ടാർഡേഷൻ ഈസ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ലെറ്റ് മീ റൈറ്റ്, ദാറ്റ് ക്യാൻ അഗെയിൻ ബി റിട്ടൺ ആസ് വാട്ട്? വി സ്ക്വയർ ആസ് ഇറ്റ് ഈസ് ഐ റോട്ട്. ഇനി 2 അതുപോലെ തന്നെ എഴുതി. എക്ക് QE ഡിവൈഡഡ് ബൈ m എന്നുള്ളത് m മുകളിലോട്ട് എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. You may substitute yourself. Distance traveled is equal to mass എത്രയാ? 100 milligram എന്നുള്ളത് 100 മില്ലി ആണ്, നോക്ക് ഗ്രാം അല്ല. അപ്പം 100 ഇൻറ്റു മില്ലിയനെ ഗ്രാം ആക്കി 10 to the 3 10 to the -3 ഇൻറ്റു kg ആക്കി 10 to the -3. മനസ്സിലായോ? മില്ലിയനെ ഗ്രാം ആക്കി, ഗ്രാമിനെ കിലോഗ്രാം ആക്കി. പിന്നെ എന്ത് ചെയ്യും? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 200. അല്ലെങ്കിൽ ലെറ്റ് മീ റൈറ്റ് 4 ഇൻറ്റു 10 to the 4 എന്ന് എഴുതാം ചെയ്യാൻ എളുപ്പത്തിന്. 4 ഇൻറ്റു 10 to the 4 അതാണ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അതുപോലെ എഴുതി. ചാർജ് എത്രയാണ് കുട്ടികളെ? ചാർജ് 40 മൈക്രോ ആണ്. 40 മൈക്രോ. അപ്പോൾ 40 ഇൻറ്റു 10 to the -6 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് 10 to the 5 ആണ്. 10 to the 5. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ. ഈ 10 to the 6നെ ഈ 3യും 3യൂടെ കൂട്ടിയാൽ ക്യാൻസൽ ചെയ്യാം ഇല്ലേ? അപ്പം ഇതിൽ ഒരു 0 എടുത്തു, 40ലെ ഒരു 0യും 10 to the 5ലെ 0 6 ആയി. അപ്പം ഈ 4ഉം ഈ 2ഉം കൂടെ കൂട്ടിയാലും 6 ആയി. അങ്ങനെ ക്യാൻസലേഷൻ നടന്നു. അപ്പം എനിക്ക് കിട്ടുന്നത് വാട്ട് ഡു ഐ ഗെറ്റ്? 4/4 പോയി. ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. എനിക്ക് കിട്ടുന്ന മറ്റൊന്നുമല്ല, ജസ്റ്റ് 1/2 എന്ന് കിട്ടുന്നു. 0.5 വാട്ട് മീറ്റർ എന്ന് കിട്ടി. Therefore, the answer is 0.5 meter. ക്യാൻസലേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാൻസൽ ആവുന്ന നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മാർവലസ് ആയിട്ട് ക്യാൻസൽ ആവുന്ന നമ്പേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡോണ്ട് വറി. Children, we are going for the next question. Look here. ഇത് എന്താണെന്ന് ചോദിച്ചാൽ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് ആദ്യമേ ചാർജ് ചെയ്തു. ഞാൻ വായിക്കാം. See, 2 capacitors having capacitance C1, C2 respectively are connected as shown initially. C1 is charged to a potential difference V. നോക്കൂ, C1 V potential differenceലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. The battery is then removed and charge capacitor C1 is now connected to C2. Sharing of charge ആണ്. നിങ്ങൾക്ക് എന്താ? എമൗണ്ട് ഓഫ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C2. ഇതിലെ ചാർജ് കണ്ടുപിടിക്കണം. കുട്ടികളെ, ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പം ഇവ രണ്ടും ഒരു കോമൺ പൊട്ടൻഷ്യലിലെത്തും. V0 എന്ന് ഞാൻ വിളിക്കാം. ഇതും അതേ പൊട്ടൻഷ്യലിലെത്തും. V0. ആ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ
നമുക്ക് ചാർജ് Q2 ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കിയേ, ചാർജ് ഓൺ സെക്കൻഡ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു അതിനൊക്കെ C2 അതിന്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു അതിനെ ക്രോസ് ഉള്ള പക്ഷേ ഇങ്ങനെ എഴുതാൻ പറ്റും C2 V0. അതിന് ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എങ്ങനെയാ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? ചാർജിന്റെ കൺസർവേഷനിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? V0 വിച്ച് ഇസ് കോമൺ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. കോമൺ പൊട്ടൻഷ്യൽ, കോമൺ വെലോസിറ്റി M1 V1 പ്ലസ് M2 V2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഓർമ്മയുണ്ടോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ രണ്ടും കൊളൈഡ് ചെയ്തതിന് ശേഷം ഒരു കോമൺ വെലോസിറ്റി അറ്റൈൻ ചെയ്യുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊമെന്റം കൺസർവേഷനിൽ നിന്ന് M1 V1 പ്ലസ് M2 V2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അത് തന്നെയാണ് സംഭവം. V0 കോമൺ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു C1 V1 ദാറ്റ്സ് എ ചാർജ്, C2 V2 ദാറ്റ്സ് എ ചാർജ് ബിഫോർ C1 പ്ലസ് C2 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? കോമൺ പൊട്ടൻഷ്യൽ കിട്ടി. ഈ കോമൺ പൊട്ടൻഷ്യൽ കിട്ടി. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് V1 എന്ന് പറയുന്നത് V ആണെന്നും V0 എന്ന് പറയുന്നത് 0 ആണെന്നും തന്നിട്ടുണ്ട്. കാരണം സെക്കൻഡ് കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു, ഫസ്റ്റ് കപ്പാസിറ്റർ മാത്രമേ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? therefore V0 is equal to, you can write C1V divided by C1 plus C2. In our situation this is the equation. ഇനി ഞാൻ ചാർജ് ഓൺ ദ സെക്കൻഡ് കപ്പാസിറ്റർ Q2ലേക്ക് പോവുക. ചാർജ് ഓൺ ദ സെക്കൻഡ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു റൈറ്റ്? ചാർജ് ഓൺ ദ സെക്കൻഡ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു C2 കോമൺ പൊട്ടൻഷ്യൽ V0. therefore Q2 is equal to what? C1 അവിടെ ഓൾറെഡി ഉണ്ട്, C1 C2 divided by C1 plus C2 into what? V. ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ കുട്ടികളെ. ഈ V0യുടെ വാല്യൂവേ ഈ സാധനം എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാ സത്യത്തിൽ ജെഇയുടെ ചരിത്രത്തിൽ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെഇ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അത് ആദ്യം മനസ്സിലാക്കുക. 2022 ജെഇ ആണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജെഇയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കൂ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കൂ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഏരിയ എ ആൻഡ് പ്ലേറ്റ് സെപ്പറേഷൻ വാട്ട്? D is equal to 2 meter has capacitance of 4 microfarad. ഒറിജിനൽ കപ്പാസിറ്റൻസ് എത്രയാണ് കുട്ടികളെ? ഒറിജിനൽ കപ്പാസിറ്റൻസ് നോക്കൂ നിങ്ങൾ. ഒറിജിനൽ കപ്പാസിറ്റൻസ് C0 എന്ന് ഞാൻ വിളിക്കാം. ε0A/D ആണ് ഇതിന്റെ ഒറിജിനൽ കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 മൈക്രോഫാരഡ്. ദാറ്റ് ഈസ് ഗിവൺ ടു യു ആസ് 4 മൈക്രോഫാരഡ്. നോക്കൂ, ഒറിജിനൽ കപ്പാസിറ്റർ 4 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു? എ ന്യൂ കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം 4. ദ ന്യൂ ഇഫ് ഹാഫ് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക്. ഇതിന്റെ പകുതി സ്പേസ് ഡൈഇലക്ട്രിക് കൊണ്ട് ഫില്ല് ചെയ്തു. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 3 ആണെങ്കിൽ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസ് എത്ര? ന്യൂ കപ്പാസിറ്റൻസ് എത്ര? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ε0 ഞാൻ പറഞ്ഞു വെക്കാത്ത സ്ഥലം എടുക്കുക. അത് എത്രയാ? D മൈനസ് ടി. ടി ആണ് തിക്നെസ് എന്ന് വിചാരിക്കുക. കോമൺ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. D മൈനസ് ടി. ഇത്രയും സ്ഥലത്ത് എന്തില്ല? ഇത് വെച്ചിട്ടില്ല. ഇതാണ് D മൈനസ് ടി. ഇനി വെച്ചതിൻ്റെ ഇഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. വെച്ചതിൻ്റെ ഇഫക്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ T/K. K വെച്ചിട്ടുണ്ട്. T/K. ഇതാണ് ഇക്വേഷൻ. D മൈനസ് ടി പ്ലസ് T/K. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ε0 വെക്കാത്ത സ്ഥലം D മൈനസ് ടി. ഇനി വെച്ചതിൻ്റെ ഇഫക്റ്റ് T/K. ഈ T എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? D/2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T ഈസ് ഗിവൺ ആസ് D/2. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. Tക്ക് D/2 പകുതി D/2. ഇവിടെയും ഞാൻ D/2. K 3 ആണെന്നുണ്ട്. therefore C ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? ε0 ഇവിടെ D മൈനസ് D/2 എന്ന് പറയുന്നത് D/2 ആയി. അവിടെ T എന്ന് പറയുന്നത് D/2 ആണ്, പക്ഷെ ഒരു Kയുടെ ഒരു 3 ഉണ്ട്. അപ്പോൾ D/6 ആയി. D/2 into 3 D/6. ഇനി ഇതിന്റെ LCM നമുക്ക് കോമൺ എടുക്കാം ഇല്ലേ? LCM കോമൺ എടുക്കുക 3 ആണ്, 6 ആണ്. 6 മുകളിലോട്ട് പോട്ടെ. 6 മുകളിലോട്ട് പോകുമ്പോൾ 6 ε0A. ഇവിടെ എത്ര കിട്ടി കുട്ടികളെ? 4D എന്ന് കിട്ടി. 4D. ഈ നോക്കിയാൽ നിങ്ങൾ എന്താണ് ε0A/D? ε0A/D എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ കപ്പാസിറ്റൻസ് ആണ്. 4 ആണ് അല്ലേ? നോക്കൂ, ε0A/D is 4. Don't you see that? This is 4. ആ 4 ഈ 4നെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ C is equal to what we will get? 6 എന്ന് കിട്ടും. 6 മൈക്രോഫാരഡ്. ദാറ്റ്സ് ആൻസർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻ മറന്നു കളയരുത് കേട്ടോ. അറിയില്ലാത്തവർ ഇപ്പം തന്നെ പഠിച്ചോളൂ. ഇത് യൂസ് ചെയ്ത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
This is the capacitance when a dielectric is introduced between the plate of the capacitor. ഇനി നോക്കിയാൽ ഇത് മെറ്റൽ ആണെങ്കിലോ, മെറ്റലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? മെറ്റലിന് കെ ഇൻഫിനൈറ്റ് ആണ് കുട്ടികളെ. ഫോർ മെറ്റൽ കെ ഈസ് ഇൻഫിനൈറ്റ്. നോക്കൂ, കെ ഇൻഫിനൈറ്റാ. അപ്പോൾ ഈ ടൈം 0 ആയിപ്പോയി. അപ്പോൾ ഇത്രേ വരുള്ളൂ. മെറ്റലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഇത്രയും ഭാഗമേ വരുള്ളൂ. സി, വെക്കാത്ത സ്ഥലം മാത്രം നോക്കിയാൽ മതി, ഈ സ്ഥലം മാത്രം നോക്കിയാൽ മതി. മെറ്റലാണെങ്കിൽ എന്തുകൊണ്ടാ? ഫോർ മെറ്റൽ കെ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് ഞാനിവിടെ എഴുതിയ ഫോർ മെറ്റൽ വാട്ട് കെ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. കെ ഇൻഫിനിറ്റി ആണ്. ടി ബൈ കെ 0 ആയി പോവും. അതുകൊണ്ട് ഇത്രയും ഭാഗമേ മെറ്റലിന് വരികയുള്ളൂ. ഇനിയും ഈ പ്രോബ്ലം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നോക്കൂ, ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു ഡു. 2 metallic plate form a capacitor of plate capacitor. ഒന്നുകൂടെ വായിക്കട്ടെ. 2 metallic plates form a parallel plate capacitor. Okay. The distance between the plate is d. The metal sheet of thickness d by 2 and the area equal to area of each plate is introduced between the plate. What will be the ratio of new capacitance to original capacitance? കുട്ടികളെ, ന്യൂ കപ്പാസിറ്റൻസ് സി എന്ന് ഞാൻ വിളിക്കാം. സിയുടെ ഇക്വേഷൻ എന്താണ്? സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ, വെക്കാത്ത സ്ഥലം മാത്രം, ഡി മൈനസ് ടി. മെറ്റലാണ് വെച്ചത്, ടി ബൈ കെ വേണ്ട, ടി ബൈ കെ 0 ആയി പോവും. ഇവിടെ എന്താ? ഡി ബൈ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അല്ലേ? ടി ഈസ് ഈക്വൽ ടു ഡി ബൈ 2. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയുള്ള കപ്പാസിറ്റർ ആയിരുന്നു. അതിന്റെ പകുതി സ്ഥലത്ത് ഇത് കണ്ടോ, ഇത്രയും സ്ഥലത്ത് ഇത് ഡി ബൈ 2 ആണെന്ന് പറയുന്നുണ്ട്. ടിക്ക് ഡി ബൈ 2 കിട്ടിയാണ് ഡി ബൈ 2. അപ്പൊ 2 എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് വന്നു. ഇനി വെക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നു കപ്പാസിറ്റൻസ്? വെക്കുന്നതിന് മുമ്പ് എപ്സിലോൺ നോട്ട് എ ബൈ ഡി ആയിരുന്നു ഒറിജിനൽ കപ്പാസിറ്റൻസ്. ഇതിന്റെ റേഷ്യോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലേ? സി ഡിവൈഡ് ബൈ സി 0 എന്ന് പറഞ്ഞാൽ വെച്ചതിന് ശേഷമുള്ള കപ്പാസിറ്റൻസ് ഡിവൈഡ് ബൈ വെച്ച് കഴിഞ്ഞുള്ള കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. മനസ്സിലായോ? ഇതെങ്ങനെ, ഈ ഇക്വേഷൻ ഇങ്ങനെ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇക്വേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എവിടെ ടി ബൈ കെ? എവിടെ ജനറൽ ഇക്വേഷൻ ടി ബൈ കെ ഉണ്ട്, അതെവിടെ പോയി? കെ ഇൻഫിനൈറ്റ് ആണ്, അതുകൊണ്ട് ഇത്ര മതി മെറ്റലിന്റെ കേസിൽ. ഈ ഇക്വേഷൻ നോക്കിയാൽ ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനും ആ ഇക്വേഷൻ ഒന്നും തന്നെ ഈ ടേം ഇല്ലെന്നേ ഉള്ളൂ. മെറ്റലാ വെച്ചതെങ്കിൽ, ഡയലക്ട്രിക്കാ വെച്ചതെങ്കിൽ ഈ ടേം അതുപോലെ എഴുതണം. മെറ്റലാ വെച്ചെങ്കിൽ കെ ഇൻഫിനൈറ്റ് ആണ്, അതുകൊണ്ട് ഇത്രയും ഭാഗം മാത്രം മതി. വീണ്ടും ഞാൻ പറയുന്നത് അടുത്ത എക്സാമിന് നിങ്ങൾ ഓർത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓർത്തിരിക്കണം. Okay, children, that's all about this discussion. ഇനിയും അടുത്ത ചാപ്റ്ററുമായിട്ട് വേറൊരു അധ്യാപകർ നിന്നെ കാണാൻ വരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതുക. വേറൊന്നും പറയാനില്ല. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പഠിച്ച് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതുക. അറിയാവുന്ന മാത്രം എഴുതുക. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള. അറിയാവുന്ന മാത്രം എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. അറിയില്ലാത്തത് വെറുതെ പെന്ന് വെച്ച് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്കോറും നശിപ്പിക്കാണ്ടിരിക്കുക. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ നേരിട്ട് ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. 2 identical cells, each of EMF 1.5 volt, are connected in parallel across a parallel combination of 2 resistors, each of resistance 20 ohm. അപ്പോൾ നമ്മളെ കയ്യിൽ 2 ഐഡൻറ്റിക്കൽ സെല്ലുകളുണ്ട്. ഈ ഐഡൻറ്റിക്കൽ സെല്ലുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആ കോമ്പിനേഷൻ എന്ത് ചെയ്തു? 2 20 ohm റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. നിങ്ങൾ ആ ഫിഗറിൽ, ഞാൻ ആ ഫിഗർ അവിടെ വരച്ചിട്ടുണ്ട്, ആ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് n ഐഡൻറ്റിക്കൽ സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ ദ കോമ്പിനേഷൻ ഈസ് ഇക്വലന്റ് ടു എ സിംഗിൾ സെൽ ഓഫ് EMF E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R/N. അപ്പോൾ ഇവിടെ 2 സെല്ലുകൾ ഉള്ളത് കൊണ്ട് ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ സെല്ലിൻ്റെ പാരലൽ കോമ്പിനേഷൻ, ആ 2 സെല്ലുകളുടെയും പാരലൽ കോമ്പിനേഷൻ ഈസ് ഈക്വലന്റ് ടു എ സിംഗിൾ സെൽ ഓഫ് EMF E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R/2. ഓക്കെ, സോ ഈ കോമ്പിനേഷനെ ഞാൻ ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, 2 20 ohm റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ എഫക്റ്റീവ് എത്രയാണ് വരിക? 10 ohm അല്ലേ വരിക? അപ്പോൾ അതാ ഈ സെൽ കോമ്പിനേഷൻ എഫക്റ്റീവ് EMF സെല്ലിൻ്റെ ഇവിടെ നമ്മളൊരു 10 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗിവൺ ഫിഗറിനെ ഞാൻ റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? എ വോൾട്ട്മീറ്റർ കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്.
ഓക്കെ, മെഷേഴ്സ് 1.2 വോൾട്ട്. ഈ സർക്യൂട്ടിൽ ഞാൻ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തപ്പം ആ വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എത്രയാണ്? 1.2 വോൾട്ട് ആണ്. ഓക്കെ, വോൾട്ട് മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പൊ ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ എത്ര? 1.2 വോൾട്ട് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രേ? അപ്പൊ നിങ്ങൾക്കിവിടെ ഈ കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പം ഒരു സിംഗിൾ സെൽ, വി ഹാവ് എ സിംഗിൾ സെൽ ഓഫ് EMF E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R/2 അല്ലേ? അപ്പം അവിടെയുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 1.2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, സ്മോൾ ആർ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ എത്രയാ? 10 ohm ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് ആ I കണ്ടുപിടിക്കണം അല്ലേ? എന്താ മക്കളെ I ഇൻഡിക്കേഷൻ? ഈ ഒരു ഫിഗറിൽ സെക്കൻഡ് ഫിഗർ നോക്ക്, എന്താണ് കറണ്ട് ഇൻഡിക്കേഷൻ വരിക? കറണ്ട് ഇസ് ഈക്വൽ ടു ആ സെല്ലിന്റെ EMF, ആ കോമ്പിനേഷൻ എത്രയാണ്? നെറ്റ് EMF ഡിവൈഡഡ് ബൈ R+R/2 എന്നല്ലേ നമ്മളെ കറണ്ട് ഇൻഡിക്കേഷൻ വരിക അല്ലേ? അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R+r/2 ഇൻറ്റു ക്യാപിറ്റൽ R. ഓക്കെ, അതിൽ നമുക്ക് V തന്നിട്ടുണ്ട്. എത്രയാ? V 1.2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ഒരു സെല്ലിന്റെ EMF നമുക്ക് തന്നിട്ടില്ലേ? എത്രയാണ് ആ സെല്ലിന്റെ EMF? 1.5 വോൾട്ട് ആയിരുന്നു അല്ലേ? ഇൻറ്റു ആ റെസിസ്റ്റൻസ്, ലോഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്, ഡിവൈഡഡ് ബൈ 10 + R/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ? നമുക്ക് കാണേണ്ടത് എന്താ? R/2 അല്ലേ? അപ്പൊ ഈ R/2 വരുന്ന ടേം ഞാൻ LHSലേക്ക് കൊണ്ടുവരാണേ. അപ്പൊ എന്ത് വന്നു? ഇത് 10 + R/2 ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 1.2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഇത് സോൾവ് ചെയ്താൽ 10 + R/2 ഈസ് ഈക്വൽ ടു 150 ഡിവൈഡ് ബൈ 12 അല്ലേ? ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്ന 12.5 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 4 വരും, ഇവിടെ 50 വരും അല്ലേ? സോ 50 ഡിവൈഡ് ബൈ 4 എത്രയാ? 12.5 അല്ലേ? അപ്പൊ 10 + R/2 ഈക്വൽ ടു 12.5 എന്ന് കിട്ടി നമുക്ക് അല്ലേ? നമുക്ക് ആറല്ലേ കാണേണ്ടത്. അപ്പൊ 6 വരുന്ന ടേം മാത്രം അവിടെ വെച്ചു അല്ലേ? ഈ +10നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോയി -10 ആയി. അപ്പൊ നമുക്ക് R/2 ഈക്വൽ ടു 12.5 - 10 എന്ന് വരും അല്ലേ? എത്രയാത് വരിക? 2.5. ഓക്കെ, അപ്പൊ R/2 ഈക്വൽ ടു 2.5 ആണെങ്കിൽ R ഈക്വൽ ടു എത്രയാണ് ആൻസർ വരുന്നത്? യെസ് കറക്റ്റ് ആണ്, 5 ohm ആണ് ആൻസർ അല്ലേ? 2 × 2.5 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആണ്. കറക്റ്റ്, വെരി ഗുഡ്. കുറെ ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ വയർ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, സോ വി ഹാവ് എ പൊട്ടൻഷ്യോമീറ്റർ വയർ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കും നിങ്ങൾ. എ പൊട്ടൻഷ്യോമീറ്റർ വയർ ഓഫ് ലെങ്ത് 10 meter ആൻഡ് റെസിസ്റ്റൻസ് 20 ohm is connected in series with a 25 volt battery. അപ്പൊ നമ്മളതിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ വയർ ഉണ്ട്, അതിന്റെ ലെങ്ത് എത്രയാണ്? 10 meter ആണ്. സോ ആ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കി, ക്യാപിറ്റലിൽ 10 meter ആണ്. അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ohm ആണ് അതിന്റെ റെസിസ്റ്റൻസ് അല്ലേ? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 25 volt ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിന് സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് പ്രൈമറി സർക്യൂട്ടുള്ള ബാറ്ററിയാണ്. അപ്പൊ ഈ പ്രൈമറി സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്ത സെല്ലിന്റെ EMF അത് എത്രയാണ്? 25 ആണ്. ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 30 ohm. ഈ റെസിസ്റ്റൻസ് കണ്ടോ? ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? എ സെൽ ഓഫ് EMF E in the secondary circuit is balanced by 250 centimeter long potentiometer wire. അപ്പൊ ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ സെക്കൻഡറിയിൽ നമ്മളൊരു സെല്ല് നമ്മൾ കണക്ട് ചെയ്തു അല്ലെ? ആ സെല്ലിന്റെ EMF അല്ലെ, അതാണല്ലോ സെക്കൻഡറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ സെക്കൻഡറി പൊട്ടൻഷ്യൽ ഡിഫറൻസ്
യെസ് ബാലൻസിങ് കണ്ടീഷനിൽ നമ്മൾ നോക്കി എത്രയാണ് ആ ബാലൻസിങ് ലെങ്ത് വരുന്നത് 250 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ ആണ് ബാലൻസിങ് ലെങ്ത്. അപ്പൊ സെക്കൻഡറിയിൽ ഞാനൊരു സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്തപ്പം അവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് യെസ് ബാലൻസിങ് ലെങ്ത് എത്രയാണ് 2.5 സെന്റിമീറ്റർ. അങ്ങനെ വന്നാൽ ആ സെക്കൻഡറിയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സെല്ലിന്റെ എന്താണ്? സെല്ലിന്റെ EMF ആണ് അല്ലേ? നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ നമ്മളോട് പറയുന്നത്? സെക്കൻഡറിയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻ ടു ബാലൻസിങ് ലെങ്ത് എന്നാണ് അല്ലേ? ഇവിടെ ആ സെക്കൻഡറിയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സെല്ലിന്റെ EMF അല്ലേ? ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് 5 ഇൻറ്റു ബാലൻസിങ് ലെങ്ത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആ ഇന്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയെന്ന്? x/10 ആണെങ്കിൽ ആ x എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ബാലൻസിങ് ലെങ്ത് തന്നിട്ടുണ്ട്, ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് വേണം. അപ്പൊ നമ്മൾക്കറിയാം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ പ്രൈമറി സർക്യൂട്ട് കൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ വയറിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? I ഇൻറ്റു ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ ആ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ലെങ്ത് അല്ലേ? ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 5 ഈക്വൽ ടു മക്കളെ ഈ കറണ്ട് I എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്ന കറണ്ടാണ്? നമ്മൾ പ്രൈമറിയിൽ കണക്ട് ചെയ്ത സെൽ ഉണ്ടാക്കുന്ന കറണ്ടാണ് അല്ലേ? അപ്പൊ നോക്ക്, പ്രൈമറിയിലുള്ള സെല്ലിന്റെ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ആ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എടുത്താൽ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ റെസിസ്റ്റൻസ് പ്ലസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പ്ലസ് ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻറ്റു R ഡിവൈഡഡ് ബൈ L എന്ന് വന്നു 5. ഓക്കെ, അപ്പൊ ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. EMF ഓഫ് ദ സെൽ സെക്കൻഡറിയിൽ കണക്ട് ചെയ്ത സെല്ലിന്റെ EMF ഈക്വൽ ടു പ്രൈമറിയിലുള്ള സെല്ലിന്റെ EMF ഡിവൈഡഡ് ബൈ R പ്ലസ് RH പ്ലസ് സ്മോൾ r ഇൻറ്റു R ഡിവൈഡ് ബൈ ക്യാപിറ്റൽ 5i ഇൻറ്റു ബാലൻസിങ് ലെങ്ത് L എന്ന് വരും അല്ലേ? ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എത്ര തന്നിട്ടുണ്ട്? x/10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പ്രൈമറിയിൽ കണക്ട് ചെയ്ത സെല്ലിന്റെ EMF എത്രയായിരുന്നു? 25 ആയിരുന്നു ഡിവൈഡഡ് ബൈ അല്ലേ? R എത്രയാണ്? R എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? സെൽ നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ആണ് അല്ലേ? സോ നമ്മൾ R-ന്റെ വാല്യൂ എത്രയാണ്? 20 ആണ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 30 ആണ്. ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ സെൽ എന്താണ്? ഐഡിയൽ സെല്ലാണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പൊ ഈ സ്മോൾ r നമുക്ക് 0 എടുക്കാം ഇൻറ്റു ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ റെസിസ്റ്റൻസ് 20 ഡിവൈഡഡ് ബൈ അതിന്റെ ലെങ്ത് 10 ഇൻറ്റു ബാലൻസിങ് ലെങ്ത് ആണ് സ്മോൾ l എന്ന് പറയുന്നത് അല്ലേ? അത് 250 സെന്റിമീറ്റർ അല്ലേ? അതിന് മീറ്ററിലേക്ക് ആക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ വേഗം ചെയ്തിട്ട് ആൻസർ പറയും. യെസ് കറക്റ്റ് ഗോപിക. യെസ് കറക്റ്റ് ഗോപിക. ഷിഫാന കറക്റ്റ്. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കും മക്കളെ. നിങ്ങൾ ഇതാ ഈ 20 പ്ലസ് 30 എന്ന് പറയുന്നത് നമുക്ക് 50 വരും അല്ലേ? അപ്പൊ നമ്മളെ x/10ന്റെ വാല്യൂ 25 ഡിവൈഡ് ബൈ 50 ഇൻറ്റു ഓക്കെ 20/10 2 ഇൻറ്റു 2.5. ഓക്കെ റൈറ്റ്. ഇതാ ഇത് കട്ട് ചെയ്തു, ഇവിടെ 2 വന്നു, ഈ 2 കട്ട് ചെയ്ത് പോയി. അപ്പൊ x/10 ഈക്വൽ ടു 2.5 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? യെസ് കറക്റ്റ് 25 ആണ്. യെസ്, എക്സിന്റെ വാല്യൂ 25 ആണ്. സോ ദ വാല്യൂ ഓഫ് എക്സ് ഇസ് 25. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവേ. Okay, third question. A resistor develops 300 joule of thermal energy in 15 seconds when a current of 2 ampere is passed through it. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. സപ്പോസ് അതിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കും. ഇതിലൂടെ 2 ആംപിയർ കറണ്ട് പാസ് ചെയ്യാം. എത്ര സമയം? 15 സെക്കൻഡ് സമയം അല്ലേ? ആ 15 സെക്കൻഡ് കൊണ്ട് അവിടെ എത്ര ഹീറ്റ് ഉണ്ടാവുന്നു? 300 ജൂൾ ഹീറ്റ് ഉണ്ടാവുന്നു.
അപ്പം നമ്മളെ ഗിവൺ റെസിസ്റ്ററിലൂടെ 2 ആംപിയർ കറണ്ട് 15 സെക്കൻഡ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര ഹീറ്റ് ഉണ്ടാവുന്നു? 300 ജൂൾ ഹീറ്റ് ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കറണ്ട് ഇൻക്രീസസ് ടു 3 ആംപിയർ, ഈ കറണ്ട് നമ്മൾ എത്രയാക്കി? 3 ആംപിയർ ആക്കി. ദ എനർജി ഡെവലപ്ഡ് ഇൻ 10 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് എത്ര ഹീറ്റ് ഉണ്ടാവും? അപ്പൊ 2 ആംപിയർ കറണ്ട് 15 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹീറ്റ് 300 ജൂൾ ആണെങ്കിൽ 3 ആംപിയർ കറണ്ട്, സെക്കൻഡ് കേസിൽ 3 ആംപിയർ കറണ്ട് 10 സെക്കൻഡ് കൊണ്ട് എത്ര ഹീറ്റ് ഉണ്ടാക്കുന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിങ്ങനെ പറയട്ടെ, നമ്മളെ ഫസ്റ്റ് കേസിൽ ആ 2 ആംപിയർ കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ഹീറ്റ് ഞാൻ H1 എന്ന് പറയട്ടെ. സെക്കൻഡ് കേസിൽ ഉണ്ടാവുന്ന ഹീറ്റ് ഞാൻ H2 എന്ന് പറയട്ടെ. ആ H2 അല്ല നിങ്ങൾക്ക് കാണേണ്ടത്, H1 തന്നിട്ടില്ലേ മക്കളെ? അതിന് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് കറണ്ടിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ H കാണണം, H2 കാണണം, കറണ്ടും ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ Hഉം കറണ്ടും ടൈമും വരുന്ന ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏതാണ് നമ്മളുടെ ഇക്വേഷൻ? H = I²RT ആണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ കറണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടൈമും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, റെസിസ്റ്റൻസ് സെയിം ആണ്, സെയിം റെസിസ്റ്റർ ആണ്. അപ്പൊ ഈ ക്യാപിറ്റൽ ആർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ക്യാപിറ്റൽ ആർ അവിടുന്ന് ഒഴിവാക്കിയപ്പം ആ ഈക്വൽ ടു സൈൻ പ്രപ്പോർഷൻ സൈൻ ആയി. അപ്പൊ H പ്രപ്പോർഷൻ എന്ത് കിട്ടി? I² × T എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് H2 കാണണം, H1 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? H2 / H1 കണ്ടാ മതി. ഈക്വൽ ടു എന്ത് വരും? I2 / I1 the whole square into T2 / T1. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H2 / H1 is equal to I2 എന്ന് പറയുന്നത് 3 ആണ്, I1 2 ആണ്. സോ 3/2² into 10 / 15. Okay, so H2 / H1 is equal to 9/4 into 10/15. ഓക്കെ, നമ്മളത് സിംപ്ലിഫൈ ആണ്. 5 കൊണ്ട് കട്ട് ചെയ്തു. 3 5s are 15. ഇനി 10 2 അല്ലെ? ഇനി ഈ 3യും 3യും ഇവിടെ കട്ട് ചെയ്തു, 3 വന്നു അല്ലെ? ഈ 2 4 കട്ട് ചെയ്തു, 2 വന്നു. അപ്പൊ H2 / H1 is equal to നമുക്ക് എത്ര കിട്ടി? 3/2 കിട്ടി. ഓർ H2 = എത്രയാ മക്കളെ? 3/2 H1 എന്നല്ലേ വരിക അല്ലെ? ആ H1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 300 ജൂൾ എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3/2 × 300 അല്ലെ? ആൻസർ എത്ര വരുന്നു? കറക്റ്റ്. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. ഓക്കെ, എത്രയാ വരുന്നത്? 450 ജൂൾ എന്നാണ് വരുന്നത് അല്ലെ? സോ നമ്മളത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 450 ജൂൾ എന്ന ആൻസർ കിട്ടി. അപ്പൊ H2, അപ്പൊ സെക്കൻഡ് കേസിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എത്രയാണ്? 450 ജൂൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. 2 cells of same EMF but different internal resistances R1 and R2 are connected in series with a resistance capital R. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 സെല്ലുകളുണ്ട്. ഈ 2 സെല്ലുകളുടെ EMF എന്താണ്? EMF സെയിം ആണ്, പക്ഷേ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്, R1 ഉം R2 ആണ്. ഓക്കെ, then the value of resistance R for which the potential difference across the second cell is 0. അപ്പൊ നമ്മളെ രണ്ടാമത്തെ സെല്ല്, സെക്കൻഡ് സെല്ല് എന്ന് വെച്ചാല് R2 എന്ന് പറയുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ല്, അത് നമ്മൾ എടുക്കുക. അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ആ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R എത്രയായിരിക്കും എന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ? ആ സെക്കൻഡ് സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവണമെങ്കിൽ ആ ക്യാപിറ്റൽ R എത്ര കണക്ട് ചെയ്യണം? ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ എത്രയായിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് കണ്ടീഷൻ നോക്ക് മക്കളെ. ആ സെക്കൻഡ് സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്നാണ് അല്ലെ? നിങ്ങൾക്കറിയാം ആ സെക്കൻഡ് സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഇങ്ങനെയാ കാണുക, E - IR എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലെ? ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ? R2 ആണ്. അപ്പൊ V = E - IR2.
ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മളുടെ കണ്ടീഷൻ? ആ വി 0 ആണ് അല്ലേ? സോ ഗിവൺ വി ഈക്വൽ ടു 0 എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇ മൈനസ് IR2 ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ? അവിടെ നമുക്ക് ഇ ഈക്വൽ ടു എന്ത് കിട്ടി? IR2 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്ക് വരണം. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയെന്ന് അറിയണം അല്ലേ? നിങ്ങൾ നോക്ക്, ഇങ്ങനെ രണ്ട് സെല്ലുകൾ സീരീസ് കണക്ട് ചെയ്താൽ ദാറ്റ് കോമ്പിനേഷൻ ഈസ് ഈക്വലന്റ് ടു എ സിംഗിൾ സെൽ അല്ലേ? ആ സിംഗിൾ സെല്ലിന്റെ EMF എങ്ങനെ നമ്മൾ കാണുക? അതിന്റെ രണ്ടിന്റെ സമ്മല്ലേ വരിക? ഈ രണ്ട് സെല്ലിന്റെ EMFന്റെ സമ്മല്ലേ വരിക? അപ്പൊ എത്രയാ വരിക? 2E എന്ന് വരും അല്ലേ? അപ്പൊ ദിസ് കോമ്പിനേഷൻ ഈസ് ഈക്വലന്റ് ടു എ സിംഗിൾ സെൽ ഓഫ് EMF 2E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസോ R1 പ്ലസ് R2. അപ്പൊ ആ കോമ്പിനേഷനെ ഞാൻ 2E EMFും R1 പ്ലസ് R2 ഇന്റേണൽ റെസിസ്റ്റൻസുള്ള ഒരു സിംഗിൾ സെല്ലായിട്ട് മാറ്റി ഇവിടെ നമ്മൾ R എന്ന് പറയുന്ന ക്യാപിറ്റൽ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഇവിടെ നെറ്റ് EMF എത്രയാ? നെറ്റ് EMF 2E ഡിവൈഡഡ് ബൈ അല്ലേ? നെറ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? ആ ക്യാപിറ്റൽ ആറും നമ്മളെ R1 പ്ലസ് R2 കണ്ടോ നിങ്ങൾ? രണ്ടും സീരീസിലല്ലേ? അപ്പൊ എത്ര വരും? R പ്ലസ് R1 പ്ലസ് R2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ I കാണുന്നിടത്തിൽ എനിക്ക് ആ വാല്യൂ കൊടുക്കാമല്ലോ. അപ്പൊ നോക്ക്, E ഈക്വൽ ടു അല്ലേ, നമ്മൾ ഐന്റെ സ്ഥാനത്ത് 2E ഡിവൈഡഡ് ബൈ R പ്ലസ് R1 പ്ലസ് R2 ഇൻറ്റു R2 എന്ന് വന്നു. ഇതാ രണ്ട് സൈഡിലും E കട്ട് ചെയ്തു പോയി. ഓക്കെ, ഇനി ഞാനിതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 2R2 ഈക്വൽ ടു R പ്ലസ് R1 പ്ലസ് R2 എന്ന് കിട്ടിയില്ലേ അല്ലേ? നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ അല്ലേ? അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ആറിന്റെ മാത്രം ആ LHSൽ വെച്ചു, ഈ R1 പ്ലസ് R2 RHSലേക്ക് എടുത്തു അല്ലേ? അപ്പൊ നമുക്ക് ക്യാപിറ്റൽ R ഇസ് ഈക്വൽ എന്ത് കിട്ടി? 2R2 അല്ലേ മൈനസ് R2 മൈനസ് R1. അപ്പൊ 2R2 മൈനസ് R2 എത്ര വരും? R2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു R2 മൈനസ് R1 എന്ന ആൻസർ വരും. കറക്റ്റ്. യെസ്, സോ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ. യെസ്, വെരി ഗുഡ്, കറക്റ്റ്, വെരി ഗുഡ് മക്കളെ, കറക്റ്റ് കേട്ടോ. യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, R2 മൈനസ് R1. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ എങ്ങനെയാണ്? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ ലെങ്ത് ഓഫ് എ ഗിവൺ സിലിണ്ടറിക്കൽ വയർ ഈസ് ഇൻക്രീസ്ഡ് ടു ഡബിൾ ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു വയറുണ്ട്, ഈ വയറിന്റെ ലെങ്ത് നമ്മൾ ഡബിൾ ആക്കുകയാണ്. അപ്പൊ നമ്മൾ വയറിനെ സ്ട്രെച്ച് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ വയറിന്റെ ലെങ്ത് നമ്മൾ ഡബിൾ ആക്കിയാൽ, സ്ട്രെച്ച് ചെയ്തിട്ട് ഡബിൾ ആക്കിയാൽ യെസ് അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ റെസിസ്റ്റൻസിലുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ്? റെസിസ്റ്റൻസ് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ സ്ട്രെച്ചിങ് പ്രോസസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, R റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ R പ്രപ്പോർഷണൽ ടു L² ആണ് അല്ലേ? എന്താണ് ഈ റിലേഷൻ നമ്മളോട് പറയുന്നത്? ലെങ്ത് നിങ്ങൾ n ടൈംസ് ആക്കുകയാണെങ്കിൽ അല്ലേ, ലെങ്ത് n ടൈംസ് ആക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എത്രയാവും മക്കളെ? n² ടൈംസ് ആയിട്ട് മാറും അല്ലേ? അപ്പൊ നിങ്ങൾ ലെങ്ത് എത്ര ടൈംസ് ആണോ ആക്കുന്നത് അതിന്റെ സ്ക്വയർ ടൈംസ് ആണ് എന്ത് വരുന്നത്? റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ? അപ്പൊ ലെങ്ത് ഡബിൾ ആക്കാണ് റെസിസ്റ്റൻസ് എത്രയാവണം? 4 ടൈംസ് ആവണ്ടേ? ലെങ്ത് 3 ടൈംസ് ആക്കാണ് റെസിസ്റ്റൻസ് എത്രയാവണം? 9 ടൈംസ് ആവണ്ടേ? ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഞാൻ 6 എടുത്തു അല്ലേ? ലെങ്ത് ഞാൻ ഡബിൾ ആക്കി. ലെങ്ത് ഡബിൾ ആക്കിയാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് റെസിസ്റ്റൻസ് എത്ര ടൈംസ് ആവും? 4 ടൈംസ് ആവും. എന്നാൽ ഫൈനലി റെസിസ്റ്റൻസ് എത്രയാണ്? 4R അല്ലേ? റൈറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെ ഇൻ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എങ്ങനെയാണ് നമ്മളത് കാണുക? പെർസെൻറ്റേജ് ഇൻക്രീസ് അത് കാണുന്ന മക്കളെ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻടു 100 അത്രയും പെർസെൻറ്റേജ് അല്ലേ? നിങ്ങൾ നോക്ക്, എത്ര ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്? ഇനീഷ്യലി 6 ആയിരുന്നു, അത് 4R ആയി അല്ലേ? എത്ര ഇൻക്രീസ് ചെയ്തത്? ഇൻക്രീസ് എത്രയാ? 3R അല്ലേ ഇൻക്രീസ് അല്ലേ? ഡിവൈഡഡ് ബൈ
ഇനീഷ്യൽ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് അല്ലേ? ഇൻറ്റു 100 അത്രയും പെർസെൻറ്റേജ്. ആ 6 എന്താ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോയി അല്ലേ? 3 ഇൻറ്റു 100 300. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 300% എന്നാണ് നമ്മുടെ ആൻസർ വരിക. സോ ആൻസർ 300%. ഓക്കെ, യെസ്, കറക്റ്റ് മക്കളെ, 300%. ഓക്കെ, അപ്പം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി അടുത്ത ലെസണായിട്ട് നെക്സ്റ്റ് ലെസണായിട്ട് സാറ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്ററും ആണ്. സോ ചാർജ് പാർട്ടിക്കിളിനെ പറ്റി, ചാർജിൻ്റെ ഫ്ലോനെ പറ്റിയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലിസൺ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. വേഗം മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ മൂവിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. 2 സ്റ്റേറ്റ്മെൻറ്റ്, അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് അസേഷൻ വായിക്കാം. അസേഷൻ എന്താ? ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് ആൻഡ് എനർജി റിമെയിൻസ് ദ സെയിം ഫോർ എ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എടാ, നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് F is equal to Q into V cross B എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സോ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്, റൈറ്റ്? ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് എപ്പോഴും വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻസ് എ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റിനും ഇതെന്തായിരിക്കും? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ് ഓൾസോ. സോ നമുക്ക് പറയാൻ പറ്റും വർക്ക് എന്ന് പറഞ്ഞ സാധനം F.S അല്ലേ? ഹായ് പ്രിസന്റ് F.S നമുക്ക് എന്ത് പറയാം? FS cos തീറ്റ. ഇത് രണ്ടും തീറ്റ 90 ആയത് കാരണം നമുക്ക് പറയാം തീറ്റ 90 ആയി കഴിഞ്ഞാൽ വർക്ക് എന്തായിരിക്കും? 0. വർക്ക് 0 എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, നമുക്ക് കുറേ കൺസെപ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പോകാട്ടോ. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വി ക്യാൻ സേ ദാറ്റ് വർക്ക് is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് 0 ആയി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അതേപോലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ ചോദിച്ചാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. പക്ഷെ ആര് കോൺസ്റ്റന്റ് ആണ്? സ്പീഡ് എന്നുള്ള ടൈം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം സാർ നിങ്ങൾ ചോദിക്കുക, സാർ എന്തുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല? ബിക്കോസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചാർജ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ബിക്കോസ് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാലോ. ദെൻ രണ്ടാമത് ഇത്രയുമാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് മാഗ്നറ്റിക് ഫോഴ്സ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെലോസിറ്റിയും കൈനറ്റിക് എനർജിയും സ്പീഡും കൈനറ്റിക് എനർജിയും കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ അസേഷൻ ട്രൂ ആണ്. അതേപോലെ തന്നെ റീസൺ എന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ moving to next question. The magnetic field at the center of a circular coil of radius r due to current I flowing through it is B. The magnetic field at a point along the axis at a distance r/2 from the center is. There is a relation connecting magnetic field center and magnetic field axis. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ ഇക്വേഷൻ വരിക? magnetic field center divided by magnetic field axis is equal to 1 plus x square by r square all raised to 3/2. റിലേഷൻ ഓർമ്മ വരുന്നുണ്ടോ? BC divided by BA, magnetic field center divided by axis. വേർ x എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ആക്സിസിലേക്ക് എത്ര ദൂരത്താണോ അതിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ r/2 ആണ്. കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. എന്ത് വരും? BC divided by BA is equal to 1 plus x എന്ത് കൊടുക്കാം? r/2 all square divided by r square all raised to 3/2. That means 1 plus r square by 4 divided by r square all raised to 3/2. r square കട്ട് ചെയ്താൽ 1 plus 1/4 all raised to 3/2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം magnetic field center divided by magnetic field axis is equal to 5/4 all raised to 3/2. rearrangement ചെയ്താൽ magnetic field axis is equal to 4/5 all raised to 2/3 എന്നല്ലേ വരിക? 4/5 all raised to. ആ ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 4ന് റൂട്ട് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? റൂട്ട് എടുക്കുകയാണെങ്കിൽ 2³ മുകളിൽ വരും. താഴത്ത് എന്ത് വരടാ? 5√5 all raised to 3 എന്ന് വരും ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് എന്ന് വരും. സോ നമുക്ക് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 2/√5 all raised to 3 ഇൻറ്റു ബി എന്നുള്ള ഫോർമാറ്റിൽ വരുന്ന സാധനം ഏതാണോ അതാണ് നമുക്ക് ഓപ്ഷൻ വരിക. ഏതാണ് ഓപ്ഷൻ വരിക? വേഗം പറഞ്ഞേ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി മക്കളെ. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി
A proton, a deuteron, and alpha particle with the same kinetic energy enter into a uniform magnetic field at right angles to magnetic field. The ratio of radius of their respective circular path. എടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായത് ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കുലർ പാത്തും തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെലിക്കൽ പാത്തും നിങ്ങൾക്ക് അറിയാലോ. സോ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ വേഗം പറഞ്ഞുകൊണ്ടാ R is equal to mv by qb, where mv എന്ന് പറഞ്ഞാൽ മൊമെന്റം p divided by qb, where മൊമെന്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ എന്താ √2mk divided by qb. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടൈം എന്താ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്ത്, ബി സെയിം ആണ്, ദെൻ കൈനറ്റിക് എനർജി സെയിം ആണ്. സോ നമുക്ക് എന്തെടുക്കാം, കൈനറ്റിക് എനർജി വരുന്ന റിലേഷൻ R is equal to √2mk divided by qb ല് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ k കോൺസ്റ്റന്റ് ആണ്, b കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. സോ എന്താ റിലേഷൻ വരിക, R is directly proportional to √m divided by q എന്നുള്ള റിലേഷൻ കിട്ടും. ഇനി ചോദിച്ചിരിക്കുന്ന ആരൊക്കെയാ, പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് 2, റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ ഈസ് 2, റേഡിയസ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു, നമുക്ക് റേഷ്യോ ആക്കി എടുത്താൽ എന്ത് വരടാ, √m divided by q. അതായത് പ്രോട്ടോണിന്റെ മാസിനെയും ചാർജിനെയും ബേസിക് ആക്കി വെച്ച് നമുക്ക് പറയാം, ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും, √2m divided by ചാർജ് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രോട്ടോൺ ആണ് വരിക. ആൽഫ പാർട്ടിക്കിളോ 4 ടൈംസ് ഓഫ് മാസും 2 ടൈംസ് ഓഫ് ചാർജുമാണ് വരിക. ഇവിടെ എല്ലാത്തുനിന്നും √m/q എന്നുള്ള ടേം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ 1 വരില്ലേ, √m/q എടുത്ത് ഒഴിവാക്കിയാൽ 1 വരും, √2 വരും, √4/2 എന്ന് വരും അല്ലേ, √4/2. ദാറ്റ് മീൻസ് 1:√2:2, √4 to 2/2 will give 1, 1:√2:1. ഓപ്ഷൻ ഏതാ വരും, ഓപ്ഷൻ സി, സോറി ഓപ്ഷൻ ഡി, സി അല്ല ഡി എന്നാണ് പറയേണ്ടത്, പറഞ്ഞത് മാറിപ്പോയതാണ്. 1:√2:1. വേഗം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ആംബിയർ സർക്യൂളിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എ ലോങ് സ്ട്രേറ്റ് വയർ വിത്ത് സർക്കുലർ ക്രോസ് സെക്ഷൻ ഹാവിംഗ് റേഡിയസ് r is carrying a steady current I. The current I is uniformly distributed across this cross section. Then the variation of magnetic field due to current I with the distance r is less than capital R from its center will be. എടാ നിങ്ങൾ ഗ്രാഫ് പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗ്രാഫ് എങ്ങനെയായിരുന്നടാ, അതാ മാഗ്നറ്റിക് ഫീൽഡിന് ഡിസ്റ്റൻസ് നമ്മുടെ ഗ്രാഫ് അല്ലേ, ഒരു സോളിഡ് കണ്ടക്ടറിന്റെ കേസ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും വേർ ഇവിടെയാണ് എന്ത് നമുക്ക് പറയാം, R ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. ആക്സിസിൽ നിന്ന് അതിന്റെ സർഫസ് വരെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ആഫ്റ്റർ ദാറ്റ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അനുസരിച്ച് B ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഏതാ ആൻസർ വരിക, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ, ഏതാ ആൻസർ വരിക, ഹിയർ B is directly proportional to R. ഉള്ളിലാണ് ചോദിച്ചിരിക്കുന്നത്, ചോദിക്കുന്നത് R is greater than capital R ആണെങ്കിൽ ആൻസർ എന്ത് വരും, B directly proportional to 1/r എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, then a long solenoid carrying a current produces a magnetic field B along its axis. If the current is double and the number of turns per centimeter is half, the new value of magnetic field will be equal to, സോളിനോഡിന്റെ ഇൻസൈഡ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 Ni. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇൻസൈഡ് യൂണിഫോം ആൻഡ് പാരലൽ ടു ഇറ്റ്സ് ആക്സിസ് ആയിരിക്കും. ആദ്യത്തെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. എന്നിട്ട് പറയാണ്, ഇഫ് ദ കറന്റ് ഈസ് ഡബിൾഡ് ആൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ ഈസ് ഹാഫ്ഡ്, ന്യൂ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എത്രയാക്കി, പകുതിയാക്കി. നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ എന്നുള്ള ടൈമിലാണ്, രണ്ടിലാണെങ്കിലും കുഴപ്പമില്ല, n/2 ആക്കി. കറണ്ട് എത്രയാക്കി, ഡബിൾ ആക്കി. ദാറ്റ് മീൻസ് 2 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, μ0 Ni. ദാറ്റ് മീൻസ് B' ഈസ് ഈക്വൽ ടു B തന്നെയല്ലേ വരിക. സോ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ എ. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ചെയ്ത് കുറച്ച് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നോക്കാം. എ മെറ്റൽ സർഫസ് ഈസ് ഇല്ലുമിനേറ്റഡ് ബൈ എ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 4500 Armstrong. The ejected photoelectrons enters a constant magnetic field of 2 millitesla, if making an angle of 90 degree with the magnetic field. If it starts revolving in a circular path of radius 2 millimeter, the work function of the metal is approximately എന്നാ ചോദിച്ചിരിക്കുന്നത്. എടാ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇത് കുറെ ആൾക്കാർ റിസൾട്ട് ബൈ ഹാർട്ട് ആക്കി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പഠിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ല അല്ലേ? ലിസൺ, അതായത് ഒരു എനർജി, അതായത് ഒരു റേഡിയേഷൻ വന്ന് സർഫസിൽ വീഴുന്നുണ്ട്.
സർഫസിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ HNu എന്നുള്ള എനർജി വന്ന് വീഴുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് അതിനൊരു എനർജി ഉണ്ട്, ആ എനർജിയിലാണ് ഇത് പുറത്തേക്ക് പോവുക. ഇജക്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു എനർജി വേണം, അതിനെ വിളിച്ച പേരാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ HNu എന്നുള്ള എനർജി വന്ന് വീണു, അത് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നുള്ള ടൈമിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഇജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്കല്ലേ? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു Q² B² R² ഡിവൈഡഡ് ബൈ 2m ആണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടുക ജൂളിലാണ്. അത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1.6 × 10⁻⁻19 ചെയ്താൽ നിങ്ങൾക്ക് അത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ തന്നിരിക്കുന്ന ആളാരാ? ഇലക്ട്രോൺ അല്ലേ? ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 1.6 × 10⁻⁻19. മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 2 × 10⁻³ ഇൻറ്റു ഇനി റേഡിയസ് എത്രയാ? 2 × 10⁻³ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.1 × 10⁻31 ഇൻറ്റു 1.6 × 10⁻⁻19. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? HNuവിൽ നിന്ന് കുറച്ചാൽ നമുക്ക് വർക്ക് ഫംഗ്ഷൻ കിട്ടും. സോ ഈ വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഓപ്ഷൻസ് വളരെ അടുത്തടുത്ത് 2 വാല്യൂസ് ഉണ്ട്. സോ 1.6 × 10⁻⁻19 ഇതിനുള്ളിൽ ഉണ്ടാവുന്ന ഒരു 1.6 × 10⁻⁻19 നമുക്ക് കട്ട് ചെയ്തൂടെ? സോ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഒരു 1.6 × 10⁻⁻19 ബാക്കി ഉണ്ടാവും. ആൻഡ് 4 സ്ക്വയർ കൺസിഡർ ചെയ്യുക. 2 × 2 4, 4 സ്ക്വയർ 16, ഇവിടെ 10⁻6 ആണ്, അതിൻ്റെ സ്ക്വയർ 10⁻12 ഡിവൈഡഡ് ബൈ 2 × 9.1 × 10⁻31. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇപ്പം നിയർലി നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൊണ്ട് 16 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഇടാം? 8 വരും അല്ലേ? നിയർലി 1.6 9.1 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ 1.5 ആക്കി എടുക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 1.5 ആക്കി എടുക്കുകയാണെങ്കിൽ 2 times in 3 3 times that means 6 വരും. അപ്പോൾ നിയർലി 5.8 എന്നുള്ള റേഞ്ചിൽ വരും. 8 ഡിവൈഡഡ് ബൈ 5.8 എന്ന് പറഞ്ഞാൽ നിയർലി നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് വരിക? 1. ഏകദേശം നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 1.2.47 1 സംതിങ് അല്ലേ? 1.3 or 4 1.4 റേഞ്ചിലാണ് വരും. 1.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നിങ്ങൾ ആ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? HNu വേണം. വേർ HNu എന്ന് പറഞ്ഞാൽ എന്താ? HC ഡിവൈഡഡ് ബൈ ലാംഡ. ഇത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻ ആങ്സ്ട്രോങ്ങിലാണെങ്കിൽ, വേവ് ലെങ്ത് ഇൻ ആങ്സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 12400 ഡിവൈഡഡ് ബൈ 4500 എന്നുള്ള വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് ആൻസർ കിട്ടും. ടേംസ് കട്ട് ചെയ്ത് പോയാൽ അവിടെ ഉണ്ടാവുന്ന എനർജി HNu എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്രയാ? നിയർലി 45 124 2 times 2 point something അല്ലേ? 60 90 30 2.7 റേഞ്ചിൽ 2.7 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സോ നമുക്ക് HNu മൈനസ് കൈനറ്റിക് എനർജി ചെയ്താൽ വർക്ക് കിട്ടും. വേർ വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 2.7 minus 1.4 നിയർലി 1.3 ഇലക്ട്രോൺ വോൾട്ട്. സോ ലിസൺ, ഇതിൽ ആ കാൽക്കുലേഷൻ മാത്രമേ ലെങ്തി ഉള്ളൂ. ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമുക്കൊരു മിനിമം എനർജി ഉണ്ട്. ആ മിനിമം എനർജീനെ ഓവർകം ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വന്നു വീഴുന്ന എനർജി HNu is equal to W plus കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കിട്ടാൻ നമ്മോട് പറയുന്നുണ്ട് എവിടെ പോയി എൻട്രി ചെയ്യണം? ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? Q² B² R² ഡിവൈഡഡ് ബൈ 2m എന്നുള്ള റിലേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി 2 10 cm long straight wires, each carrying a current 5 ampere, are kept parallel to each other. If each wire experienced a force of 10⁻⁻5 Newton, then separation between the wires in centimeter. സോ ലിസൺ, 2 പാരലൽ വയേഴ്സ് തമ്മിലുണ്ടാവുന്ന കണക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. 2 പാരലൽ വയേഴ്സിൽ കറണ്ട് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ഈസ് അട്രാക്ഷനും, ഫോഴ്സിന്റെ നാച്ചുറൽ അട്രാക്ഷനും, അവ തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷനും ഉണ്ടാവും. അതിനൊരു ഫോഴ്സിന് ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd എന്നുള്ള റിലേഷൻ.
നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവിടുത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd ഇൻറ്റു L എന്നല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ലെങ്ത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൺസിഡർ ചെയ്യണം. ഇനി ഫോഴ്സ് എത്രയാണെന്ന് ഇരിക്കുന്നത് 10⁻⁻⁵. μ0ന്റെ വാല്യൂ എത്രയാ 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു I1 എത്രയാ 5 ഇൻറ്റു 5. രണ്ടിലുണ്ടാകുന്ന കറണ്ട് സെയിം ആണ്. ഇനി ലെങ്ത് എത്രയാ 10 സെന്റിമീറ്റർ. 10 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 2πd. ഡി അല്ലേ വേണ്ടത്. അപ്പോൾ കറക്റ്റ് വാല്യൂ ആയിരിക്കണം. സോ ലീസൺ ആൻസർ ടൈപ്പ് ചെയ്തേ. ഇതിൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കറക്റ്റ് വാല്യൂ വേഗം ടൈപ്പ് ചെയ്തുകൊണ്ടാ. വേഗം ടൈപ്പ് ചെയ്ത് തരണേ. ഓക്കെ, നിങ്ങൾ ചെയ്യുക. ഇതാ കറക്റ്റ് വാല്യൂ. ഇതിൽ കൂടുതലൊന്നും ചെയ്ത് തരാനൊന്നുമില്ല. ഇത്രയ്ക്ക് ഈസി ക്വസ്റ്റ്യനും ഇല്ല. അപ്പോൾ ലീസൺ 2πയും 4πയും കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡഡ് ബൈ 10⁻⁻5 ഡി വരും. സോ ഡി ഈസ് ഈക്വൽ ടു 10⁻⁻5 മുകളിലേക്ക് പോയാൽ +5 ആയിരിക്കും. 10⁻⁻4 വരും. ഒരു ടൈം ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ 50 ഇൻറ്റു 10⁻⁻4 വരും. ഓക്കെ, വാല്യൂസ് കൊടുത്തതിൽ എവിടെയെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണേ അല്ലേ. ആൻസർ ശ്രദ്ധിക്കുക എല്ലാവരും. വാല്യൂ കൊടുത്തതിൽ എവിടെയെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കണം. ഓക്കെ ലിസൺ, ഇവിടെ നമ്മളൊരു 10 ഉണ്ട് കേട്ടോ, അത് മിസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ലിസൺ 10⁻⁻5 - 2 ദാറ്റ് ഈസ് ഇൻറ്റു 10 വരും. സോ എഗെയിൻ ഇവിടെ ഒരു 10 വരും. 500 ഇൻറ്റു 10⁻⁻4 വരും. ദാറ്റ് മീൻസ് 5 ഇൻറ്റു 10⁻⁻2 മീറ്റർ വരും. എടാ 5 സെൻറ്റിമീറ്റർ അല്ലേ 5 ഇൻറ്റു 10⁻⁻2. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാ 5 സെൻറ്റിമീറ്റർ. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. കുറേ ആൾക്കാർ 252 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. കുറേ ആൾക്കാർ 500 ടൈപ്പ് ചെയ്തു. കുറേ ആൾക്കാർ 5 ടൈപ്പ് 550 ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഇവിടെ ഒരു 0 എന്നുള്ള ടൈം ജസ്റ്റ് മിസ് ചെയ്തപ്പോൾ തന്നെ ആൻസർ ഇങ്ങനെ ലെങ്തി ആയിട്ട് ഒരു കളി കളിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്യുന്ന സമയം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ ആൻസർ 5 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. എ ഡ്യൂട്രോൺ ആൻഡ് എ പ്രോട്ടോൺ മൂവിംഗ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജി enters into a uniform magnetic field at right angles to the field. എടാ റൈറ്റ് ആംഗിൾസ് ടു ദ ഫീൽഡ് ആണെങ്കിൽ that will follow a circular path. If RD and RP are the radius of their circular path respectively, then the ratio of RD divided by RP will be √x=1, where x is, എടാ വേഗം പറ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആർ എവിടേക്ക് എൻ്റർ ചെയ്യുന്നത് ഈക്വൽ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് ആർ ഇസ് ഈക്വൽ ടു √2mk ഡിവൈഡഡ് ബൈ QB എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ആർ ഇസ് ഈക്വൽ √2mk ഡിവൈഡഡ് ബൈ QB. ഹിയർ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആരൊക്കെ എടുത്താൽ മതി? ഈക്വൽ കൈനറ്റിക് എനർജി ആൻഡ് ഈക്വൽ മാഗ്നറ്റിക് ഫീൽഡിലേക്കല്ല എൻ്റർ ചെയ്തിരിക്കുന്നത്. സോ റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു √മാസ് ഓഫ് ഡ്യൂട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഡ്യൂട്രോൺ എന്ന് വരും. എടാ ഇവിടെ എന്താ നോക്ക്, മാസ് ഓഫ് ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ അല്ലേ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് രണ്ടാൾക്കാർക്കും സെയിം അല്ലേ, കട്ട് ചെയ്ത് പോയാൽ എന്ത് വരും? √2:1 വരും. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ എത്രയാണ് വരിക? 2. എല്ലാവരും ഓപ്ഷൻ നോക്കിക്കുക. യെസ് ഇറ്റ് ഈസ്. ഓപ്ഷൻ എല്ലാവരും ടൈപ്പ് ചെയ്തിരിക്കുന്നത് 2 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇനി an infinitely long conducting cylinder with radius r carries a uniform current along its surface. Choose the correct representation of magnetic field as a function of radial distance r from the axis of a cylinder. എന്ത് സിലിണ്ടറാ? ഇൻഫിനിറ്റ്ലി ലോങ് ഹോളോ കണ്ടക്ടിങ് സിലിണ്ടർ. ഹോളോയും സോളിഡും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് സോളിഡ് ആണ്. സോളിഡിന്റെ ഫിഗർ എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി, റൈറ്റ്? ഹിയർ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറും ഔട്ട്സൈഡ് 1/r ആണ് ഡിസ്റ്റൻസിനനുസരിച്ച്. ഇതാരതാ? സോളിഡ് കണ്ടക്ടർ അല്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ ആണ്. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഹോളോ സിലിണ്ടർ ആണെങ്കിലോ? നിങ്ങൾ നോക്കുക, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഹോളോ ഉള്ളിലൊന്നുമില്ല എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഹോളോ ആണെങ്കിൽ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ബി ഇൻസൈഡ് 0 ആണ്. എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യടാ? കുറയും. ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻസ് ഏതാണ് ഓപ്ഷൻ വരിക? വേഗം പറഞ്ഞേ. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി. എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്.
ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. Susceptibilities of paramagnetic and ferromagnetic substance increases with the decrease in temperature. Statement 2. Diamagnetism is a result of orbital motion of electrons developing magnetic moments opposite to the applied magnetic field. Choose the correct answer from the options given below. എടാ നോക്കിയേ, സസെപ്റ്റബിലിറ്റീസ് ഓഫ് പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആ റിലേഷൻ നിങ്ങൾക്ക് അറിയാം. കൈ ഈസ് ഈക്വൽ ടു C/T ഓർ വി ക്യാൻ സേ ദാറ്റ് കൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/T. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൈൻ്റെ വാല്യൂ കുറയുകയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കൈൻ്റെ വാല്യൂ സസെപ്റ്റബിലിറ്റി വാല്യൂ കൂടുകയും ചെയ്യും. ഫോർ പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കൈ ഈസ് ഈക്വൽ ടു C/T - Tc ആണ്. TC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യൂരി ടെമ്പറേച്ചർ ആണ് എന്നുള്ള കാര്യം അറിയാം. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. അത് വളരെ സിമ്പിൾ ആണ് സംഭവം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി diamagnetism is a result of orbital motion of electrons developing a magnetic moments opposite to the applied magnetic field. ദാറ്റ് മീൻസ് നമ്മളൊരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓർബിറ്റൽ മോഷൻ, ഇലക്ട്രോൺസിന്റെ മോഷൻ കാരണമാണല്ലോ അവിടുത്തെ മാഗ്നറ്റിക് മൊമെന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഏതാ ആൻസർ വരിക? വേഗം പറഞ്ഞേ. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ അല്ലേ? സോ നിങ്ങൾ ആ തിയറി പാർട്സ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ the susceptibility of a paramagnetic material is 99. The permeability of the material in Weber per ampere meter is. എടാ സസെപ്റ്റബിലിറ്റിയും പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? വാട്ട് ഇസ് ദ റിലേഷൻ കണക്റ്റിംഗ് സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി? ഒന്ന് വേഗം പറഞ്ഞ് എന്താ വരിക? µr is equal to 1 plus chi. ഈ റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? µr is equal to 1 plus chi. ചോദിച്ചിരിക്കുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. µ0ന്റെ വാല്യൂ അറിയാം. µrഉം µ0യും ഒക്കെ ഉള്ള റിലേഷൻ എന്താ? വാട്ട് ഈസ് µr? µr is equal to µ divided by µ0 ആണ് µr എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ, റൈറ്റ്? സോ നമ്മൾ അവിടെ കൊടുത്താൽ µ divided by µ0 is equal to 1 plus chi. നമുക്ക് µ ആണ് വേണ്ടത്. µ is equal to 1 plus chi into µ0. സോ നമുക്ക് എന്ത് വരും? 1 plus chi എത്രയാ? 99. ദാറ്റ് മീൻസ് 1 plus 99 100 into µ0. µ0ന്റെ വാല്യൂ എത്രയാ? 4 pi into 10 raised to minus 7. 10 raised to minus 7 into 100 will give 4 pi into 10 raised to minus 5 Weber per ampere meter will be the answer. So ഓപ്ഷൻ ഏതാ വരിക? വേഗം പറഞ്ഞേ. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. എല്ലാവരും വേഗം പറയുന്നുണ്ട്. വെരി ഗുഡ്. 4 pi into 10 raised to minus 5. Then എടാ ഒരു ബാർ മാഗ്നറ്റ്, എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെന്റ് 2 into 10 raised to 5 joule per Tesla is placed along the direction of uniform magnetic field of magnitude B is equal to 14 into 10 raised to minus 5 Tesla. The work done in rotating the magnet slowly through 60 degree from the direction of field is. അപ്പോൾ എന്താ വരിക? എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് എ മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്. സോ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 into 10 raised to 5 joule per Tesla ആണ് മാഗ്നറ്റിക് മൊമെന്റ് തന്നിരിക്കുന്നത്. ഈസ് പ്ലേസ്ഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഒരേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ബാർ മാഗ്നറ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ അവ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എത്രയാടാ? തീറ്റ 0 ആയിരിക്കും. ദെൻ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 14 into 10 raised to minus 5 Tesla. The work done in rotating the magnet slowly through 60 degree from the direction of field is. 60 degree from the direction of field is. The equation എന്താണ്? Work done is equal to mb into cos theta 1 minus cos theta 2. Work done is equal to mb into cos theta 1 minus cos theta 2. That means theta 1 നമുക്ക് 0യും theta 2 നമുക്ക് തന്നിരിക്കുന്നത് 60 ഡിഗ്രിയുമാണ്. വാല്യൂ പുട്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്ക്, വേഗം ചെയ്യും. വർക്ക് ഡൺ ഇസ് ഈക്വൽ m എത്രയാ? 2 into 10 raised to 5 into 14 into 10 raised to minus 5 into cos theta 1 എത്രയാ? cos 0 1 minus cos theta 2 cos 60. cos 60ന്റെ വാല്യൂ എത്രടാ? cos 60ന്റെ വാല്യൂ 1/2. കട്ട് ചെയ്താൽ എത്ര വരും? ഹാഫ് വരും അല്ലേ? ഈ വരുന്ന ഹാഫും ഈ 2ഉം കട്ട് ചെയ്താൽ 10 raised to 5ഉം 10 raised to minus 5ഉം കട്ട് ചെയ്താൽ we get 14 joule എന്നുള്ള കാര്യം. സോ ആൻസർ ഇത് വരും ഓപ്ഷൻ എ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ
അവിടെ നോക്കിക്കേ, അറ്റ് എ certain place the angle of dip is 30 degree and the horizontal component of earth magnetic field is 0.5 gauss. The earth total magnetic field at the certain place is, എടാ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ, BH is equal to B cos theta, വേർ തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്പ് ആംഗിൾ ആണ്. ഡിപ്പ് ആംഗിൾ എത്ര തന്നിട്ടുണ്ട്, 30 ഡിഗ്രി അല്ലേ, B ഇൻറ്റു കോസ് 30, BH എത്ര തന്നിരിക്കുന്നത് 0.5 ഗോസ്, ഗോസ് തന്നെയാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. സോ B ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാ, 1/2 ഓർ √3/2, ഏതാ വരിക, √3/2 അല്ലേ. അപ്പൊ മുകളിൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ √3, 2/√3, ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ √3 വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയം നിങ്ങൾ ഒരു അയ്യോ വലിയൊരു ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ ഫീൽ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ദ സ്പേസ് ഇൻസൈഡ് എ സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് സോളിനോയിഡ് ഈസ് ഫിൽഡ് വിത്ത് എ മാഗ്നറ്റിക് മെറ്റീരിയൽ having magnetic susceptibility equal to 1.2 into 10 raised to -5. What is fractional increase in magnetic field inside solenoid with respect to air as medium inside the solenoid? എടാ എയർ ആവുന്ന സമയത്ത് സോളിനോയിഡിന്റെ ഇക്വേഷൻ എന്താ, μ0 Ni. ദെൻ അതിനിടയിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0 ഇൻറ്റു µr ഇൻറ്റു Ni അല്ലേ, റൈറ്റ്. ഈ ന്യൂ ആറിന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, വാട്ട് ഈസ് ദ കണക്ഷൻ കണക്ടിങ് ന്യൂ ആർ ആൻഡ് സസെപ്റ്റബിലിറ്റി, ന്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. എടാ കൈന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, 1 പ്ലസ് 1.2 ഇൻറ്റു 10 റേസ് ടു -5. സോ ഫ്രാക്ഷണൽ ഇൻക്രീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ബി അല്ലേ വരിക. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരിക, μ0 ഇൻറ്റു µr Ni മൈനസ് μ0 Ni ഡിവൈഡഡ് ബൈ μ0 Ni. ഹിയർ μ0 Ni ന്റെ വാല്യൂ കോമൺ ആക്കി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വേടാ µr -1 അല്ലേ വരിക. വേർ µr എത്രയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്, 1 പ്ലസ് 1.2 ഇൻറ്റു 10 റേസ് ടു -5 -1. ഈ -1ഉം +1ഉം കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര വരും, 1.2 ഇൻറ്റു 10 റേസ് ടു -5 വിൽ ബി ദ ആൻസർ. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ പഠിച്ച തിയറി കാര്യങ്ങൾ ബേസിക്കലി നല്ല വൃത്തിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ JEE മെയിൻസിന്റെ ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല ഈസി പേപ്പർ ആയിരുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഹായ് മക്കളെ, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെ ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈക്കൽ ഫാരഡയോട് ചോദിച്ച ചോദ്യം, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ചോദിച്ച ചോദ്യം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദീസ് എക്സ്പെരിമെൻറ്റ്സ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു മറുപടി കൊടുത്തത് ഇതാണ്, സർ യു ക്യാൻ ടാക്സ് ഫോർ ദിസ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. ശരിയല്ലേ, നമ്മളിപ്പോൾ കറണ്ട് ചാർജ് കൊടുക്കുന്നില്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തുടങ്ങാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സർക്കുലർ കോയിൽ ഓഫ് 1000 ടേൺസ് each with area 1 meter square is rotated about its vertical diameter at the rate of 1 revolutions per second in a uniform horizontal magnetic field of 0.07 Tesla. The maximum voltage generation will be എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ലെൻസസ് റൂൾ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -d∅b/dt ആണല്ലോ. അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സർക്കുലർ കോയിലാണ്. എത്ര ടേൺസ് ഉണ്ട്, 1000 ടേൺസ്. ഈച്ച് വിത്ത് ഏരിയ 1 meter square റൊട്ടേറ്റഡ് അബൌട്ട്സ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ ഇതാണ് ഒരു സർക്കുലർ കോയിലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ, എബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ എബൌട്ട് ദിസ് ആക്സിസ് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണെങ്കിൽ നമുക്ക് തീറ്റ എങ്ങനെ എഴുതാം, ഒമേഗ ഇൻറ്റു ടി എന്ന് എഴുതാം. നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ഞാനിത് പറയാൻ കാരണം നമുക്ക് പിന്നീട് തീറ്റയെ ഒമേഗ ടി ആയിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം B.A ആണ് അല്ലേ. B.A എന്ന് പറഞ്ഞാൽ BA cos θ. BA cos θ എന്ന് പറയുമ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ BAN cos θ എന്ന് വരും. തീറ്റ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, ഒമേഗ ടി അല്ലേ. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ E is equal to -d/dt of BAN cos omega t.
ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ബി കോൺസ്റ്റൻറ്റ്, എ കോൺസ്റ്റൻറ്റ്, എൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ ഇക്വേഷൻ വരുന്നത് -BAN കോസ് ഒമേഗ ടി ആണ് ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും അല്ലേ. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷനാണ്. വേർ ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അല്ലേ. അപ്പോൾ ഇതിലെ പീക്ക് വാല്യൂ എപ്പോഴാണ് വരിക? പീക്ക് വാല്യൂ വരുന്ന എപ്പോഴാണ്? ദെൻ സൈൻ ഒമേഗ ടി ഈസ് 1. അപ്പോൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് BAN ഒമേഗ. എന്തിനാണ് മക്കളെ നമ്മൾ പീക്ക് വാല്യൂവിൻ്റെ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചേ? ദ മാക്സിമം വോൾട്ടേജ് ജനറേഷൻ, അതാണ് അത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാക്സിമം വോൾട്ടേജ് ജനറേഷൻ, അതായത് നമുക്ക് പീക്ക് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? BAN ഒമേഗ. ഇതിൽ ഓരോ ടേംസും ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ B? ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ വാല്യൂ ഓഫ് ദാറ്റ് ഈസ് 0.07 ടെസ്ല. ദാറ്റ് മീൻസ് 7 × 10⁻². ഏരിയ ഓഫ് ഈച്ച് ടേൺസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. എത്ര ടേൺസ് ആണ്? 1000 ടേൺസ് അല്ലേ. പിന്നെ വേണ്ടത് ഒമേഗയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയാം. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു അറ്റ് ദ റേറ്റ് ഓഫ് 1 revolution per second. 1 revolution per second എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാണ്? 1 എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗയെ നിങ്ങൾക്ക് എഴുതാം. ഒമേഗ 2πν ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 2π. ഈ വാല്യൂസ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്കിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഇക്വേഷനിൽ E0 ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ 7 × 10⁻², ഏരിയയുടെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 10⁻3, ഒമേഗയുടെ വാല്യൂ 2π. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 7 × 2 14π, 140π എന്ന് കിട്ടും അല്ലേ. ഒരു 10⁻²ഉം 10⁻3യും കണ്ടോ? അപ്പോൾ 140π എന്ന് കിട്ടും. 140π എന്ന് പറയുമ്പോൾ നമുക്കിത് അപ്രോക്സിമേറ്റ്ലി ഒരു 440 വോൾട്ട് എന്ന് കിട്ടും. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് 440. വെരി ഗുഡ്. കുറേ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ perpendicular to its plane is varying according to the relation phi is equal to 5t³ plus 4t² plus 2t minus 5 Weber എന്ന് തന്നിട്ടുണ്ട്. If the resistance of the coil is 5 ohm, then the induced current through the coil at t is equal to 2 seconds will be. നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറയൂ മക്കളെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ ഞാൻ ആ മൈനസ് സൈൻ കൊടുക്കുന്നില്ല. d∅/dt എന്ന് പറയും. d∅b മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓ ഇറ്റ്സ് ഈക്വൽ ടു d/dt ഓഫ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത്? 5t³ plus 4t² plus 2t minus 5 അല്ലേ. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് കാണാം 5t³ എന്നാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 15t² plus 8t plus 2 എന്ന് വരും. നമുക്കറിയേണ്ടത് ദ കറണ്ട് ത്രൂ ദ കോയിൽ അറ്റ് t is equal to 2 സെക്കൻഡ് ആണ്. കറണ്ട് അറിയണമെങ്കിൽ കറണ്ട് അറ്റ് t is equal to 2 സെക്കൻഡ് അറിയണമെങ്കിൽ വോൾട്ടേജ് അറ്റ് t is equal to 2 സെക്കൻഡ് പറയണം അല്ലേ. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് E അറ്റ് t is equal to 2 seconds എന്ന് കൊടുക്കുന്നത്? ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ 15 × 2² that is 4 plus 8 × 2 plus 2 is going to be 60 plus 16 plus 2 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 60 plus 16 plus 2 എന്ന് വരുമ്പോൾ that's going to give you 78 അല്ലേ. 78 വോൾട്ട് എന്ന് ഇ എം എഫ് കിട്ടി. ഇനി കറണ്ട് പറയാനാണോ ബുദ്ധിമുട്ട്? കറണ്ട് I is equal to E/R. So it's going to be 78/2. 78/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 78 റെസിസ്റ്റൻസ് 2 അല്ലല്ലോ. റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കിയേ. റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് 5 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 78 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 156/10 2 കൊണ്ട് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 15.6 വോൾട്ട്.
കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആംപിയർ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ a 10 ohm 20 millihenry coil carrying constant current is connected to a battery of 20 volt. Through a switch is open, current becomes 0 in 100 microsecond. The average EMF induced in the coil is. നിങ്ങൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു കോയിലാണ്, 20 മില്ലി ഹെൻറി ഇൻഡക്റ്റൻസ് ഉണ്ട്. പക്ഷെ കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ബാറ്ററിയിലാണ്, DC. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തില്ല, ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടോ? എൽ ഒമേഗ ഉണ്ടോ? ഇല്ല, എൽ ഒമേഗ 0 ആണ്. കാരണം ഫ്രീക്വൻസി ഫോർ DC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 0 ആണ്. അപ്പോൾ ഈ കോയില് എന്ത് മാത്രമേ ഓഫർ ചെയ്യുള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഇവിടെ ഓഫർ ചെയ്യുന്നുള്ളൂ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ കറണ്ട് കണ്ടുപിടിക്കുന്ന വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? കറണ്ട് എന്ന് പറയുന്ന E/R എന്ന് മാത്രം എടുത്താൽ മതി. കാരണം കണക്ട് ചെയ്തിരിക്കുന്നത് AC വോൾട്ട് സോഴ്സ് അല്ല, പിന്നെന്താണ്? DC സോഴ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോയിലിൻ്റെ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ വോൾട്ടേജ് എത്രയാ? 20 വോൾട്ടാണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 ഓം ആണ്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. ഈ കറണ്ടിനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഓപ്പൺ ചെയ്യുമ്പോൾ ദാറ്റ് സഡൻലി ബിക്കം 0. അപ്പോൾ ആദ്യത്തെ കറണ്ട് എന്ന നിലയിൽ ഇതിനെ ഞാൻ I1 എന്ന് വിളിക്കുകയാണ്. പുതിയ കറണ്ടിനെ അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ കറണ്ട് എന്തായി മാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു? 0 ആയി മാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഫൈനൽ കറണ്ട് 0 ആയി. ഇതിനെടുക്കുന്ന സമയം എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സമയം എത്രയാണ്? ടൈം ടേക്കൺ ഫോർ ദിസ് ടു ഹാപ്പൻ ഈസ് 100 മൈക്രോസെക്കൻഡ്. എന്ന് വെച്ചാൽ എന്താ? 100 × 10⁻⁻6 സെക്കൻഡ്സ് എന്ന് വരും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 10⁻⁻4 സെക്കൻഡ്സ്. നമുക്ക് EMF, ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിലാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ പറയണമെങ്കിൽ E = -dφ/dt എന്നും, ഫ്ലക്സിൻ്റെ കേസാണ് എങ്കിൽ ഫ്ലക്സ് φ = Li എന്ന് നിങ്ങൾക്കറിയാം. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E = d/dt ഓഫ് φയ്ക്ക് പകരം നമ്മൾ Li എന്ന് എഴുതാറുണ്ട്, അല്ലേ? സോ ഇതിൽ L കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ ഇക്വേഷനെ തന്നെ നമ്മൾ പറയും -L × di/dt എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ഓഫ് കറണ്ടും ഫൈനൽ വാല്യൂ ഓഫ് കറണ്ടും തന്നിരിക്കുന്നുണ്ട്. ആ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് E = ഞാൻ ഈ മൈനസ് സൈനെ ഇവിടെ ഈ di/dt ഞാൻ ഈ ഫോമിൽ എഴുതുകയാണ്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. -L × ഫൈനൽ കറണ്ട് മൈനസ് ഇനിഷ്യൽ കറണ്ട് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്. ഇതിൽ തന്നെ മൈനസ് സൈൻ കൊണ്ട് ഞാൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും L × I1 - I2 ഡിവൈഡ് ബൈ T എന്ന് കിട്ടും. ഇവിടെ Lൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 20 മില്ലി ഹെൻറി, അല്ലേ? അപ്പോൾ Lൻ്റെ വാല്യൂ 20 മില്ലി ഹെൻറി ആണ്. അപ്പോൾ 20 × 10⁻³ എന്താണ് ഇവിടുത്തെ ഇനിഷ്യൽ കറണ്ട് എന്ന് തന്നിരിക്കുന്നത്? ഇനിഷ്യൽ കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 2. ഫൈനൽ കറണ്ട് എന്താ? എത്രയാ മക്കളെ? 0. ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദിസ് പ്രോസസ് ഇസ് വാട്ട്? 10⁻⁻4. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 × 2 ദാറ്റ് ഈസ് 40 × 10⁻³ × 10⁻4 എന്ന് വരും, അല്ലേ? സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 400 വോൾട്ട്. സോ ദ ആൻസർ ഈസ് 400 വോൾട്ട്. കുറേ പേര് കറക്റ്റായിട്ട് ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗോപിക, RMS, രാഷ, ആകാശ് ഇവരെല്ലാം തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 2 coils of self-inductance L1 and L2 are connected in series combination having mutual inductance of the coil as M. The equivalent self-inductance of the combination will be. നിങ്ങൾക്കറിയാം ഇവിടെ 2 കോയിലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരേ കറണ്ടാണ് രണ്ടുപേരിലൂടെയും പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ 2 കോയിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലല്ല. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഈ 2 കോയിലിൻ്റെ എൻഡിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാം യു ആർ വാച്ചിങ് ഫ്രം വൺ സൈഡ് ആൻഡ് ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദാറ്റ് ബിഹേവ്സ് ലൈക്ക് സൗത്ത് പോളും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ സൈഡ് നോർത്ത് പോളാണെന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അങ്ങനെ നോക്കിയാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സീരീസ് കണക്ഷനിലാണെങ്കിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എങ്കിൽ നമുക്ക് ഇവിടെ നെറ്റ് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണെന്നുള്ളത് തിയറിയാണ്,
അല്ലേ? ഒരേ ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഓപ്ഷൻ സി വന്നേനെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ഫ്ലോയിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്താണ് L1ഉം L2ഉം M എന്ന് നിങ്ങൾക്ക് അറിയാം. L1 എന്ന് പറയുന്നത്, L2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് നിങ്ങൾക്ക് അറിയാം. അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് L1ഉം L2ഉം രണ്ട് കോയിലിന്. പക്ഷേ ഈ രണ്ട് കോയിലും മൂലം അവർ തമ്മിൽ ബിറ്റ്വീൻ ദം വാട്ട് ഈസ് ദർ ഇസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് M. ആ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാമല്ലോ. K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2 ആണ്, വേർ K is called coefficient of coupling. ഇപ്പോൾ ഇതൊരു ബേസിക് തിയറി ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Now we'll go to the question, next question. In that question, a metallic conductor of length 1 meter rotates in a vertical plane parallel to the east-west direction about one of its end with the angular velocity 5 radian per second. If the horizontal component of the Earth's magnetic field is 0.2 into 10 raised to minus 4 Tesla, the EMF induced between the two ends of the conductor is. അപ്പോൾ ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് പ്ലെയിനിലാണ് മക്കളെ? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. എന്ന് വെച്ചാൽ അത് ഇങ്ങനൊരു പ്ലെയിനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് റോഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന റോഡാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്ന, സർക്കിളല്ല, റോഡാണ്. റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനാണ് സർക്കിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. നാച്ചുറലി നിങ്ങൾക്കറിയാം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? E is equal to half B L square omega, അല്ലേ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടു. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന റോഡ് ലെങ്ത് ഉള്ള ഒരു ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ബി ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. ഇവിടെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് ആദ്യമേ ബിയുടെ വാല്യൂ എഴുതാം. എന്താണ് ബിയുടെ വാല്യൂ? 0.2 into 10 raised to minus 4 ടെസ്ല എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് 2 into 10 raised to minus 5 ടെസ്ല എന്ന് എഴുതാമല്ലോ. ഓക്കെ, അത് ബി എന്ന് വെച്ചാൽ ഇവിടെ ബി എച്ചിനെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫീൽഡ് ലെങ്തിന് പെർപെൻഡിക്കുലർ ഫീൽഡ് ബി എച്ച് തന്നെയാണ്. അത് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. അടുത്ത ലെങ്ത് എത്രയാണ്? 1 മീറ്റർ. അടുത്തത് ഒമേഗയാണ്. ഒമേഗ എത്രയാണ്? 5 റേഡിയൻ പെർ സെക്കൻഡ്. ഈ ഡാറ്റാസ് എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിയുടെ വാല്യൂ 2 into 10 raised to minus 5, എൽ സ്ക്വയർ 1 സ്ക്വയർ, ഒമേഗ എന്ന് പറയുന്നത് 5. ഈ 2 ക്യാൻസൽ ആകും. നമുക്ക് കിട്ടുന്നത് EMFൻ്റെ വാല്യൂ 5 into 10 raised to minus 5 വോൾട്ട് എന്നാണ്. പക്ഷേ ഞാൻ ഓപ്ഷൻസിലെല്ലാം നോക്കുമ്പോൾ വോൾട്ടിൽ ആൻസർ ഇല്ല. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് മില്ലി വോൾട്ടിലും മൈക്രോയിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഞാൻ ഇതിനെ 50 എന്ന് എഴുതിയാൽ 10 raised to minus 6 വോൾട്ട് എന്ന് എഴുതാമല്ലോ. 10 raised to minus 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് മൈക്രോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ വിളിക്കാം? 50 മൈക്രോ വോൾട്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് വൈ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. യെസ്, ഇപ്പോഴും കുറേ നമുക്ക് കുറേ പേര് ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു. അമീന, ഗോപിക ഇപ്പോഴും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. കുറേ പേര് ഇപ്പോഴും തന്നെ പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A metallic rod of length 20 cm is placed in the north-south direction. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് മെറിഡിയൻ ആ ഡയറക്ഷനിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ റോഡിൻ്റെ ലെങ്തും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. And is moved at a constant speed of 20 meter per second towards east. പക്ഷേ ഇത് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളുണ്ട്. ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ബി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു BV/BH എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെ തീറ്റയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ തിയറി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് BH ആണ്. ഓക്കെ, ഓൾസോ ദേ ഗിവൺ ദാറ്റ് ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് 45 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്പ് ഇവിടെ 45 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്.
ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാണ്? 45 ഡിഗ്രി. ഇത് 45 ആണെങ്കിൽ tan 45 അത് നിങ്ങൾക്കറിയാം 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ബി വി ബൈ ബി എച്ച് എന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ കേസിൽ ബി വിയുടെ വാല്യൂ എന്ത് തന്നെയാണ്? ബി എച്ചിൻ്റെ വാല്യൂ തന്നെയാണ്. അപ്പോൾ അത് എത്രയാണ്? 4 × 10⁻⁻3. അപ്പോൾ ഇവിടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഈക്വലാണ്. ഇതെന്തിനാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് ഈ പറയുന്ന റോഡിൻ്റെ ലെങ്ത് മാഗ്നറ്റിക് മെറിഡിയനിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അതിൻ്റെ ലെങ്ത് ഇരിക്കുന്നത്. പക്ഷേ ഇത് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഏത് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏത് കമ്പോണൻ്റാണ് ഇവിടെ ലെങ്തിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആ ലെങ്ത് ഈ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ഇത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലെങ്തിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്? ബി വി ആണ് അല്ലേ? അപ്പോൾ ഇൻഡ്യൂസ് ഡി എം എഫ് ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ബി വി ഇൻറ്റു എൽ വി എന്നാണ്. ബി എൽ വി എന്നുള്ള ഇക്വേഷൻ തന്നെ, ബട്ട് ദ ഫീൽഡ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഹിയർ ഈസ് ബി വി. അപ്പോൾ ഇവിടെ പക്ഷേ ബി വി എന്ത് തന്നെയാണ്? പി എച്ച് തന്നെയാണ് ഈ കേസിൽ. കാരണം ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാണ്? 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ് ഡി എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി വിയുടെ വാല്യൂ ബി എച്ചിന് തുല്യമാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 × 10⁻⁻3. പിന്നെയോ ലെങ്ത്തിൻ്റെ വാല്യൂ എത്രയാണ്? ലെങ്ത് തന്നിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ. സോ 20 × 10⁻⁻2. വെലോസിറ്റി എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? 20 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അതും 20 ആണ്. ഇവിടെ നമുക്ക് കാണാം 20 × 20 400 × 4 ദാറ്റ് ഈസ് 1600. പിന്നെ 10⁻⁻3 10⁻�2. അപ്പോൾ 10⁻⁻5 ഇൻഡ്യൂസ് ഡി എം എഫ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 1600 × 10⁻⁻5. പക്ഷേ അത് മില്ലി വോൾട്ടിലാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് അല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ല എങ്കിലും അതിലെ ലാസ്റ്റ് ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡാറ്റ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, മില്ലി വോൾട്ടിലാണ് ആ ബ്രാക്കറ്റ് നമ്മളവിടെ ആ പറയുന്ന ഡാഷ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 2 0 പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 16 × 10⁻⁻3 വോൾട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ 16 മില്ലി വോൾട്ട് എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ മില്ലി വോൾട്ട് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? 16. വെരി ഗുഡ്. ഒത്തിരി ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഭയ്, ഗോപിക, കുറേ പേര്, ആനന്ദ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഒത്തിരി പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കേണ്ട 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് മക്കളെ ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് തിയറി അറിയാമെങ്കിൽ ഇതിനൊക്കെ ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. The electric force changes the speed of the charged particle and hence changes its kinetic energy. Whereas magnetic force does not change the kinetic energy of the charged particle. നിങ്ങൾക്കറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്ലോട്രോണിൻ്റെ ഒക്കെ തിയറി അറിയാവുന്നവർക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാര്യം. ഇലക്ട്രിക് ഫോഴ്സ് ചേഞ്ചസ് ദ സ്പീഡ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾക്കറിയാം, ഈ സൈക്ലോട്രോണിൻ്റെ ഒക്കെ കേസ് പഠിച്ചത് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫീൽഡാണ് ശരിക്കും ചാർജ്ഡ് പാർട്ടിക്കിളുടെ സ്പീഡ് കൂട്ടുന്നത് അവിടെ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൺലി ജസ്റ്റ് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ദെയർ. അതിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് ചേഞ്ചസ് ദ സ്പീഡ് എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് മാറിയ കൈനറ്റിക് എനർജി മാറും എന്ന് പറയുന്നു, ശരിയാണ്. വേറാസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, അതും ശരിയാണ്. മാഗ്നറ്റിക് ഫോഴ്സിന് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? അത് പ്രകാരം നിങ്ങൾക്കറിയാം, ഈ കേസിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെച്ച കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായാലും അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെലോസിറ്റി ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം വർക്ക് ഡൺ, അങ്ങനെയുള്ള കേസിൽ പാർട്ടിക്കിൾ വിൽ അണ്ടർഗോ സർക്കുലർ മോഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ കേസിൽ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് 0 എന്ന് പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അതൊക്കെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ കൈനറ്റിക്. സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം ഡയറക്ഷൻ മാറുന്നുണ്ട്, പക്ഷേ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ഇലക്ട്രിക് ഫോഴ്സ് ആക്സിലറേറ്റ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. തെറ്റി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ ക്രിയേറ്റ് ചെയ്യുന്നത്?
രണ്ട് പാരൽ മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്നിന് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റൊന്നിന് നെഗറ്റീവ് പൊട്ടൻഷ്യലും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? ഇവിടെ നിങ്ങളൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെച്ച് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെച്ചാൽ അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് നിങ്ങൾക്കറിയാം F=QE ആണ്. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ. അത് സിമ്പിളായിട്ട് ചിന്തിക്കാം. പോസിറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് പോസിറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് പോസിറ്റീവ് ചാർജ്ഡ് ആയ പാർട്ടിക്കിളിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളെ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആക്സിലറേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം A=F/m എന്നാണ് അല്ലേ? ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ആരാ തീരുമാനിക്കുന്നത്? ആ ഫോഴ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആക്സിലറേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫോഴ്സ് ആക്സിലേറ്റ് ദ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ. ആ ലൈൻ തെറ്റാണ്. പെർപെൻഡിക്കുലർ ആണോ മക്കളെ? അല്ല, പെർപെൻഡിക്കുലർ അല്ല. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫോഴ്സ് വരിക, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആക്സിലറേഷൻ വരിക. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷെ അപ്പോഴും എന്ത് വരില്ല? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വരുമോ മക്കളെ? ഇല്ല, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വരില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ തെറ്റിയെന്ന് മനസ്സിലായി. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അവിടെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറഞ്ഞ അടുത്തേക്ക് പോകാം. എങ്കിലും നമുക്ക് ഇത് ബാക്കി പാർട്ടും കൂടെ വായിക്കാം. ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്സിലേറ്റ് ദ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ എലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതും തെറ്റ്. ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണോ? പിന്നെയാണ് നമ്മൾ എന്തിനെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ പഠിച്ചത് അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 കംപ്ലീറ്റ്ലി റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെ പറയാം. ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഐഡിയ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സൈക്ലോട്രോണിന്റെ തിയറി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ശരിക്കും രണ്ട് സെമി സർക്കുലർ ഡീസിന് ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ചാർജ്ഡ് പാർട്ടിക്കിളുടെ സ്പീഡ് കൂട്ടുന്നത് അല്ലേ? ആ ഡീസിനുള്ളിൽ നിൽക്കുമ്പോൾ അതിന് എന്തില്ല, അതിൻ്റെ സ്പീഡ് കൂടുന്നില്ല. മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഡീസിനുള്ളിൽ. പക്ഷേ രണ്ട് ഡീസിനിടയ്ക്ക് മാത്രമാണ് എന്തുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചത് ഓർക്കുക ഈ കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 25 cm having 1000 turns is rotated with a uniform speed in a magnetic field about an axis perpendicular to the direction of field. At an instant t, EMF induced in the coil E is 200 sin 100 pi t എന്നാണ്. ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വിശദമായ ഈക്വേഷൻ ഡിറൈവ് ചെയ്താണ് അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF E = E0 sin ωt. അല്ലെങ്കിൽ ആ E0 എന്താന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? BAN ω sin ωt. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം മക്കളെ? നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ആണ്. ആ ഇക്വേഷൻ ആണെന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പറയാം പീക്ക് വാല്യൂ എത്രയാണ്? പീക്ക് വാല്യൂ എത്രയാണ് മക്കളെ? പീക്ക് വാല്യൂ 200 ആണ്. അതായത് BAN ω ആണ് എത്ര? 200 ആണല്ലോ. കമ്പയർ ചെയ്താൽ നമുക്ക് BAN ω അപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് എന്താണ്? കമ്പയർ ചെയ്താൽ അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ടി. കോഎഫിഷ്യന്റ് ഓഫ് ടി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സൈൻ ωt എന്ന് പറയുമ്പോൾ ഒമേഗയുടെ പൊസിഷനിൽ എന്താ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. കമ്പയർ ചെയ്താൽ കിട്ടുന്ന അടുത്ത കാര്യം ഇതാണ്, ഒമേഗയുടെ വാല്യൂ 100 π എന്നാണ്. ഇത് വെറുതെ കമ്പയർ ചെയ്താൽ കിട്ടും. ഇനി നമുക്ക് എന്ത് പറയാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ആണ്. അപ്പോൾ B കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? 200 / AN ω എന്നാണ്. ഇതിൽ എന്തൊക്കെ നമുക്കറിയാം? ഒമേഗ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയർ കോയിലാന്ന് പറയുന്നു. ആ സ്ക്വയർ കോയിലിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് 25 cm എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും മക്കളെ? L². സോ A = 25 × 10⁻² എന്ന് എടുക്കണം അല്ലേ? സെൻറ്റിമീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ 25 × 10⁻² എന്ന് വരും.
പിന്നെ എന്താ നമ്പർ ഓഫ്, ഇത് ഒരു ടേൺ അല്ല, എത്ര ടേണാ? 1000 ടേൺസ് ആണ്. 10⁻³ ഒമേഗയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഇസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ ഏരിയയ്ക്ക് നമുക്ക് 625 ഇൻറ്റു 10⁻⁻4 നമ്പർ ഓഫ് ടേൺസോ 10⁻³ ഒമേഗയുടെ വാല്യൂ 100 പൈ. ഈ വാല്യൂസ് എല്ലാം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ കിട്ടുന്നത് 0.01 ടെസ്ല 0.01 ടെസ്ല എന്ന ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ഇ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Two identical induction coil, each of inductance joined in series, are placed very close to each other such that winding direction of one is exactly opposite to that of the other. What is the net inductance എന്നാണ് ചോദ്യം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം, കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കോയിലിൻ്റെ വൈൻഡിങ്സ് 2 കളറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമേ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന വയർ ക്യാരി ചെയ്യുന്ന കറണ്ട് ടുവേഴ്സ് റൈറ്റ് ആണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന വയർ അത് ക്യാരി ചെയ്യുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോയിലിലും എന്തുണ്ടാവും? തീർച്ചയായിട്ടും കറണ്ട് കടന്നു പോകുമ്പോൾ ആ കറണ്ട് വേരി ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാലോ. ലെൻസസ് റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ഓപ്പോസ് ദ കോസ്. അപ്പോൾ 2 കോയിലിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. പക്ഷേ ഈ 2 കേസിലും ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFും പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് ഈ 2 കോയിൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 2 പേരിലൂടെയും പോകുന്ന കറണ്ട്, ഒരു കേസിൽ കറണ്ട് ആദ്യമേ ഗ്രീനിലൂടെ പോകുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഓറഞ്ചിലൂടെ പോകുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ 2 പേരിലും ഉണ്ടാവും ഇൻഡ്യൂസ്ഡ് EMF. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്പർ ഓഫ് ടേൺസ് 2 കേസിലും സെയിം ആണ്. നമ്പർ ഓഫ് ടേൺസ് 2 കേസിലും സെയിം ആണ് എങ്കിൽ ഇവർ 2 പേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുമ്പോൾ പരസ്പരം അവർ ക്യാൻസലായി പോകും. അങ്ങനെ ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ നോ ഇൻഡക്റ്റീവ്, നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള വയറിങ്ങിന് ഒരു പേര് തന്നെ പറയാറുണ്ട്, നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് അതായത് കോയിലിൻ്റെ റെസിസ്റ്റൻസ് മാത്രമേ അവിടെ വരുള്ളൂ, നോ ഇൻഡക്റ്റൻസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ കോയിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡക്റ്റൻസ് ഉണ്ടാവേണ്ടതാണ്, അതുമൂലം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ കോയിലിനെ വൈൻഡ് ചെയ്താൽ 2 പേരിലും ഉണ്ടാകുന്ന EMFകൾ, ഇൻഡ്യൂസ്ഡ് EMFകൾ ഔട്ട് ഓഫ് ഫേസിൽ വരുന്നതുകൊണ്ട് ഇവർ പരസ്പരം ക്യാൻസലായി പോവുകയും അവിടെ ഇൻഡക്റ്റൻസ് ഉണ്ടാകാതെ വരികയും പരസ്പരം ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് ഇൻഡക്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം, അത് 0 ആയി പോവുകയും ചെയ്യും. 2 കേസിലുണ്ടാകുന്ന നെറ്റ് ഇൻഡ്യൂസ്ഡ് EMFകൾ ഔട്ട് ഓഫ് ഫേസിൽ വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ വയറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ. A small square loop of wire of side L is placed inside a large square loop of side capital L. If the loops are coplanar and their centers coincide, the mutual induction of the system is directly proportional to now. അപ്പോൾ നമുക്ക് ഈ കേസിൽ പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു ചെറിയ സ്ക്വയറാണ്, അതിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? സ്മോൾ l. ഇനി പറയേണ്ടത് മറ്റൊരു സ്ക്വയറാണ്, അത് കുറച്ചുകൂടെ വലുതാണ്, അതിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? ഇതിൻ്റെ 2ൻ്റെയും ലെങ്ത്, ഇതിൻ്റെ ക്യാപിറ്റൽ എല്ലും ഉള്ളിലുള്ളതിൻ്റെ സ്മോൾ l. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ളത് ചെറുതാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട്, കണ്ടോ? ക്യാപിറ്റൽ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ l. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഔട്ടർ സെക്ഷനിലൂടെ കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കും. ഔട്ടർ സെക്ഷനിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമൂലം ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ സ്ട്രെയിറ്റ് വയർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്, അതിൻ്റെ കേസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത് മൂലം സെൻട്രൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷന് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ. ഏതാണ് ഇക്വേഷൻ്റെ? ഇത് കണ്ടോ, ഞാൻ ഇതിൽ ഒരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇതാണ് AB എന്നൊരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് L/2 ആണല്ലോ മക്കളെ, കാരണം ഈ സൈഡിൻ്റെ മൊത്തം ലെങ്ത് L ആണ്, ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ തീർച്ചയായിട്ടും L/2 വരുമല്ലോ.
പിന്നെ നിങ്ങൾക്ക് സ്ക്വയർ ആണെന്ന് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഈ ആംഗിൾസ് 45 ഡിഗ്രി വീതം വരുമെന്ന് നിങ്ങൾക്കറിയാലോ. ഈ ആംഗിൾ 45 ഡിഗ്രി വീതം വരുമെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് വയർ മൂലം, അതും ഫൈനൈറ്റ് ലെങ്ത് ഉള്ള സ്ട്രെയിറ്റ് വയർ മൂലം r ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ കാണാനുള്ള ഇക്വേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? μ0I by 4πr. ഇവിടെ r എന്താ മക്കളെ? r എന്ന് പറയുന്നത് ഈ വയറിൽ നിന്നും സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരും? L/2 അല്ലേ? അപ്പോൾ 2 ന്യൂമറേറ്ററിൽ പോയില്ലേ? പിന്നെന്താ? ഇൻറ്റു സൈൻ 5 1 + സൈൻ 5 2 എന്നാണ്. ഈ 5 1 5 2 ഇവിടെ എന്താണ്? 5 1 5 2 എത്ര വീതം വരും? 45 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൈൻ 45 + സൈൻ 45 അല്ലേ? സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2 + 1/√2 എത്ര കിട്ടും? നമുക്ക് 2/√2, അത് √2 ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു സെക്ഷൻ മൂലമുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പറയുമ്പോൾ μ0I by 4πL ഇൻറ്റു ഒരു 2 നമ്മളിവിടെ ഓൾറെഡി യൂസ് ചെയ്തു, ഇൻറ്റു √2 വരും. എങ്ങനെയാണ് √2 വന്നേ? √2 വന്നത് 1/√2 + 1/√2, അത് 2/√2 ആവും. ആ 2/√2നെ നമുക്ക് √2 എന്ന് എഴുതാം. അങ്ങനെയാണ് 2√2. അങ്ങനെ എത്ര സൈഡ്സ് ഉണ്ട് മക്കളെ? ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവുന്ന ഫീൽഡ് എങ്ങനെയാണോ അതേ ഫീൽഡ് മൂലമാണ് ഈ ബാക്കി 3 സെക്ഷൻസും. അങ്ങനെ മൊത്തം എത്ര സെക്ഷൻസ് ഉണ്ട്? 4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ 4 മൂലം സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറയാം ടോട്ടൽ ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? μ0I by 4πL എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ട് എനിക്ക് എന്ത് പറയാം? 8√2 എന്ന് പറയാം അല്ലേ? ഇതിപ്പോൾ ഫീൽഡും ആയുള്ളൂ. ഇനി ഈ ഉള്ളിലുള്ള ചെറിയ സ്ക്വയർ ലൂപ്പിനെ വിചാരിച്ച് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ φ = BA എന്ന് എടുക്കാമല്ലോ. ഇവിടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, B.A എന്നാണെങ്കിലും ഈ ലൂപ്പുകളെല്ലാം കോപ്ലാനാറാണ്, സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്നതാണ്. അപ്പം ബിയും എയും ഒരേ ഡയറക്ഷനിൽ വരും. അപ്പോൾ BA എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ B ഇൻറ്റു ഏരിയ ഓഫ് ദ ഇന്നർ ലൂപ്പ് എത്ര വരും? L² വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? μ0I 8√2 by 4πL ഇൻറ്റു L² എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ കിട്ടി. അതായത് ഞാനിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? ഫ്ലക്സ് പാസിങ് ത്രൂ ദ ഇന്നർ സ്ക്വയർ ലൂപ്പ് കിട്ടിയല്ലോ. ഈ ഫ്ലക്സിനെ തന്നെയല്ലേ നമ്മൾ M×I എന്ന് എഴുതുന്നത്? ഫ്ലക്സ് φ = MI. ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് ഐയും ഐയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ M പ്രൊപ്പോർഷണൽ ടു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. μ0 കോൺസ്റ്റൻറ്റ്, 4π കോൺസ്റ്റൻറ്റ്, L കോൺസ്റ്റൻറ്റ്. അപ്പോൾ 8√2 കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാക്കി എന്ത് വരും? ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു L² ഡിനോമിനേറ്ററിൽ ഒരു L വരും അല്ലേ? അപ്പോൾ M പ്രൊപ്പോർഷണൽ ടു സ്മോൾ L² by ക്യാപിറ്റൽ L എന്ന് വരും. നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തത്? എന്താണ്? ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ = B.A. അതിൽ ബിയും എയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ BA എന്ന് എഴുതാമല്ലോ. ഒറ്റ ടേണേ ഉള്ളൂ, അതുകൊണ്ടാണ് BA എന്ന് എഴുതിയത്. ഇവിടെ ബി ആര് മൂലമാണ്? ഔട്ടർ ലൂപ്പിലൂടെ കറണ്ട് പോകുന്നു നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അതിലെ കറണ്ട് മൂലം ഇന്നറിലേക്ക് നിൽക്കുന്ന സ്ക്വയർ ലൂപ്പിൽ ഒരു ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്. ആ ഫീൽഡ് എങ്ങനെ കണ്ടുപിടിച്ചത്? ഒരു സെക്ഷൻ മൂലമുള്ള ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ഈ 4 സെക്ഷൻ മൂലം സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇൻറ്റു 4 എന്നെടുത്തു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലക്സ് φ = BA. ഫ്ലക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു MI എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ഐയും ഐയും കട്ട് ചെയ്ത് പോയി നമുക്ക് അതിനകത്ത് എമ്മിൻ്റെ ഇക്വേഷൻ കിട്ടി. പക്ഷേ നമുക്ക് വേണ്ടത് M = എന്നല്ല, M പ്രൊപ്പോർഷണൽ ടു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയും. ഓക്കെ, ഹായ് മക്കളെ. സോ ഇതുവരെയുള്ള ലൈവൊക്കെ കണ്ട് സെറ്റായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? സോ ഇനിയുള്ള നമ്മുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും AC വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും AC. ആദ്യം നമുക്ക് EM വേവ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. EM വേവ്സ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചിരുന്ന ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ കൺസിഡറേഷൻ ഫുൾ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ EM വേവ്സ് എന്ന് പറഞ്ഞത് നോക്കാനായിട്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസും എല്ലാം കയ്യിൽ കരുതി വെച്ചേക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു അത്യാവശ്യമുള്ള ഇക്വേഷൻസ് ഒന്ന് നോക്കാം. കാരണം ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. പക്ഷേ 2 കൺസെപ്റ്റുകളും, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കൺസെപ്റ്റുകൾ കയറി വരുന്നത് കൊണ്ട് ട്രിക്കി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എവിടെ?
EM വേവ്സിന് ഉണ്ടാവുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? EM വേവ് ഉണ്ടാവുന്നത്. അത് ആദ്യം ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും, വീണ്ടും ഒരു ഇലക്ട്രിക് ഫീൽഡ്, വീണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ്. കാരണം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ആക്സിലറേഷൻ ഉള്ള സമയത്തോളം എന്ത് ചെയ്യും? ഒരുമാതിരി പഞ്ചാബിയിൽ ഡാൻസ് ചെയ്യുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആണോ? ദിസ് ഈസ് കാൾഡ് പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്. ആണെന്നോ അല്ലെന്നോ? അല്ലേ? യെസ്. മക്കളെ, എൻ്റെ ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? ഒന്ന് പറഞ്ഞേ, ആൻസർ ഒന്ന് ചെയ്ത്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഇവൻ ഈ ആക്സിസ് ആണ്, ഇവൻ ഈ ആക്സിസ് ആണ്. റിപ്ലൈ ചെയ്തോളൂ. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് 0 ഡിഗ്രി. മക്കളെ, ഒരിക്കലും 90 അല്ല. നോക്ക്, 90 ആണോ? അല്ല, ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചത്. രണ്ട് ഓറിയന്റ് ചെയ്തേക്കുന്ന രണ്ട് ആക്സിസിലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇവന്മാർ എപ്പോഴാണോ ഇലക്ട്രിക് ഫീൽഡ് പീക്ക് ചെല്ലുന്നത് അന്നേരം തന്നെ മാഗ്നറ്റിക് ഫീൽഡും പീക്ക് ചെല്ലും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സോ ദ ആൻസർ ഈസ് 0 ഡിഗ്രി. ഇറ്റ്സ് നോട്ട് 90 ഡിഗ്രി. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ചാപ്റ്ററിൽ പലയിടത്തും. ഓക്കെ അല്ലേ? ഷിഫാന ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, 0 ഡിഗ്രി ആണ്. ഫേസ് ഡിഫറൻസ് ആണ് ഞാൻ ചോദിച്ചത്. ഓക്കെ അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു EM വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് പറയാം. y ഈസ് ഈക്വൽ ടു വേവ് y ഈസ് ഈക്വൽ ടു a sin omega t മൈനസ് kx, അല്ലെങ്കിൽ kx മൈനസ് ഒമേഗ ടി എന്ന് ഉപയോഗിക്കുക. ഇതൊരു വേവിൻ്റെ നേച്ചറാണ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? a sin ഒമേഗ ടി മൈനസ് kx എന്ന് എടുക്കാം. ഇതിനകത്ത് ഓരോ ടൈമും എനിക്ക് പറഞ്ഞതാ. എന്തായിരുന്നു a എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, അഥവാ മാഗ്നിറ്റ്യൂഡ് ആണ്. ആണല്ലോ. ഇതിനകത്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. മക്കളെ, ഒമേഗ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് 2π/t അഥവാ 2πf. വേണമെങ്കിൽ അതിനെ ഇനിയും മോഡിഫൈ ചെയ്യാം, 2πc/λ. കാരണം എഫിന് പകരം ഞാൻ വാല്യൂ കൊടുത്തു. സെറ്റ് അല്ലേ? ആണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ടൈം കിടപ്പുണ്ട് കെ. എക്സിന്റെ കൂടെ കിടക്കുന്നത് എന്തോ അത് കെ ആയിരിക്കും. ആണോ? ഈ എക്സ് എന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ വേ ഓഫ് പ്രൊപ്പഗേഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ്. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഞാൻ വൈയിൽ വെച്ചു, ഇസഡ് ആക്സിൽ മാഗ്നറ്റിക് ഫീൽഡും വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേവ് പോകുന്നത് കൊണ്ടായിരിക്കും എക്സ് ആക്സിലായിരിക്കും. ആണോ? ആ എക്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുന്നത്? k × x ഇട്ടേക്കുന്നത്. മക്കളെ, മൈനസ് kx ആണെങ്കിൽ വേവിന്റെ പ്രൊപ്പഗേഷൻ പോസിറ്റീവ് എക്സ് ആക്സിലാണെന്ന് ഓർത്തിരിക്കുമല്ലോ. അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ കെയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു 2π/λ, വേർ λ ഇസ് ദ വേവ് ലെങ്ത്. ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ഇക്വേഷൻസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നാൽ കാര്യങ്ങൾ ഐഡന്റിഫൈ അറിയാം. ടിയുടെ കൂടെ കിടക്കുന്നത് ഒമേഗയും, എക്സിന്റെ കൂടെ കിടക്കുന്നത് എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ്, ഏത് വേവ് പോയ ഡയറക്ഷൻ ഏതാണോ അതിന്റെ കൂടെ കിടക്കുന്നത് കെയുമായിരിക്കും. കെ കാണാനുള്ള ഇക്വേഷനും ഒമേഗ കാണാനുള്ള ഇക്വേഷനും പക്കയല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി ഇതിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ E0 എന്നും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ B0 എന്നും വിളിച്ചാൽ അവന്മാർ നമ്മളുടെ റേഷ്യോ എന്തായിരുന്നു? ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് EM വേവ്. മക്കളെ, വെലോസിറ്റി ഓഫ് EM വേവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു EM വേവ്, ഒരു ലൈറ്റ് എക്സാമ്പിൾ എടുത്ത് വെച്ച് പറഞ്ഞു നിങ്ങൾ. EM വേവ് ആണോ? ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണ്? നോർമലി ഒരു വാക്വത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് C അല്ലേ? അപ്പോൾ E0/B0 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? C എന്ന് എഴുതാം. സപ്പോസ് EM വേവ് ഒരു മീഡിയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ ചെറുതായിട്ടൊരു മാറ്റം വരും. ദാറ്റ് ഈസ് E/B ആണോ? ഇസിക്വൽ എന്തായിട്ട് മാറും? V ആയിട്ട് മാറും. പിന്നെ അതിനെ C എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം വെലോസിറ്റി മീഡിയം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ V എന്നേ വിളിക്കാറുള്ളൂ. ആണോ? യെസ്. ഇനി തൊട്ട് മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതായത് C = എന്തായിരുന്നു? 1/√ε0 × μ0. എത്ര ചാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത്ര ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് EM വേവ് C = 1/ε0 × μ0. മക്കളെ, ഇത് തന്നെ V ആയിട്ട് മാറും. എപ്പോ? മീഡിയം മാറുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ε0 εr μ0 μr. ആണോ? വേണേ ഇതിനെ മോഡിഫൈ ചെയ്ത് എങ്ങനെ ആക്കാം? C/√ε0 εr × μr എന്ന് ആക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുമല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് രണ്ട് ഇക്വേഷൻസ് ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, വെലോസിറ്റി കാണാൻ ഒമേഗയിലും കെയിലുമുള്ള ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. ഇവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, കാരണം ഒരുപാട് ചാപ്റ്ററിന്റെ കോമ്പിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. സെറ്റ് അല്ലേ? കമന്റ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിനകത്ത് നിന്ന് ഞാനൊരു 3 കോഡുകളൂടെ പറഞ്ഞുതരാം, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദാറ്റ് ഈസ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ടൈമാണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ടൈം. യൂണിറ്റ് ഏരിയയിലേക്ക് യൂണിറ്റ് ടൈമിൽ വന്ന് വീഴുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ്. മക്കളെ, ഇപ്പം കിട്ടിയ ഇക്വേഷന്റെ മുകളിലും താഴെയും ഓരോ എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം A × L ഡിനോമിനേറ്ററിൽ. എന്താവും? അത് വോളിയം ആവത്തില്ലേ? സോ ഇന്റൻസിറ്റി ആൻഡ് C ഇവന്മാർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരുന്നു. I = C × UD. നിങ്ങൾ ഇങ്ങനെ പിടിച്ചോ, ICUD. ഓക്കെ ആണോ? വേർ UD ഇസ് ദ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്താ? ½ ε0 t². ഇനി മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആണോ? ഫസ്റ്റ് കോഡ് ICUD, ഇന്റൻസിറ്റി
എനർജി ലൈറ്റിന്റെ വെലോസിറ്റി, എനർജി അല്ല എനർജി ഡെൻസിറ്റി ആണോ? അടുത്തത് UPC, നമ്മുടെ UPC എക്സാം ഒക്കെ ഇല്ലേ, എനർജി, അടുത്തത് എന്തായിരുന്നു പി, പവർ, സോറി മൊമെന്റം ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഒന്നുകൂടെ, എനർജി, മൊമെന്റം, വെലോസിറ്റി ഓഫ് ലൈറ്റ്, EM വേവ്. ഓക്കെ ആണോ? അപ്പോൾ ആ കോഡ് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് IPC, മക്കളെ 2 P വന്നു, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഈ പി ഏതാ പി ഏതാന്ന്. UPCക്കകത്ത പി മൊമെന്റം ആണ്. IPC പ്രഷർ ആണ്. ഇന്ത്യൻ പീനൽ കോഡ് ഇച്ചിരി പ്രഷറുള്ള സംഗതിയാണ് ആണോ? സോ പ്രഷർ ആണ് ഞാൻ IPCക്ക് എടുത്തിരിക്കുന്നത്. ഇന്റൻസിറ്റി, പ്രഷർ, സി. ക്ലിയർ അല്ലേ? ഇനി പവറിനും കൂടെ ഇക്വേഷൻ പഠിച്ചേക്കുക. പവർ ഈസ് ഈക്വൽ ടു A × I, പൈ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 4 ഇക്വേഷൻസ് സെറ്റാക്കി വെച്ചേക്കുക. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ICUD, UPC, IPC, പിന്നെ പൈ. സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ സ്പീഡിൽ ചെയ്ത് വെക്കോളൂ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ നോൺ മാഗ്നറ്റിക് മീഡിയം ഈസ് given by E is equal to, മക്കളെ തന്നേക്കുന്ന വാല്യൂ ഞാൻ എന്നിട്ട് എഴുതാം. E is equal to 20 cos 2 × 10⁻⁻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 ⁻
ഓക്കെ, മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത്? എപ്സിലോൺ ആറല്ലേ വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ എടുത്ത് എഴുതാം? ഈ സംഗതി എന്താണെന്ന് പറഞ്ഞത് ഇതിലൂടെ നമുക്കറിയാലോ. ഇ ഈക്വൽ ടു സൈനിലോ കോസിലോ എഴുതാം. എ അല്ലെങ്കിൽ E0 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, അഥവാ കോസ് എഴുതിയാലും കുഴപ്പമില്ല, കാരണം രണ്ടും ഹാർമോണിക് തന്നെയാണ്. ആണോ? പീരിയോഡിക്ക് തന്നെയാണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. യെസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ഹിയർ E0 എത്രയായിരിക്കും? E0 20 ആണ്. ഇവിടെ ടിയുടെ കൂടെ കിടക്കുന്ന എന്തോ അത് ഒമേഗ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2 × 10 ആണോ? ഇവിടെ കെക്ക് പകരം കിടക്കുന്ന എക്സ് ആണ്. എക്സിന്റെ കൂടെ കിടക്കുന്ന ആരോ അത് കെ ആണ്. അപ്പോൾ ഇവിടെ 200 എന്ന് എഴുതാം. ക്ലിയർ ആണോ? സെറ്റ്. ഒരു ഡൗട്ടും ഇല്ല. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? മ്യൂ R 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്സിലോൺ R വേണം. ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വി ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. വിയുടെ ഇക്വേഷൻ ആയിരുന്നു ഒമേഗ ബൈ കെ എന്നല്ലേ? ഒമേഗയുടെ വാല്യൂ പറഞ്ഞു മക്കളെ. യെസ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2 × 1010 ബൈ കെയുടെ വാല്യൂ 200 ആണ്. 2 സീറോസ് വെട്ടിക്കളയുന്നു, 8 ആവും. 2 കൂടെ വെട്ടുന്നു. അപ്പോൾ 10⁸8 കിട്ടി. ഇനി നിങ്ങൾക്ക് പറയാമല്ലോ, ഇത് ഒരു മീഡിയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു C/√ε R × മ്യൂ ആർ എന്ന് എഴുതാം. ആണോ? യെസ്. അപ്പോൾ സിയുടെ വാല്യൂ 3 × 10⁸8 ആണ്. ബൈ മ്യൂ ആറിന്റെ വാല്യൂ 1 അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് എപ്സിലോൺ ആർ എന്ന് മാത്രം എഴുതാം. ഈസ് ഈക്വൽ ടു 10⁸8. ഞാൻ 10⁸8 10⁸8 വെട്ടിക്കളയുന്നു. റൂട്ട് എപ്സിലോൺ ആർ എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ എപ്സിലോൺ ആർ എത്രയായിരിക്കും? 3യുടെ സ്ക്വയർ ആയിരിക്കും. ദറ്റ് ഈസ് 9. ഓക്കെ, ഒരു ഇവിടെ ആൻസർ എല്ലാം 9 തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എളുപ്പമല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നു. അതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു E0 x ക്യാപ്പ് പ്ലസ് y ക്യാപ്പ് ഇൻറ്റു സൈൻ kz മൈനസ് ഒമേഗ ടി. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഇത് ഏത് ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്? മക്കളെ, ഈ തന്നിരിക്കുന്നതല്ല വേവിന്റെ ഡയറക്ഷൻ. വേവിന്റെ ഡയറക്ഷൻ എന്താ? കെയുടെ കൂടെ കിടക്കുന്നത്. അപ്പോൾ അതെന്ത് മനസ്സിലായി? ഇസഡ് ആണ്. ഇവിടെ മൈനസ് കിടക്കുന്നുണ്ട്, പോസിറ്റീവ് ഇസഡ് എക്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? സോ വേവിന്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ എലോങ് വേവ് എന്ന് പറഞ്ഞാൽ, അഥവാ എസ് ക്യാപ്പ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ക്യാപ്പ് ആണ്. ഇസഡ് ആക്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നു E0യുടെ ഡയറക്ഷനിൽ തന്നിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡിന്റെ മാത്രം ഡയറക്ഷനിൽ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആക്സിസ്. അതായത് ഞാൻ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ഇത് വൈ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ പോയിക്കുന്നത്? എക്സ് പ്ലസ് വൈ. സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിസിലാണ്. എങ്കിൽ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്താൽ മതി? E0/c ചെയ്താൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നോക്കിക്ക്, എല്ലാ ആൻസറിനകത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ ആൻസർ വരത്തില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് സൈനിൽ തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. കാരണം ഇൻ ഫേസ് ആണ് രണ്ടുപേരും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആണോ? സോ പെട്ടെന്ന് പറ. ഈ ആൻസർ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3 നമുക്ക് തപ്പാം. മക്കളെ, ഈ ഡയറക്ഷൻ നോക്കിയാൽ പോരെ? നമുക്ക് ഡയറക്ഷൻ നോക്കിയാൽ പോരെ. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് E × B ആണ് എന്തെന്ന് പറയുന്നത്? S എന്ന് പറയുന്നത്. E × Bയുടെ ഡയറക്ഷനിലായിരിക്കണം എപ്പോഴും S. അതായത് ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ അറിയാമല്ലോ അല്ലേ? എന്താ? റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എക്സ് വൈ പ്ലെയിൻ കിട്ടിയിട്ടുണ്ട്. വേവിന്റെ ഡയറക്ഷൻ ഇസഡ് ആക്സിസ് നിങ്ങളുടെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ആയിരിക്കണം? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി. ഉറപ്പായിട്ട് ഈ ഒരു ഡയറക്ഷൻ വന്നിട്ടല്ലേ കാര്യമുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ തമ്പ് കിട്ടത്തുള്ളൂ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. ആണോ? സോ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. വേറെ ഏത് ഡയറക്ഷനിൽ എടുത്താലും ഇങ്ങനെ എടുത്താൽ തിരിച്ചേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതെന്ന് പറഞ്ഞാൽ വൈയുടെ പോസിറ്റീവും എക്സിന്റെ നെഗറ്റീവും, ദാറ്റ് ഈസ് -x + y ക്യാപ്പ്. കത്തിയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? യെസ്.
സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മക്കളെ, ഇത് സ്പെക്ട്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. EM വേവിന്റെ സ്പെക്ട്രം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എല്ലാത്തിന്റെയും ആപ്ലിക്കേഷനും വേവ് ലെങ്ത് ഇൻക്രീസിംഗ് ഓർഡറും ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറും പഠിച്ചു വെച്ചേക്കണം. ദാറ്റ് ഈസ് നമ്മുടെ കോഡ് ഓർമ്മയുണ്ടല്ലോ, RMI LEX G അഥവാ ലൈറ്റ് ഓരോന്നിൻ്റെയും റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. ഇത് എന്തിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ എടുത്തേക്കുന്നത്? ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറില്ല, വിച്ച് മീൻസ് ലാംഡയുടെ ഡിക്രീസിംഗ് ഓർഡറില്ല. അതിനർത്ഥം എന്താ? ഇങ്ങോട്ടാണ് ലാംഡ ഇൻക്രീസിംഗ് ഓർഡർ കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാംഡ ഉള്ള ആർക്കാ? റേഡിയോ വേവ്സിനാ ആണോ? ഇനി നിങ്ങളുടെ ഓപ്ഷനിലോട്ട് നോക്കിക്കേ. നിങ്ങൾക്ക് തന്നേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലാംഡ കാണിച്ചേക്കുന്നത് മൈക്രോവേവ്, 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 എക്സ്റേ. നമ്മൾ ആൻസർ ലാസ്റ്റിന് അങ്ങോട്ട് പോകാം. അപ്പോൾ എക്സ്റേ ആണോ മൈക്രോവേവ് ആണോ നോക്കിയാൽ മതി. എക്സ്റേക്കാണോ മൈക്രോവേവിനാണോ ഏറ്റവും കൂടുതൽ ലാംഡ? ഉറപ്പായിട്ടും മൈക്രോവേവിനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല, നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ ഇതം കളയാം. ആണോ? ബാക്കി 3 പേരെ നോക്കിയാൽ മതി. തൊട്ടടുത്ത് നോക്കേണ്ടത് രണ്ടാമത്തെ കേസുകളാണ്, വിസിബിൾ ലൈറ്റ്, ഗാമ റേസ്. നോക്കിക്കേ, ആദ്യം വരുന്ന വിസിബിൾ ലൈറ്റ് ലാംഡയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ, പിന്നീടാണ് ആര് വരുന്നത്? ഗാമ റേസ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഗാമയല്ല, ഞാൻ ഇവനെയും വെട്ടിക്കളയുന്നു. ആണോ? ഇനി മൂന്നാമത്തെ ടൈമിലേക്ക് വാ. എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്? എക്സ്റേ ആണോ ഗാമ റേ ആണോ എന്ന്? ഉറപ്പല്ലേ, എന്തായിരിക്കും? എക്സ്റേ തന്നെയായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. വെരി ഗുഡ്. നിർത്തന എ ആണോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേരെ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലാംഡയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉറപ്പായിട്ടും എല്ലാത്തിൻ്റെയും 2 ആപ്ലിക്കേഷൻ NCERT പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? എക്സ്ട്രാ ഉള്ളത് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും NCERT നിന്നുള്ള ആപ്ലിക്കേഷനും വേവ് ലെങ്ത് ഫ്രീക്വൻസിയും ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നാണ്. ആദ്യം പറഞ്ഞേക്കുന്നത് അൾട്രാ വയലറ്റ് അഥവാ UV റേസ്, അടുത്തത് മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, എക്സ്റേസ്. നിങ്ങൾ പറഞ്ഞു അൾട്രാ വയലറ്റ്, റൈറ്റ് സൈഡ് നോക്കിയേ, സ്റ്റഡി ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, സ്റ്റെറിലൈസിങ്, റഡാർ സിസ്റ്റം. എന്തായിരിക്കും? നിങ്ങൾ വാട്ടർ പ്യൂരിഫയറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും UV ട്രീറ്റഡ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പം ഉറപ്പായിട്ടും സ്റ്റെറിലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കാറുള്ളത്? യെസ്, അൾട്രാ വയലറ്റ് ആണ്. അപ്പോൾ ആദ്യത്തതും മൂന്നാമത്തതുമായിട്ട് വരുന്ന ഓപ്ഷൻസ് തന്നെ എടുക്കാം. അപ്പോൾ ഇവൻ വേണ്ട. അടുത്ത രണ്ടാമത് നോക്കാം, മൈക്രോവേവ്സ്. മക്കളെ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ഓവൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ റഡാറിലേക്ക് പോകാം. മൈക്രോവേവ്, റഡാർ. കാരണം റേഡിയോ വേവ്സ് കഴിഞ്ഞ് വരുന്ന വേവ്സാണ്. റേഡിയോ വേവ്സിന് അങ്ങ് വരെ ചെല്ലാനുള്ള കഴിവില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയ മൈക്രോവേവ്സ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡിനെ വിളിക്കുന്ന ഹീറ്റ് വേവ്സ് എന്നാ. അപ്പോൾ ഉറപ്പായിട്ട് തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആണോ? ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഏത് ഓപ്ഷൻ എടുക്കാം നമുക്ക് ഇതിനകത്ത്? ഒന്ന് ആൻസർ ചെയ്ത ഓപ്ഷൻ D1ലേക്ക് പോകുന്നത്. ഓപ്ഷൻ എ എടുത്തോട്ടെ. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ച് ചെയ്യാനുണ്ട്, ശ്രദ്ധിച്ചിരുന്നോണേ. EM വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ X ഡയറക്ഷൻ ഹാസ് എ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 8 millimeter. ഞാൻ അതിനെ സ്റ്റാൻഡേർഡ് ആക്കി എഴുതുന്നു, -3 മീറ്റർ. ഓക്കെ ആണോ? ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വേരിയിങ് ഇൻ y ഡയറക്ഷൻ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് E0 ഈസ് ഈക്വൽ ടു 60 വോൾട്ട് പെർ മീറ്റർ. ആണോ? ഞാൻ ജെ ക്യാപ്പ് ഒന്നും എഴുതിക്കോട്ടെ. ഇതാണ് അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. പീക്ക് വാല്യൂ ആണ്, വിത്ത് ഡയറക്ഷൻ എഴുതിയിട്ടേ ഉള്ളൂ, ഞാൻ എക്സ്പ്രഷൻ എഴുതിയിട്ടില്ല. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. EM വേവ് പ്രൊപ്പഗേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് EM വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ വാക്വത്തിലൂടെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതിന്റെ എക്സ്പ്രഷൻ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ തന്നിരിക്കുന്നതിൽ നിന്ന് E0യും ലാംഡയുണ്ട്. ലാംഡ ഉണ്ടെങ്കിൽ നമുക്ക് ഒമേഗയും കണ്ടുപിടിക്കാം, കെയും കണ്ടുപിടിക്കാം അല്ലേ? ലാംഡ ഉണ്ടെങ്കിൽ രണ്ടും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒമേഗ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒമേഗ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു എന്തായിരുന്നു? 2πf ആണ്, അഥവാ 2πc/ലാംഡയാണ്. ആണെന്നോ അല്ലെന്നോ? ആണ്. നെക്സ്റ്റ് 2 × π × സിയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നു 3 × 10⁸. എന്ത് സി? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. കാരണം ക്വസ്റ്റ്യൻ വാക്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ എടുക്കുന്നു 8 × 10⁻³ ആണോ? വെട്ടുന്നു 4 കിട്ടുന്നു. ഇവനെങ്കിൽ മേളിൽ കൊണ്ട് എന്ത് കിട്ടും? 3/4 × 10 ഒരു പൈയും കൂടെ വരുന്നുണ്ട്, 10⁻11 π. ഡൗട്ട് ഉണ്ടോ? 3/4 π × 10⁻11. അപ്പം നമുക്ക് ഒമേഗ കിട്ടി. അടുത്ത നമുക്ക് ആരെ കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. കാരണം ഒരു എക്സ്പ്രഷൻ കിട്ടണം ഇലക്ട്രിക് ഫീൽഡ്. എന്തിനാ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ വരും. നിങ്ങൾ സൊല്യൂഷൻ നോക്കിയോ? ആണോ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? കെ ഈസ് ഈക്വൽ ടു 2π/λ. ലാംഡയുടെ വാല്യൂ എന്താ? 2π/λ ഈസ് ഈക്വൽ ടു 8 × 10⁻³ വീണ്ടും വിട്ടുന്നു 4 വരത്തില്ലേ? ആൻസർ ഈസ് π/4 × 10⁻³ ആയിക്കോട്ടെ, മേളിൽ കൊണ്ടേ. യെസ്, 10⁻³ ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ പറ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്? E ഈസ് ഈക്വൽ ടു E0 sin ωt
മൈനസ് കെ എക്സ് അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, ഈ 0 സൈൻ എന്തെഴുതാം, കെ എക്സ് മൈനസ് ഒമേഗ ടി. കാരണം ഓപ്ഷൻ എല്ലാം അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ആ ഫോമാറ്റിലേക്ക് കയറിയത്. ഓക്കെ ആണോ? ആൻഡ് അത് ജെ ക്യാപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വൈ ആക്സിലാണ് വേരി ചെയ്യുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്, ആണോ? യെസ്. ഈ 0യുടെ വാല്യൂ പറ, ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് 60 ഇൻറ്റു സൈൻ കെയുടെ വാല്യൂ പറ. കെ എത്ര കിട്ടിയത്? കെ ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 10⁻³ ഇൻറ്റു എക്സും കൂടെ കൊടുത്തോട്ടെ. യെസ്, എക്സ് മൈനസ് ബാക്കി പറഞ്ഞ ഒമേഗയുടെ വാല്യൂ. ഒമേഗയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 3/4 ഇൻറ്റു 10⁻11 പൈയും കൂടെ ഉണ്ട്, പൈ ഇൻറ്റു അവിടെ ഒരു ടീയും കൂടെ വരാനുണ്ട്. ക്ലിയർ അല്ലേ? ജെ ക്യാപ്പ്. മക്കളെ ഈ ഫോമാറ്റിൽ കിടക്കുന്ന ഇ വൈ ഏതൊക്കെയുണ്ടെന്ന് സെലക്ട് ചെയ്തിട്ടേക്ക്. അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു π/4 ഇൻറ്റു 10 സംതിങ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അതുകൂടെ കോമൺ എടുത്തേക്കാം. ദറ്റ് ഈസ് ദ ആൻസർ ബിക്കം 60 സൈൻ. ഞാൻ കോമൺ എടുക്കുകയാണെങ്കിൽ ഒരു π/4 ഇൻറ്റു 10⁻3 കോമൺ എടുത്തോട്ടെ, ഞാൻ കോമൺ എടുത്തോട്ടെ. ബാക്കി ഒന്ന് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് അത് കാണുന്നുണ്ടെന്നുള്ളത്. ബാക്കി അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു എക്സ് വരുന്നുണ്ട്, ആണോ? മൈനസ് 3/4 10⁻11 അല്ലേ? ഇതിൻ്റെ 1π/4 ഇൻറ്റു 10⁻3 എടുത്തോ, എത്ര വരും ബാക്കി? 3 ഇൻറ്റു 10⁻8 ഇൻറ്റു അതിൻ്റെ കൂടെ തന്നെ ടി ഇൻറ്റു ജെ ക്യാപ്പ് വേർ ഡയറക്ഷൻ. അപ്പോൾ ഇതായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നോക്കിയപ്പോൾ തന്നെ ഇതല്ല ആൻസർ ഉറപ്പിച്ചു, ഇതല്ല ആൻസർ ഉറപ്പിച്ചു. ഇനിയുള്ള 2 ഓപ്ഷൻസ് ഇത് രണ്ടുമാണ്. എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് 2 ആൻസേഴ്സ് ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി പറ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? B0 കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ആയില്ലേ, കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആ B0 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് B0? B0 ഈസ് ഈക്വൽ ടു E0/B0 ഈസ് ഈക്വൽ ടു C എന്നാ. അപ്പോൾ എന്തെഴുതാം? നമുക്ക് ഇക്വേഷൻ ഫോർ B0 എഴുതാം. B0 ഈസ് ഈക്വൽ ടു C എന്നല്ലേ? ഓക്കെ, B0 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? E0/C. ഡൗട്ടൊന്നുമില്ലല്ലോ. E0യുടെ വാല്യൂ പറ. 60/3 ഇൻറ്റു 10⁻8 വെട്ടിക്കോ, എത്ര കിട്ടും? 2 കിട്ടത്തില്ലേ? അപ്പോൾ 20/10�8 ഒരു 0 കൂടി വെട്ടുന്നു, എത്ര കിട്ടും? 2 ഇൻറ്റു 10⁻7. മക്കളെ നോക്കിക്കോ, നേരത്തെ ഓപ്ഷനകത്ത് 2 ഇൻറ്റു 10⁻7 വരുന്ന ആരുണ്ട്? ഇവൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെയും കൂടെ വെട്ടിക്കളഞ്ഞോട്ടെ, കാരണം ഇവിടെ 2 മാത്രമേ ഉള്ളൂ, ഇൻറ്റു 10⁻7 ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്ഷൻ ബി തന്നെയായിരിക്കും. സെറ്റ് അല്ലേ? കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷേ ആ മെത്തേഡ് പഠിച്ചു വെച്ചേക്കുക. ഇതേ ടൈപ്പ് എല്ലാം ഒരേപോലെ തന്നെ ചെയ്ത് മാറ്റാവുന്നതാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ലൈറ്റ് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ കംപ്ലീറ്റ്ലി അബ്സോർബിംഗ് സർഫസ് വിത്ത് ആൻ എനർജി ഫ്ലക്സ് ഓഫ് 25 watt/cm². മക്കളെ watt/cm² എന്തിൻ്റെ യൂണിറ്റാണ്? യെസ്, നമുക്കതിന് ഇൻറ്റൻസിറ്റി യൂണിറ്റ് ടൈമിലുള്ള ഇൻറ്റൻസിറ്റി ആയിട്ട് എടുത്തോട്ടെ. യെസ്, ഇഫ് ദ സർഫസ് ഹാസ് ആൻ ഏരിയ ഓഫ് 25 cm², ദ മൊമെന്റം ട്രാൻസ്ഫർ ടു ദ സർഫസ് ഇൻ t = 40 minutes. മക്കളെ പറഞ്ഞേക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റമാണ്. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാലും ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഇക്വേഷൻ എടുത്ത് മാറ്റിത്തരാം. നോക്കിക്കോണേ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. IPC പ്രഷറിൻ്റെ ഇക്വേഷനാണ്, ആണോ? മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പ്രഷറിൻ്റെ അറിയാവുന്ന ഇക്വേഷൻ എഴുതി. ഇനി പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എളുപ്പമായിരിക്കും. എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എടുത്തോട്ടെ. ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ പ്രഷർ ആണ്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കാം. മൊമെന്റം ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഡെൽറ്റ ടി. പഠിച്ചിട്ടുണ്ടല്ലോ. F ഈസ് ഈക്വൽ ടു P/Δt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് കാൾഡ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇനി എന്താ ഡയറക്റ്റ് ആയിട്ട് എഫ് കണ്ടുപിടിക്കാൻ അതിന്, കാരണം നമ്മുടെ കയ്യിൽ I ഉണ്ട്, ആണോ? ഏരിയ ഉണ്ട്, ആണോ? സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫിന് പകരമായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നു I/C ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി. സബ്സ്റ്റിറ്റ്യൂഷൻസ് കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. ഡയറക്റ്റ് നോക്കി എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോക്കിക്കേ, എഫിന് പകരമായിട്ട് ഞാൻ വാല്യൂ കൊടുക്കുന്നു, ഇൻറ്റു ഏരിയയും കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കണ്ടുപിടിക്കുന്നു, ഇൻറ്റു ഡെൽറ്റ ടി അപ്ലൈ ചെയ്തേക്കും. ഇനി പറ, I വാല്യൂ പറഞ്ഞോ? 25. മക്കളെ cm² തന്നെയാണ്, പക്ഷേ ഏരിയ സെൻറ്റിമീറ്റർ ആണ്. രണ്ടുകൂടെ വെട്ടിപ്പോയിക്കോളും, അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഇൻറ്റു 25 ഇൻറ്റു ഡെൽറ്റ ടി. ടി എത്ര തന്നേക്കുന്നത്? 40 മിനിറ്റ് എന്നാ. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റിയേക്കാം? സെക്കൻഡിലേക്ക് മാറ്റിയേക്കുക. 40 ഇൻറ്റു 60 എന്ന് കൊടുത്തേക്കാം. ഡിവൈഡഡ് ബൈ എത്രയാ? C 3 ഇൻറ്റു 10⁻8. നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാം. ഇതിൽ നിന്ന് ഞാൻ 2 zeros വെട്ടിക്കളയുന്നു, ബാക്കി 6 വരും, ആണോ? നെക്സ്റ്റ് 3യും 6 വെട്ടുന്നു, 2 വരും. ഈ 25 ഇൻറ്റു 4 ചെയ്ത് എത്ര കിട്ടും? 100 അല്ലേ? ഇൻറ്റു 25 ഇൻറ്റു 2 ചെയ്ത് എത്ര കിട്ടും? 50 അല്ലേ? ആണോ? ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഒരു 3 zeros കൂടെ കട്ട് ചെയ്തേക്കുക. എത്ര കിട്ടും? 5 ഇൻറ്റു 10⁻3. ഇതേ കിടക്കുന്നു 5 ഇൻറ്റു 10⁻3. സെറ്റ് അല്ലേ?
മക്കളെ നേരത്തെ ക്വസ്റ്റിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പക്ഷേ എല്ലാ ക്വസ്റ്റിനും അതേപോലെ തന്നെ വരില്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ എക്സ്ട്രാ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. സോ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ആ ക്വസ്റ്റിനകത്ത് ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ നമ്മൾ ജനറൽ ആയിട്ടൊരു അപ്രോച്ച് നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് E = E0 n cap sin omega t plus 6y minus 8z, taking unit vectors in x, y, z direction to be I cap, j cap, k cap. The direction of propagation of s, പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആ വേവ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഇവിടെ വേവിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? വേവിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ഇതല്ലേ? ആണോ? കാരണം അതൊരു കോമ്പിനേഷൻ തന്നിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ? വൈയുടെയും സെഡിൻ്റെയും. അപ്പം നമുക്ക് എഴുതാം എന്താണ്? -6y - 8z ആണ് എന്ത് പറഞ്ഞു തരാൻ പോകുന്നത്? നമ്മുടെ ഡയറക്ഷൻ. കാരണം നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ് എക്സ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിലാണെന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ പ്ലസ് തന്നേക്കുന്നു, അതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് എഴുതിയിരിക്കുന്നു. സെറ്റ് അല്ലേ? അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? വെക്ടറായിട്ട്, യൂണിറ്റ് വെക്ടറായിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് തന്നെ. -6j cap + 8k cap ആണെന്നോ അല്ലെന്നോ? ഇതാണ് എന്തിൻ്റെ ഡയറക്ഷൻ? പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ യൂണിറ്റ് വെക്ടറാണ് വേണ്ടുന്നത്. അതിനുവേണ്ടി അവൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. √r² 36 + 64 എത്ര കിട്ടും? 10 കിട്ടത്തില്ലേ? ഇനി പറ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ്? സോറി, യൂണിറ്റ് വെക്ടർ. ഇറ്റ് ഈസ് വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ്. എത്ര കിട്ടി? -6j cap + 8k cap / 10. വെട്ടിക്കോ എത്ര കിട്ടും? -3j cap + 4k cap / 5. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സെറ്റ്. സി നടത്തണം. വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. ഇറ്റ് ഈസ് സി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. മക്കളെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്. കാരണം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ട്രിക്കി ആയിട്ട് തന്നെ വരും. കാരണം ഇതിനകത്ത് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് പൈ കയറി വരുന്നുണ്ട്. പഠിച്ചിട്ടുള്ളതല്ലേ? പൈയുടെ വാല്യൂ കുറച്ചെടുത്ത് കൂടുതലായിരിക്കും. കാരണം എല്ലായിടത്തും ഒമേഗ അങ്ങനെ ഒരു വാല്യൂ വരും. അപ്പോൾ 2πf ആണ്. അപ്പോൾ നമ്മൾ പൈ അപ്ലൈ ചെയ്തേ പറ്റൂ. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഈ ചാപ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഒന്ന്, π² വാല്യൂ നമുക്ക് 10 ആയിട്ട് എടുക്കാം. ഏകദേശം 9 point something കിട്ടും. 3.14 സ്ക്വയർ എടുക്കുമ്പോൾ. അപ്പോൾ പൈയുടെ വാല്യൂ എത്രയായിരിക്കണം? √10 ഇട്ട് ചെയ്യാൻ ശീലിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കുറച്ച് സിമ്പിൾ ആയിട്ട് എടുക്കാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ആൻ AC സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ I = 5 sin 120πt ആംപിയർ. മക്കളെ, ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു കറണ്ടിൻ്റെ? I = I0 sin ωt. പെട്ടെന്ന് പറയാം. ഇവിടുത്തെ I0 എത്രയാണ്? 5 ആണ്. അത് കഴിഞ്ഞാൽ ഒമേഗ എത്രയാണെന്ന് പറഞ്ഞേ? 120π. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേ. ഹൗ ലോങ് വിൽ ദ കറണ്ട് ടേക്ക് ടു റീച്ച് ദ പീക്ക് വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 0? മക്കളെ, ഇതൊരു സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ തന്നെ അറിയാം. 0യിൽ നിന്ന് പീക്ക് വാല്യൂ എത്താൻ അവൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 0യിൽ നിന്ന് പീക്ക് വാല്യൂ എത്താൻ അവൻ എത്ര സമയം എടുക്കും? ഉറപ്പല്ലേ? ഇതല്ലേ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം പീരീഡ് T ആണെങ്കിൽ ഇതിൻ്റെ എത്രയായിരിക്കും? ഇത് T/2. അപ്പോൾ ഇത് T/4 ആയിരിക്കും. T/4 ടോട്ടൽ ടൈം പീരീഡിൻ്റെ വേണം. ആണോ? യെസ്. പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിക്കാണും. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏത് ആംഗിളിലാണ് ഏത് ടൈമിലാണ് ഈ പീക്ക് വാല്യൂ എത്തുന്നത് എന്നുള്ളതാണ്. മക്കളെ ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് ഒമേഗയുടെ ഇക്വേഷൻ എഴുതാൻ പോകും. ഒമേഗ = എന്തായിരുന്നു? 2π/t എന്നല്ലേ? യെസ്. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 120π = 2π/t. പൈയും പൈയുടെ ക്യാൻസൽ ചെയ്യുന്നു. 2ഉം 120യും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 60 എന്ന് കിട്ടും. Therefore നമുക്ക് എഴുതാം T = 1/16 ആണോ? പക്ഷേ നമ്മുടെ കയ്യിൽ എന്തായിരുന്നു? നമുക്ക് വേണ്ടുന്ന T എന്ന് പറഞ്ഞാൽ T/4 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? 1/240. ആൻസർ 1/240 seconds. വെരി ഗുഡ്, വെരി ഗുഡ്. D, ഇറ്റ് ഈസ് ദ ആൻസർ. കാരണം T അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. T അല്ല, നമുക്ക് T/4 ആണ് വേണ്ടുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ടോട്ടൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? T/4. കാരണം 0 മുതൽ പീക്ക് വരെയുള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് a resistance 40 ohm is connected to a source of alternating current rated 220 volt 50 Hz. Find the time taken by the current to change from its maximum value to RMS value. നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചത്. നേരത്തെ പറഞ്ഞത് ഡയറക്റ്റ് ആണെങ്കിൽ ഇതൊരു ഇത്തിരി ടെസ്റ്റഡ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഉണ്ട്, 40 ohm ആണ്. വോൾട്ടേജ് തന്നിരിക്കുന്ന വോൾട്ടേജുകൾ എപ്പോഴും RMS ആണെന്ന് പറയാം, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയണം. പീക്ക് വാല്യൂ എന്ന് പറയാൻ അതെന്താണ്? RMS വാല്യൂ ആണ്. അപ്പോൾ RMS വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് ആണ്. ഫ്രീക്വൻസി 50 Hz ആണ്. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ ടൈം
taken by the current to change from its maximum value to maximum value to അതിൻ്റെ RMS വാല്യൂ. മക്കളെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ V0/√2 അല്ലേ? അപ്പോൾ V0/√2 എന്ന് പറഞ്ഞാൽ ഇവിടെയും കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമാണ് ചോദിച്ചേക്കുന്നത്. ഇത് എത്ര ആംഗിൾ എന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര ഇത് π/2 ആണെങ്കിൽ ഇത് π/4 അല്ലേ? ആണോ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫേസ് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ആംഗിൾ ആയിട്ടുള്ളത്. നോക്കിക്കേ, മനസ്സിലായോ? ശരി, ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു കൊസൈൻ ഫംഗ്ഷൻ എടുത്ത് വെച്ചോട്ടെ. അതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. കാരണം കൊസൈൻ ഫംഗ്ഷനകത്ത് നമുക്ക് ഇങ്ങനെയാണ് വേവ് വേരി ചെയ്യുന്നത്. ആണെന്നോ അല്ലെന്നോ? ആണ്. അപ്പോൾ അതിൻ്റെ 0 ഡിഗ്രിയിലായിരിക്കും പീക്ക് വരുന്നത്, V0 വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ V0/√2 വരുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട്. ഈ ഒരു ആംഗിളിന്റെ ഫേസ് ഡിഫറൻസ് എടുത്താൽ മതി നമുക്ക്. ഇത്രയും ആംഗിൾ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ഡിഫർ ആവാൻ എന്ത് ചെയ്യണം? എത്ര ടൈം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 0 മുതൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾ വരെയുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ω/t എന്ന് കൊടുക്കുക. അത്രയും ഇവിടുത്തെ ΔΦ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ω/t ആയിരിക്കും. ഈ ടി കണ്ടുപിടിച്ചാൽ പോരെ. മനസ്സിലായോ? യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നോക്കേണ്ടത് V0/√2 ആകുമ്പോഴത്തെ ആംഗിൾ എത്രയാണെന്ന്. എങ്കിലല്ലേ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ആണോ? യെസ്. പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ V = V0 sin ω/t ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നു വിക്ക് വരെ എത്ര കൊടുക്കാൻ? V0/√2 കൊടുക്കാൻ. V0 വെട്ടിക്കളഞ്ഞാൽ ω/t എന്ത് കിട്ടും? സോറി, ഞാൻ ഇവിടെ കോസ് ആണ് എടുത്തേക്കുന്നത്. ω/t എന്ത് കിട്ടും? ഉറപ്പായിട്ടും 45 ഡിഗ്രി അല്ലേ കിട്ടുക? കാരണം 1/√2 എത്രയാ? π/4 ആയിരിക്കും. സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്. ω/t = എത്ര എന്തെങ്കിലും കിട്ടിയത്? π/4. ω ഇക്വേഷൻ എന്തായിരുന്നു? 2π f × t = π/4. ദേ ഒരു പൈ. എഫിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ അകത്തുണ്ട്. എത്രയായിരുന്നു അത്? എനിക്ക് തോന്നുന്നു 50 ആണെന്ന് തോന്നുന്നു. എസ് 50 ആണ്. അപ്പോൾ എന്ത് എഴുതാം? 50 × 20 100 t = 1/4. t = 1/400. 1/400 എന്ന് പറയുമ്പോൾ എത്ര വരും? യെസ്, നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത് സെക്കൻഡ് മക്കളെ മില്ലി സെക്കൻഡിലാവും. ഉറപ്പാ, ചെയ്ത് നോക്കണേ. 2.5 മില്ലി സെക്കൻഡ്. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റ് ചെയ്തൊന്നുമില്ല. ഒരു ആംഗിൾ മുതൽ അടുത്ത ആംഗിൾ വരെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആംഗിളിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. അത് ω/t ഇക്വേറ്റ് ചെയ്യുക, ടി കണ്ടുപിടിച്ചേക്കുക. ഓക്കെ, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഫ്രീക്വൻസി തരാറാണ് പതിവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലേ. ഇഫ് വാട്ട്ലെസ് കറന്റ് ഫ്ലോസ് ഇൻ AC സർക്യൂട്ട് ദെൻ ദ സർക്യൂട്ട് ഈസ്. മക്കളെ വാട്ട് വിൽ ബി വാട്ട്ലെസ് കറന്റ്? നെറ്റ് പവർ അല്ലെങ്കിൽ ആവറേജ് പവർ നമുക്ക് എന്താക്കി എടുത്താൽ മതി? 0 ആയി വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറന്റ്. ദാറ്റ് ഈസ് VRMS × IRMS × cos ∅. ഇതല്ലേ പവർ കാണാനുള്ള ഇക്വേഷൻ. ഇത് 0 ആവണമെങ്കിൽ ഉറപ്പായിട്ടും ആര് 0 ആയാൽ മതി? cos ∅ 0 ആയാൽ മതി. cos ∅ 0 ആവണമെങ്കിൽ ∅ എത്രയായിരിക്കണം മക്കളെ? അതായത് ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കണം? π/2 ആയിരിക്കണം. ആണോ? 90 ഡിഗ്രി വരണം. 90 ഡിഗ്രി വരുന്ന ഇത് ഏത് സർക്യൂട്ടില്ല? പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ∅ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത് രണ്ടിലും ഡിഫറൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ആംഗിളിലേ വരത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ എന്ത് തന്നെയായിരിക്കും? ഇറ്റ്സ് എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ് ആരാ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ? ഓർത്തിരിക്കുക. കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. ഇത്രയും ഓർത്താൽ മതി. CC കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. ഓർത്തിരുന്നോടെ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 200 mH is connected to an AC source of EMF 220 volt and frequency 50 Hz. The instantaneous voltage of the source is 0 volt when the peak of current is √A/π ampere. The value of സ്മോൾ എ അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് വെച്ചോളൂ. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാ. ഓക്കെ ആണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇൻഡക്റ്റൻസ് 200 mH. ഓക്കെ ആണോ? ദറ്റ് ഈസ് 2 × 10⁻⁻1 ഹെൻറി. ആൻഡ് ദ വോൾട്ടേജ് V = 220 volt. ഫ്രീക്വൻസി F = 50 Hz. ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് തന്നേക്കുന്നത്? ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഓഫ് സോഴ്സ് 0 ആകുമ്പോഴേ, അതായത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വോൾട്ടേജിന്റെ 0 ആകുമ്പോഴത്തെ കറണ്ടിന്റെ പീക്ക് വന്നിട്ടുണ്ട്. 90 ഡിഗ്രി ഡിഫറൻസ് ആയിരിക്കും. വോൾട്ടേജ് 0 ആയിരുന്നു. അപ്പോൾ പീക്ക് കറണ്ട് കയറി വന്നു. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി പറ ആ കറണ്ടിന്റെ പീക്ക് എഫിന്റെ വാല്യൂ എത്രയാ? 50 അല്ലേ? യെസ്. അപ്പോൾ ഇത് രണ്ടോട് ചേരുമ്പോൾ തന്നെ 100 ആവും. ഞാൻ ചെയ്തോട്ടെ. എത്ര വരും? 10 4 10 20π കിട്ടത്തില്ലേ? യെസ്. XL = 20π. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 220/20π. മക്കളെ കറക്റ്റ് ആണോ എഴുതിയത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? നിങ്ങൾ കണ്ടുപിടിക്കുന്ന സാധനം എന്താ? പീക്ക് വാല്യൂ. എഴുതേണ്ട സാധനം എന്താ? പീക്ക് വാല്യൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ? വെറുതെ പറഞ്ഞേക്കെ AC സോഴ്സ് ഓഫ് EMF. മക്കളെ ഉറപ്പാണ് AC സോഴ്സ് ഓഫ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? RMS ആണ്. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? പീക്കിലേക്ക് മാറ്റണം. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ എളുപ്പമായിരിക്കും. ദറ്റ് ഈസ് 11 √2/π എന്ന് എഴുതാം.
ആണോ? പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൂട്ട് എ ബൈ പൈയുടെ ഫോമാറ്റിലാണ്. അപ്പം നമുക്ക് റൂട്ട് മൊത്തത്തിലാക്കണം. അതിനുവേണ്ടി 11 റൂട്ടിനകത്ത് കയറ്റും. ഇത്ര 121 വരത്തില്ലേ? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 242 റൂട്ട് ബൈ. ഇതാണ് എന്തെന്ന് പറയുന്നത്? റൂട്ട് എ ബൈ പൈ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്തായിരിക്കും ഉറപ്പായിട്ടും? സെറ്റ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഗോപിക കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ സൈനസോഡൽ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 210 സൈൻ 3 × 10⁻³ അപ്പോൾ ഒമേഗ ടി ആണ്. ഇവിടുത്തെ ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട്, V0 തന്നിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും എഴുതാം. V0 ഈസ് ഈക്വൽ ടു 210, ഒമേഗ ഈസ് ഈക്വൽ ടു 3 × 10⁻³ വേറെയും കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എല്ല് തന്നിട്ടുണ്ട്, മില്ലി ഹെൻറിയിലാണെന്ന് ഓർത്താൽ മതി കേട്ടോ. എല്ല് മില്ലി ഹെൻറിയിലാണ്. നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ദറ്റ് ഈസ് 10 × 10⁻³ കപ്പാസിറ്റൻസ് 25 × മൈക്രോ ഫാരഡാണ്. നമുക്ക് ഫാരഡിലേക്ക് മാറ്റി വെച്ചേക്കാം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 100 ഓം ആണ്. സെറ്റ് അല്ലേ? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദ റിസൾട്ടന്റ് കറണ്ട് വിൽ ബി. മക്കളെ ഇത് എന്ത് സർക്യൂട്ടാണ്? ഒരു LCR സർക്യൂട്ട് അല്ലേ? LCR സർക്യൂട്ടിന്റെ ഫേസ് ഡിഫറൻസ് കാണാൻ നിങ്ങൾ ആ ഇംപെഡൻസ് ട്രയാങ്കിൾ ഒന്ന് വരച്ച് പറഞ്ഞേ. എന്തായിരുന്നു ഇംപെഡൻസ് ട്രയാങ്കിൾ വരുന്നത്? ഇംപെഡൻസ് ട്രയാങ്കിളിനകത്ത് 5 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 5 എങ്കിൽ ഇറ്റ് ഈസ് XL - XC. ഇതായിരുന്നു R. അപ്പോൾ tan phi ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ tan phi ഈസ് ഈക്വൽ ടു XL - XC ബൈ R ആണ്. XL കണ്ടുപിടിക്കാൻ പറ്റും, കാരണം L ഉണ്ട്, ഒമേഗയുണ്ട്. ആണോ? XC കണ്ടുപിടിക്കാൻ പറ്റും, സിയും ഒമേഗയും ഉണ്ട്. 6 ക്വസ്റ്റിന് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് അടുത്ത പേജിലേക്ക് പോയി ചെയ്യാം. ദാറ്റ് ഈസ് tan phi ഈസ് ഈക്വൽ ടു പറഞ്ഞു. tan phi ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? XL - XC ബൈ R. നിങ്ങൾ ആദ്യം എനിക്ക് XL കണ്ടുപിടിച്ചത്. XL ഈസ് ഈക്വൽ ടു L ഒമേഗ അല്ലേ? എല്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്? 10 × 10⁻³ അഥവാ 10⁻² ആണോ? ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാ? 3 × 10⁻³ 3 × 10⁻³ ഓക്കെ ആണോ? സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 3 × 10 അഥവാ 30 എന്ന് വരത്തില്ലേ? സെറ്റ്. അടുത്തത് ഒമേഗ സി കണ്ടുപിടിച്ചോ. ഒമേഗ സിയുടെ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും എക്സിയുടെ വാല്യൂ, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/c ഒമേഗ എന്നല്ലേ എഴുതുന്നത്? അതെ, 1/cയുടെ വാല്യൂ C is equal to 25 × 10⁻⁻6 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 3 × 10⁻³ അല്ലേ? യെസ്. സോ 1/25 ഇൻറ്റു എത്ര കിട്ടും? -3 അല്ലേ വരിക? 3 × 10⁻³ വേണേൽ ഇതിനൊക്കെ മേളിൽ കൊണ്ടുപോയിക്കോ. 1000/25 × 3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് 40/3 എന്ന് എഴുതാം. 40/3 ക്ലിയർ ആണല്ലോ? നേരെ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. XL 30 - 40/3 ഡിവൈഡഡ് ബൈ R 100 അല്ലായിരുന്നു പറഞ്ഞിരുന്നത്? യെസ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 90 - 40/300 ആൻസർ 50/300. വെട്ടിക്കോ എത്ര വരും? 1/6 എന്ന് വരത്തില്ലേ? അപ്പോൾ tan phi ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/6. മക്കളെ 1/6 എത്രയായിരിക്കും? യെസ്, ഉറപ്പായിട്ടും 1/6 എടുത്തു കഴിഞ്ഞാൽ 0.17 എടുക്കാം. മനസ്സിലായോ? സെറ്റ്. സോ ആ ക്വസ്റ്റ്യനും പക്കയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരുന്നോണേ, കാരണം ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ പൈ 10⁻⁻ പവർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ചെയ്ത് പ്രാക്ടീസ് ആയില്ലെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ട് കൂടും. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക. ഇൻ എ സീരീസ് LCR സർക്യൂട്ട് ദ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് ആർ L ഈസ് ഈക്വൽ ടു 100 × 10⁻³ capacitance is equal to 100 × 10⁻⁻6 R is equal to 10. They are connected to an AC source of voltage V. തന്നിരിക്കുന്നത് വെറുതെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ തന്നെ RMS ആണെന്ന് ഓർത്തേ പറ്റൂ. ഓക്കെ. ആൻഡ് ഫ്രീക്വൻസി F is equal to 50 Hz. കണ്ടുപിടിക്കേണ്ടത് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി. മക്കളെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ LCR സർക്യൂട്ടിനകത്ത് I is equal to V/Z ആണോ? V/Z കറണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് RMS കറണ്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് എടുത്ത് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ RMS മതി, അപ്പോൾ VRMS/Z ചെയ്താൽ മതി. ഇവിടുത്തെ Z എന്താണെന്ന് പറഞ്ഞുതരാമോ? Z is equal to എത്രയായിരിക്കും? ഉറപ്പായിട്ടും √XL - XC the whole square plus R² ആണോ? അഥവാ Z². നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ XL - XC പ്ലസ് സ്ക്വയർ പ്ലസ് R² എന്നിട്ട് വെച്ചു. ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ ആണോ? സോ അടുത്ത പേജിലേക്ക് കയറിക്കോട്ടെ. Z is equal to പറഞ്ഞോ. Z² is equal to XL - XC. XL എത്രയായിരിക്കും ഇവിടെ? XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. L എത്രയായിരുന്നു ക്വസ്റ്റിനകത്ത്? 10⁻⁻1 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ ക്വസ്റ്റിനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2πf എടുത്തല്ലേ പറ്റൂ. 2π ഇൻറ്റു F എത്രയാണ്? 50 അല്ലേ? യെസ്. 10⁻⁻1 ഇൻറ്റു
100 പൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 10 പൈ. ക്ലിയർ ആണോ? യെസ്. എക്സിയുടെ വാല്യൂ പറഞ്ഞു. എക്സിയുടെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 1/c ഒമേഗ. ദാറ്റ് ഈസ് 1/cയുടെ വാല്യൂ. സിയുടെ വാല്യൂ 10⁻⁻4 ആണ്. എങ്ങനെ കിട്ടി? 100 × 10⁻⁻6 ആണ്. അപ്പോൾ 10⁻⁻4 എന്ന് എഴുതാം. ഇൻറ്റു ഒമേഗ എഗെയിൻ 2πf. 2πfന് വരെ എന്ത് എഴുതാം? 100 പൈ തന്നെ എഴുതിക്കോട്ടെ, കാരണം 2 × 50 ആണോ? സോ ഇവിടുന്ന് വീണ്ടും 2 പോയി കിട്ടും. ബാക്കി എത്ര വരും? 10⁻⁻2 പൈ അഥവാ 100/π എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇനി സെറ്റ് സ്ക്വയറിന് അതോട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10 പൈ മൈനസ് 100/π ആണോ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ എത്രയായിരുന്നു? ആറിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. ആറിൻ്റെ വാല്യൂ 10 ആണ്. അപ്പം 100 എന്ന് എഴുതി വെച്ചേക്കാം. ക്ലിയർ അല്ലേ? സ്ക്വയർ ചെയ്താണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 10 × π² മൈനസ് 100/π എന്ന് വരും ആണല്ലോ. ഹോൾ സ്ക്വയർ പ്ലസ് 100. മക്കളെ ഒന്ന് പറഞ്ഞേ, 10 × പൈയുടെ സ്ക്വയർ 10 തന്നെ എടുക്കാം, 10 തന്നെ എടുക്കാം. π² = 10 ആണ്. അപ്പോൾ എന്ത് വരും? 10 × 10 100. 100 - 100 ദ ഹോൾ ടൈം ഗെറ്റ് ക്യാൻസൽ. 0 ആയി പോകും. ഉറപ്പല്ലേ? ദെൻ 100 തന്നെയല്ലേ വരിക? 100 - 100 0. അപ്പോൾ പിന്നെ അതുണ്ടോ? ഇല്ല. ബാക്കി എന്ത് മാത്രം? 100. അപ്പോൾ z² = 100. z = 10. നേരെ വാ, ആൻസർ വാ. v by z. v എത്രയാ? 220/10. വെട്ടിക്കോ എത്ര വരും? 22. വെരി ഗുഡ്. എല്ലാവർക്കും 22 ആണല്ലോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് VL ആൻഡ് VC ആർ ടോയ്സ് ദാറ്റ് ഓഫ് VR. മക്കളൊന്നുമില്ല. VL = VC = 2VR. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുന്നു. That F = 50 Hz, the inductance of the coil L = 1/kπ. Then what millihenry ആണ്, 10⁻³ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. millihenry ആണ്. ദ വാല്യൂ ഓഫ് കേസ്. മക്കളെ ഇവിടുത്തെ കെ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നെ. ഈ കണ്ടീഷനിൽ നിന്ന് എൽ കണ്ടുപിടിക്കാൻ നമുക്ക് L ഒമേഗ എടുക്കുന്നില്ല എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഇവിടെ VL = VC = 2VR, which means I × XL = I × XC = 2 × IR എന്ന് എഴുതിക്കോട്ടെ. I എല്ലായിടത്തും ക്യാൻസൽ ചെയ്യും. XL = XC = 2R എന്ന് എഴുതാം ആണോ? ക്വസ്റ്റ്യനിൽ ആറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഫിഗർ ശ്രദ്ധിക്കും. ക്വസ്റ്റ്യനിൽ ആറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? XL = 2 × R, ദാറ്റ് ഈസ് 10 എന്ന് എഴുതിക്കോട്ടെ. L ഒമേഗ = 10. സിമ്പിൾ. L കണ്ടുപിടിക്കും. എന്നിട്ട് കമ്പയർ ചെയ്താൽ പോരെ. L = 10/ω. ഒമേഗ = 2πf എന്നല്ലേ? യെസ്. 10/2π. അപ്പോൾ 100f എന്ന് വരും. വെട്ടിക്കോ എത്ര വരും? യെസ്. സോറി, എഫ് ഇനി വേണ്ടല്ലോ. പൈ അല്ലേ എഴുതേണ്ടത്? പൈ ആണ്. വെട്ടിക്കോ എത്ര വരും? 1/10 പൈ ആണ്. ഇതെന്താണ് സാധനം കിട്ടിയിരിക്കുന്നത്? 1/10 പൈ എന്ന് വെച്ചാൽ L ആണ്. ഗിവൺ L = എത്രയാണ്? 1/kπ × 10⁻³ ആണ്. അതാണ് എനിക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 1/10 പൈ എന്ന് കിട്ടിയിരിക്കുന്നത്. സോൾവ് ചെയ്തോടെ. പൈയും കൂടെ വിട്ടുന്നു. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ k = 10⁻² എന്നായിരിക്കും. ഓക്കെ ആണോ? 10⁻². ചെയ്ത് നോക്കണേ. ഒന്ന് സോൾവ് ചെയ്താൽ മതി. ജസ്റ്റ് ആ കെയുടെ വാല്യൂ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 10⁻² എന്നായിരിക്കും. പക്കാ. അടുത്ത ക്വസ്റ്റ്യൻ. For a series LCR circuit versus omega curve, to the left of omega R, the circuit is mainly capacitive. ആണോ ഇല്ലയോ? നിങ്ങൾക്കറിയാം. നിങ്ങൾ അപ്ലൈ ചെയ്ത ഒമേഗ ആറിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ മീനിങ് എന്താണ്? റെസൊണൻസ് ആണെങ്കിൽ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ R മാത്രം. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് മാത്രം ആക്ട് ചെയ്യും. എപ്പോൾ? ഒമേഗ = ωR. സപ്പോസ് ഒമേഗ < ωR ആണെങ്കിലോ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് റെസൊണൻസിനെക്കാട്ടി താഴെയുള്ള ഒരു ഫ്രീക്വൻസി ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അത് XC കൂടുതലുള്ളൊരു സർക്യൂട്ടായിട്ട്, അതായത് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ട് മാറും ആണോ? സപ്പോസ് ഒമേഗ > ωR ആണെങ്കിലോ? യെസ്, അത് XL കൂടുതലുള്ള അഥവാ ഇൻഡക്റ്റീവ് ഉള്ളൊരു സർക്യൂട്ടായിട്ട് മാറും. പഠിച്ചിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ? XL = L ഒമേഗ. നോക്കൂ, ഒമേഗ കൂടിയ ഉറപ്പായിട്ടും XL കൂടുന്നത്. നിങ്ങളുടെ റെസൊണൻസിനെക്കാട്ടി കൂടുതലാണ് ഒമേഗ എങ്കിൽ ഉറപ്പായിട്ടും XL കൂടും. XC = 1/c ഒമേഗ. അപ്പോൾ ഒമേഗ കുറഞ്ഞിരുന്നാലാണ് XC കൂടുന്നത്. അപ്പോൾ കുറഞ്ഞ ഒമേഗകൾക്ക് XC ആയിരിക്കും കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇവിടെ പറഞ്ഞേക്കുന്നു ടു ദ ലെഫ്റ്റ് ഓഫ് ഒമേഗ ആർ, അതായത് കുറഞ്ഞ വാല്യൂ ഓഫ് ഒമേഗ കുറഞ്ഞിരിക്കുന്ന കേസുകളിൽ അവൻ എന്താവുമെന്ന്? അവൻ കപ്പാസിറ്റീവ് ആവുമെന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ കപ്പാസിറ്റീവ് ആവും. കറക്റ്റാ. ഒമേഗ കുറഞ്ഞിരുന്നാൽ അവൻ കപ്പാസിറ്റീവായിട്ട് ആക്റ്റീവ്. ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒമേഗ ആർ സർക്യൂട്ട് ഈസ് മെയിൻലി ഇൻഡക്റ്റീവ്. തെറ്റല്ലേ? കാരണം എന്താ? ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് ഇൻവേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ ഒമേഗ കുറഞ്ഞിരുന്നാൽ XL കുറഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതല്ല. അടുത്തത് ഒമേഗ ആർ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആണ്. അതാണ് റെസൊണൻസ്. അപ്പോൾ ഈ കണ്ടീഷനും ശരിയാണ്.
അപ്പോൾ എ സി ശരിയാണ്. അടുത്ത ഡിയും കൂടെ നോക്കിയേ. അറ്റ് ഒമേഗ ആർ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് 0. അല്ല, കാരണം അവിടെ റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ അതുണ്ട്. ആണോ? സോ എയും സിയും കറക്റ്റാണ്, ബാക്കിയെല്ലാം തെറ്റാ. മനസ്സിലാവുന്നുണ്ടല്ലോ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇൻഡക്ടർ ഓഫ് 0.5 മില്ലി ഹെൻറി, ദറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻³ ഹെൻറി ആണോ? വേണമെങ്കിൽ നിങ്ങൾ 5 ഇൻറ്റു 10⁻⁴ എന്നാക്കിക്കോ. അപ്പോൾ 10ന്റെ പവറിലേക്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത്. അടുത്തത് ഇവിടുത്തെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 200 മൈക്രോ ഫാരഡാണ്, ദറ്റ് ഈസ് 2 ഇൻറ്റു 10⁻⁴ ഫാരഡാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന അവിടുത്തെ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 2 ഓം ആണെന്ന്. Connected to a 220 volt source, if the current is in phase with the EMF, the frequency of the oscillation will be dash into 10⁻² hertz. സിമ്പിളാ. എന്താ പറഞ്ഞേക്കുന്നത്? എനിക്ക് ഒറ്റ സെന്റൻസ് മതി, ആൻസർ ആയി. എന്തായാലും കറണ്ട് ഇൻ ഫേസ് വിത്ത് EMF. മക്കളെ ഇതൊരു LCR സർക്യൂട്ട് ആയിരുന്നു. L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. LCR സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് എന്താണ്? അത് റെസൊണൻസിലാണ് അല്ലേ? കാരണം അത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? റെസൊണൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു XL ആണ് ആ കണ്ടീഷനിൽ. എളുപ്പമല്ലേ? ആണ്. X ഈസ് ഈക്വൽ ടു XL ആണെങ്കിൽ എന്ത് എഴുതാം? L ഒമേഗ ഈസ് ഈക്വൽ ടു 1/C⍵. ദാറ്റ് ഈസ് നമുക്ക് വേണ്ടത് എന്താണ്? ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ കണ്ടുപിടിച്ചൂടെ? ω² ഈസ് ഈക്വൽ ടു 1/LC. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് 1/L 5 ഇൻറ്റു 10⁻⁴ C 2 ഇൻറ്റു 10⁻⁴ എത്ര കിട്ടും? 1/10 വരും. 10 വരുമ്പോഴത്തേക്കും 10⁻⁻7 എന്ന് വരും. ആണോ? 10⁻⁻7. ഇത് ω² അല്ലേ? നമുക്ക് പിന്നെ മേളിലേക്ക് കൊണ്ടുപോകാൻ എന്ത് കിട്ടും? 10⁻⁷ എന്ന് എഴുതിയേക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ഒമേഗയാണ്. ഒമേഗ ഉണ്ടെങ്കിൽ നമുക്ക് 2πf ഉപയോഗിച്ചിട്ട് എഫ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒമേഗ ഡിക്കേഷൻ എന്ത് വരും? 10⁻⁷ ആകുമ്പോൾ റൂട്ട് വരും. അതിനകത്ത് നമുക്ക് കോമൺ എടുക്കാം. കാരണം 10⁻⁸ അല്ലായിരുന്നോ? 7 അല്ലായിരുന്നു മൊത്തത്തിൽ. 8 ആയിരുന്നെങ്കിൽ 4 എന്ന് പറഞ്ഞ് പുറത്ത് വന്നേനെ. പക്ഷേ ഇവിടെ 7 ഉള്ളൂ. അപ്പോൾ നമുക്ക് 6 പുറത്തെടുക്കാം. റൂട്ട് പുറത്ത് 6 വരുമ്പോൾ 3 ആവും. ബാക്കി ഒരു 10 റൂട്ടിനകത്ത് തന്നെ കിടക്കും. ആണോ? ഇതാണ് ഒമേഗ. അപ്പോൾ 2πf ഈസ് ഈക്വൽ ടു എന്തോ ഞാൻ നേരത്തെ പറഞ്ഞു, റൂട്ട് 10 എവിടെ കണ്ടാലും നമുക്ക് ഈ ചാപ്റ്ററിൽ പൈ എന്ന് വിളിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. കാരണം π² 10 ആണ്. അപ്പോൾ പൈ എന്തായിരിക്കാം? റൂട്ട് 10 എടുക്കാം. പൈയും പൈയുടെ ക്യാൻസൽ ചെയ്യും. ആണോ? എഫ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻². 0.5 ഇൻറ്റു 10⁻³ മനസ്സിലാവുന്നുണ്ടോ? സോ ദ ആൻസർ ഈസ് 5. സെറ്റ് അല്ലേ മക്കളെ? ഈ ചാപ്റ്റർ വീണ്ടും പറയാണ്, മാക്സിമം ചെയ്ത് പഠിക്കണം. കാരണം ഡെസിമൽ പാർട്ട് വെച്ച് ക്വസ്റ്റ്യൻസ്, പൈ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കയറി വരും. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് റെസൊണൻസ്, ക്വാളിറ്റി ഫാക്ടർ, ഇങ്ങനത്തെ പോർഷൻസ് ആണ്. സോ നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ നിങ്ങൾ AC കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് മോഡേൺ ഫിസിക്സിലെ 3 ചാപ്റ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലത്തെ കുറച്ച് കൺസെപ്റ്റും JEEക്ക് വരാൻ സാധ്യതയുള്ള JEE ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം മക്കളെ. നമുക്ക് ആദ്യം നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ് പോകുന്നത്. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും, ഈ 2 ടോപ്പിക്കാണ് കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ബേസിക് ആയ കാര്യങ്ങളും, അതേപോലെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 2 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. സോ നോക്കാം നമുക്ക്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. When a light of frequency twice the threshold frequency the incident on a metal, the maximum velocity of emitted electron is V0. നോക്കൂ, ആദ്യത്തെ ഫ്രീക്വൻസീസ് ട്വൈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി, വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസീസ് 2 times ഓഫ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ സമയത്തുള്ള എമിറ്റഡ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി is V1. When the frequency of incident radiation is increased to 5 times the threshold frequency, velocity becomes V2. V2 is equal to x times of V1. ആ x എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു വരുന്ന റേഡിയേഷന്റെ എനർജി h ന്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ h ന്യൂ നോട്ട്. അപ്പൊ കൈനറ്റിക് എനർജി ആയ ഹാഫ് mv² ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ്
ന്യൂ നോട്ട്. ന്യൂ എന്ന് പറയുന്നത് വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി, ന്യൂ നോട്ട് എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഇതിൽ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ m ന്യൂ മൈനസ് ന്യൂ നോട്ട് ഹോൾ റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റിയുടെ എക്സാക്ട് ഇക്വേഷൻ ആയി. ഇതറിയാലോ. ഇതിൻ്റെ അകത്താണ് ബാക്കിയുള്ള പരിപാടി. നോക്കടാ, ആദ്യത്തെ ഫ്രീക്വൻസി ഈസ് ട്വൈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി. സോ v1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ m 2 times of nu naught minus nu naught. 2 times of nu naught minus nu naught എന്ന് പറഞ്ഞാൽ nu naught തന്നെ. സോ v1 is equal to root of 2h by m into nu naught. ഇതാണ് ആദ്യത്തെ ഫ്രീക്വൻസി, ആദ്യത്തെ എമിറ്റഡ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ v2 is equal to root of 2h by m. ഫ്രീക്വൻസി എത്ര ആയിടാ? ഫ്രീക്വൻസി ബിക്കംസ് 5 times of threshold ഫ്രീക്വൻസി. ഇപ്പോൾ 5 ന്യൂ നോട്ട് മൈനസ് ന്യൂ നോട്ട്, 5 ന്യൂ നോട്ട് എന്ന് ഒരു ന്യൂ നോട്ട് പോയാൽ 4 ന്യൂ നോട്ട്. അപ്പോൾ നമുക്ക് v2 ഇങ്ങനെ എഴുതാം, 4 ഞാൻ പുറത്തേക്ക് എഴുതാം, റൂട്ട് ഓഫ് 4 ഇൻറ്റു 2h ബൈ m ഇൻറ്റു ന്യൂ നോട്ട്. ഈ 4നെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ v നോട്ട് ഇസ് ഈക്വൽ ടു 4നെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ 2 ആവുമല്ലോ, 2 ഇൻറ്റു റൂട്ട് ഓഫ് 2h ബൈ m ഇൻറ്റു ന്യൂ നോട്ട്. ശരിയല്ലേ? എന്താ സാധനം? 2h ബൈ m ഇൻറ്റു ന്യൂ നോട്ട് പഴയ വെലോസിറ്റി അല്ലേ. സോ v2 ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് v1. അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താൽ, ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താൽ 2 എന്ന് ചെയ്താൽ. സോ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര വരിക? 2. സോ ആൻസർ ഇസ് 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൈറ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് ഫ്രീക്വൻസി whose photon have energy 3.8 electron volt and 1.4 electron volt respectively. So ഒന്നിൻ്റെ എനർജി 3.8, രണ്ടാമത്തത് 1.4. വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ഇസ് 0.6. The ratio of maximum speed of emitted electron for the 2 frequencies respectively. നോക്കൂ മക്കളെ, ഇതൊരു മെറ്റൽ സർഫസ്, ഇതൊരു മെറ്റലാണെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിലേക്ക് റേഡിയേഷൻ വരുമ്പോൾ റേഡിയേഷൻ്റെ എനർജിനെ ഞാൻ എന്ന് എഴുതുകയാണെന്ന് വിചാരിച്ചു. ഇതിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യണമെങ്കിൽ മിനിമം ഈ മെറ്റൽ സർഫസിൽ വരുന്ന റേഡിയേഷൻ ഒരു മിനിമം എനർജി വേണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എനർജി, ഫോർ എക്സാമ്പിൾ വരുന്ന റേഡിയേഷൻ്റെ എനർജി 3 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മെറ്റൽ സർഫസിൽ റേഡിയേഷൻ വന്ന് വീണിട്ട് ആ മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം വേണ്ട എനർജി ഇസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അതിന്റെ വാല്യൂ 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത്? 3 ഇലക്ട്രോൺ വോൾട്ട്. എത്ര മതി ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ? 2 ഇലക്ട്രോൺ വോൾട്ട് മതി. ബാക്കിയുള്ള എനർജി എന്തിനാ യൂസ് ചെയ്യുക? ദ റിമൈനിങ് എനർജി ഇസ് യൂസ്ഡ് ഫോർ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ഉണ്ടാവും? 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വരുന്ന റേഡിയേഷന്റെ എനർജി 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. നമ്പർ 1 വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന റേഡിയേഷൻ്റെ 2 എനർജി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 3.8 ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ എത്ര? 0.6 പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ആദ്യത്തെ കൈനറ്റിക് എനർജി KE1 ഇസ് ഈക്വൽ ടു 3.8 മൈനസ് 0.6. അപ്പോൾ ആദ്യത്തെ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 3.8 മൈനസ് 0.6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 3.2 ഇലക്ട്രോൺ വോൾട്ട്. ഫസ്റ്റ് ആദ്യത്തെ കൈനറ്റിക് എനർജി കിട്ടി. ഇനി രണ്ടാമത്തെ കൈനറ്റിക് എനർജി ഇതേപോലെ തന്നെ കിട്ടും. രണ്ടാമത്തെ കൈനറ്റിക് എനർജി KE2 ഇസ് ഈക്വൽ ടു സെക്കൻഡ് കേസിൽ വരുന്ന റേഡിയേഷൻ എനർജി എത്ര? 1.4. അതിൽ എത്ര വർക്ക് ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യും? 0.6. സോ 1.4 മൈനസ് 0.6, 1.4 മൈനസ് 0.6 നമുക്ക് 0.8 കിട്ടും. 0.8 ഇലക്ട്രോൺ വോൾട്ട്, റൈറ്റ്? ദെൻ വി നോ ദാറ്റ് കൈനറ്റിക് എനർജിയുടെ റേഷ്യോ KE1 ഡിവൈഡ് ബൈ KE2 എന്ന് പറഞ്ഞാൽ മാസ് സെയിം ആണ്, കാരണം ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ, ബിക്കോസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു v സ്ക്വയർ. അപ്പോൾ KE1 ബൈ KE2 ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ. അപ്പം ഇങ്ങനെ എഴുതാം, നമുക്ക് 2 വാല്യൂ 3.8 ഡിവൈഡഡ് ബൈ 0.8 ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ v2 സ്ക്വയർ. 3.8 0.8 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 32/8. മുകളിലും താഴെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ. 32/8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം? 32/4 വരും. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ. അപ്പോൾ 2 സൈഡിലും റൂട്ട് എടുത്താൽ v1 ഡിവൈഡ് ബൈ v2 ഈസ് ഈക്വൽ ടു 2 വരും. ദാറ്റ് ഈസ് 2:1. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. യു ഗോട്ട് ഇറ്റ്? യാ, ഓപ്ഷൻ ബി. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സമയം കളയുന്നില്ല. ദ ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കാം. നോക്കൂ മക്കളെ, NCERT-ൽ പറയുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്ത്. നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ ആക്ച്വലി ഇലക്ട്രോൺ എന്നല്ല, ഏത് പാർട്ടിക്കിളും ട്രാവൽ ചെയ്യുന്ന സമയത്ത്, മാസ്സുള്ള ഏത് പാർട്ടിക്കിളും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനൊരു മാറ്റർ വേവ് ഉണ്ടാവും, ഒരു വേവ് നേച്ചർ ഉണ്ടാകും എന്നുള്ള അസംഷൻ, കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി ബ്രോഗ്ലിയാണ്.
ലാംഡ ഇസ് ഈക്വൽ ടു h by mv മൊമെന്റം h ഡിവൈഡ് ബൈ മൊമെന്റം. പക്ഷെ അത് എക്സ്പെരിമെന്റലി ഇലക്ട്രോൺ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ് NCERT ഏറ്റവും ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ കൺഫേം ചെയ്യുന്നത്. ഒരു ഹൈ ഇന്റൻസിറ്റി അപ്പിയറൻസ് ഡ്യൂ ടു ഇന്റർഫറൻസ് ഓഫ് സ്കാറ്റേർഡ് ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് അവസാനം. അപ്പോൾ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തത്, എക്സ്പെരിമെന്റലി കൺഫേം ചെയ്തത്. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ അടക്കം ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് അവസാനം പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇലക്ട്രോൺ ഹാവ് വേവ് നേച്ചർ, ദേ ക്യാൻ ഇന്റർഫിയറൻസ് ആൻഡ് ഷോ ഡിഫ്രാക്ഷൻ. നോക്കൂ, അതിൽ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് NCERT വായിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. നിക്കൽ ക്രിസ്റ്റലിന്റെ മുകളിൽ ഇലക്ട്രോണിന്റെ ബീം തട്ടുന്ന സമയത്ത് ഒരു ലെയർ, നിക്കൽ ക്രിസ്റ്റലിന്റെ അറ്റോമിക് ലെയർ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ലെയർ ആണിത്, രണ്ടാമത്തെ ലെയർ ഇത്. ഈ രണ്ട് ലെയറുകൾ തമ്മിൽ ഏകദേശം 0.9 ആംസ്ട്രോം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ ബീം വന്നിട്ട് ഫസ്റ്റ് ലെയറിന് മുകളിൽ തട്ടും, എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യും. കുറച്ച് ഇന്റൻസിറ്റി, കുറച്ച് ഇലക്ട്രോൺ ബീം സെക്കൻഡ് ലെയറിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വരും. ഇത് രണ്ടും കൂടെ ഇന്റർഫിയർ ചെയ്യും. എന്നിട്ടാണ് ഒരു ഹൈ ഇന്റൻസിറ്റി അപ്പിയറൻസ് കിട്ടുന്നത്. അത് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷനാണ്. ദാറ്റ് മീൻസ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, വേവ് നേച്ചർ കാണിക്കുന്ന ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും കാണിക്കും. അത് വേവ് നേച്ചറാണ്. അത് ആര് കാണിക്കും? ഇലക്ട്രോൺ ബീം കാണിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. നെക്സ്റ്റ്, proton, neutron and electron and alpha particle have same energy if lambda p, lambda n, lambda e, lambda alpha are the de Broglie wavelength of proton, neutron, electron and alpha particle respectively. Choose the relation from the following. നോക്കൂ, ആദ്യം അതിൽ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഹാവ് സെയിം എനർജി. നോക്കൂ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി. ഇതിൽ വെലോസിറ്റി എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണെങ്കിൽ ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഇനി ഇവിടെ എനർജി സെയിം ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് എനർജി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതണം. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ്. എനിവേ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അതിൽ നമുക്കൊരു കാര്യം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് മാസ് ആണെങ്കിലും മാസ് കുറഞ്ഞ ആളുകൾക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. മാസ് കുറവുള്ള ആൾക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും മാസ് ഉള്ളത് ആൽഫയ്ക്കാണ്. അപ്പം മാസ് ഓഫ് ആൽഫ ഈസ് ഹൈ. അത് കഴിഞ്ഞാൽ പിന്നെ മാസ് ഉള്ള ആയിരിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ഏറ്റവും മാസ് കുറവാണ്, ഏറ്റവും അവസാനം വരിക. പിന്നെ ഉള്ളത് ന്യൂട്രോണും പ്രോട്ടോണാണ്. ഇവർക്ക് രണ്ടുപേർക്കും, ന്യൂട്രോണും പ്രോട്ടോണും ഓൾമോസ്റ്റ് ഈക്വൽ മാസാണ്. ന്യൂട്രോണും പ്രോട്ടോണും ഓൾമോസ്റ്റ് ഈക്വൽ മാസാണ്. പക്ഷേ ഒരു പൊടിക്ക് അധികം വരുന്ന ആർക്കാ? ന്യൂട്രോൺ ആണ്. സോ മാസ് ഓഫ് ന്യൂട്രോൺ ആണ് അത് കഴിഞ്ഞാൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? മാസ് ഓഫ് പ്രോട്ടോൺ. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നോക്കൂ, ഏറ്റവും കുറവുള്ള ആളാരാ? ഇലക്ട്രോൺ. മാസ് ഏറ്റവും കുറവുള്ള ആൾക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇലക്ട്രോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ വരിക? പ്രോട്ടോൺ. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ വരിക? ന്യൂട്രോൺ. അത് കഴിഞ്ഞാൽ ആർക്കാ വരിക? ആൽഫ. ആൽഫക്കാണ് കൂട്ടത്തിൽ ഏറ്റവും മാസ് കൂടുതൽ, 4 times of m. ഏറ്റവും കുറവ് മാസ് ആർക്കാ? ഇലക്ട്രോൺ. അപ്പൊ ഏറ്റവും കുറവ് മാസ് ഉള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഏറ്റവും കൂടുതൽ മാസ് ഉള്ള ആൾക്ക് ഏറ്റവും കുറവ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ശരിയല്ലേ? അപ്പൊ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാടാ? ഏറ്റവും കുറവ് ആൽഫ, അത് കഴിഞ്ഞാൽ ന്യൂട്രോൺ, അത് കഴിഞ്ഞാൽ പ്രോട്ടോൺ, ദെൻ ഇലക്ട്രോൺ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? വെരി ഗുഡ്. ആരാ എ എന്നൊക്കെ പറയുന്നത്? എ അല്ല, പ്രോട്ടോണും അങ്ങനെ തെറ്റിദ്ധരിക്കാനൊരു സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഓപ്ഷനിലേക്ക് എത്താനൊരു സാധ്യത ഉണ്ട്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് സെയിം ആണെന്ന് ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. കാരണം പല സാഹചര്യത്തിലും നമ്മൾ പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഈക്വൽ ആക്കിയിട്ട് എടുക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ള ധാരണയോട് കൂടി തന്നെയാണ് നമ്മൾ പലപ്പോഴും അത് അപ്രോക്സിമേറ്റ് ചെയ്യാറ്. പ്രോട്ടോണും ന്യൂട്രോണും ഈക്വൽ മാസ് അല്ല, ചെറിയൊരു വ്യത്യാസം രണ്ടുപേർക്കും ഉണ്ട്. ന്യൂട്രോണിന്റെ മാസാണ് അധികം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റൂല, ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, an electron with the speed v and photon with the speed c have same de Broglie wavelength. രണ്ടുപേരുടെയും de Broglie wavelength സെയിം ആണ്. Same de Broglie wavelength. If the kinetic energy and momentum of electron are E and PE, E of photon and P of photon respectively, which of the following options are correct? നിങ്ങൾ നോക്കൂ, which of the following statement is correct? താഴെ കൊടുത്തതിൽ ഏതാണ് ശരിയാവാൻ സാധ്യത? നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ റാൻഡം ആയിട്ട് എല്ലാ ഓപ്ഷനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ പറയാം ആദ്യം. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നു, എനർജി ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mv². And energy of photon is equal to hc/λ. ശരിയല്ലേ? ഇത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി ഇവിടെ താഴെ ഒരു സാധനം കാണാം, ലാംഡ. ഇതെന്താ സാധനം? വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ആണ്. ഇത് ആക്ച്വലി ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ആണ്, ഫോട്ടോൺ. പക്ഷേ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ? de Broglie വേവ് ലെങ്ത് ഹാവ് സെയിം de Broglie വേവ് ലെങ്ത്. രണ്ട് പേരുടെയും വേവ് ലെങ്ത് സെയിം ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിന്റെ de Broglie വേവ് ലെങ്ത്. അപ്പോൾ നമുക്ക് ഫോട്ടോണിന്റെ വേവ് ലെങ്ത് നമുക്ക് h/mv എന്ന് എഴുതാം. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്ത് നോക്കൂ. എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ഹാഫ് mv² ഡിവൈഡഡ് ബൈ, ഇനി നോക്കൂ, hc/λ ആണ്. ആ ലാംഡയ്ക്ക് പകരം ഞാൻ de Broglie വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ കൊടുക്കുകയാണ്. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഇവിടെ അത് പറയുന്നുണ്ട്. ഓക്കെ, hc ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം h/mv. ഓക്കെ അല്ലേ? ഈ എച്ചും ഈ എച്ചും എനിക്ക് കട്ട് ചെയ്യാം, ഈ എമ്മും ഈ എമ്മും കട്ട് ചെയ്യാം, ഈ v² ഈ വിയും കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ഒരു വി മുകളിലുണ്ടാവും. ഈ വിയിൽ ഒരു സ്ക്വയർ ക്യാൻസൽ ആയപ്പോൾ ഒരു വി മുകളിലുണ്ടാവും. ഈ 2 താഴത്തുണ്ടാവും, 2 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സി ഉണ്ട്, ഒരു സി. അപ്പോൾ v ഡിവൈഡഡ് ബൈ 2c. അപ്പോൾ ഏതാ നമ്മളെ ആൻസർ വരടാ? ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് കുറച്ച് കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. Stopping potential for a electrons emitted by a surface illuminated by light of wavelength 6630 Armstrong is 0.42 volt. If the threshold frequency is x into 10⁻13 per second, where x in the value ആണ് കണ്ടുപിടിക്കേണ്ടത്. Given that speed of light is 3 into 10⁻8, Planck's constant is 6.63 into 10⁻−34. ആദ്യം ഞാൻ അങ്ങോട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ചാപ്റ്ററിൽ എനർജി കണ്ടുപിടിക്കാൻ 1-2 ഷോർട്ട് കട്ടുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേവ് ലെങ്ത് ആംസ്ട്രോമിലോ നാനോമീറ്ററിലോ തന്നു കഴിഞ്ഞാൽ എനർജി കണ്ടുപിടിക്കാൻ 1240 ഡിവൈഡഡ് ബൈ ലാംഡ നാനോമീറ്റർ. ലാംഡ ഇൻ നാനോമീറ്ററിൽ തന്നു കഴിഞ്ഞാൽ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കാൻ 1240 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ലാംഡ നാനോമീറ്ററിൽ എത്രയാണോ ആ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 300 നാനോമീറ്റർ ആണെങ്കിൽ 1240 ഡിവൈഡ് ബൈ 300. നിങ്ങൾ കൺവേർഷൻ ഒന്നും ചെയ്യണ്ട. അതുപോലെ വേവ് ലെങ്ത് ആംസ്ട്രോമിലാണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു 12400 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ ആംസ്ട്രോം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 0.42 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 0.42 വോൾട്ട് ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കാം. ലൈറ്റിൻ്റെ എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിപ്പം ആംസ്ട്രോമിലായതുകൊണ്ട് ലൈറ്റിൻ്റെ എനർജി 12400 ഡിവൈഡഡ് ബൈ 6630. ഒരു 0 നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരിക 1240 ഡിവൈഡഡ് ബൈ 663. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, 2നേക്കാൾ ഒരു അല്പം കുറവായിരിക്കും ആൻസർ വരിക. നമുക്ക് ഏകദേശം വരിക 1.87 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതാണ് വരുന്ന റേഡിയേഷൻ്റെ എനർജി. നമുക്കറിയാം, വരുന്ന റേഡിയേഷൻ്റെ എനർജി 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. ഒന്ന് വർക്ക് ഫംഗ്ഷനും, 2 കൈനറ്റിക് എനർജിക്കും.
അപ്പോൾ ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വരുമ്പോൾ വർക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യും, പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും യൂസ് ചെയ്യും. സോ വരുന്ന റേഡിയേഷൻ്റെ എനർജി ആയ 1.87 ഈസ് യൂസ്ഡ് ഫോർ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ അറിയാലോ, 0.42. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര വരിക? 0.42 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ കിട്ടൂലേ? വർക്ക് ഫംഗ്ഷൻ എത്ര കിട്ടുക? 1.87 ഡിവൈഡഡ് ബൈ -0.42 ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ എത്ര മക്കളെ വർക്ക് ഫംഗ്ഷൻ വരിക? നിങ്ങൾ പറ. is equal to work function. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ is equal to 1.870 by -0.42. അപ്പോൾ നമുക്ക് 1.45 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. 1.45 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇതാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് കിട്ടേണ്ടത്. ഓക്കെ, അത് വർക്ക് ഫംഗ്ഷൻ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഹെഡ്സിൽ കണ്ടുപിടിക്കാൻ നമുക്ക് മെത്തേഡ് ഉണ്ട്. എന്താ വെച്ചാൽ energy in electron volt is equal to 4.14 into 10 raised to -15 into frequency in hertz. ഇത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എന്താടാ? എച്ച് ന്യൂ അല്ലേ? അപ്പോൾ എനർജി ജൂളിൽ കിട്ടണമെങ്കിൽ 6.6 into 10 raised to -34 into ഫ്രീക്വൻസി. ഇതിൽ എനർജി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? എനർജി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കാൻ ഇതിനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6.6 into 10 raised to -34 into ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 1.6 into 10 raised to -19. ഇത് സോൾവ് ചെയ്യുമ്പോൾ മുകളിൽ 15 വരും. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4.1 ആ നമ്പർ കിട്ടുന്നത്. സോ എനിവേ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, റൈറ്റ്? അപ്പോൾ എനർജി നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നമ്മൾ വാല്യൂ? 1.45 is equal to 4.14 into 10 raised to -15 into frequency. അപ്പോൾ ഇതെടുത്ത് താഴത്തേക്ക് ഇടുക. 1.45 divided by 4.14 into 10 raised to -15 that is equal to frequency. So frequency is equal to ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1.45 ഡിവൈഡഡ് ബൈ 4.14 10 raised to -50 മുകളിലേക്ക് പോയാൽ 10 raised to +15 ആവും. അത് രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 0.35 into 10 raised to 15. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ 0.35നെ 35 into 10 raised to 13 ഹെഡ്സ് എന്ന് ചെയ്താൽ ശരിയല്ലേ? ഇവിടെ നമ്മളെ ആൻസർ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? x into 10 raised to 13 എന്നാണ്. x into 10 raised to 13 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 1/t ആണ്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് വരിക. അപ്പോൾ 10 raised to 13 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അതിൻ്റെ കൂടെ വരുന്ന നമ്പറാണ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്പർ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 35. സോ ആൻസർ ഇസ് 35. 35. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇത് ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ മക്കളെ. An alpha particle and carbon-12 atom has same kinetic energy. The ratio of their de Broglie wavelength. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് മാത്രം. ഇതിൽ സാധാരണ നമുക്ക് പരിചയമുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഡ്യൂട്രോണ്, ആൽഫ പാർട്ടിക്കിൾ. ശരിയല്ലേ? സാധാരണ നമുക്ക് പരിചയമുള്ള പാർട്ടിക്കിൾ. ഇവിടെ കാർബൺ-12 എന്നൊരു സാധനം തരുന്നുണ്ട്. ഇത് നമുക്കറിയുന്ന ആൾ തന്നെയാണ്. പ്രോട്ടോണിന്റെ മാസ് 1 AMU ആണ്. ശരിക്കും 1 AMU നമുക്ക് M എന്ന് എഴുതാം. എം എന്ന് പറഞ്ഞാൽ ഒരു AMU എന്ന് വിചാരിച്ചു. പ്രോട്ടോണിന്റെ മാസ് എക്സാക്ട്ലി അല്ല, അപ്രോക്സിമേറ്റ്ലി 1 AMU ആണ്. അങ്ങനെയെങ്കിൽ ആൽഫന്റെ മാസ് വരിക 4m ആണ്. ആൽഫന്റെ മാസ് 4m. ഇനി കാർബൺ-12 ആറ്റത്തിന്റെ മാസ് ഈ AMUനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? 1 AMU എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 1/12 ഓഫ് C12. കാർബൺ-12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 ആണ് 1 AMU എന്ന് പറയുന്നത്. സോ 1 AMU ആയ നമ്മൾ എം എന്ന് പറയുന്ന സാധനം ഈസ് ഈക്വൽ ടു 1/12 ഓഫ് കാർബൺ-12ന്റെ മാസ്. ഓക്കെ, അപ്പോൾ ഈ 12 എങ്ങോട്ട് കിട്ടാൽ C12ന്റെ മാസ് എത്ര വരിക? 12 ടൈംസ് ഓഫ് M. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ഒരു AMUനെ ഞാൻ M എന്ന് വിളിക്കുകയാണ്. കാർബൺ-12ന്റെ മാസിന്റെ 1/12 ആണ് M എന്ന് പറയുന്നത്. അപ്പോൾ ആ 12 അങ്ങോട്ട് കൊണ്ടുപോയാൽ കാർബൺ-12ന്റെ മാസ് എത്ര വരുടാ? 12m വരും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. An alpha particle and carbon-12 atom has same kinetic energy. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമുക്ക് വേണ്ട ആൽഫയും C12 അല്ലേ? അപ്പോൾ ആൽഫൻ്റെത് h ഡിവൈഡഡ് ബൈ √2 into
2mke ആണ് റൂട്ട് ഓഫ് താഴെ വരേണ്ട അതിൻ്റെ അത് വരേണ്ട ക്വാണ്ടിറ്റീസ് റൂട്ട് ഓഫ് 2mke. അപ്പോൾ അതിൽ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആൽഫൻ്റെ മാസ് എത്ര 4m വരും. 4mke divided by carbon 12 C12 that is equal to h divided by root of C12ന്റെ മാസ് എത്ര വരിക 12m. 2 into 12m kinetic energy, right? അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആൾക്കാരെ കട്ട് ചെയ്യുക. h കട്ടാവും, 2 കട്ടാവും, k കട്ടാവും, m കട്ടാവും. അപ്പോൾ 12 നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ ലാംഡ ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ലാംഡ ഓഫ് C12 ഈസ് ഈക്വൽ ടു 12 നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ റൂട്ട് ഓഫ് 12 divided by 4 വരും. 12ഉം 4ഉം കട്ട് ചെയ്താൽ നമുക്ക് എത്ര വരിക 3 വരിക. സോ ആൻസർ ഇസ് റൂട്ട് 3. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക റൂട്ട് 3:1. റൂട്ട് 3:1 നമ്മുടെ ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് ന്യൂക്ലിയസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. നമ്മളെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ന്യൂക്ലിയസ് നോക്കടാ. ഒന്നാമത്തെ ചോദ്യം, എ ന്യൂക്ലിയസ് എ ഹാവിംഗ് മാസ് നമ്പർ 220. അപ്പോൾ 220 മാസ് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഞാൻ ഇതിനെ പാരന്റ് ന്യൂക്ലിയ എന്ന് വിളിച്ചു. ഇതിന്റെ മാസ് നമ്പർ 220 ആണ്. 220 ആൻഡ് ഇറ്റ് ഈസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 56 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 56 mega electron volt. It is split into two fragments B and C of mass number 105 and 115. അപ്പോൾ നോക്കൂ, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരെണ്ണത്തിൻ്റെ മാസ് നമ്പർ എത്രടാ 105. രണ്ടാമത്തെ മാസ് നമ്പർ എത്ര 115. ഓക്കെ, the binding energy of nucleons in B and C is 6.4 mega electron volt. അതായത് ബിക്കും സിക്കും ഒരേ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ ആണ്. ബിന്റെയും സിന്റെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ സെപ്പറേറ്റ്ലി അല്ല, രണ്ടിന്റെയും സെയിം ആണ്. അതിന്റെ വാല്യൂ എത്ര വരുന്നത് 6.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെയും 6.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ എനർജി റിലീസ്ഡ് പെർ ഫ്യൂഷൻ ഈസ്. ഒരു ഫ്യൂഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാനൊന്നുമില്ല. പാരന്റ് ന്യൂക്ലിയസിന്റെ എനർജി ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക, ഡോട്ടർ ന്യൂക്ലിയന്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക, രണ്ടും സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പാരന്റ് ന്യൂക്ലിയ എന്റെ ബൈൻഡിങ് എനർജി എത്ര നോക്കാം. എന്റെ ബൈൻഡിങ് എനർജി നോക്കൂ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഒരു ന്യൂക്ലിയോന്റെ ബൈൻഡിങ് എനർജിയാണ്. ഒരു ന്യൂക്ലിയോൺ പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോണെ ബൈൻഡ് ചെയ്യാൻ വേണ്ട എനർജിയാണ് എന്ത് 5.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ബൈൻഡിങ് എനർജി കിട്ടാൻ എന്ത് ചെയ്യണം 220 into 5.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് പാരന്റ് ന്യൂക്ലിയന്റെ ബൈൻഡിങ് എനർജി. ഇനി നമുക്ക് ഡോട്ടർ ന്യൂക്ലിയ നോക്കാം. ഡോട്ടർ ന്യൂക്ലിയ ബിയും സിയും ആണ്. സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ബിയും സി ആയിട്ട് മാറും. പക്ഷേ രണ്ടിൻ്റെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയം സെയിം ആണ്. അപ്പോൾ നമുക്ക് ബിൻ്റെയും സിൻ്റെയും ചേർത്ത് ബി പ്ലസ് സിൻ്റെയും ചേർത്ത് ചെയ്താണെങ്കിൽ ഇതിൻ്റെ എത്ര മാസ് നമ്പർ 105. അപ്പോൾ 105 into 64 പ്ലസ് ഇതിൻ്റെ ബൈൻഡിങ് മാസ് നമ്പർ എത്ര 115 into ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ 6.4. ദീസ് മച്ച് ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ബി പ്ലസ് സിൻ്റെ ബൈൻഡിങ് എനർജി വരിക 105ഉം 115ഉം ആഡ് ചെയ്യാം. 105ഉം 115ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 110ഉം 220 തന്നെ വരും. 220 ഇൻറ്റു ഇത് കോമൺ അല്ലേ 6.4 കോമൺ അല്ലേ. ഇത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ ഇത് 6.4ഉം ഇത് 6.2ഉം ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോഴേ ടോട്ടൽ കിട്ടുള്ളൂ. പക്ഷേ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്കൊരു സുഖമുണ്ട്. ഈ കോമൺ ആയിട്ട് ഈ വാല്യൂനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇവിടെ 6.4 വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിൻ്റെ ഡിഫറൻസ് കാണാം. ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ഇവിടെ വലുത് ഇതാണ്, ചെറുത് ഇത്. അപ്പോൾ 220 into 6.4 മൈനസ് 220 into 5.6. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 220 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 6.4 മൈനസ് 5.6. അപ്പോൾ 220 ഇൻറ്റു 6.4 മൈനസ് 5.0.8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ 220നേക്കാൾ കുറവായിരിക്കും 176. ദാറ്റ് മീൻസ് 176 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? യാ, ഗോപിക, ശിവാനി, ഗോപിക, ഷിഫാന, ഓക്കെ, കൃഷ്ണൻ പി കെ, ഓക്കെ, ഗോപിക, ശ്രീലാൽ, ഓക്കെ, ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സാമ്പിൾ കണ്ടെയ്ൻ 10⁻⁴
-2 kilogram each of two substance A and B. ഹാഫ് ലൈഫ് രണ്ടിൻ്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് 4ഉം 8ഉം ആണ്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ഹാഫ് ലൈഫിൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് നമ്പർ ഓഫ് ന്യൂക്ലിയ ലെഫ്റ്റ് ഇൻ ദാറ്റ് സാമ്പിൾ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയ ഡിവൈഡഡ് ബൈ 2n. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ആണ്. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, 10⁻² ആണ് സാമ്പിൾ ഉള്ളത്. രണ്ട് മെറ്റീരിയൽ ഉണ്ട്, രണ്ടിൻ്റെയും വെയിറ്റ് അല്ലെങ്കിൽ മാസ് 10⁻² കിലോഗ്രാം ആണ്. ഈച്ച് ഓഫ് ടു സബ്സ്റ്റൻസ് എ ആൻഡ് ബി. ഹാഫ് ലൈഫ്, ഒന്നിൻ്റെ ഹാഫ് ലൈഫ് 4ഉം രണ്ടാമത്തെ ഹാഫ് ലൈഫ് 8 സെക്കൻഡും ആണ് റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ് ഇസ് 1:2. അവരുടെ അറ്റോമിക് വെയിറ്റിൻ്റെ റേഷ്യോ 1:2 ആണ്. ഈ വാല്യൂനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് അവസാനം നോക്കാം. ദ റേഷ്യോ ഓഫ് ദെയർ മാസ്, റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് the amount of A and B after 16 സെക്കൻഡ്. 16 സെക്കൻഡ് കഴിഞ്ഞാൽ അവരുടെ മാസുകൾ എത്ര ബാക്കിയുണ്ട് അതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഈ 16 സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും എത്ര ഹാഫ് ലൈഫാണ് നോക്കുക. അപ്പം 4 സെക്കൻഡ് ഹാഫ് ലൈഫ് ഉള്ള ആൾക്ക് 16 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ലൈഫ് കടന്നു പോകും? 4 ഹാഫ് ലൈഫ് കടന്നു പോകും. ശരിയല്ലേ? 4 × 4 അല്ലേ 16, അല്ലെങ്കിൽ 16/4 4 അല്ലേ? ഇനി ഇതിൻ്റെ ഹാഫ് ലൈഫ് എത്ര? രണ്ടാമത്തെ 8 അല്ലേ? അപ്പോൾ ഹാഫ് ലൈഫ് 8 ആണെങ്കിൽ 8 + 8 16 ആയി. അപ്പോൾ 2 ഹാഫ് ലൈഫ് ആകുമ്പോഴേക്കും 16 ആവും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് എത്ര? 2. ഒന്നിൻ്റെ ഹാഫ് ലൈഫ് 4ഉം നമ്പർ ഓഫ് ഹാഫ് ലൈഫ് 4ഉം രണ്ടാമത്തേൻ്റെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് 2 ആണ്. റെഡി? ഇനി നമുക്ക് നോക്കാം രണ്ടിൻ്റെയും ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയ, അതായത് N0 ഓഫ് എ എത്ര വരികയെന്നറിയോ? N0 ഓഫ് എ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്, മോളാർ മാസ്. അപ്പോൾ രണ്ടിൻ്റെയും അറ്റോമിക് മാസുകൾ തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അപ്പോൾ ഒന്നിൻ്റെ 1 എടുത്താൽ നമുക്ക് മറ്റേതിൻ്റെ 2 എടുക്കാം. അപ്പോൾ ഗിവൺ മാസ് 10⁻² ഡിവൈഡഡ് ബൈ അറ്റോമിക് വെയിറ്റ് എത്ര വരിക? 1:2 ആണ് റേഷ്യോ. അപ്പോൾ ഒന്നിൻ്റെ നമുക്ക് 1 എടുക്കാം, മറ്റേതിൻ്റെ 2 എടുക്കാം. കാരണം നമുക്ക് റേഷ്യോ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ 1 എടുക്കാം. ഇനി N0 ഓഫ് ബി എത്ര വരിക? 10⁻² ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ N0 ഓഫ് എ ഡിവൈഡഡ് ബൈ N0 ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ 10⁻²/1 ഡിവൈഡഡ് ബൈ 10⁻²/2. 10⁻², ക്യാൻസൽ ആവും. അപ്പോൾ N0 ഓഫ് എ ഡിവൈഡഡ് ബൈ N0 ഓഫ് ബി ഈസ് ഈക്വൽ ടു 2 വരും. ഇത് അവിടെ കട്ടെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് ആവശ്യം വരും. ഇനി നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയ ലെഫ്റ്റ് ഇൻ ദറ്റ് സാമ്പിൾ ആഫ്റ്റർ സം ടൈം Na ഡിവൈഡഡ് ബൈ Nb ദാറ്റ് ഈസ് ഈക്വൽ ടു N0a ഡിവൈഡഡ് ബൈ 2n N0b ഡിവൈഡഡ് ബൈ 2n. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ N1 N2 എന്ന് എഴുതാം. ആദ്യത്തിൻ്റെ ഹാഫ് ലൈഫ് എത്രടാ? 4. രണ്ടാമത്തിൻ്റെ ഹാഫ് ലൈഫ് എത്ര? രണ്ടാമത്തിൻ്റെ ഹാഫ് ലൈഫ് 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു N0a ഡിവൈഡഡ് ബൈ 2⁴ N0b ഡിവൈഡഡ് ബൈ 2⁵2. അപ്പം ഇങ്ങനെ എഴുതാം, N0a ഡിവൈഡഡ് ബൈ N0b ഇൻറ്റു 2⁵2 ഡിവൈഡഡ് ബൈ 2⁴. ഈ N0a ഡിവൈഡഡ് ബൈ N0b നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര? 2 ആണ്. സോ നമുക്ക് എത്ര ചെയ്താ? 2 ഇൻറ്റു 2⁵2 ഡിവൈഡഡ് ബൈ 2⁴. അപ്പോൾ ഇതും ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2⁵2 കിട്ടും. പിന്നെ ഈ 2ഉം 2⁵2ഉം കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 1/2 കിട്ടുക. 1/2. സോ 1/2 ആണ് ആഫ്റ്റർ സം ടൈംസ് ഇവരുടെ നമ്പർ ഓഫ് ന്യൂക്ലിയൻ്റെ റേഷ്യോ വരിക. Na ഡിവൈഡഡ് ബൈ Nb ഈസ് ഈക്വൽ ടു 1/2 കിട്ടുക. അത്രയും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ലെഫ്റ്റ് ഇൻ ദാറ്റ് സാമ്പിൾ ഇസ് 1/2. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആഫ്റ്റർ 16 സെക്കൻഡ്സ് അവരുടെ കയ്യിലുള്ള ബാക്കിയുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയറിൻ്റെ റേഷ്യോ x/100 ആണ്. അതായത് ഈ 1/2 എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യനിൽ പറയുന്നത് x/100 എന്നാണ്. ആഫ്റ്റർ 16 സെക്കൻഡ്സ് ഇവരുടെ ഈ നമ്പർ ഓഫ് ന്യൂക്ലിയ ലെഫ്റ്റ് ഇൻ ദാറ്റ് സാമ്പിളിന്റെ റേഷ്യോ വരിക x/100 ആണ്. 16 സെക്കൻഡുകൾക്ക് ശേഷം x/100. 16 സെക്കൻഡുകൾക്ക് ശേഷം ഇവരിലെ ബാക്കിയുള്ള ന്യൂക്ലിയസിന്റെ റേഷ്യോ നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഈ x/100 ആണ് നമുക്ക് 1/2 എന്ന് കിട്ടിയത്. അങ്ങനെയാണ് x കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഈ 100ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് x എത്ര കിട്ടുക? 100 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് എത്ര കിട്ടുക? 50 കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 50. ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ഇതും കട്ടാവും. 5/10 നമുക്ക് കറക്റ്റ് 1/2 തന്നെ കിട്ടും. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ 1/2 കിട്ടണമെങ്കിൽ എക്സ് എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ Na/Nb is equal to 1/2. ക്വസ്റ്റ്യനിൽ പറയുന്നു Na/Nb is equal to x/100. അപ്പോൾ x/100 is equal to 1/2. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ എത്ര വരിക? 50. ഓക്കെ, ഷിഫാന 25 അല്ല കേട്ടോ, 50. നെക്സ്റ്റ്, ഹൗ മെനി ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് വെൻ യുറേനിയം
ഡീകേ ഇൻറ്റു ലെഡ്. നോക്കൂ, ആൽഫ എത്ര പോയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ മാസ് നമ്പറിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. കാരണം ആൽഫ ഈസ് സിമിലർ ടു ഹീലിയം ന്യൂക്ലിയസ്, ശരിയല്ലേ? ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസിന് സിമിലർ ആണ്. ഒരു ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ 4ഉം അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഒരു ഹീലിയം റിലീസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ റിലീസ് ചെയ്താൽ മാസ് നമ്പർ 4 വെച്ച് കുറയും. മാസ് നമ്പർ 4 വെച്ച് കുറയും. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ ഒരു ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഹീലിയം റിലീസ് ചെയ്താൽ മാസ് നമ്പർ 4 വെച്ച് കുറയും. പിന്നെ ഇവിടെ ബീറ്റ ഡീകേ സംഭവിക്കുന്നുണ്ട്. ബീറ്റ രണ്ടെണ്ണുണ്ട്, ബീറ്റ പ്ലസ്സും ഉണ്ട്, ബീറ്റ മൈനസും ഉണ്ട്. ബീറ്റ പ്ലസ് നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 1 കുറയും. ബീറ്റ മൈനസ് നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 1 കൂടും. അപ്പോൾ ബീറ്റ പ്ലസ് ഡീകേ നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ബീറ്റ പ്ലസ് ഡീകേ നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 1 കുറയും. ഒരു ബീറ്റ മൈനസ് ഡീകേ നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 1 കൂടുകയും ചെയ്യും. അപ്പോൾ ബീറ്റ പ്ലസ് നടന്നാൽ അറ്റോമിക് നമ്പർ കുറയും, ബീറ്റ മൈനസ് നടന്നാൽ അറ്റോമിക് നമ്പർ കൂടും. പ്ലസ് നടന്നാൽ അറ്റോമിക് നമ്പർ മൈനസ്, മൈനസ് നടന്നാൽ അറ്റോമിക് നമ്പർ പ്ലസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കൂ, യുറേനിയത്തിൻ്റെ യുറേനിയത്തിൻ്റെ മാസ് നമ്പർ വരുന്നത് 238 ആണ്. അത് ലെഡ് ആയിട്ട് മാറുന്ന സമയത്ത് 206 ആയി. അപ്പോൾ മാസ് നമ്പറിൽ എത്ര ഡിഫറൻസ് ഉണ്ട് നോക്കുക, 238 മൈനസ് 206. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് കിട്ടും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒരു ആൽഫ പാർട്ടിക്കിൾ പോകുന്ന സമയത്ത് മാസ് നമ്പർ 4 വെച്ചിട്ടാണ് കുറയുക. അപ്പം 2 ആൽഫ പാർട്ടിക്കിൾ പോയാൽ മാസ് നമ്പർ 8 കുറയും. 3 എണ്ണം പോയി കഴിഞ്ഞാൽ അപ്പോൾ എത്ര കുറയുന്നോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫൻ്റെ എണ്ണം കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരിക, 34 ഡിവൈഡഡ് ബൈ 4. 34 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ 8 ആൽഫ പാർട്ടിക്കിൾ റിലീസായി. 8 ആൽഫ റിലീസായി. ഈ 8 ആൽഫ റിലീസ് ആവുന്ന സമയത്ത് മാസ് നമ്പർ കുറഞ്ഞു, അതേപോലെ അറ്റോമിക് നമ്പർ കുറയും. ഇപ്പം ആൽഫ പോകുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 2 വെച്ച് കുറയുന്നില്ലേ? അപ്പോൾ ഒരു ആൽഫ പോയ അറ്റോമിക് നമ്പർ 2 വെച്ച് കുറയും. അപ്പോൾ 8 ആൽഫ പോയ അറ്റോമിക് നമ്പർ എത്ര കുറയണം? 16 കുറയണം. അപ്പോൾ അറ്റോമിക് നമ്പർ 16 കുറഞ്ഞാൽ ഈ 92 16 കുറയണം. 92 16 കുറഞ്ഞു കഴിഞ്ഞാൽ 92 മൈനസ് 16 76 ആവണം, ശരിയല്ലേ? 76 ആവണം. പക്ഷേ 76 ആയിട്ടില്ല. ഇവിടെ എത്ര ആയിട്ടുള്ളൂ? 82 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ മാത്രമായിരുന്നു റിലീസ് ചെയ്തത് എങ്കിൽ, 8 ആൽഫ പാർട്ടിക്കിൾ റിലീസ് ചെയ്തിരുന്നു എങ്കിൽ മാസ് നമ്പർ 206 ആവും, കറക്റ്റാണ്. അതുപോലെ അറ്റോമിക് നമ്പർ എത്ര ആവണം? അറ്റോമിക് നമ്പർ കുറഞ്ഞിട്ട് 76 ആവണം. 76 ആയിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ പ്രതീക്ഷിച്ച കുറവിനേക്കാൾ കൂടുതൽ കുറവാണ് കുറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചത് 92 76 ആവണം എന്നാണ്, പക്ഷെ അത്ര കുറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പർ കൂടിയിട്ടുണ്ട് എന്ന്. ഇവിടെ എത്ര ആയിട്ടാണ് കുറഞ്ഞ? 82. അപ്പോൾ 76 82 ആവണമെങ്കിൽ എത്ര കൂടണം? +6 കൂടണ്ടേ? +6 കൂടണ്ടേ? ഓക്കെ, അപ്പോൾ +6 വരണമെങ്കിൽ ബീറ്റ പ്ലസ് ആയിരിക്കണോ ബീറ്റ മൈനസ് ആയിരിക്കണോ നടന്നിട്ടുണ്ടാവുക? ബീറ്റ പ്ലസ് നടന്ന അറ്റോമിക് നമ്പർ പിന്നെയും കുറയുക ചെയ്യാം. ബീറ്റ മൈനസ് ഡീകേ നടന്നിട്ടുണ്ടാവും, ബീറ്റ മൈനസ് ഡീകേ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടും. അപ്പോൾ ഒരു ബീറ്റ മൈനസ് നടന്നാൽ അറ്റോമിക് നമ്പർ 1 കൂടും. അപ്പോൾ ഇവിടെ 6 ബീറ്റ കൂടണമെങ്കിൽ 6 അറ്റോമിക് നമ്പർ 6 വെച്ചിട്ട് കൂടണമെങ്കിൽ എത്ര ബീറ്റ പോയിട്ടുണ്ടാവും? 6 ബീറ്റ റിലീസ് ചെയ്യുന്നുണ്ടാവും. ബീറ്റ മൈനസ് ആട്ടോ, ബീറ്റ മൈനസ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം 8 ആൽഫയും 6 ബീറ്റയും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. 8 ആൽഫ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. 8 ആൽഫ 6 ബീറ്റ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ക്യാൻ ഡീകേ ബൈ 2 ഡിഫറെൻറ്റ് പ്രോസസ്. അപ്പോൾ നോക്കൂ, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതാണ് ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതിൻ്റെ അകത്ത് 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്, 2 ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഇപ്പം ആൽഫ എമിഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആൽഫ എമിഷൻ നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബീറ്റയും നടക്കുന്നുണ്ട്. അപ്പോൾ ആൽഫ എമിഷൻ നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് ബീറ്റയും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് 2 ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ ഡിസിൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഡീകേ ബൈ 2 ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഹാഫ് ലൈഫ് ഫോർ ഫസ്റ്റ് പ്രോസസ് ഈസ് 3. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൻ്റെ ഹാഫ് ലൈഫ് T½ 3 ആണ്. രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ T½ വൈൽ സെക്കൻഡ് ഈസ് 4.5 ഹവേഴ്സ്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ഹാഫ് ലൈഫ് 4.5 ഹവേഴ്സ്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ T½ 4.5. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ 2 ഡിഫറെൻറ്റ് പ്രോസസ്സ്, ഒന്ന് ആൽഫയും ഒന്ന് ബീറ്റയും, അതിൽ ഒന്ന് ഗാമയും ഒന്ന് ബീറ്റ, ഏതോ 2 ഡിഫറെൻറ്റ് പ്രോസസ്സ്. 2 ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ
ഡീകേ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിനും രണ്ട് ഹാഫ് ലൈഫ് ആയിരിക്കും. അപ്പോൾ ആൽഫ ആയിട്ട് നടക്കുന്നതിൻ്റെ ഹാഫ് ലൈഫും ബീറ്റ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിൻ്റെ ഹാഫ് ലൈഫും രണ്ടും രണ്ട് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണ് നെറ്റ് ഹാഫ് ലൈഫ് എത്ര എന്നാണ് ഞങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ പറഞ്ഞുതരാം. ഇങ്ങനെ രണ്ട് പ്രോസസ്സ് വഴി ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരെണ്ണത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് λ1 രണ്ടാമത്തേൻ്റെ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് λ2 ആണെങ്കിൽ നെറ്റ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് λ എഫക്റ്റീവ് ഈക്വൽ ടു λ1 പ്ലസ് λ2. ഒന്നുമില്ല, നമ്മൾ റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ ഒക്കെ പറയില്ലേ, സീരീസിലാകുമ്പോൾ R1 പ്ലസ് R2, പാരലാകുമ്പോൾ 1/R is equal to 1/R1 പ്ലസ് 1/R2. അതുപോലെ അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ രണ്ട് ഡിഫറെന്റ് പ്രോസസ്സിൽ ഡിസിൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ രണ്ടിന്റെയും ഹാഫ് ലൈഫും രണ്ടിന്റെയും ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് സെപ്പറേറ്റ് ആയിട്ട് തരും. എന്നിട്ട് നമ്മളോട് ടോട്ടൽ നെറ്റ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എഫക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ λ1 പ്ലസ് λ2. ഇനി ഹാഫ് ലൈഫ് ആണ് ചോദിക്കുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാം. ലാംഡന്റെ ഇക്വേഷൻ എന്താ? 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. അത് എഫക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 1 പ്ലസ് 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ് 2. 0.693 ക്യാൻസൽ ചെയ്യാം. സോ 1 ബൈ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി ഹാഫ് 1 പ്ലസ് 1 ബൈ ടി ഹാഫ് 2. അപ്പോൾ രണ്ട് ഡിഫറെന്റ് പ്രോസസ്സിന്റെ എഫക്റ്റീവ് ടി ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 ബൈ ടി ഈസ് ഈക്വൽ ടു 1 ബൈ ടി1 പ്ലസ് 1 ബൈ ടി2. നെറ്റ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ λ ഈസ് ഈക്വൽ ടു λ1 പ്ലസ് λ2. അപ്പോൾ രണ്ട് ഡിഫറെന്റ് സ്റ്റെപ്സിലൂടെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുകയാണെങ്കിൽ, റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാം, എഫക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. സോ എഫക്റ്റീവ് ഹാഫ് ലൈഫ് 1 ബൈ ടി ഈസ് ഈക്വൽ ടു 1 ബൈ ഓരോന്നിൻ്റെ എത്ര 3യും 4.5 അല്ലേ, 3 പ്ലസ് 1 ബൈ 4.5. അപ്പോൾ 1 ബൈ ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4.5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4.5. ഈ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4.5 ഡിവൈഡഡ് ബൈ 4.5ഉം 3യും 5.5 6.7.5 7.5. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4.5 നമുക്ക് 45 എഴുതാം, 7.5 നമുക്ക് 75 എഴുതാം. മുകളിൽ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 9 ടൈംസ് പോവും, താഴെ 75 75ൽ 5 എത്ര പ്രാവശ്യം പോവും? 15 പ്രാവശ്യം പോവും. 3ഉം 15 നമുക്ക് കട്ട് ചെയ്യാം, താഴെ 5 വരും. അപ്പം 9/5 വരും. 9/5 എന്ന് പറയുമ്പോൾ ബാക്കി 40 8. അപ്പോൾ 1.8 വരും. യെസ്, യുവർ ആൻസർ ഇസ് കറക്റ്റ്. 1.8 ഹവേഴ്സ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ന്യൂക്ലിയസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റേഡിയോ ആക്റ്റീവ് ഡീകേ ആണ്. കൂടുതൽ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ദ ആക്ടിവിറ്റി ഓഫ് എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് 2.56 into 10 raised to minus 3. അപ്പോൾ ഇനീഷ്യൽ ആക്ടിവിറ്റി A0 you can write 2.56 into 10 raised to minus 3. If the half life of the material is 5 days, അപ്പോൾ half life T half is equal to 5. അവിടെ കട്ടെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. 5 days. After how many decay the activity becomes, how many days the activity will be becomes 2 into 10 raised to minus 5. അപ്പോൾ after some times activity becomes 2 into 10 raised to minus 5. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. A is equal to A0 divided by 2 raised to n. n എന്താടാ? നമ്പർ ഓഫ് ഹാഫ് ലൈഫ്. അപ്പോൾ നമുക്ക് 2 into 10 raised to minus 5 is equal to 2.56 into 10 raised to minus 3 divided by 2 raised to n വരും. ഓക്കെ, അപ്പോൾ 10 raised to minus 5ഉം 2 into 10 raised to 2 raised to n is equal to 2.56 into 10 raised to minus 3 divided by 2 into 10 raised to minus 5. minus 5 minus 3 ക്യാൻസൽ ചെയ്ത് താഴെ -2 ഉണ്ടാവും. -2 മുകളിലേക്ക് പോകും. അപ്പോൾ 2 raised to n is equal to 2.56 into 10 raised to 2 ആവും. താഴത്തൊരു 2 വരും. അപ്പോൾ നമുക്ക് ആ 10 raised to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ 2 raised to n is equal to 2.56 into 10 raised to 2. 10 raised to എന്ന് പറഞ്ഞാൽ 100 അല്ലേ. 2.56 into 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 256 ഡിവൈഡഡ് ബൈ 2. 2 raised to n is equal to 256 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 128 കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ n എത്ര വരണം നിങ്ങൾ നോക്കിയാൽ മതി. 2 into 2 into 2 into 2 into 2 അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2
32 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് n 7 വരണം. n is equal to 7. n is equal to 7 വരുമ്പോഴാണ് നമുക്ക് 128 കിട്ടുക. n is equal to 7 വരണം. അങ്ങനെയാണെങ്കിൽ 7 ഹാഫ് ലൈഫുകൾ കഴിയണം എന്ന് മനസ്സിലാക്കാം. അതായത് 2.56 into 10 raised to minus 3 ആക്ടിവിറ്റിയിൽ നിന്നും 2 into 10 raised to minus 5 എത്താൻ 7 ഹാഫ് ലൈഫുകൾ കഴിയണം. ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ്. അപ്പോൾ 7 ഹാഫ് ലൈഫുകൾ കഴിയണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം t is equal to 7 into 5. ദാറ്റ് ഇസ് 35. ഓപ്ഷൻ ബി. കിട്ടിയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ആൻസർ പറയൂ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. നിങ്ങൾ ആൻസർ പറ. താഴെ കൊടുത്തിരിക്കുന്ന റിയാക്ഷനിൽ ഫൈനൽ പ്രൊഡക്റ്റിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും എത്രയാവും? ഇനീഷ്യലി ഈ ഡിയുടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മാസ് നമ്പർ 182, അറ്റോമിക് നമ്പർ 74. അപ്പോൾ മാസ് നമ്പർ 182, അറ്റോമിക് നമ്പർ 74. നിങ്ങൾ പറയും എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും? നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ ഈ എൻറ്റയർ പ്രോസസ്സ് ഇങ്ങനെ ഓരോന്ന് നോക്കുക, എത്ര ആൽഫ ഉണ്ട് എത്ര ബീറ്റ ഉണ്ട് നോക്കുക. സോ ഇവിടെ ഒരു ആൽഫ കാണാം, വീണ്ടും ഒരു ആൽഫ കാണാം, പിന്നെ ഗാമയാണ്. ഗാമ സംഭവിച്ചാൽ മാസ് നമ്പർ അറ്റോമിക് നമ്പർ ഒന്നും മാറില്ല. ഗാമനെ നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൽഫ സംഭവിക്കും, മാസ് നമ്പർ 4 കുറയും, അറ്റോമിക് നമ്പർ 2 കുറയും. ബീറ്റ പ്ലസ് നടക്കുന്ന സമയത്ത് മാസ് നമ്പർ മാറൂല, അറ്റോമിക് നമ്പർ ബീറ്റ പ്ലസ് ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 1 കുറയും. ബീറ്റ മൈനസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കൂടും. ബീറ്റ നടക്കുമ്പോൾ മാസ് നമ്പർ മാറൂല. മാസ് നമ്പറിന് മാറ്റം വരണമെങ്കിൽ ആൽഫ തന്നെ നടക്കണം. ആൽഫ നടക്കുന്ന സമയത്ത് മാസ് നമ്പറിന് മാറ്റം വരും, അറ്റോമിക് നമ്പറിന് വരും. പക്ഷെ മാസ് നമ്പറിന് മാറ്റം വരുത്താൻ ആൽഫക്ക് മാത്രമേ പറ്റുള്ളൂ. ബീറ്റ മാറുമ്പോൾ ബീറ്റ ഡി കെ നടക്കുമ്പോൾ മാസ് നമ്പർ മാറില്ല, നമുക്കറിയാം. അപ്പോൾ ഇവിടെ എത്ര ആൽഫ ഡി കെ നടക്കുന്നുണ്ട്? 2 ആൽഫ ഡി കെ നടക്കുന്നുണ്ട്. അപ്പോൾ മാസ് നമ്പർ എത്ര കുറയും? ഒരു ആൽഫക്ക് 4 ആണ്. അപ്പോൾ 2 എണ്ണം സംഭവിക്കുന്ന സമയത്ത് 8 കുറയും. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിൽ 182 മൈനസ് 8 വരും. 182 മൈനസ് 8 വരും. അപ്പോൾ 174 വരും. അപ്പോൾ മാസ് നമ്പർ 174 വരും. ശരിയല്ലേ? മാസ് നമ്പർ 174 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തും കൂടെ നോക്കണം? അറ്റോമിക് നമ്പർ നോക്കണം. ഇനി ആൽഫ നടക്കുന്നത് കാരണം അറ്റോമിക് നമ്പർ എത്ര വെച്ച് കുറയും? 74 നിന്ന് നോക്കൂ. ഒരു ആൽഫ നടന്നാൽ 2 എണ്ണം കുറയും. 2 ആൽഫ നടന്നാൽ 4 കുറയും. അപ്പോൾ 170 ആവണം. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്ത് നടക്കുന്നുണ്ട്? ബീറ്റ മൈനസ് നടക്കുന്നുണ്ട്. ഗാമ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ബീറ്റ മൈനസ് നടക്കുന്നുണ്ട്. ബീറ്റ മൈനസ് ആണ്, അറ്റോമിക് നമ്പർ 1 കൂടും. അപ്പോൾ 70 ആവണം. ആൽഫ മാത്രമാണ് നടന്നതെങ്കിൽ 70 ആവണം. പക്ഷെ അവിടെ ബീറ്റ മൈനസ് നടന്നുകൊണ്ട് 1 കൂടിയിട്ടുണ്ടാവും. അപ്പോൾ 71 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ എ. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി ഇതിൻ്റെ അകത്ത് ഞാനൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സപ്പോസ് ഇവിടെ ബീറ്റ പ്ലസ് ആയിരുന്നുവെങ്കിലോ? സപ്പോസ് ഇവിടെ ബീറ്റ പ്ലസ് ആണ് നടന്നതെങ്കിലോ? സപ്പോസ് അവിടെ ബീറ്റ പ്ലസ് ആയിരുന്നു നടന്നതെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് വരിക? 174 ബീറ്റ പ്ലസ് ആണ് നടന്നതെങ്കിൽ അറ്റോമിക് നമ്പർ ആൽഫ പോയത് കാരണം 170 ആയില്ലേ? അതുപോലെ ബീറ്റ പ്ലസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കുറയും. അപ്പോൾ 70 നിന്ന് 1 കൂടെ കുറഞ്ഞ് 69 ആയേനെ. അപ്പോൾ ഇവിടെ ബീറ്റ പ്ലസ് ആയിരുന്നുവെങ്കിൽ ഓപ്ഷൻ ബി വന്നേനെ. ഓക്കെ, അത് അതിനോടൊപ്പം ഞാനൊരു കോൺസെപ്റ്റും കൂടി പറഞ്ഞുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ സംശയമൊന്നുമില്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? യെസ്. ഗോപിക ശിവ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശ്രീലാൽ കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 5 years. After X years, the given sample of radioactive substance get reduced to 6.25% of the initial value. അപ്പോൾ നോക്കൂ, കുറേ സമയം കഴിഞ്ഞപ്പോൾ N0 എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതിൽ നമ്പർ ഓഫ് ന്യൂക്ലിയ N0 ആയിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറേ ഹാഫ് ലൈഫുകൾ കഴിഞ്ഞപ്പോൾ അത് N0ന്റെ 6.25% ആയി. 6.25% ഓഫ് N0. അപ്പോൾ N0 ആഫ്റ്റർ സം ഡേയ്സ് N0 into 6.25 divided by 100 ഇത്രയായിട്ട് മാറി. അപ്പോൾ എത്ര ഹാഫ് ലൈഫ് വരുന്നുണ്ട് നോക്കിയാൽ മതി. ഹാഫ് ലൈഫ് 5 ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ഉണ്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു ക്യാൻ റൈറ്റ് n ഈസ് ഈക്വൽ ടു N0 ഡിവൈഡ് ബൈ 2 raised to n. n എത്രയാണ് വരുന്നത്?
n0 into 6.25 divided by 100, that is equal to n0 divided by 2 raised to n. n0 cancel I. So 2 raised to n is equal to 100 divided by 6.25. 2 raised to n is equal to 100 divided by 6.25 ചെയ്ത് നമുക്ക് കിട്ടുക 16 ആണ്. 16 കിട്ടണമെങ്കിൽ 2 raised to എത്ര വന്നാലാണ് 16 കിട്ടുക? n is equal to 4 വരും. 2 into 2 4, 4 into 2 8, 8 into 2 16. അപ്പോൾ 4 വരും. അപ്പോൾ 4 ഹാഫ് ലൈഫ്. 4 ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലൈഫ് ഇസ് ഈക്വൽ ടു 4 ഹാഫ് ലൈഫ്. ഒരു ഹാഫ് ലൈഫ് 5 ആണ്. അപ്പോൾ 4 into 5, ദാറ്റ് ഈസ് 20 വിൽ ബി ദ ആൻസർ. യാ 20. യെസ്. ഓക്കെ മക്കളെ, അപ്പോൾ ന്യൂക്ലിയയും കഴിഞ്ഞു. ഇനി നമുക്ക് ആറ്റം ആണുള്ളത്. ആറ്റത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളൂ. സോ നെക്സ്റ്റ് ഇസ് ആറ്റം. നോക്കാം. എനർജി ലെവൽ ഡയഗ്രം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി എത്രയാണ്? -13.6. n is equal to 2, അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 3, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള എനർജി എത്രയാണെന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ -13.6, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ -3.4, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 മൂന്നാമത്തെ ഓർബിറ്റിൽ -1.51, നാലാമത്തെ ഓർബിറ്റിൽ 0.85. അറ്റ്ലീസ്റ്റ് ഇത്രയും വാല്യൂസ് എങ്കിലും പഠിച്ചു വെക്കണം. കാരണം പല ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ ആ വാല്യൂസ് പഠിച്ചാൽ എളുപ്പമാവും. നോക്കടാ, ഇതിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലിപ്പോൾ എന്താ ചോദിച്ചത്? ബോർ അറ്റോമിക് മോഡൽ ഓഫ് ഹൈഡ്രജൻ ലെറ്റ് കെ P and E are the kinetic energy, potential energy and total energy of electron respectively. Choose the correct option when the electron undergo the transition to higher energy level. അതായത് താഴ്ന്ന് മുകളിലേക്ക് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. അതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജിൻ്റെയും ടോട്ടൽ എനർജിൻ്റെയും പൊളാരിറ്റി നെഗറ്റീവ് ആണ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോണേന് ഓക്കെ ഒരു മിനിറ്റ് മക്കളെ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നോക്കൂ, ഇവിടെ എത്ര വാല്യൂ? -13.6. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തോട്ടെ, -1.5 ആണ്. ഓക്കെ, അപ്പോൾ -13.6 കൂടുതലാണെന്ത്? -1.51. മൈനസ് നമ്പർ, അതായത് -13.6 കൂടുതലാണ് -1.51. അതിനേക്കാൾ കൂടുതലാണ് -0.75, 0.85. അപ്പോൾ താഴേന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകാന്ന് പറയുന്നത് തന്നെ എനർജി കൂടുകയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവ് ആയതുകൊണ്ട് താഴ്ന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. പക്ഷേ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണെങ്കിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിൻ്റെ അത്ര ഇൻഇക്വലൻ്റ് അല്ല, മാറ്റമുണ്ട്. പക്ഷേ എന്നാലും പോസിറ്റീവ് ആയതുകൊണ്ട് 13.6, 3.4, 1.51 അങ്ങനെ പോകുന്നതിനനുസരിച്ച് കുറയുക എന്നുള്ള സെൻസാണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഡിക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഇൻക്രീസസ്. കൈനറ്റിക് എനർജി ഡിക്രീസ് ആവാനുള്ള കാരണം എന്താ? കൈനറ്റിക് എനർജിയുടെ പൊളാരിറ്റി പോസിറ്റീവ് ആണ്, പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. The ratio of speed of electron in the third orbit of helium plus and the speed of electron in the third orbit of hydrogen atom will be. നോക്കൂ, സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്, ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്തുള്ള സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു Z ഡിവൈഡഡ് ബൈ N. Z എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ, N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഷെൽ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നാണെന്ന് വിചാരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണല്ലോ. അപ്പോൾ Z കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ നിൽക്കും. ഹൈഡ്രജൻ ആറ്റത്തിൽ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് അങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയുക ചെയ്യാം. റേഷ്യോ ആ രൂപത്തിലാണ് റേഷ്യോ വരിക. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഒരു ആറ്റത്തിലെ ഡിഫറെൻറ്റ് ഓർബിറ്റ് അല്ല. ഇവിടെ നമ്മൾ ചോദിച്ചത് ശ്രദ്ധിക്കണം, ഒരു ആറ്റത്തിലെ ഡിഫറെൻറ്റ് ഓർബിറ്റിലെ വെലോസിറ്റി റേഷ്യോ അല്ല നമ്മൾ ചോദിച്ചത് എന്താ? റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. അതായത് ഒരേ നമ്പർ ഓഫ് പൊസിഷനിൽ, അതായത് തേർഡ് ഓർബിറ്റ് ആണ് രണ്ടിലും, ഒരേ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഒരേ നമ്പർ ഓഫ് ഓർബിറ്റ്, പക്ഷെ ഡിഫറെൻറ്റ് ആറ്റത്തിലെ ഒരേ നമ്പർ ഓഫ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണിന്റെ സ്പീഡിന്റെ റേഷ്യോ. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ്റെ അകത്ത്
ഒരേ ഓർബിറ്റാണ്, അതായത് n is equal to 3 ആണ്, അത് രണ്ടിലും n is equal to 3 ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം, നെഗ്ലക്ട് ചെയ്യുക. n കോൺസ്റ്റന്റ് ആണ്. ഹീലിയത്തിലും ഹൈഡ്രജനിലും മൂന്നാമത്തെ ഓർബിറ്റൽ ഇലക്ട്രോണിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ n രണ്ടാൾക്കും സെയിം ആണ്. പിന്നെ അപ്പോൾ അത് n കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് v is proportional to z ആണ്, ശരിയല്ലേ? v is proportional to z. അപ്പോൾ ആദ്യത്തെ v1 ഡിവൈഡഡ് ബൈ v2. v1 എന്ന് പറയുന്നത് ഏതാടാ? ഹീലിയം പ്ലസ്. രണ്ടാമത്തെ v2 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ. അപ്പോൾ അറ്റോമിക് നമ്പറിന്റെ റേഷ്യോ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഹീലിയത്തിൻ്റെത് 2 വരും, ഹൈഡ്രജൻ്റെത് 1 വരും. അപ്പോൾ v1 by v2 is equal to 2/1. That is 2:1. 2:1 ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി is the correct answer. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. A hydrogen atom in its ground state absorb 10.2 electron volt energy. The angular momentum of electron of the hydrogen atom will increased by a value of. എത്രയാണ് ഇൻക്രീസ് ചെയ്യാന്ന് ചോദിച്ചു. ഇൻക്രീസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 നിന്ന് 12 ആവുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ടു 12. ഇൻക്രീസ്ഡ് ബൈ 2 എന്നാണ് നമ്മൾ പറയാം. അതായത് 10 നിന്ന് 12 ആവണം, എത്ര കൂടണം? 2 കൂടണം. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ എത്ര കൂടി എന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആള് 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്താൽ, ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര എനർജിയുടെ 13.6 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര എനർജി? മൈനസ് ഓഫ് 13.6. ഇതിലേക്ക് 10.2 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 10.2 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, പ്ലസ് 10.2 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്ലസ് 10.2 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്ര ആവും? 3.4 ആവും അല്ലേ? അപ്പോൾ ഇതിന്ന് 10.2 അബ്സോർബ് ചെയ്താൽ 3.4 ആവും. 3.4 എനർജി എവിടെ ഉള്ളത്? n is equal to 2, അതായത് രണ്ടാമത്തെ ഓർബിറ്റിൽ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് 10.2 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നത് എങ്ങോട്ടേക്കാ? n is equal to 2 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n is equal to 2 n is equal to 1 എനർജി ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് കറക്റ്റ് 10.2. ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരണം. കാരണം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെയും എനർജി ഡിഫറൻസ് 10.2 ആണ് എന്നുള്ളത് നമുക്കറിയണം. പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത്രയും എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ n is equal to 1, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് n is equal to 2, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 എന്ന് പറയുന്ന ഷെല്ലിലേക്കായിരിക്കും ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്തുള്ള ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു nh/2π ആണ് ആംഗുലാർ മൊമെന്റ് അക്കോർഡിംഗ് ടു ബോർ. അല്ല, n is equal to 1 ആണ് ഫസ്റ്റ് സ്റ്റേറ്റിൽ ഉണ്ടാവുക, h/2π. സെക്കൻഡ് കേസിൽ എക്സൈറ്റഡ് ആയി. എങ്ങോട്ട് എക്സൈറ്റഡ് ആവുക? n is equal to 2. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? അബ്സോർബ് ചെയ്ത എനർജി എത്ര? 10.2 അബ്സോർബ് ചെയ്താൽ മൈനസ് 13.6 മൈനസ് 3.4ലേക്ക് മാറും. ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n is equal to 2. അപ്പോൾ ഫൈനൽ ഞാൻ L1 എടുത്തു. ഫൈനൽ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു 2 into h/2π. ഇതിന് ഡിഫറൻസ് എടുത്താണ് ഡെൽറ്റ L is equal to 2h/2π മൈനസ് h/2π. ഡെൽറ്റ L is equal എത്ര വരിക? 2h നിന്ന് ഒരു h പോയാൽ h/2π. അപ്പോൾ ഡെൽറ്റ L is equal to എച്ചിൻ്റെ വാല്യൂ എത്ര? 6.6 into 10⁻⁻34 എടുത്താൽ മതി എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 2π, 2 into 3.14, 6.28. അപ്പം തന്നെ നിങ്ങൾ നോക്കൂ, 6.6ഉം 6.28ഉം ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ ഒരു അല്പം കുറവാണ്. 6.6, 6.28 ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 6.6 ഡിവൈഡഡ് ബൈ 6.28. അപ്പോൾ നമുക്ക് 1 something ആണ് വരിക. അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും 1.05 ആണ് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന്. 1.05 പവറിന് മാറ്റില്ല ഇൻറ്റു 10⁻⁻34. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ വൈൻഡപ്പ് ആയി, 3 ചാപ്റ്റർ വൈൻഡപ്പ് ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് യൂസ്ഡ് ടു എക്സൈറ്റ് ലിഥിയം പ്ലസ് ഡബിൾ അയോണൈസ്ഡ്. അപ്പോൾ അത് ഹൈഡ്രജൻ ലൈക്കായി. ഫ്രം ദ ഫസ്റ്റ് ഓർബിറ്റ് ടു തേർഡ് ഓർബിറ്റ് ദ വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇസ് ഫൗണ്ട് ടു ബി x into 10⁻⁻10, അതായത് x ആംസ്ട്രോങ്. വാല്യൂ ഓഫ് എക്സസ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇപ്പോൾ ലൈൻ സ്പെക്ട്രത്തിൽ ഒരു എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ നമ്മൾ എത്ര
എനർജി കൊടുക്കണമോ അതേ എനർജി തന്നെയാണ് നമുക്ക് ആ ഹയർ എനർജി ലെവലിൽ നിന്ന് താഴത്തേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ n=1 നിന്നും n=3 ജമ്പ് ചെയ്യാൻ നമ്മൾ എത്ര എനർജി കൊടുക്കണമോ അതേ എനർജി തന്നെ നമുക്ക് കിട്ടും. എപ്പോ n=3 നിന്ന് n=1 വന്നാൽ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ n=1 n=4. ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് താഴത്തേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡയാന്ന് വിചാരിച്ചു. അതേ റേഡിയേഷൻ അതേ വേവ് ലെങ്ത് ഉള്ള അതേ ഫ്രീക്വൻസിയുള്ള അതേ എനർജി ഉള്ള റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ n=1 നിന്ന് n=4 ഇലക്ട്രോൺ ജമ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് n=1 നിന്ന് n=4 ജമ്പ് ചെയ്യാൻ നമ്മൾ എത്ര എനർജി കൊടുക്കണമോ, എത്ര വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ കൊടുക്കണമോ, എത്ര ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ കൊടുക്കണമോ അതേ റേഡിയേഷൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എപ്പോൾ n=4 നിന്ന് n=1 ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്ത്. സോ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഹൈഡ്രജൻ്റെ അകത്ത് നമുക്ക് 1/λ = റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇത് ഹൈഡ്രജനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൽ ഇപ്പോൾ ഹീലിയം, ലിഥിയം, അയോണൈസ്ഡ് ഹീലിയത്തിലൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? 1/λ ഒരു അറ്റോമിക് നമ്പറും കൂടെ വരും, Z/R 1/n1² മൈനസ് 1/n2². റൈറ്റ്? റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ R is equal to 1.07 into 10⁻⁻⁷ ആണ്. അതുപോലെ 1/Rന്റെ വാല്യൂ കൂടെ പഠിച്ചു വെക്കണം. 1/R എന്ന് പറഞ്ഞാൽ 912 ആംസ്ട്രോം ആണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. 1/Rന്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇപ്പം 916 എന്നൊക്കെ പറയില്ല നമ്മൾ, 912 ആംസ്ട്രോം. 1/R is equal to 912 ആംസ്ട്രോം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ലിഥിയാണല്ലോ, അറ്റോമിക് നമ്പർ എത്ര വരിക? 3 വരിക. Z is equal to 3. സോ 1/λ is equal to Z 3 വരും. Z² ഉണ്ട് കേട്ടോ അവിടെ, സോറി, Z² ഇൻറ്റു R 1/n1² മൈനസ് 1/n2². ഓക്കെ, അപ്പോൾ Z 3, 3² ഇൻറ്റു R 1/ എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യുന്നത് നോക്കൂ. യൂസ്ഡ് ടു എക്സൈറ്റ് ഫസ്റ്റ് ഓർബിറ്റ് ടു തേർഡ് ഓർബിറ്റ്. അപ്പോൾ ഫസ്റ്റ് നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യിക്കാൻ എത്ര റേഡിയേഷൻ കൊടുക്കണോ, എത്ര വേവ് ലെങ്ത് കൊടുക്കണോ അതേ വേവ് ലെങ്ത് തന്നെയാണ് കിട്ടുക. തേർഡ് നിന്ന് ഫസ്റ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുകയാണെങ്കിൽ 1/1² മൈനസ് 1/3². 1/λ is equal to 9R ഇൻറ്റു 1/1 മൈനസ് 1/9. അപ്പോൾ 1/1 ഇവിടെ നമുക്ക് 9/9 എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ 8/9 വരും ഇൻറ്റു 9R വരും. അപ്പോൾ ഈ 9 9 ക്യാൻസൽ ആവുമല്ലോ. 1/λ is equal to, അപ്പോൾ നമുക്ക് λ is equal to നമുക്ക് എന്ത് ചെയ്താം? 1/8R എന്ന് എഴുതാം. ശരിയല്ലേ? ഈ ആറും ഈ 8ഉം കൂടെ ചേർത്തിട്ട് താഴേക്ക് 1/8R എന്ന് എഴുതാം. ഇനി 1/Rന്റെ വാല്യൂ, 1/Rന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. 1/R is equal to 912 ആംസ്ട്രോം ആണ്. അപ്പോൾ λ is equal to 1/8 ഇൻറ്റു 1/Rന്റെ വാല്യൂ 912 ആംസ്ട്രോം. അപ്പോൾ λ is equal to 912 divided by 8 ആംസ്ട്രോം. 912 divided by 8 ആംസ്ട്രോം. 912 divided by 8 ചെയ്താൽ you will get 114 ആംസ്ട്രോം. 912 divided by 8 ചെയ്യുമ്പോൾ 114 കിട്ടും. ദാറ്റ് ഇസ് 114 ആംസ്ട്രോം ആണ് ആൻസർ വരിക. അപ്പോൾ എക്സ് ഇൻറ്റു 10⁻⁻10 10⁻⁻10 ആംസ്ട്രോം അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 10⁻⁻10 എന്ന് പറഞ്ഞാൽ എക്സ് ആംസ്ട്രോം. എക്സിൻ്റെ വാല്യൂ എത്ര? ഇത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈസ് 114. ദാറ്റ് ഇസ് 114. എക്സിൻ്റെ വാല്യൂ വരിക 114. ഓക്കെ, യാ Z² ഉണ്ട്, ഞാൻ കറക്റ്റ് ചെയ്തു അത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് 3 ചാപ്റ്റർ. മോഡേൺ ഫിസിക്സിൽ വരുന്ന ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റം ആൻഡ് ന്യൂക്ലിയർ 3 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി മക്കളെ, നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ചാപ്റ്ററുമായിട്ട് FM സാറ് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരി മക്കളെ, ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾ രാവിലെ മുതൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിയാം. നിങ്ങളുടെ പ്രയാസവും മനസ്സിലാക്കുന്നു. നിങ്ങൾ ഭക്ഷണമൊക്കെ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്.
എനിവേ നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ദ ബിഗ്ഗസ്റ്റ് ടോപ്പിക് ഓഫ് അവർ +2 കോഴ്സാണ് നമുക്ക് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ട കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റേ ഒപ്റ്റിക്സിൽ ഞാൻ എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ വർഷത്തെ 2022 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിൽ കണ്ടിട്ടുള്ള 2022 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2 identical thin biconvex lenses of focal length 15 cm and refractive index 1.5 are in contact with each other. The space between the lenses is filled with a liquid of refractive index 1.25. ഓക്കെ, ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണത്. ഇത് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ എന്താണ്. അപ്പോൾ തിൻ ലെൻസസ് ഇൻ കോൺടാക്റ്റ് ആണ് നമ്മുടെ ഈ കേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നോക്കൂ, ഇത് നമ്മുടെ ആദ്യത്തെ കോൺവെക്സ് ലെൻസ്, മറ്റൊരു കോൺവെക്സ് ലെൻസ് നോക്കൂ, ഇതുമായിട്ട് ഏകദേശം കോൺടാക്റ്റിൽ ഇതാ ഈ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീനിൽ നോക്കൂ, ഒരു ലിക്വിഡ് ഇതാ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ലിക്വിഡ് ലെൻസ് കൂടെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് എത്ര ലെൻസ് ഉണ്ട്? വി ആർ ഹാവിങ് 3 ലെൻസസ് ഇൻ കോൺടാക്ട്. അപ്പോൾ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1/f is equal to 1/f1 plus 1/f2 plus 1/f3. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് നോക്കൂ, F1ഉം F3യും ഇവിടെ എന്താണ്? ഈക്വൽ ആണ്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് പറയാം F1 ഈക്വൽ ടു F3 ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ബൈ കോൺവെക്സ് ലെൻസസ് ആണ് എന്ന്, ഐഡൻറ്റിക്കൽ ആണെന്ന് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/f1 അല്ലെങ്കിൽ ഇതിനെ ദിസ് ഈസ് ഈക്വൽ ടു 1/f' ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ 1/f' ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r r1 മൈനസ് 1/r2. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വിത്ത് സൈൻ കൺവെൻഷൻ. n എത്ര നോക്കൂ, n ഇവിടെ തന്നിട്ടുണ്ട് 1.5. 1.5 മൈനസ് 1 ഇൻറ്റു നോക്കൂ, ഈ ഭാഗത്തിൻ്റെ റേഡിയസും ഈ ഭാഗത്തിൻ്റെ റേഡിയസിനും ഡിഫറൻ്റ് അല്ല, ഇവിടെ ഐഡൻറ്റിക്കൽ ആവണം, എങ്കിലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ രണ്ടും നോക്കൂ, ഈ ഭാഗം 6ഉം ആ ഭാഗവും 6 ആണെങ്കിൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇതൊക്കെ ഇവിടുത്തെ നോക്കൂ, ഫോക്കൽ റേഡിയസ് നമ്മൾ അങ്ങോട്ട് മെഷർ ചെയ്യണം, ആ സൈഡത്തെ അവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? 1/r മൈനസ് 1/r. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ F' നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ ആണ്. ദർഫോർ 1.5 എന്ന് 1 പോയാൽ ഹാഫ് ഇൻറ്റു 2/r. 2 ക്യാൻസൽ ചെയ്തു, യു വിൽ ഗെറ്റ് r ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. എന്തിനാണ് നമ്മൾ 6 കണ്ടെത്തി? നമുക്ക് ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ആണല്ലോ മൊത്തം വേണ്ടത്. അതിന് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടണം. ഏത്? ഈ ലിക്വിഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടണമെങ്കിൽ അതിന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ റേഡിയസ് വേണം. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാ ഈ റേഡിയസും അല്ലേ, അത് ലെൻസിൻ്റെ റേഡിയസ് തന്നെയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ലിക്വിഡ് ലെൻസിൻ്റെത് നമുക്ക് എന്ത് പറയാം? 1/f2 ഇസ് ഈക്വൽ ടു അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25 മൈനസ് 1 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കണം നോക്കൂ, ഇതിൻ്റെ റേഡിയസ് എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇത് മൈനസ് ആണ്. ഈ ഭാഗത്ത് എന്താ? ഇത് അങ്ങോട്ടാണ്, പോസിറ്റീവാണ്. അപ്പോൾ മൈനസ് 1/15 മൈനസ് 1/15 അപ്പുറത്ത് പോസിറ്റീവാണ്. ഈ മൈനസ് റെഡിമെയ്ഡ് മൈനസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 1 പോയാൽ എത്ര? 1/4. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു നമുക്ക് ഇവിടെ എത്ര കിട്ടി? മൈനസ് 2/15 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് മൈനസ് എത്ര കിട്ടും? 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൈനസ് 1/30. കാരണം അത് കോൺകേവ് ലെൻസ് ആണ്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നോക്കൂ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f ഇസ് ഈക്വൽ ടു 1/30 കോൺവെക്സ് ലെൻസിൻ്റെത് മൈനസ് 1/30. സോറി, കോൺവെക്സ് ലെൻസിന് നമുക്ക് 30 അല്ല 15 ആണ് തന്നിട്ടുള്ളത്. 15 then again 1/15. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 നമുക്ക് LCM എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 മൈനസ് 1 പ്ലസ് 2 എന്ന് കിട്ടി. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 1/10 എന്ന് കിട്ടും. ദർഫോർ F ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഈസ് ദ ഫൈനൽ ആൻസർ. F ഈസ് ഈക്വൽ 10 സെൻറ്റിമീറ്റർ. വെരി ഗുഡ് ഗോപിക,
വെരി നൈസ്. 10 സെൻറ്റിമീറ്റർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അത് റെഡി. അടുത്ത് നോക്കൂ. എ ലൈറ്റ് വേവ് ട്രാവലിംഗ് ലീനിയർലി ഇൻ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 4. Okay, incident on a horizontal interface separating two media in air, the angle of incidence for which the total intensity of incident wave will be reflected back into the same medium will be. Okay, അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ, ഇവിടെ സപ്പോസ് ഇതൊരു മീഡിയമാണ്. ഈ മീഡിയത്തിൽ ഇത് ഡെൻസർ മീഡിയമാണ്. അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 4. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട് 1. അപ്പോൾ അതെന്തിനാ തരുന്നത്? കാരണം നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ കൊടുക്കാം. n is equal to root of epsilon r mu r എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ n is equal to root of epsilon r 4 into 1 equal to 2 എന്ന് കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് ഒരു റേ ഓഫ് ലൈറ്റ് നോക്കുക, ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് അത് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കണം. ഓക്കെ, അത് സംഭവിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം എന്നാണ് ചോദ്യം. ഈ ആംഗിൾ നോക്കൂ, ഇത് ഐ ആണ്. ഈ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആവണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ n കിട്ടിയ സ്ഥിതിക്ക് അപ്പോൾ n is equal to 2 നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്ക് n-ഉം സിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. എന്താണത്? സൈൻ സി ഈക്വൽ ടു 1/n. ഓർക്കുന്നില്ലേ? സൈൻ സി is equal to 1/n അല്ലെങ്കിൽ n is equal to 1/sin c. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് is equal to 1/2. അപ്പോൾ സൈൻ സി ഈക്വൽ ടു 1/2 ആണെങ്കിൽ സി എത്രയാണ്? സി നമുക്ക് 30 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. 30 ഡിഗ്രി. അപ്പോൾ സി ആണ് 30. പക്ഷേ ഇവിടെ നോക്കൂ, ജസ്റ്റ് ഈ ഇൻസിഡൻറ്റ് റേ നോക്കൂ, ഇങ്ങനെ ഗ്രേസ് ചെയ്ത് പോവാണ് ഉണ്ടായത്. ഇത് 30-ലാണെങ്കിൽ ഇത് ഇങ്ങനെ പോവും. പക്ഷേ ഇവിടെ TIR തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30. അപ്പോൾ 30 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾ ഇതിടെ ഏതാ ഉള്ളത്? നോക്കൂ, ആകെ ഒരാളെ ഉള്ളൂ. അതാരാ? Therefore, I is equal to 60 degree is the final answer. Very good, very good. I is equal to 60 degree. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference of speed of light in the two media A and B. എയിലും ബിയിലും വെലോസിറ്റിയുടെ ഡിഫറൻസ്, ലൈറ്റിൻ്റെ വെലോസിറ്റിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് 2.6 into 10⁻⁷ meter per second. If the refractive index of the medium B is 1.47, then ratio of refractive index of B with respect to A എന്ന് വെച്ചാൽ NB divided by NA. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ നോക്കൂ, VA - VB ആണ് തന്നത്. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ C divided by വെലോസിറ്റി ത്രൂ ബി ആണ്. ഓക്കെ, റെഡി അല്ലേ? യെസ്, വെലോസിറ്റി ത്രൂ ബി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കൂ, വെലോസിറ്റി ത്രൂ ബി അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? അല്ല, ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് VB കണ്ടെത്താം. നോക്കൂ, VB is equal to C divided by NB ആണ്. C എത്ര? 3 into 10⁸ ഡിവൈഡഡ് ബൈ NB ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1.47. 1.47 പറഞ്ഞാൽ ആൾമോസ്റ്റ് എന്ത് തന്നെ? 1.5. 3/1.5 എത്ര? 2 into 10⁸ meter per second. നമുക്ക് ആരെ കിട്ടി? VB കിട്ടി. ഇനി ഗിവൺ ദാറ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? VA - VB എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2.6 into 10⁻⁷. അതിനൊരു കാര്യം ചെയ്യാം, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 10⁸ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ 0.26 into 10⁸. റെഡി? Therefore, VA equal to VB plus 0.26 ആണ്. അത് എത്ര ഉണ്ടാവുക? 2 into 10⁸ plus 0.26 into 10⁸. That is equal to 2.26 into 10⁸ meter per second എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A ആണ്. ദാറ്റ് ഈസ് N is equal to C/V ആണ്. C/V. അപ്പോൾ C കോൺസ്റ്റന്റ് അല്ലേ? ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? VA divided by VB എന്ന് എഴുതാം. ബിക്കോസ് N പ്രൊപ്പോർഷണൽ ടു 1/V. ദാറ്റ് ഈസ് ഈക്വൽ ടു VA എത്ര കിട്ടിയത്? 2.26 into 10⁸ എന്ന് കിട്ടി.
വി ബി ഈസ് 2 into 10⁸ നോക്കൂ 10⁸ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ കിട്ടാനുള്ളത് 2.26 ഡിവൈഡഡ് ബൈ 2 എത്ര 1 something പിന്നെ 0.26 ഉള്ളൂ. അപ്പോൾ 1 ഏറ്റവും അടുത്തുള്ള വാല്യൂ ഏതാ 1.13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? 1.13 കിട്ടിയല്ലോ. യെസ്, നിങ്ങൾക്കത് സി ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കൃത്യമായി നമ്മൾ ആൻസർ കിട്ടാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, എ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് അറ്റ് എൻ ഇൻസിഡൻറ്റ് ആംഗിൾ θ1 ഓൺ എ സിസ്റ്റം ഓഫ് 2 പ്ലെയിൻ മിറേഴ്സ് M1 and M2 ഹാവിംഗ് ഇൻക്ലിനേഷൻ 75 ബിറ്റ്വീൻ ദം. യെസ്, 75 നമ്മൾ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. ഒരു റേ ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അത് θ1 ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നോർമൽ വരക്കാം. അപ്പോൾ ഇവിടെ θ1 കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, അതേ ആംഗിളിൽ ഇവിടെ ലൈറ്റ് നോക്കൂ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് അതേ ആംഗിളിൽ നോക്കൂ ഇവിടുന്ന് ഇങ്ങോട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യും. ലൈക്ക് ദിസ് ആണല്ലോ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എന്താ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. After reflecting from mirror M1, it gets reflected back to mirror M2 at an angle of reflection 30°. Angle of reflection 30° തന്നിട്ടുണ്ട്. This is 30°. ഒബ്വിയസ്ലി അത് 30 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി θ1 എന്തായിരിക്കും, അത് 30° ആയിരിക്കും. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താ കാണാൻ പറഞ്ഞത്, ദ ടോട്ടൽ ഡീവിയേഷൻ ഓഫ് ദ റേ വിൽ ബി ഇൻ ഡിഗ്രി. അതിന് നമുക്ക് നേരിട്ട് അതിനിങ്ങനൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് ഇക്വേഷൻ അറിയാം. ഡബിൾ റിഫ്ലക്ഷൻ ആണ്, സിംഗിൾ റിഫ്ലക്ഷൻ ആണെങ്കിലും ഡബിൾ റിഫ്ലക്ഷൻ ആണെങ്കിലും ഡീവിയേഷൻ. സിംഗിൾ റിഫ്ലക്ഷൻ ആണ് ഡീവിയേഷൻ എന്താ 180 - 2i. 180 - 2i ആണ് സിംഗിൾ റിഫ്ലക്ഷൻ. ഇതല്ല നമുക്കിവിടെ വേണ്ടത് d is equal to 360 - 2θ. ഇവിടെ ഐ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ 2 പ്ലെയിൻ മിറേഴ്സ് ആണ്. Therefore the answer is 360 - 2 into 75, that is 150. That is equal to 210° is the final answer. നേരിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. വേറെ നോക്കൂ, ഈ ഡാറ്റ ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. നേരിട്ട് നോക്കൂ, ഡബിൾ റിഫ്ലക്ഷൻ്റെ സമയത്ത് ഡീവിയേഷൻ എന്താ ശരിക്കും ഇവിടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേൻ്റെ ഡിറക്ഷനും ഫൈനൽ ഈ ആംഗിൾ ആണത്. ഇതാണ് ഡീവിയേഷൻ കേട്ടോ, ഇതാണ് ഡീവിയേഷൻ. ഇൻസിഡൻറ്റ് ഡിറക്ഷനും ഫൈനൽ ഡിറക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. A small bulb is placed at the bottom of a tank containing water to a depth of √7 meter. Okay, the refractive index of water തന്നിട്ടുണ്ട്. Area of the surface of water through which light from the bulb can emerge out is x pi meter square. The value of x is, again it's a very simple question. NCERT textbookil exactly similar question ആണ്. എക്സസൈസിലെ 5th question പോയി നോക്കിയാൽ മതി നിങ്ങൾ. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിലെ എക്സസൈസിലെ 5th question എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റൻ ആണ്. നോക്കൂ, നമുക്കറിയാം നമ്മൾ ഒരു അങ്ങനെ ലിക്വിഡിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് വി ക്യാൻ സീ ദ ഔട്ട്സൈഡ് വേൾഡ് ഓൺലി ത്രൂ എ സർക്കുലർ പാച്ച്. ഒരു സർക്കുലർ പാച്ചിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്സൈഡ് കാണാൻ കഴിയുള്ളൂ. h ഹൈറ്റിൽ ഇവിടെ ഉള്ള ഒരാൾക്ക് ഇതിലൂടെ ഈ ഒരു റേഡിയസിലൂടെ ഈ ഒരു ഏരിയയിലൂടെ മാത്രമേ ഔട്ട്സൈഡ് വേൾഡ് കാണാൻ കഴിയൂ. അതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ് r is equal to h divided by √n² - 1. ഇവിടെ ഏരിയയാണ് ചോദിച്ചത്. അപ്പോൾ πr² ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, h². h എത്ര, √7 അല്ലേ, √7 πr² ആണ്. അപ്പോൾ നമ്മൾ അതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പോൾ √7², റെഡി, √7², h എന്നല്ലേ അത്, യെസ് വാട്ട് ദാറ്റ്, ഓക്കെ, √7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എത്ര 4/3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെയും നമുക്ക് സ്ക്വയർ റൂട്ട് പോകട്ടോ, സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല, πr² ആണ്, -1 എന്ന് നമുക്ക് കിട്ടും. സ്ക്വയർ റൂട്ട് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 7 divided by 16 divided by 9 - 1. That is equal to 7 divided by
16 മൈനസ് 9 എത്ര 7/9 എന്ന് കിട്ടും. അപ്പം 9 മുകളിൽ പോകും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയാണ് ചോദിച്ചത്. പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ എക്സ് പൈ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ എക്സ് ഉള്ള സ്ഥലത്ത് നമുക്ക് ആരാ വേണ്ടത്? ആർ സ്ക്വയർ ആണ്. ദ ആൻസർ ഈസ് 9. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എക്സ് ഈക്വൽ ടു 9. അപ്പോൾ ഇവിടെ ഒരു പൈയിൻ്റെ കുറവുണ്ട് കേട്ടോ. ഓക്കെ 9 പൈ. കാരണം ഇവിടെ പൈ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പൈ ആർ സ്ക്വയർ എടുക്കുമ്പോൾ യെസ് 9 കിട്ടിയല്ലോ. ഓ വെരി ഹാപ്പി ടു സീ മെനി ഓഫ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. താങ്ക് യു. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. യെസ്, എന്താ ക്വസ്റ്റ്യൻ? കൺസിഡർ എ ലൈറ്റ് റേ ട്രാവലിംഗ് ഇൻ എയർ ഇൻസിഡൻറ്റ് ഇൻടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റൂട്ട് എൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഇൻ്റർഫേസ് നമുക്ക് ആദ്യം കാണിക്കാം. ദിസ് ഈസ് എൻ ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസിലേക്ക് നോക്കൂ. ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ. ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ദിസ്. ഈ രൂപത്തിൽ ഒരു റേ ഓഫ് ലൈറ്റ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. ഇനി ഏത് ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അറിയാൻ നമ്മൾ നോർമൽ വരച്ചു. എന്നിട്ട് നമ്മളോട് പറയുന്നു അത് ഇൻസിഡൻറ്റ് ചെയ്ത ആംഗിള്, അത് എന്താ പറഞ്ഞത്? ആ ആംഗിളിനെ കുറിച്ച് ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ട്വൈസ് ദാറ്റ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾ. അപ്പോൾ ഒബ്വിയസ്ലി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചെറുതായിരിക്കണം. റെഡി അല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കൂ, ഇതുപോലെ നമുക്ക് ചെറുത്. കാരണം എന്നാലേ അതിൻ്റെ ഡബിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആവുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാരായി? ഇത് 2θ ആയി. മാത്രമല്ല ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ എന്നാണ് വരുന്നത്. ദിസ് ഈസ് എയർ. ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2n ആണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2θ എന്ത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2θ ഈക്വൽ ടു വാട്ട്? അതിന് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്താ സ്നെൽസ് ലോ? സൈൻ 2θ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഫസ്റ്റ് മീഡിയം എയർ ആണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സൈൻ 2θ നമുക്ക് എന്ത് എഴുതാം? 2 സൈൻ തീറ്റ കോസ് തീറ്റ. എന്നാൽ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ സൈൻ തീറ്റ ഡിനോമിനേറ്ററിൽ കട്ടായി. അപ്പോൾ സൈൻ തീറ്റ പോയി. ബാക്കി നിങ്ങൾക്കുള്ളത് √2n. Now cos theta is equal to √2n divided by 2. That is equal to n by √2 എന്ന് കിട്ടി cos theta. അപ്പോൾ തീറ്റ എന്താ കിട്ടുക? തീറ്റ is equal to cos inverse √n/2. മനസ്സിലായോ? പക്ഷെ നമുക്ക് വേണ്ടത് തീറ്റ അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദ്യം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2θ ആണ്. Therefore I equal to 2θ that is equal to 2 cos inverse √n/2 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? Therefore the answer is 2 cos inverse √n/2. Option D is the right answer. Option D. മനസ്സിലായോ? കിട്ടിയല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ ചെയ്തെന്താന്നുള്ളത്? വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗാലക്സി ഈസ് മൂവിങ് എവേ ഫ്രം ദ എർത്ത് അറ്റ് എ സ്പീഡ് ഓഫ് 286 km/s. The shift in the wavelength of the red line at 630 nanometer is അത് തന്നിട്ടുണ്ട്, ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. The value of x to the nearest integer is എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് നിങ്ങൾക്കറിയാം. ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നതിൽ എബവ് 95% ക്വസ്റ്റ്യനും എങ്ങനെയായിരിക്കും? ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു v/c. ഈ ഇക്വേഷനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിൻ്റെ ഫുൾ തിയറി ഒന്നും ഇപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇത് ചോദിച്ചിട്ടുള്ളതിൽ 99% ചോദിച്ചത് ഈ ഒരൊറ്റ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ഇവിടെ തന്നെ റെഡ് ലൈൻ എത്ര നമ്മളോട് പറഞ്ഞത്? ദ ഷിഫ്റ്റ് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈൻ അറ്റ് ഷിഫ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ ലാംഡയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു v/c. ദാറ്റ് ഈസ് ലാംഡ എത്ര? 630 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു 286 ഇൻറ്റു 10⁻³ കിലോമീറ്റർ
ഡിവൈഡഡ് ബൈ സി ഈസ് 3 ഇൻറ്റു 10⁸ നോക്കൂ, നമുക്ക് കട്ട് ചെയ്യാം. 3യും 630യും കട്ട് ചെയ്താൽ 6ൽ 2 1 0 210 എന്ന് കിട്ടും. ഇനി നോക്കൂ 286 ഇൻറ്റു 2 10 എടുത്തു കഴിഞ്ഞാലോ ആദ്യം 0 കിട്ടി. ദെൻ 1 6 6 1 8 1 2 നൗ 2 6 12 കിട്ടി. 16 ഒന്നും 17 ഓക്കെ ഫൈൻ. ദാറ്റ് ഈസ് 0 6 0 again 0 6 that is equal to നിങ്ങൾക്ക് കിട്ടുക 6060 ഇൻറ്റു 10⁻². നോക്കൂ 8ഉം 3യും ക്യാൻസൽ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് 5 കിട്ടി. ആ 5 മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക 10⁻14 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ ആൻസറിലേക്ക് പോകും. എക്സ് ഇൻറ്റു 10⁻10 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ 14 ഉള്ളതിന് ഓരോ ഡെസിമൽ പ്ലേസ് കൊണ്ടുവരാം. -13 ആയി, 12 ആയി, 11 ആയി, 10 ആയി. ദാറ്റ് ഈസ് 6.0060 ഇൻറ്റു 10⁻10 മീറ്റർ. അപ്പോൾ എക്സ് ഉള്ളിടത്ത് നമുക്ക് ആരാ ഉള്ളത്? ദിസ് ഈസ് എക്സ്. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട് 6.006 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ആരാക്കി എടുക്കാം? നിങ്ങൾക്ക് 6 ആക്കി ആൻസർ നിങ്ങൾക്ക് പറയാം. മനസ്സിലായല്ലോ? എല്ലാവർക്കും കിട്ടിയില്ലേ? അത് മനസ്സിലായി? ഇത്തരം ഇത് 21 ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ഇയറിലെ JEEൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ സോൾഡ് എക്സാമ്പിൾ, NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് സോൾഡ് എക്സാമ്പിൾ ഏതിൽ? വേവ് ഒപ്റ്റിക്സിൽ. അതും 21 ഈ ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. 306 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് നോക്കിയിരിക്കണം. ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് 21 ക്വസ്റ്റ്യനാണ് ഇത്. നോക്കാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The light waves from two coherent sources have same intensity I1 equal to I2 equal to I0. In interference pattern, intensity of light at minima is 0. What will be the intensity at maxima? നോക്കൂ, I max ന്റെ ഇക്വേഷൻ എന്താ? I max is equal to √I1 plus √I2 the whole square. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? √I1 plus √I2 whole square. ഇവിടെ ഒക്കെ I1 I2 ഒക്കെ I0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ കിട്ടുക? √I0 plus √I0 the whole square. That is equal to 2√I0 the whole square. That is equal to 4I0 is the final answer. 4I0. Simple question. Simple question. Okay, see the next question. അടുത്തതിലേക്ക് പോട്ടെ. Okay. If the source of light used in a Young's double slit experiment is changed from red to violet, അപ്പോൾ എന്താ സംഭവിക്കാം? അപ്പോൾ റെഡ് ടു വയലറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാകുക? വിബ്ജിയോറിൽ നിങ്ങൾക്കറിയാം, വിബ്ജിയോറിൽ റെഡിൽ നിന്ന് വയലറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ റെഡ് ടു വയലറ്റ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. ഇവിടെ എന്താ ഫസ്റ്റ് ഓപ്ഷൻ? കോൺസിക്യൂട്ടീവ് ഫ്രിഞ്ച് ലൈൻസ് വിൽ ബിക്കം ക്ലോസർ. ഫ്രിഞ്ച് ലൈൻസ് ക്ലോസർ ആവുന്ന എപ്പോഴാണ്? ഫ്രിഞ്ച് വിഡ്ത്ത് കുറയുമ്പോൾ. ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇവിടെ ലാംഡ റെഡിൽ നിന്ന് വയലറ്റിലേക്ക് പോകുമ്പോൾ ലാംഡ എന്താ സംഭവിക്കുന്നത്? ലാംഡ ഡിഗ്രീസ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്കറിയാം ഫ്രം വയലറ്റ് ടു റെഡ് ലാംഡ കൂടുകയാണ്. അപ്പോൾ റെഡിൽ നിന്ന് വയലറ്റിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. വേവ് ലെങ്ത് കുറഞ്ഞാൽ ബീറ്റ എന്താ സംഭവിക്കുക? ബീറ്റ കുറയുന്നു. ബീറ്റ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്രിഞ്ചസ് കൂടുതൽ കൂടുതൽ അടുത്ത് വരും. അപ്പോൾ ഓപ്ഷൻ എ തന്നെ കറക്റ്റാണ്. ഇനി ബാക്കി ഓപ്ഷൻ നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം. സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ബിക്കം ഡാർക്ക്. നോ. ഫ്രിഞ്ചസ് വിൽ ബിക്കം ബ്രൈറ്റർ. അത് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് മിനിമ വിൽ ഇൻക്രീസ്. നോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A fringe width of 6 mm was produced for two slits separated by 1 mm apart. The screen is placed 10 meters away. The wavelength of light used is x nanometer. The value of x to the nearest integer എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എഗെയിൻ നോക്കൂ, ഫ്രിഞ്ച് വിഡ്ത്താണ് ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓർ ലാംഡ ഇസ് ഈക്വൽ ടു ബീറ്റ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇവിടെ ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്ത് നോക്കൂ, 6 ഇൻറ്റു 10⁻³ സെപ്പറേറ്റഡ് ബൈ 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി 10 മീറ്റർ.
that is equal to 0.6 into 10 raised to minus 6 meter എന്ന് കിട്ടും. That is equal to നാനോമീറ്ററിലാണ് നമ്മളോട് ചോദിച്ചല്ലേ ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാംഡ എത്ര കിട്ടുക? 6 ഇൻറ്റു 600 എന്ന് കൊടുക്കണം. 600 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 മീറ്റർ. ഇതാണ് നാനോമീറ്റർ. Therefore the answer is 600. The answer is 600. 600 is the right answer. 600. Yes. Oh, very good, very good. ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, white light is passed through a double slit and interference is observed on a screen 1.5 meter away. The separation between the slits is 0.3. Separation between the slit is 0.3. Okay. എന്നിട്ടോ the first violet and red fringes are formed. ശ്രദ്ധിക്കണം, ഫസ്റ്റ് വയലറ്റ് ആൻഡ് റെഡ്. അപ്പോൾ റെഡ് എവിടെ ഫോം ചെയ്തത്? 3.5. റെഡ് ഫോം ചെയ്ത് വയലറ്റ് ഫോം ചെയ്തത് 2 millimeter. ഓക്കെ, അപ്പോൾ എന്താ സാധനം? ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഓഫ് റെഡ് ആൻഡ് വയലറ്റ് ലൈറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അവരുടെ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ ഫ്രിഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? yn ഈക്വൽ ടു n ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് ലാംഡൻ്റെ ഡിഫറൻസ് വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, y റെഡ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ആണ് n 1 ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഡി ലാംഡ റെഡ് ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. മനസ്സിലായല്ലോ? ഇതാണ് ക്വസ്റ്റ്യനിൽ 3.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മീറ്റർ തന്നിട്ടുള്ളത്. ആൻഡ് സിമിലർലി വയലറ്റ് ഞാൻ വൈ വി എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ലാംഡ വയലറ്റ് ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മീറ്റർ എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ സബ്സ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൈ റെഡ് മൈനസ് വൈ വയലറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ സ്മോൾ ഡീനെ പുറത്തെടുക്കാം, ലാംഡ റെഡ് മൈനസ് ലാംഡ വയലറ്റ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. ശരിയല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടത് ലാംഡ ആർ മൈനസ് ലാംഡ വയലറ്റ് ആണ്. അപ്പോൾ ലാംഡ റെഡ് മൈനസ് ലാംഡ വയലറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഇൻറ്റു സ്മോൾ ഡി ദാറ്റ് ഈസ് 0.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി എത്ര തന്നിട്ടുള്ളത്? 1.5 മീറ്റർ. മനസ്സിലായോ? 1.5. നോക്കൂ, ഈ 1.5 ഉം 1.5 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി നിങ്ങൾക്ക് കിട്ടുക 0.3 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 മീറ്റർ എന്നല്ലേ കിട്ടുക അല്ലേ? എനിക്കെന്തോ മിസ്സായിട്ടുണ്ടോ? 3 ഇൻറ്റു 7 ഞാൻ ഒരു മിസ്സായി. കാരണം ഇവിടെ ഓൾറെഡി 10 റേസ് ടു മൈനസ് 6 ഉണ്ട്, പ്ലസ് ഒന്നുകൂടി അല്ലേ വരിക എന്ന് -7 മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നാനോമീറ്ററിലാണ് എഗെയിൻ ആൻസർ വേണ്ടത്. അപ്പോൾ നോക്കൂ, 300 നാനോമീറ്റർ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. 300 നാനോമീറ്റർ. Therefore the answer is 300 നാനോമീറ്റർ. മനസ്സിലായല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ വണ്ടർഫുൾ. ഒരുപാട് പേര് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 slits are separated by 2 millimeter and screen is placed 1 meter away. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് സെപ്പറേഷൻ 2 millimeter, സ്ക്രീന് 1 meter away എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. When a light of wavelength 500 nanometer, wavelength 500 nanometer is used, the fringe separation will be, ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്താണ്? Again said direct question, beta is equal to capital D lambda by small d. ഫ്രിഞ്ച് സെപ്പറേഷൻ എന്ന് പറയുന്നത് ആരാ? ബീറ്റ തന്നെയാണ്. ദാറ്റ് ഈസ് ഞാൻ ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന മോശമല്ലേ അല്ലേ? 500 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. 21 ക്വസ്റ്റനാണ് ലാസ്റ്റ് ഇയറിൻ്റെ.
ദാറ്റ് ഈസ് ഈക്വൽ ടു 500/2 എത്ര 250 ഇൻറ്റു 10⁻⁻6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ മില്ലിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. ദെർഫോർ 0.25 മില്ലിമീറ്റർ എന്ന ആൻസറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. റെഡിയാണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് റെഡി? ഓക്കെ ഫൈൻ. നിങ്ങൾക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ളതുമായിട്ടുള്ള ഒരു യൂണിറ്റാണ് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അനുവദിച്ച സമയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്തിട്ട് ഈ ഒപ്റ്റിക്സ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ. സോഴ്സ് ഓഫ് ലൈറ്റ്, യെസ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് ഐ. Intensity of light on the screen I. Two Polaroids P1 and P2 are placed in between the source of light and screen that the intensity of light on the screen is I/2. Okay, ശ്രദ്ധിക്കണം. ആ പോളറൈസേഷൻ ആണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ലൈറ്റ് നോക്കൂ ഇൻസിഡന്റ് ചെയ്യുന്നു. ആദ്യം ഒരു പോളറോയിഡ് P1ലേക്ക് എത്തുന്നു. ഫസ്റ്റ് P1ലേക്കാണ് വരുന്നത്. ദിസ് ഈസ് P1. പിന്നെ P1ലൂടെ പുറത്തേക്ക് വരുന്നു. P1ലൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ലൈക്ക് ദിസ്. ഓക്കെ, ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് ഐ. അപ്പോൾ ഐ ഇന്റൻസിറ്റി ഉള്ള ആളാണ് വരുന്നത്. ഐ ഇന്റൻസിറ്റി ഉള്ള ആള് ഫസ്റ്റ് പോളറോയിഡിൽ കടന്നു പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? ഇറ്റ് ഈസ് I/2 ആയിട്ട് ഇത് ചുരുങ്ങും. നിങ്ങൾക്കറിയാം. അപ്പൊ P1ലൂടെ പോകുമ്പോഴേക്കും അതെന്തായി? അത് I/2 ആയി. ഇന്റൻസിറ്റി became I/2. ഇനി നമ്മളോട് പറയുന്നത് എന്താ? P1 and P2 are so placed in between the source of light and the screen that എന്ന് വെച്ചാൽ സോഴ്സിന്റെയും സ്ക്രീനിന്റെയും ഇടയിൽ രണ്ട് P1 P2 വെച്ചു. That intensity of light on the screen is I/2. ഓക്കെ, അപ്പോൾ I/2 ആ സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇവിടെ കിട്ടിയതും I/2 തന്നെ. അത് എന്താ കാരണം എന്ന് നിങ്ങൾക്കറിയാലോ? I/2. കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടത്. I/2 ഇത് രണ്ടും പാരലൽ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള അതേ ഇന്റൻസിറ്റി തന്നെ നിങ്ങൾക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. ഇനിയോ, P2 should be rotated by an angle of dash degree so that intensity of light on the screen is 3I/8. ഇനി നമ്മളോട് പറയുന്നു P2 റൊട്ടേറ്റ് ചെയ്യണമെന്ന്. കണ്ടോ, P2 റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമ്മളോട് സംസാരിക്കണം. P2 റൊട്ടേറ്റ് ചെയ്തു certain ആംഗിൾ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്റൻസിറ്റി ഇവിടെ നോക്കൂ 3I/8 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്തത് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ മാലസ് ലോ നേരിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എന്താ മാലസ് ലോ പറഞ്ഞത്? I = I0 cos square theta അല്ലേ? ഇതാണ് മാലസ് ലോ. പക്ഷെ ഈ ഇക്വേഷനിലെ I എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ഇന്റൻസിറ്റിയാണ്. I0 എന്ന് പറഞ്ഞാൽ എന്താ? ആ അനലൈസറിലേക്ക് എന്ന് വെച്ചാൽ ഇവിടെ P2ലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, അതാണ് I0. അപ്പോ ഇവിടെ ഇതാണ് നമ്മുടെ I0. ഇതാണ് I0. റെഡി? ഇതാണ് നമ്മുടെ ഫൈനൽ I എന്ന് പറയുന്നത്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3I/8 ദാറ്റ് ഈസ് ഈക്വൽ ടു I0 വരാ I/2 ഇൻറ്റു cos square theta. നോക്കൂ, I കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, ഇവിടെ 4 കിട്ടി. Therefore നിങ്ങൾക്ക് എന്ത് കിട്ടും? 3/4 ഈക്വൽ ടു cos square theta or cos theta is equal to √3/2 എന്ന് കിട്ടി. തീറ്റയ്ക്ക് എന്ത് കിട്ടുമ്പോഴാണ് √3/2 കിട്ടുക? cos 30 ആണ് √3/2. Therefore the correct answer is 30 degree. 30 ഡിഗ്രിയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എക്സാം ചെയ്യണം എന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ മക്കളെ, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ചാപ്റ്ററാണ്, നമുക്കറിയാം. ഫസ്റ്റ് ഇയറിലെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫേസ് 1 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ബൾക്ക് മോഡുലസ് ഓഫ് എ ലിക്വിഡ്. ബൾക്ക് മോഡുലസ് ഓഫ് എ ലിക്വിഡ് എത്രയാണ്? 3 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബൾക്ക് മോഡുലസ് വന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് ബി ഇസ് ഗിവൺ അല്ലേ. ബി എത്രയാണ് വന്നിരിക്കുന്നത്? 3 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രഷർ റിക്വയർഡ് ടു റെഡ്യൂസ് ദ വോളിയം ഓഫ് ദി ലിക്വിഡ് ബൈ 2%. അതായത് നമ്മുടെ ലിക്വിഡിന്റെ വോളിയം 2% കുറയ്ക്കണം അല്ലേ. എത്ര കുറയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? 2%. അപ്പോൾ അതിനു വേണ്ടി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പ്രഷർ റിക്വയർഡ്, എത്ര പ്രഷർ അതിന് വേണം എന്നുള്ളതാണ് അല്ലേ. നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോകാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഫേസ് 1 ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എത്രയാണ്? ബി ഇസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? പി പ്രഷർ ഡിവൈഡഡ് ബൈ അല്ലേ. ഒരു മൈനസ് പറയാറുണ്ട്. മൈനസ് എന്തിനാണ് കാണിക്കുന്നത്? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം എന്ത് ചെയ്യും? കുറയും എന്നാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ നെഗറ്റീവ് സൈൻ വരുന്നത്, നിങ്ങൾക്ക് അറിയാം അല്ലേ. യെസ്. അപ്പോൾ മൈനസിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷറിന്റെ വാല്യൂ അല്ലേ. അപ്പോൾ പ്രഷർ പി ഇസ് ഈക്വൽ ടു എത്ര വരും? പ്രഷർ പി ഇസ് ഈക്വൽ ടു മൈനസിന് വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എത്ര വരും? ബി ഇൻറ്റു എത്ര വരും? ഡെൽറ്റ വി ബൈ ബി, ചേഞ്ച് ഇൻ വോളിയം. അത് തന്നിട്ടുണ്ടോ അല്ലേ? 2% എന്നാണ് തന്നിരിക്കുന്നത്. 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് 2% കുറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം 100 ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 2 കുറഞ്ഞു എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒറിജിനൽ വോളിയത്തിന് പകരം 100, ചേഞ്ച് ഇൻ വോളിയത്തിന് പകരം നമുക്ക് 2 കൊടുക്കാം അല്ലേ. യെസ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിനകത്ത് നേരെ വാല്യൂ കൊടുക്കാം. ബിയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 3 ഇൻറ്റു എത്രയാണ്? 10⁻10 ആണല്ലോ അല്ലേ. പിന്നെ എന്തായിരുന്നു? ഡെൽറ്റ വി ബൈ വി എത്രയാണ്? 2%. അപ്പോൾ എത്രയാണ്? 2/100. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? വളരെ സിമ്പിൾ അല്ലേ. ആൻസർ കിട്ടി കാണുമല്ലോ നിങ്ങൾക്ക്. 6 × 10⁸8 അല്ലേ. 6 × 10⁸8. ഓപ്ഷൻ ഏതാണ്? സി ആണ് അല്ലേ. ഫേസ് 1 ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ ഫോർ ലീനിയർ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കർവ് അല്ലെ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. നമ്മൾ ഒത്തിരി ഗ്രാഫ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്. ദ എനർജി ഡെൻസിറ്റി ഫോർ ലീനിയർ സ്ട്രെയിൻ 5 × 10⁻⁻4 അല്ലേ, അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ എത്രയാണ് തന്നിട്ടുണ്ട്? ലീനിയർ സ്ട്രെയിൻ്റെ വാല്യൂ 5 × 10⁻⁴. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ 5 × 10⁻⁴ ആയിരിക്കുമ്പോഴുള്ള എനർജി ഡെൻസിറ്റി എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പറഞ്ഞു ഏതാണ് ഇക്വേഷൻ? എന്താണ് എനർജി ഡെൻസിറ്റി? ED നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് സ്ട്രെയിൻ 5 × 10⁻⁴. നമുക്ക് ഇവിടെ എവിടം വരെ തന്നിട്ടുള്ളൂ? ഇവിടെ 4 വരെയല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ 5 ആയിരിക്കുമ്പോഴുള്ള സ്ട്രെസ് എത്രയാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടില്ല. നമുക്കിവിടെ എത്ര വരെ മാത്രമേ തന്നിട്ടുള്ളൂ? 4 വരെ തന്നിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അസ്യൂം ദ മെറ്റീരിയൽ ഈസ് ഇലാസ്റ്റിക് അപ് ടു ലീനിയർ സ്ട്രെയിൻ ഓഫ് 5 × 10⁻⁴. അപ്പോൾ 5 × 10⁻⁴ വരെ ഇത് ഇലാസ്റ്റിക് നേച്ചർ കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമുക്ക് ഇവിടുത്തെ അതായത് ലീനിയർ സ്ട്രെയിൻ 5 × 10⁻⁴ ആകുമ്പോൾ ഉള്ള സ്ട്രെസ് എത്രയാണെന്ന് അറിയില്ല. നമ്മൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. വേറെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? ദിസ് ഈസ് ഓൾസോ എനർജി ഡെൻസിറ്റി ഈസ് ഓൾസോ ഈക്വൽ ടു ഹാഫ് y അല്ലേ സ്ട്രെയിൻ്റെ സ്ക്വയർ അല്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ സ്ട്രെയിൻ അറിയാം. ഇനി എന്താ അറിയേണ്ടത്? y. യങ്സ് മോഡുലസ് എങ്ങനെ കിട്ടും? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, സ്ട്രെസ് എവിടെയുള്ളത്? X ആക്സിസിലാണ് അല്ലേ. സ്ട്രെയിൻ എവിടെയുള്ളത്? Y ആക്സിസിലാണ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എവിടെയുള്ളത്? X ആക്സിസിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എവിടെയുള്ളത്? സ്ട്രെയിൻ ഉള്ളത് എവിടെയാണ്? സ്ട്രെയിൻ ഉള്ളത് y ആക്സിലാണ്, ഡെൽറ്റ y അല്ലേ. നമുക്ക് സ്ലോപ്പ് എടുത്ത് നോക്കാം. നോക്കിക്കേ. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് 20 ആണ് അല്ലേ സ്ട്രെസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എത്രയാണ്? 1 × 10⁻⁻10 അല്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര വരും? 20 അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ എത്ര വന്നു?
ഡെൽറ്റ വൈ എത്രയാണ്? ഡെൽറ്റ വൈ എത്രയാണ് വരുന്നത്? 1 ഇൻറ്റു അല്ലേ, ഇതല്ലേ വരുന്നേ അല്ലേ, 1 ഇൻറ്റു 10⁻⁻10 അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു 10⁻11 വന്നില്ലേ അല്ലേ, 2 ഇൻറ്റു 10⁻11 അല്ലേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്കിപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി, സ്ട്രെയിൻ എത്രയും തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എത്ര വരും? ഹാഫ് ഉണ്ട്. വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 2 ഇൻറ്റു 10⁻11 എന്ന് വന്നില്ലേ അല്ലേ. സ്ട്രെയിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ വന്നിരിക്കുന്നത്? സ്ട്രെയിൻ്റെ വാല്യൂ 5 ഇൻറ്റു 10⁻⁻4, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 10⁻⁻8 എന്നല്ലേ വരുന്നത് അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ആവും. എന്നിട്ട് നമുക്ക് എത്ര വന്നു? എനർജി ഡെൻസിറ്റി എത്ര വന്നു? 25 ഇൻറ്റു 10⁻³ ജൂൾ പെർ മീറ്റർ ക്യൂബ് അല്ലേ. എനർജി ഡെൻസിറ്റിയാണ്, എനർജി ബൈ വോളിയം ആണ് അല്ലേ, എനർജി ബൈ വോളിയം ആണ്. അപ്പോൾ ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. നിങ്ങൾ നോക്കുക, തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, കിലോ ജൂൾ പെർ മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ കിലോ ജൂൾ എന്നാകുമ്പോൾ അതെ ഇത് 10⁻³ എന്ന് പറയുമ്പോൾ കിലോ അല്ലേ. അപ്പോൾ 25 കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ഇവിടെ വരുന്നത് എത്രയാണ്? 25 ആണ്. 25 ഈസ് ദി ആൻസർ. ഇവിടെ വരുന്നത് 25 ആണ്. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ഇതും ഫേസ് 1 ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഈ പ്രോസസ് ഫേസ് 1 ചോദിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകും. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A uniform cylindrical rod of length L. Uniform cylinder of rod of ലെങ്ത് എൽ. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ റോഡ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് എൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് മക്കളെ തന്നിരിക്കുന്നത്? റേഡിയസ് 6 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇസ് മെയ്ഡ് ഫ്രം എ മെറ്റീരിയൽ ഹുസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽസ് 5. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട് അല്ലേ. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടില്ലേ മക്കളെ? ഇല്ലേ, റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? 6 അല്ലേ. ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? ലെങ്ത് എൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. റേഡിയസ് 6, ലെങ്ത് എൽ അല്ലേ. യങ്സ് മോഡുലസ് y ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതെ. പിന്നെ എന്താണ്? വെൻ ദിസ് റോഡ് ഇസ് ഹീറ്റഡ് ബൈ ടെമ്പറേച്ചർ എത്രയാണ്? T. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് കൂട്ടി എന്ന് വിചാരിക്കാം. ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടും അല്ലേ. ലെങ്ത് കൂടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സിലിണ്ടറിക്കൽ റോഡ് ഉണ്ടായിരുന്നു, നമ്മൾ ടെമ്പറേച്ചർ T കൂട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ T കൂട്ടിക്കഴിഞ്ഞാൽ ഇലോങ്ങേഷൻ ഉണ്ടാവും അല്ലേ. ഉറപ്പായിട്ട് തെർമൽ എക്സ്പാൻഷൻ വരും, ഇപ്പോൾ ലെങ്ത് കൂടും, നമുക്കറിയാം അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെയാണ്. ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈമൾട്ടേനിയസ്ലി സബ്ജക്റ്റഡ് ടു എ ലോഞ്ചിറ്റ്യൂഡിനൽ കംപ്രഷൻ ഫോഴ്സ് അല്ലേ, എഫ്. അതായത് ഇതിന് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് ഇതിൻ്റെ ലെങ്ത് കൂടും. അതേ സമയത്ത് നമ്മളൊരു കംപ്രഷണൽ ഫോഴ്സ് കൊടുക്കുകയാണ്, ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, ഒരു കംപ്രഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ഫോഴ്സാണ്, എന്തൊക്കെ ഇവിടെ ഉള്ളത്? ഇതിൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്, അതേസമയം ലെങ്ത് കുറയ്ക്കാനായിട്ട് ഒരു കംപ്രഷണൽ ഫോഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. യെസ്, അപ്പോൾ കംപ്രഷണൽ ഫോഴ്സ് എഫ് കൊടുത്തു. ഇറ്റ്സ് ലെങ്ത് റിമൈൻസ് അൺചേഞ്ച്ഡ്. അതിൻ്റെ ലെങ്ത്തിന് ഒരു മാറ്റമില്ല, ലെങ്ത്തിനൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ റോഡ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റണം? അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ വരും, ലെങ്ത് കൂടേണ്ടതാണ് അല്ലേ. ലെങ്ത് കൂടുന്നില്ല. ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു കംപ്രഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ലെങ്ത് കൂടേണ്ടതായിരുന്നു, നമ്മൾ കംപ്രഷണൽ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ലെങ്ത് റിമൈൻസ് അൺചേഞ്ച്ഡ്. അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ ടെമ്പറേച്ചർ, അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ കാരണമുള്ള ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു കംപ്രഷൻ. നമ്മൾ കംപ്രഷണൽ ഫോഴ്സ് കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കംപ്രഷൻ, ഡിക്രീസ് ഇൻ ലെങ്ത്, രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ലെങ്ത് റിമൈൻസ് സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലെങ്ത് റിമൈൻസ് സെയിം ആണെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയേ പറ്റുള്ളൂ. എന്താണ്? ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു കംപ്രഷൻ. എന്തുകൊണ്ടാണ് മക്കളെ ഇലോങ്ങേഷൻ ഉണ്ടാകുന്നത്? ഇലോങ്ങേഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ തെർമൽ എക്സ്പാൻഷനാണ്. കംപ്രഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു കംപ്രഷൻ ആണെങ്കിലാണ് ഇത് നടക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ കോഎഫിഷ്യന്റ് ഓഫ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, ഗാമ
അല്ലേ? നമുക്കറിയാം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് എലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് തെർമൽ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു കംപ്രഷൻ, ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ പോകണം അല്ലേ? അപ്പോൾ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ, അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു തെർമൽ എക്സ്പാൻഷൻ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ വരും? ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ആൽഫ. എന്താണ് ആൽഫ? എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അല്ലേ? ഇതിൻ്റെ ലെങ്ത് ആണല്ലോ കൂടുന്നത് അല്ലേ? അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ടി. സംശയമുണ്ടോ? ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇലോങ്ങേഷൻ. ഈ എഴുതിയിരിക്കുന്ന സാധനമാണ് മക്കളെ ഇലോങ്ങേഷൻ. ഇനി കംപ്രഷൻ എന്തുകൊണ്ടാണ്? നമ്മൾ കംപ്രഷണൽ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ കംപ്രഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഏതാണ് ഇക്വേഷൻ? ഏതാണ്? എഫ് എൽ ഡിവൈഡഡ് ബൈ എ വൈ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ, ഈ സ്പെസിഫിക് ക്വസ്റ്റ്യനിൽ ഇലോങ്ങേഷനും കംപ്രഷനും ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ വൈ. അപ്പോൾ ഇതിലെന്താ നമുക്ക് ഇനി ക്യാൻസൽ ആക്കി കളയാൻ പറ്റുക? എല്ല് അല്ലേ? ഈ രണ്ട് എല്ല് ക്യാൻസൽ ആവും. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പോൾ ഇതിൻ്റെ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു എത്ര വരിക? ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ വൈ ടി. ഓക്കെ, ഈ എ എന്താ മക്കളെ? എ എന്താ? എ എന്ന് പറയുന്ന സാധനം എന്താണ്? ഏരിയ അല്ലേ? നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടില്ല, പകരം നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് ആണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ വൈ ടി അല്ലേ? അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നതാണ് അല്ലേ? തെർമൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ എന്ന് പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ആൽഫനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ വൈ ടി അല്ലേ? ഏത് ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? കറക്റ്റ് അല്ലേ? ഇത് മനസ്സിലായ മക്കളെ? ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഹീറ്റ് കിട്ടിയപ്പോൾ തെർമലി എക്സ്പാൻഡ് ചെയ്തു അല്ലേ? നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്രഷണൽ ഫോഴ്സ് കൊടുത്തു. ലെങ്ത്തിന് മാറ്റം ഉണ്ടായില്ല. ലെങ്ത്തിന് മാറ്റം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇലോങ്ങേഷനും കംപ്രഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 40 കിലോഗ്രാം ബോയ് അല്ലേ? അപ്പോൾ അയാളുടെ മാസ് എത്രയാണ്? 40 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഹൂസ് ലെഗ്സ് ആർ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അയാളുടെ കാലിൻ്റെ അല്ലേ, ഒരു കാലിൻ്റെ അല്ലേ ഏരിയ ആണ് തന്നിരിക്കുന്നത്. 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ അല്ലേ? അതിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? കാലിൻ്റെ ലെങ്ത് അല്ലേ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഫോൾസ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ. അപ്പോൾ ഈ ബോയ് ഒരു 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? വിത്തൗട്ട് ബ്രേക്കിംഗ് ലെഗ് ബോൺസ്. കാല് ഒടിഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കാല് ഒടിയില്ല അല്ലേ? അപ്പോൾ ഇഫ് ദ ബോൺസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ സ്ട്രെസ് ഓഫ് അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് എന്താണ്? ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്? 9.9 ഇൻറ്റു 10⁸8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടിക്ക് മാക്സിമം 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് ചാടാം, കാലൊടിയില്ല അല്ലേ? അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 0.9 ഇൻറ്റു 10⁸8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടില്ലേ? അതായത് 2 മീറ്ററിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്, ആ കുട്ടിയുടെ കാലിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാണ്? 0.9 ഇൻറ്റു 10⁸8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. കാൽക്കുലേറ്റ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോൺ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബോയുടെ കാലിൻ്റെ ബോണിൻ്റെ യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ കുട്ടി ഒരു h ഹൈറ്റിൽ നിന്നാണല്ലോ ചാടുന്നത് അല്ലേ? അപ്പോൾ h ഹൈറ്റിലുള്ളപ്പോൾ ഈ കുട്ടിക്കുള്ളത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ? mgh അല്ലേ? താഴേക്ക് വീഴുമ്പോൾ ഈ കുട്ടിയുടെ കാലിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? അത് ആ ബോൺസിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും അല്ലേ? അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നത്.
എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഹൈറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടിയിലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് എന്തായിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ഒക്കെ, ഏരിയ അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നതൊക്കെ ഒരു കാലിൻ്റെയാണ് അല്ലേ? 2 കാലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ടൈംസ്. അപ്പോൾ 2 ടൈംസ് തന്നിരിക്കുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് ഉള്ള ഇക്വേഷൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് എനർജി ഡെൻസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണല്ലോ അല്ലേ? എനർജി ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയം ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? അതിന് പകരം നമുക്ക് ഇവിടെ സ്ട്രെസ് വരുന്ന ഇക്വേഷൻ, അപ്പം ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ബൈ വൈ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എനർജി ഡെൻസിറ്റിയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ഈ 2 എന്തിനാണ്? 2 കാലുണ്ടല്ലോ, മനസ്സിലായി? അപ്പോൾ 2ലെയും പൊട്ടൻഷ്യൽ എനർജി എടുക്കണം അല്ല? അപ്പോൾ ഇൻറ്റു 2, അതുകൊണ്ടാണ് അല്ലേ? ഇനി ഞാൻ എഴുതാൻ പോകുന്ന ടൈം, ഇനി ഇവിടെ എഴുതാൻ പോകുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. എനർജി ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്, സിഗ്മ അല്ലേ? എത്രയാണ്? ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ വൈ. ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ വൈ ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതെന്താണ്? എനർജി ഡെൻസിറ്റി അല്ലേ? എനർജി ഡെൻസിറ്റി അല്ല നമുക്ക് വേണ്ടത്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലേ? നമുക്ക് എനർജി പെർ യൂണിറ്റ് വോളിയം അല്ല വേണ്ടത്, ടോട്ടൽ എനർജിയാണ്. എന്ത് ചെയ്യണം? ഇൻറ്റു വോളിയം ചെയ്യണം അല്ലേ? വോളിയം എ ഇൻറ്റു എൽ. അപ്പോൾ പറഞ്ഞ മക്കളെ, എന്താ എ എന്താണ്? ഏരിയ അല്ലേ? അത് എത്രയും തന്നിരിക്കുന്നത്? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ലെങ്ത്, കാലിൻ്റെ നീളം എത്രയാണ്? 50 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? യങ്സ് മോഡുലസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 2ഉം ക്യാൻസൽ ആകുന്നു. നമുക്ക് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ y ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? y ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എ എൽ ഡിവൈഡഡ് ബൈ എത്ര വരും? mgh എന്ന് വരില്ലേ അല്ലേ? സിഗ്മ സ്ക്വയർ. സിഗ്മയുടെ വാല്യൂ എത്രയാണ്? സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? എത്രയാണ്? 0.9 ഇൻറ്റു 10⁸ അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.81, നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.80 എന്നെടുക്കാം അല്ലേ? ഇൻറ്റു അല്ലേ? പിന്നെ എന്തിൻ്റെ സ്ക്വയർ ആണ്? 10⁸ സ്ക്വയർ. 10⁸ സ്ക്വയർ 10�16 എന്ന് വരും അല്ലേ? യെസ്. ഏരിയ എത്രയാണ് വരുന്നത്? ഏരിയ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 4 ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ വേണ്ടി 10⁻⁻4 എന്നല്ലേ വരിക അല്ലേ? യെസ്. ലെങ്ത് എത്രയാണ്? ലെങ്ത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ അല്ലേ? ഡിവൈഡഡ് ബൈ mgh, മാസ് ഓഫ് ദ ബോയ് എത്ര തന്നിരിക്കുന്നത്? 40. ജി എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 10 അല്ലേ? എച്ച് എത്ര ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത്? 2 അല്ലേ? 2 മീറ്റർ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ കിട്ടും. എത്രയാണ്? 2 ഇൻറ്റു 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ. അപ്പോൾ എച്ച് ഹൈറ്റിൽ നിന്ന് ചാടുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ എച്ച് ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതായിരിക്കും താഴെ വരുമ്പോൾ അയാളുടെ കാലിൽ സ്റ്റോർ ചെയ്യുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു? വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. 2 ഇൻറ്റു 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കൾ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The edge of an aluminum cube are 10 സെൻറ്റിമീറ്റർ ലോങ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അലൂമിനിയത്തിൻ്റെ ക്യൂബ് ഉണ്ട്. ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? എത്രയാണ്? 10 സെൻറ്റിമീറ്റർ എന്നല്ലേ തന്നിരിക്കുന്നത് അല്ലേ? 10 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു അലൂമിനിയം ക്യൂബ് ഉണ്ട്. വൺ ഫേസ് ഓഫ് ദ ക്യൂബ് ഈസ് ഫേംലി ഫിക്സ്ഡ് ടു എ വെർട്ടിക്കൽ വാൾ. ഇതിൻ്റെ ഒരു ഫേസ് ഒരു വെർട്ടിക്കൽ വാളിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നത് വരച്ച് കാണിക്കാം. ഇതാണ് ഒരു വെർട്ടിക്കൽ വാൾ. ഓക്കെ, ഈ വെർട്ടിക്കൽ വാളിലേക്ക് നമ്മുടെ ക്യൂബ് ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കും. അതിൻ്റെ ഒരു ഫേസ് മാത്രം ഫിക്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതെത്രയാണ്? എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 സെൻറ്റിമീറ്റർ അല്ലേ? എൽ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാസ് ഓഫ്, ക്വസ്റ്റിൻ്റെ ബാക്കി, എ മാസ് ഓഫ് എത്രയാണ്? 100 കിലോഗ്രാം. എത്രയാണ്? 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ ക്യൂബ്. അതായത് ഈ ഫേസ് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ഇതല്ലേ അല്ലേ? ഈ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 100 kg വെയിറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഒരു 100 kg വെയിറ്റ്. അപ്പോൾ ഇങ്ങോട്ട് 100 kg വെയിറ്റ് ഉണ്ട്.
100 kg വെയിറ്റ് എന്ന് പറയുമ്പം എത്ര ന്യൂട്ടനാണ്? 100, അതായത് വെയിറ്റ് 100 kg ആണ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു mg ആണെന്ന് നമുക്കറിയാം അല്ലേ. 100 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്ക് 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1000 ന്യൂട്ടൺ അല്ലേ. 1000 ന്യൂട്ടൺ താഴേക്കുണ്ട് കേട്ടോ, 1000 ന്യൂട്ടൺ താഴേക്കുണ്ട്. അപ്പോൾ ഷിയറിങ് സംഭവിക്കും, നമ്മൾ പഠിച്ചതാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന. എന്ത് പറ്റും? ഈ ഫേസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കും. ഇത് പയ്യെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് താഴേക്ക് വരും അല്ലേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. യെസ്, ഇതിങ്ങനെ താഴേക്ക് വന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ദ ഷിയർ മോഡുലസ്, വി ആർ ഗിവൺ ദ ഷിയർ മോഡുലസ് ഓഫ് അലുമിനിയം എത്രയാണ്? 25 GPa ആണ് അല്ലേ. അപ്പോൾ ഷിയർ മോഡുലസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത് ഇത് എത്രയാണെന്ന്, Δx, അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് റിജിഡിറ്റി മോഡുലസ് അല്ലേ, ഷിയർ മോഡുലസ് ഇക്വേഷൻ എന്താ മക്കളെ? റിജിഡിറ്റി മോഡുലസ് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇവിടുത്തെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഏതാ? ഇവിടെ ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലേ. ടാൻജൻഷ്യൽ ഫോഴ്സ് Ft എന്ന് വിളിക്കട്ടെ. ടാൻജൻഷ്യൽ ഫോഴ്സ് Ft ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ. ഇത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത് അല്ലേ. ഈ ഏരിയ ആണ് വേണ്ടത്, ഈ സർഫസിൻ്റെ ഏരിയ. യെസ്, അപ്പോൾ അത് ഏരിയ എ അല്ലേ ഡിവൈഡ് ബൈ Δx അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, Δx ബൈ L ആണ് അല്ലേ. Δx അടിയിൽ വരും, L മുകളിൽ പോകും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ ആണ് അല്ലേ. ബാക്കി എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് എഴുതാം Δx ഇസ് ഈക്വൽ ടു എത്ര വരും? Ft L ഡിവൈഡഡ് ബൈ A ഈറ്റ അല്ലേ. വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Ftയുടെ വാല്യൂ എത്രയാണ്? 1000 അല്ലേ, 1000. L ലെങ്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ അല്ലേടാ അല്ലേ. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ ലെങ്ത് 0.1 ആണെങ്കിൽ 0.1 ഇൻറ്റു 0.1 എന്ന് വരും അല്ലേ. ഈറ്റയുടെ വാല്യൂ എത്രയാണ്? അതായത് റിജിഡിറ്റി മോഡുലസിൻ്റെ വാല്യൂ 25 GPa. 25 ഗിഗ 10⁹9 അല്ലേ വരുന്നത് അല്ലേ. 10⁹9 ഗിഗ എന്ന് പറഞ്ഞാൽ 10⁹9 ആണ് അല്ലേ. യെസ്, അപ്പോൾ ഇത് സോൾവ് ചെയ്യണം അല്ലേ. ഇത് രണ്ടും ക്യാൻസലായി പോവും അല്ലേ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ 4 × 10⁻⁻7 N/m². ഇതാണ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ ചെയ്യാമല്ലോ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 1 kilogram weight is suspended by a rubber cord of എത്രയാണ്? 2 meter long. അപ്പോൾ 1 kilogram weight ഉള്ള ഒരു ഒബ്ജക്റ്റ് അല്ലേ, അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 2 മീറ്റർ ലെങ്ത് ഉള്ള വയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് ഫിഗർ വരയ്ക്കാം. ഇതാ റബ്ബർ വയറാണ് കേട്ടോ അല്ലേ. യെസ്, ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എത്രയായിരുന്നു? M ഈസ് ഈക്വൽ ടു 1 kg ആണേ അല്ലേ. ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? L ലെങ്ത് എത്രയാണ്? 2 മീറ്റർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ബാക്കി എന്താ നോക്കാം. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്ന് പറയുന്നുണ്ട്? 0.5 cm². 0.5 cm² എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് ടു ഡിസ്ക്രൈബ് എ ഹൊറിസോണ്ടൽ സർക്കിൾ ഓഫ് റേഡിയസ് 50 cm. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഈ കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? റബ്ബർ വയറാണ്, അതിൻ്റെ ലെങ്ത് 2 മീറ്റർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ടു ഡിസ്ക്രൈബ് എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്ലെയിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ കറങ്ങും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറയുന്നത് 50 cm. ഈ കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 2 മീറ്റർ ആണ്. പക്ഷേ ഈ സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത് എത്രയേ ഉള്ളൂ? 50 cm അല്ലേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം. ഈ എൻ്റെ ഫിക്സ്ഡ് ആണല്ലോ അല്ലേ. ഇങ്ങനെയായിരിക്കും കറങ്ങുക, ഇങ്ങനെയായിരിക്കും ഇത് കറങ്ങുക, മനസ്സിലായി? യെസ്, അപ്പോൾ വരയ്ക്കാം. അതാ ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും നടത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് R ഈസ് ഈക്വൽ ടു റേഡിയസ് R എത്രയാണ് മക്കളെ? എത്രയാണ്? 50 cm അല്ലേ. 50 cm അല്ലേ. അപ്പോൾ പറയുന്നുണ്ട്
It describes horizontal circle of radius 50 centimeter in 4 times a second. ഒരു സെക്കൻഡിൽ 4 തവണ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 4 തവണ കറങ്ങുക എന്ന് പറയുമ്പോൾ എന്താ സാധനം, എന്താ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഫ്രീക്വൻസിയാണ്. ദ ഫ്രീക്വൻസി ഈസ് എത്രയാണ്? 4 അല്ലേ, 4 ഹെഡ്സ്. ഒരു സെക്കൻഡിൽ 4 തവണ, അതായത് 4 സെക്കൻഡ് റൈസ് ടു -1. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ കോഡ്. എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആണല്ലോ അല്ലേ? ഇലോങ്ങേഷൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ പറഞ്ഞേ? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പറഞ്ഞേ എഫ് എൽ ഡിവൈഡഡ് ബൈ എ വൈ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ യങ്സ് മോഡുലസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിട്ടില്ലേ അല്ലേ? അപ്പോൾ യങ്സ് മോഡുലസ് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ലെങ്ത് അല്ലേ? ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അറിയാത്ത കാര്യം എന്താണ്? ഫോഴ്സ്. ഇതിൽ ആക്ട് ചെയ്യുന്ന എഫ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് അല്ലേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ടെൻഷൻ തന്നെയായിരിക്കും. മനസ്സിലായോ? ടെൻഷൻ ആയിരിക്കും ഇതിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഇതിലെ ടെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? പറഞ്ഞേ. ഇങ്ങോട്ട് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ വെയിറ്റ് mg അല്ലേ? ഇങ്ങോട്ടുണ്ടാവും. ആൻഡ് ഇത് സർക്കുലർ മോഷൻ ആണല്ലോ. സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇതിന് റേഡിയലി ഔട്ട്വേർഡ്സ് എന്ത് ഫോഴ്സ് ഉണ്ടായിരിക്കും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്സ്. ഈ സർക്കുലർ പാത്തിന് റേഡിയലി ഔട്ട്വേർഡ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും mr ω² അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന, അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ട് ഉണ്ട് അല്ലേ? ഇത് നോക്കിയാൽ കാണാം, ഇത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്. ഈ രണ്ട് ഫോഴ്സും കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും, പാരലോഗ്രാം ലോ അനുസരിച്ച് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഇതായിരിക്കുമല്ലോ, ഇതായിരിക്കും അല്ലേ? റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എഫ് റിസൾട്ടൻ്റ് എത്രയാണ് വരിക? റൂട്ട് ഓഫ് വെയ്റ്റിൻ്റെ സ്ക്വയർ പ്ലസ് FC-യുടെ സ്ക്വയർ. ശരിയല്ലേ അല്ലേ? എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. ഇതിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 2 ഫോഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ്സ്, അതുപോലെ തന്നെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടായിരിക്കും വരിക. അതിൻ്റെ ഇവർ ഉറപ്പായിട്ടും ഇവർ തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ അല്ലേ? റേഡിയൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ്, ഒരു പ്ലെയിനിൽ റേഡിയലി ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഹൊറിസോണ്ടൽ സർഫസിലായിരിക്കുമല്ലോ അതിൻ്റെ ഡയറക്ഷൻ വരിക. വെയിറ്റിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് അല്ലേ? അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലും മറ്റേത് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. ഇവർ തമ്മിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവരുടെ റിസൾട്ടൻ്റ് ഇതായിരിക്കും. സംശയം ഉണ്ടോ അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് വെയിറ്റിൻ്റെ സ്ക്വയർ പ്ലസ് എത്ര വരും? FC² അല്ലേ? FC എന്ന് പറയുമ്പോൾ mr ω² അല്ലേ? ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2πf അല്ലേ? 2πf ആണ് അല്ലേ? അപ്പോൾ 2π × f എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 8π റേഡിയൻ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായി? അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഈ നമ്മുടെ ഈ ബോബ് ഉണ്ടല്ലോ, ഈ ബോബിന് ഈ ഡയറക്ഷനിൽ മോഷൻ ഇല്ലല്ലോ, ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ ആ പെർഫെക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയല്ലേ മൂവ് ചെയ്യുന്നത്. അതായത് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കണം? 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇങ്ങോട്ട് എഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ടായിരിക്കണം. അതാരാണ്? ടെൻഷൻ. അതായിരിക്കും നമ്മുടെ ടെൻഷൻ ഫോഴ്സ്. മനസ്സിലായ മക്കളെ? ക്ലിയർ ആണോ? അപ്പോൾ ടെൻഷൻ T, ടെൻഷന് പകരം നമുക്ക് എത്ര കൊടുക്കാം? ഇത് തന്നെയായിരിക്കും നമ്മുടെ ടെൻഷനായിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ടെൻഷൻ T ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെയിറ്റിൻ്റെ സ്ക്വയർ. വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ mg അല്ലേ? mg അല്ലേ? നമുക്കിത് എഴുതാം mgയുടെ സ്ക്വയർ പ്ലസ് mr ω² അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ mg എന്ന് പറയുമ്പോൾ 10 അല്ലേ? 10ൻ്റെ സ്ക്വയർ. ജിയുടെ വാല്യൂ 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ഇവിടെ ഉണ്ട്. പ്ലസ് mr ω². ആറിൻ്റെ വാല്യൂ എത്ര മക്കളെ? 50 അല്ലേ? അപ്പോൾ 0.5 അല്ലെങ്കിൽ 1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 1/2 ഇൻറ്റു ω² എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? ω² 8π അല്ല, ഒമേഗ എന്ന് പറഞ്ഞാൽ 8π ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64π² അല്ലേ? ഇതിൻ്റെ ഹോൾ സ്ക്വയർ.
യെസ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും, നമുക്ക് 32 എന്ന് വരും അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഈ ടെൻഷൻ്റെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഫോഴ്സിൻ്റെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. യെസ്. നോക്കാം. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എത്ര വരും? എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? √100² പ്ലസ് 32 π² ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇനി ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്തിന്റെ വാല്യൂ 2 മീറ്റർ എന്നല്ലേ, ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്രയാണ്? AY. ഏരിയ എത്രയാണെന്ന് തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 0.5 സെന്റിമീറ്റർ. അപ്പോൾ 0.5 ഇൻറ്റു 10⁻⁻4 അല്ലേ. വൈയുടെ വാല്യൂ എത്രയാണ്? 5 ഇൻറ്റു 10⁸8. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്തോളുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.5 ഇൻറ്റു 10⁻⁻2 മീറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എലോങ്ങേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. FL ഡിവൈഡഡ് ബൈ AY. എഫ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രിങ്ങിലുള്ള സ്ട്രെച്ചർ സ്ട്രിങ്ങിലെ ടെൻഷൻ തന്നെയായിരിക്കും. ഇതിലെ ടെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ. A solid sphere of radius r made of a soft material of bulk modulus k. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സോളിഡ് സ്പിയർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് r ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ബൾക്ക് മോഡുലസ് k ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ സറൗണ്ടഡ് ബൈ ലിക്വിഡ് ഇൻ എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറാണ് കേട്ടോ. ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ട് അല്ലേ. ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ട്. അതിലെന്തോ ലിക്വിഡ് ഉണ്ട് അല്ലേ. അതിൽ ലിക്വിഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ലിക്വിഡിനുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ബോൾ അല്ലേ. ഈ ബോൾ ഉള്ളത് ഈ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് r ആണ്. ഇതിൻ്റെ റേഡിയസിൻ്റെ വാല്യൂ r ആണ്. റേഡിയസ് r, ഇതിൻ്റെ ബൾക്ക് മോഡുലസ് k ആണ് ഇതിൻ്റെ അല്ലേ. യെസ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാസ്ലെസ് പിസ്റ്റൺ ഓഫ് ഏരിയ എ. നമ്മുടെ കയ്യിൽ ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലേ. അതിൻ്റെ ഏരിയ എ അല്ലേ. ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് കവറിങ് ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഓഫ് ദ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു പിസ്റ്റൺ, മാസ്ലെസ് പിസ്റ്റൺ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു മാസ് ഇല്ലാത്ത പിസ്റ്റൺ അല്ലേ. എൻറ്റയർ ഏരിയ, അതായത് ലിക്വിഡിൻ്റെ സർഫസിനെ മുഴുവനും കവർ ചെയ്തുകൊണ്ട് ഒരു പിസ്റ്റൺ ഉണ്ട്. അതാ ഇങ്ങനെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പിസ്റ്റൺ അതിൻ്റെ മുകളിലുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ r റേഡിയസ് ഉള്ള അതേസമയം ബൾക്ക് മോഡുലസ് k ഉള്ള ഒരു സ്പിയർ ഉണ്ട്. ഈ സ്പിയർ ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ് ലിക്വിഡിൽ. ഈ ലിക്വിഡ് എടുത്തിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഈ കണ്ടെയ്നറിൻ്റെ അതായത് ഓപ്പൺ സർഫസിനെ മുഴുവനും കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. അതിന് മാസ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് അല്ലേ. ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ് ഓഫ് ഇത് ഫ്ലോട്ട് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. യെസ്, ബാക്കി നോക്കാം. മാസ് m ഈസ് റീപ്ലേസ്ഡ്. അപ്പോൾ വെൻ എ മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ്, അപ്പോൾ ഈ സർഫസിൽ ഒരു m മാസിനെ ഞാൻ പ്ലേസ് ചെയ്യണം. അതാ ഇവിടെ ഒരു m മാസിനെ ഞാൻ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിന് മാസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. ഈ പിസ്റ്റണ് മാസ് ഇല്ലായിരുന്നു. ഇവിടെ ഞാനൊരു m മാസിനെ ഞാൻ പ്ലേസ് ചെയ്തു അല്ലേ. പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ പിസ്റ്റൺ ടു കംപ്രസ് ദ ലിക്വിഡ്. ഈ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ലിക്വിഡിൻ്റെ സർഫസിനെ മുഴുവനും കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ പിസ്റ്റൺ ഉള്ളത്. അതിൻ്റെ മുകളിലാണ് എന്തുള്ളത്? ഈ മാസ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം, ഇതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട് അല്ലേ. ഈ വെയിറ്റ് കാരണം, അതായത് ഈ വെച്ചിരിക്കുന്ന ആളുടെ വെയിറ്റ് ഈ പിസ്റ്റൺ വഴി ഈ എൻറ്റയർ ഫ്ലൂയിഡിലേക്ക്, ഈ ലിക്വിഡിലേക്ക് വരുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഒരു കംപ്രഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ ഫ്രാക്ഷണൽ ഡിക്രിമെൻറ്റ്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഫ്രാക്ഷണൽ ഡിക്രിമെൻറ്റ് ഇൻ ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ dr by r. അപ്പോൾ ഇതിൻ്റെ റേഡിയസിനുള്ള ഫ്രാക്ഷണൽ ഡിക്രിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ പറയാം. ബൾക്ക് മോഡുലസ് ഞാൻ ബി എന്നാണ് വിളിക്കുക, പക്ഷേ ഇവിടെ അത് k ആണ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ, ഈ സാധനത്തിൻ്റെ ഏരിയ എത്രയാണ്? a.
ഏരിയ എ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഡിക്രിമെൻറ്റ് ഇൻ റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്. നമുക്ക് ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതാം. ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ ഇവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? ഇയാളുടെ വെയിറ്റ് അല്ലേ? ഇയാളുടെ വെയിറ്റ് അല്ലേ താഴത്തേക്കുള്ളത്? ഇയാളുടെ വെയിറ്റ് താഴത്തേക്കുണ്ട്. എത്ര ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ഏരിയ എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രഷറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഡെൽറ്റ വി ബൈ വി അല്ലേ? ബൾക്ക് മോഡുലസ് എത്രയാണ്? കെ ആണെന്ന് തന്നിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ആരാണ്? ഇവിടുത്തെ ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg ആണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ വി എത്രയാണെന്ന് എഴുതാം? എഫ് ഡിവൈഡഡ് ബൈ കെ എ എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? ഈ ഫോഴ്സ് ആരാണ്? mg ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. mg ഡിവൈഡഡ് ബൈ കെ എ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിക്രിമെന്റ് ഇൻ വോളിയം ആണ് കിട്ടിയിരിക്കുന്നത്. എന്ത് കിട്ടിയിട്ടില്ല? dr/r കിട്ടിയിട്ടില്ല. അത് റേഡിയസിലുള്ള ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കറിയാം വോളിയം v ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണെന്ന് അറിയാമല്ലോ അല്ലേ? v ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതി കൂടെ അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ വിക്ക് പകരം 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? mg അല്ലേ? mg ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടും അല്ലേ? ഡെൽറ്റ ആർ ബൈ ആർ എത്ര വന്നു? mg ഡിവൈഡഡ് ബൈ 3k അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഹൻഷാദ് സാറ് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമായിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും. നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഹായ് മക്കളെ, നമസ്കാരം. എന്നാണ് വിശേഷം? സുഖമല്ലേ? നമ്മുടെ മാരത്തോൺ JEE മെയിൻ ഫിസിക്സിൻ്റെ മാരത്തോൺ ലൈവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. സമയം കുറവായതുകൊണ്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ സർഫസ് ടെൻഷൻ ഓഫ് മെർക്കുറി ആൻഡ് വാട്ടർ ഈസ് ഗിവൻ ടു ബി 7.5. അതായത് മെർക്കുറിയുടെയും വാട്ടറിൻ്റെയും സർഫസ് ടെൻഷൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 7.5 ആണ്. ആൻഡ് റേഷ്യോ ദർ ഡെൻസിറ്റി 13.6 ആണ്. ഡെൻസിറ്റി റേഷ്യോ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അങ്ങ് എഴുതാം. നിങ്ങൾ എഴുതാവുന്ന പുറത്തേക്ക് നിങ്ങൾ നോട്ട് ചെയ്താലും മതിയാകും. എക്സാമിന് നമുക്കിപ്പോൾ തൽക്കാലം എഴുതാം. അതായത് എന്താണ് ടി ഓഫ് മെർക്കുറി ടു ടി ഓഫ് എന്താണ് വാട്ടർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 7.5 ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റിയുടെ റേഷ്യോ 13.6 ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 13.6 ആണ്. അതേപോലെ കോണ്ടാക്ടിങ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഓഫ് മെർക്കുറി 135 ആണ്. നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. തീറ്റ ഓഫ് വാട്ടർ 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് മെർക്കുറി ഗെറ്റ്സ് ഡിപ്രസ്ഡ് ബൈ ആൻ എമൗണ്ട് ഓഫ് H ഇൻ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് R1 വൈൽ വാട്ടർ റൈസസ് ബൈ ദ സെയിം എമൗണ്ട് H ഇൻ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് R2. അതായത് മെർക്കുറി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മെർക്കുറിക്കകത്തേക്ക് ഡിപ്പ് ചെയ്തിരിക്കുന്ന കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് R1 ആണ്. അതിൻ്റെ അകത്തൊരു കാപ്പിലറി ഡിപ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതായത് H ഓഫ് മെർക്കുറി ഡിപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് -H എന്ന് വിളിക്കാം. അതായത് വാട്ടറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് +H എന്ന് വിളിക്കാം. കാര്യം അത് റൈസ് ആണല്ലോ. വി നീഡ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് R1 to R2. ഓക്കെ, R1/R2 അതായത് മെർക്കുറിയുടെ വെച്ചിരിക്കുന്ന ട്യൂബിൻ്റെ റേഡിയസും അതേപോലെ വാട്ടറിൻ്റെ റേഡിയസും, വാട്ടർ വെച്ചിരിക്കുന്ന ട്യൂബിൻ്റെ റേഡിയസും നമ്മൾ റേഷ്യോ കാണാം. നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? H is equal to അസെൻറ്റ് ഫോർമുല അല്ലേ? 2t cos തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോജി എന്നാണ് നമ്മുടെ ഫോർമുല അല്ലേ? ശരിയല്ലേ? നമുക്ക് കാണേണ്ടത് R ആയതുകൊണ്ട് തന്നെ R is equal to എന്നുള്ള ഫോർമുലയൊക്കെ ഇക്വേഷനെ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? 2t cos തീറ്റ ബൈ H റോജി എന്ന് കൊണ്ടുവരാം ആണല്ലോ. നമുക്കിപ്പോൾ റേഷ്യോ എടുക്കാം. R1 ദാറ്റ് ഈസ് R ഓഫ് മെർക്കുറി ടു വാട്ടർ R2 is equal to 2 വേണ്ട, ദാറ്റ് ഈസ് T ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ T ഓഫ് വാട്ടർ. പിന്നെ എന്താണ്? cos തീറ്റ ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ cos തീറ്റ ഓഫ് എന്താണ് വാട്ടർ. പിന്നെ എന്താ? H റോ ജി താഴെയാണ്. ജി നമുക്ക് വേണ്ട, H റോയും വേണം, പക്ഷേ അത് തിരിഞ്ഞു വരും അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് പിന്നെ എന്താണ് താഴെ എന്താ വരിക? ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം വരുന്നു ഇൻറ്റു പിന്നെ എന്ത് വരുന്നു? റോ വരുന്നുണ്ട്, അതും തിരിച്ചു വരും. റോ ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ റോ ഓഫ് മെർക്കുറി കോളം എന്ന് പറഞ്ഞ് വരും ആണല്ലോ. നമുക്ക് ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കാം. സർഫസ് ടെൻഷൻ ഓഫ് മെർക്കുറി ബൈ വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്താണ് അത് തന്നിട്ടുണ്ട്, ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നമുക്കത് എടുത്ത് എഴുതാം. 7.5 ഇൻറ്റു കോസ് 135.
കോസ് 135 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോസ് 90 പ്ലസ് 45 ആണ്, അത് സൈൻ 45, അത് മൈനസ് സൈൻ 45 സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. അപ്പോൾ മൈനസ് സൈൻ 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/√2 വരും. അതേപോലെ കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് 0 1 ആണ്. സോ ഇൻറ്റു -1/√2 ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് h ആണ്, ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം -h ആണ്, റോ ഓഫ് വാട്ടർ ബൈ റോ ഓഫ് മെർക്കുറി നമുക്കറിയാം, അത് റോ ഓഫ് മെർക്കുറി ബൈ വാട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നിട്ടുണ്ട് 13.6 ആണ്. സോ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് 1/13.6 ആണ് ആണല്ലോ. ദാറ്റ് ഈസ് മൈനസ് മൈനസ് ക്യാൻസൽ ആയി പോകുന്നു, h ക്യാൻസൽ ആയി പോകുന്നു, ബാക്കി എന്ത് വരും 7.5 മുകളിൽ വരും, താഴെയോ √2 ദാറ്റ് ഈസ് 1.414 ഇൻറ്റു 13.6 ആണല്ലോ. ഇത് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0.4 ആണ്. അത് ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഏകദേശം അപ്രോക്സിമേറ്റ് എന്ന് പറയാൻ പറ്റുക 2/5 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ എന്താ വരിക, സി ആണ് വരിക. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ടർ ഫ്ലോസ് ഇൻറ്റു എ ലാർജ് ടാങ്ക് വിത്ത് ഫ്ലാറ്റ് ബോട്ടം അറ്റ് ദ റേറ്റ് ഓഫ് 10⁻⁻⁴ മീറ്റർ ക്യൂബ് സെക്കൻഡ്⁻⁻⁴. അതായത് ഒരു വലിയ ടാങ്കിലേക്ക്, നമുക്കൊരു ടാങ്ക് വരച്ച് നോക്കാം. ഒരു വലിയ ടാങ്കിലേക്ക്, ഒരു ടാങ്കാണെന്ന് കരുതുക. ഈ ടാങ്കിൻ്റെ അകത്ത് കുറച്ച് എന്ത് കിടപ്പുണ്ട്, വെള്ളം കിടക്കുന്നുണ്ട്. ഈ ടാങ്കിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. ഈ വെള്ളം കിടക്കുന്ന ടാങ്കിൻ്റെ താഴെ ഒരു ചെറിയ ഒരു ഹോളുണ്ട് ആണല്ലോ. ഈ ഹോളിൽ കൂടി എന്ത് ചെയ്യുന്നു, വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ടർ ഈസ് ഓൾസോ വാട്ടർ ഫ്ലോസ് ഇൻറ്റു എ ലാർജ് ടാങ്ക്. ഈ ടാങ്കിലേക്ക് വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പുറത്തുനിന്ന് വീഴുന്നുണ്ടെന്ന് കൂടി കരുതുക. ഓക്കെ, ടാങ്കിലേക്ക് വീഴുന്നുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ് 10⁻⁻⁴ മീറ്റർ ക്യൂബ് സെക്കൻഡ്⁻⁻⁻1 എന്നുള്ള റേറ്റിൽ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ്, ടാങ്കിന്റെ താഴെയുള്ള ഒരു ഹോളിൽ കൂടി വെള്ളം താഴേക്ക് ലീക്ക് ഔട്ട് ആയി പോകുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇഫ് ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഇൻ ദ ടാങ്ക് റിമെയിൻ സ്റ്റഡി ദെൻ ദിസ് ഹൈറ്റ് ഈസ്, അതായത് ഈ ടാങ്കിലുള്ള ലിക്വിഡിന്റെ ലെവൽ ഒരിക്കലും മാറുന്നില്ല. ഓക്കെ, അതായത് കുറച്ച് വെള്ളം താഴേക്ക് വീഴുന്നു, ടാങ്കിലേക്ക് വീഴുന്നു, കുറച്ച് വെള്ളം ലീക്കായി പോകുന്നു. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ ടാങ്കിലെ വെള്ളത്തിന് താഴേക്കൂടെ വെള്ളം ലീക്കായി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലെവൽ താഴേണ്ടതാണ്. പക്ഷേ ലെവൽ താഴുന്നില്ല. കാരണം എന്തായിരിക്കും, ലെവൽ താഴാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ടാങ്കിലേക്ക് വീഴുന്ന ഇൻഫ്ലോ റേറ്റും ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഫ്ലോ റേറ്റും ഈക്വൽ ആയിരിക്കണം. മനസ്സിലായ മക്കൾ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്ഫ്ലോ മീൻസ് എന്താണ്, എഫ്ലക്സ് ആണല്ലോ. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണം. ഈ ഇൻഫ്ലോ റേറ്റ് ആണെങ്കിലും ഔട്ട്ഫ്ലോ റേറ്റ് ആണെങ്കിലും റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിന്റെ നൊട്ടേഷൻ എന്താണ്, ക്യൂ ആണ് അല്ലേ. അപ്പോൾ ക്യൂ ഓഫ് ടോപ്പിലുണ്ടാവുന്ന ക്യൂ, മുകളിലേക്കൂടെ വീഴുന്ന വെള്ളം ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് ബോട്ടം, രണ്ടും ഈക്വൽ ആയിരിക്കണം ആണല്ലോ. ഈ ടോപ്പിൽ വീഴുന്ന വെള്ളത്തിന്റെ റേറ്റ് ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട്, അത് എത്രയാണ് 10⁻⁻⁴ മീറ്റർ ക്യൂബ് സെക്കൻഡ്⁻⁻⁻. നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ്, ദാറ്റ് ഈസ് വോളിയം ബൈ ടൈം ആണ്. സോ തന്നിരിക്കുന്ന ക്യൂ ടോപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും 10⁻⁻⁴ തന്നെയാണ്. ഓക്കെ, ഈ ക്യൂ ബോട്ടം, അതായത് ബോട്ടത്തിൽ കൂടി പുറത്തേക്ക് ലീക്കാകുന്ന വെള്ളത്തിന്റെ അതിന്റെ ഒരു ക്യൂവിന്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം അതിന്റെ ഫോർമുല എന്താ, നമുക്കറിയാം ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോയുടെ ഫോർമുല ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. ശരിയല്ലേ മക്കളെ, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് ആണല്ലോ. ഇവിടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഹോളിന്റെ ഏരിയ ആണ്. ഹോളിന്റെ ഏരിയ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഹോളിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 cm² ആണെന്ന് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ കുഴപ്പമില്ല. അപ്പോൾ 1 cm² ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി എന്തിലേക്ക് മാറ്റണം, അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 10⁻⁻⁴. LHS 10⁻⁻⁴ ഉണ്ട്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അത് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണല്ലോ. ഈ ഹൈറ്റ് അത് h ആണെങ്കിൽ തീർച്ചയായിട്ടും വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്തായിരിക്കും, ഇൻറ്റു √2gh വരും. ഓക്കെ, സോ 10⁻⁻⁴ ക്യാൻസൽ ആയി പോയിട്ട് 1 വരും. 1 is equal to √2gh എന്ന് വരും. സോ നമുക്ക് രണ്ട് സെൽ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, 2gh is equal to 1 വരും. ദാറ്റ് ഈസ് h is equal to 1/2g വരും. ശരിയല്ലേ മക്കളെ, ഇത്രയും മീറ്റർ ആണ്. നമുക്കിനി സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, 10² ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു g എന്ന് വെച്ച് കഴിഞ്ഞാൽ g 9.8 ആണ് അല്ലേ. ദാറ്റ് ഈസ് 19.6 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100/20 വന്നാൽ ഒരു 5 വരും. പക്ഷേ 100/20യേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 5.1 സെന്റിമീറ്റർ ആണ്. ശരിയല്ല മക്കളെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ബോഡി ഓഫ് ഡെൻസിറ്റി d1 ഈസ് കൗണ്ടർ പോയിസ്ഡ് ബൈ mg ഓഫ് വെയ്റ്റ്സ് ഓഫ് ഡെൻസിറ്റി d2 ഇൻ എയർ ഓഫ് ഡെൻസിറ്റി d, ദെൻ ദ ട്രൂ മാസ് ഓഫ് ദ ബോഡി ഈസ്. ശരിയല്ലേ, എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു ബോഡിയുടെ ഡെൻസിറ്റി d1 ആണ്. d1 ഡെൻസിറ്റി ഉള്ള ഒരു ബോഡിയെ കൗണ്ടർ പോയിസ് ചെയ്തിരിക്കുന്നു. കൗണ്ടർ പോയിസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു വെയിങ് ബാലൻസിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ പഴയ കടയിലൊക്കെ വെയിങ് ത്രാസുകൾ വെച്ചിട്ടുണ്ട് അല്ലേ.
ഒരു പാത്രത്തിൽ നമ്മൾ നമുക്ക് മേടിക്കേണ്ട സാധനം വെക്കും, അപ്പുറത്തെ ത്രാസിൽ നമ്മൾ വെയിറ്റ് വെക്കും. അതായത് ചെറിയ സ്റ്റാൻഡേർഡ് വെയിറ്റുകൾ വെക്കാറുണ്ട്. അതിനെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് D1 ഡെൻസിറ്റി ഉള്ള ഒരു ബോഡിയെ mg വെയിറ്റ് ഉള്ള മറ്റ് സ്റ്റാൻഡേർഡ് വെയിറ്റ് വെച്ചിട്ട് കൗണ്ടർപോയിസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വെച്ചിരിക്കുന്ന ബോഡിയുടെ ശരിക്കുള്ള വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ശരിക്കുള്ള വെയിറ്റ് എത്രയാണെന്നാണ്, ട്രൂ മാസ് ഓഫ് ദ ബോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? നമ്മൾ ഈ പറഞ്ഞ വെയിങ് ബാലൻസിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എയർ ഉണ്ടായിരിക്കും ആണല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെയിങ് ബാലൻസ് എങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഒരു പാത്രം, അതേപോലെ ഇപ്പുറത്തും നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിരിക്കും നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കേണ്ട ബോഡി വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് വെയിറ്റ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടിടത്തും എയറിൻ്റെ അപ്ത്രസ്റ്റ് ഉണ്ടായിരിക്കും. ശരിയല്ലേ മക്കളെ? അപ്പോൾ രണ്ടിടത്തും എയറിൻ്റെ അപ്ത്രസ്റ്റ് ഉണ്ടാകുമ്പം രണ്ടിടത്തും ഒരു അപ്പാരന്റ് വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക ആണല്ലോ. ഇവിടെ ഒരു അപ്പാരന്റ് വെയിറ്റ് കിട്ടും, അതായത് അപ്പാരന്റ് വെയിറ്റ് ഓഫ് ബോഡി കിട്ടും ആണല്ലോ. അപ്പാരന്റ് വെയിറ്റ് ഓഫ് ബോഡി കിട്ടുമെങ്കിൽ ഇപ്പുറത്ത് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? അപ്പാരന്റ് വെയിറ്റ് ഓഫ് ആരായിരിക്കും? കൗണ്ടർ വെയിറ്റ് ആണല്ലോ. കൗണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ആയിരിക്കും ഇപ്പുറത്ത് കിട്ടുന്ന അപ്പാരന്റ് വെയിറ്റ്. ഈ അപ്പാരന്റ് വെയിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അതെന്താണ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൂ വെയിറ്റ് മൈനസ് അപ്ത്രസ്റ്റ് ആണ്. ട്രൂ വെയിറ്റ് മൈനസ് അപ്ത്രസ്റ്റ് ആണ് ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് വേണ്ടത് എന്താണ്? ട്രൂ മാസ് ഓഫ് ദ ബോഡിയാണ്. നമുക്കതിനെ എന്ത് വിളിക്കാം? ലെറ്റ് m0 ബി ദ ട്രൂ മാസ് ഓഫ് ദ ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, m0 ആണ് ട്രൂ മാസ് ഓഫ് ദ ബോഡി എങ്കിൽ നമുക്കതിൻ്റെ അപ്പാരന്റ് വെയിറ്റ് എങ്ങനെ കാണാം? അതായത് വെയിറ്റ് ഓഫ് ബോഡി മൈനസ് അതിനുണ്ടാവുന്ന അപ്ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എന്താണ്? കൗണ്ടർ വെയിറ്റ്, നമുക്കിനി CW എന്ന് വിളിക്കാം, മൈനസ് അതിനുണ്ടാവുന്ന അപ്ത്രസ്റ്റ് ആണല്ലോ. വെയിറ്റ് ഓഫ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ m0 ആണ് അതിൻ്റെ മാസ് എങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ത് വരും മക്കളെ? m0 × g എന്ന് വരും. ശരിയല്ലേ? m0 × g എന്ന് വരും. മൈനസ് അവനുണ്ടാവുന്ന അപ്ത്രസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു പിന്നെ എന്താ? ഡെൻസിറ്റി ഓഫ് ആരാണ്? ഇവിടെ എയർ അല്ലേ മീഡിയം. അപ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്, എന്താണത്? D അല്ലേ. അപ്പോൾ D × g ആണല്ലോ ഈസ് ഈക്വൽ ടു കൗണ്ടർ വെയിറ്റ്, അത് തന്നിട്ടുണ്ട് mg ആണ് ആണല്ലോ. അപ്പോൾ mg മൈനസ് അവൻ്റെ എന്തായിരിക്കും? അപ്ത്രസ്റ്റ്, ദാറ്റ് ഈസ് കൗണ്ടർ വെയിറ്റിൻ്റെ വോളിയം ഇൻറ്റു എയറിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു g ആണല്ലോ. ഇവിടെ നമുക്ക് g എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം. ബാക്കി m0 മൈനസ് ബോഡിയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ് മാസ് ഡെൻസിറ്റി റിലേഷൻ എന്താണ്? മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും വോളിയം വരിക. ദാറ്റ് ഈസ് m0 ഡിവൈഡഡ് ബൈ ആ ബോഡിയുടെ ഡെൻസിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? D1 അല്ലേ. സോ m0 ബൈ D1 ഇൻറ്റു d ഇസ് ഈക്വൽ ടു mgയിലെ g ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി m അതുപോലെ ഒന്ന് മൈനസ് നമ്മുടെ കൗണ്ടർ വെയിറ്റിൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ വെയിറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അവൻ്റെ ഡെൻസിറ്റി. ദാറ്റ് ഈസ് കൗണ്ടർ വെയിറ്റിൻ്റെ മാസ് എത്ര? mgയിലെ m അല്ലേ മക്കളെ. അപ്പോൾ m ഡിവൈഡഡ് ബൈ അവൻ്റെ ഡെൻസിറ്റി എന്താണ്? അത് D2 ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ D2 × d ആണല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്? ട്രൂ മാസ് ഓഫ് ദ ബോഡിയാണ്. സോ ഇവിടെ നമുക്ക് m0 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് m0 × 1 മൈനസ് d ഡിവൈഡഡ് ബൈ D1 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ m കോമൺ എടുക്കാം, 1 മൈനസ് d ഡിവൈഡഡ് ബൈ D2. ഓക്കെ, അപ്പോൾ m0 അല്ലേ കാണേണ്ടത്? ട്രൂ മാസ് വിച്ച് ഇസ് ഈക്വൽ ടു m × 1 മൈനസ് d ഡിവൈഡഡ് ബൈ D2 ഡിവൈഡഡ് ബൈ 1 മൈനസ് d ഡിവൈഡഡ് ബൈ D1. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സോളിഡ് സ്ഫിയർ ഓഫ് ഡെൻസിറ്റി eta is greater than 1 times lighter than water is suspended in a water tank by a string tied its base as shown in the figure. അതായത് ഒരു സോളിഡ് സ്ഫിയറിനെ ഒരു സ്ട്രിങ്ങിൽ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സ്ഫിയറിൻ്റെ മാസ് m ആണെങ്കിൽ ആ സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. ഒരു വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറഞ്ഞ ഒരു ബോഡി വാട്ടറിലിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുക? ആ ബോഡി മുകളിലേക്ക് പൊങ്ങി വരും. ശരിയല്ലേ? കാര്യം അപ്ത്രസ്റ്റ് കൂടുതലാണ്. ഡെൻസിറ്റി കുറഞ്ഞ ബോഡിയാണെങ്കിൽ അപ്ത്രസ്റ്റ് കൂടുതലാണ്. നമുക്ക് പറയാം റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ബോഡി ആണ് എന്ന് കരുതുക, ആൻഡ് സിഗ്മ ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. സിഗ്മ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈറ്റ ടൈംസ് റോ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമ്മുടെ എന്താണ് ആ ബോഡിയുടെ ഡെൻസിറ്റിയേക്കാൾ ഈറ്റ ടൈംസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോഡിക്കകത്ത് ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ കാരണം നിങ്ങൾക്ക് ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഈ ബോഡിക്ക് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ, അതായത് ഈ പറയുന്ന റോ ലെസ് ദാൻ സിഗ്മ ആയതുകൊണ്ട് തന്നെ അപ്ത്രസ്റ്റ് കൂടുതലായിരിക്കും. അതെങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? അപ്ത്രസ്റ്റ് മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. തീർച്ചയായിട്ടും മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ബോഡി മുകളിലേക്ക് പോകുമ്പം ടെൻഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും മക്കളെ? ടെൻഷൻ താഴേക്ക് ആക്ട് ചെയ്യുന്നു. കൂടാതെ ഈ ബോഡിയുടെ വെയിറ്റ് mg എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? അതും താഴേക്ക് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരാം. അറ്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് FB is equal to
ടി പ്ലസ് എം ജി ആണല്ലോ. സോ ടി ഈക്വൽ ടു എന്ത് വരും? എഫ് ബി മൈനസ് എം ജി ആണെന്ന് എഴുതാം ആണല്ലോ. എഫ് ബി എന്ന് വെച്ചാൽ എന്താ? അപ്രസ്ത് അല്ലേ? ഫോർമുല എന്താ? വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി, മൈനസ് എം മാസ് എന്ന് വെച്ചാൽ എന്താ? വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു ജി. ശരിയല്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിഗ്മയ്ക്ക് പകരം എന്ത് എഴുതി കൊടുക്കാം? സിഗ്മ എന്താണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഈറ്റ ടൈംസ് ഡെൻസിറ്റി ഓഫ് ബോഡിയാണ്. ഈറ്റ ഇൻറ്റു റോ ജി മൈനസ് വി റോ ജി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വി റോ ജി അങ്ങോട്ട് കോമൺ എടുത്താൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും? ഈറ്റ മൈനസ് ഈ വി ഇൻറ്റു റോ എന്ന് വെച്ചാൽ എന്താ? ബോഡിയുടെ വോളിയം, അതായത് സ്ഫിയറിൻ്റെ വോളിയം ഇൻറ്റു സ്ഫിയറിൻ്റെ ഡെൻസിറ്റി, ദാറ്റ് ഈസ് സ്ഫിയറിൻ്റെ മാസ് അല്ലേ മക്കളെ? എം ജി ഇൻറ്റു ഈറ്റ മൈനസ് 1, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ശരിയല്ലേ? വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതും ഫ്ലോട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 0.5 മീറ്റർ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ വിത്ത് 30% ഓഫ് ഇറ്റ്സ് വോളിയം അണ്ടർ വാട്ടർ. അതായത് ഒരു ക്യൂബിക്കൽ ബ്ലോക്ക്, ഒരു ലിക്വിഡ് കിടക്കുകയാണെന്ന് വെച്ചു. ഈ ലിക്വിഡിൻ്റെ അകത്ത് ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് കിടക്കുകയാണ്. ഈ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 0.5 ആണ്. ഓക്കെ, 0.5 മീറ്റർ ലെങ്ത് ഉള്ള ഈ ബ്ലോക്കിൻ്റെ 30% വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വാട്ട് ഈസ് ദ മാക്സിമം വെയിറ്റ് ക്യാൻ ബി പുട്ട് ഓൺ ദ ബ്ലോക്ക് വിത്തൗട്ട് ഫുള്ളി സബ്മർജിങ് ഇറ്റ് അണ്ടർ വാട്ടർ? അതായത് ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ട് സബ്മർജ് ചെയ്യണം. അതായത് എന്താ പറയുക, ജസ്റ്റ് സിങ്ക് ഓർ ജസ്റ്റ് ഫ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മുഴുവൻ മുങ്ങുകയും ചെയ്യണം, എന്നാൽ മുഴുവൻ പൊങ്ങിക്കിടക്കുകയും വേണം. അങ്ങനെ ചെയ്ത് കിടക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ബോഡി നമുക്ക് വെക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ കിടക്കണമെങ്കിൽ ആ ബോഡിക്ക് എന്താണ് ആ ബോഡിയുടെ ഡെൻസിറ്റി തീർച്ചയായിട്ടും വെള്ളത്തിനേക്കാൾ കുറവായതുകൊണ്ടാണ് ഈ ബോഡി നിലവിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്, അതായത് പാർഷ്യലി സബ്മർജ് ചെയ്ത് കിടക്കുന്നത്. അപ്പം ഇതേ ബോഡിയുടെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെയിറ്റ് കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, ഒരു ചെറിയ വെയിറ്റ് കൊണ്ട് വെക്കുന്നു. ആ വെയിറ്റ് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഈ ബോഡി എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി. ആ കൊണ്ടുവച്ച വെയിറ്റ് എം ജി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി. നമുക്ക് ആ എം ജിയിൽ അല്ലെങ്കിൽ എം ആണ് കാണേണ്ടത്, വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് മാസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് കേസായിട്ട് പരിഗണിക്കാം. ഒന്നാമത്തെ കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് വെക്കുന്നതിന് മുമ്പ് പാർഷ്യലി സബ്മർജ് ചെയ്യുന്ന കേസ്. ഈ കേസിൽ എന്തായിരിക്കും? വെയിറ്റ് ഇസ് ഈക്വൽ ടു അപ്രസ്റ്റ് അല്ലേ മക്കളെ? വെയിറ്റ് ഇസ്കൽ അപ്രസ്റ്റ് ആണല്ലോ. വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എം ജി അല്ലേ? എം ജി ഇസ്കൽ അപ്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇതാണ് കേസ് 1 കേട്ടോ. ഒന്നാമത്തെ കേസിലെ അപ്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ഗ്രാവിറ്റി. ഈ വോളിയം ഓഫ് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താ? വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ബൈ ദ ഇമ്മേഴ്സ്ഡ് പാർട്ട് ഓഫ് ബോഡി. ബോഡിയുടെ ഇമ്മേഴ്സ് ചെയ്ത ഭാഗം മൂലം ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡ്. ബോഡിയുടെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഭാഗം ഇത്രയുമല്ലേ? അപ്പം വി ഐ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി ആണല്ലോ. ഇവിടെ നമുക്ക് മാസ് ഓഫ് ബോഡിക്ക് വരെ എന്ത് ചെയ്യാം? വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു ജി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ജി ഒഴിവാക്കി കളയാം. ഇസ് ഈക്വൽ ടു ഇമ്മേഴ്സ് ചെയ്ത വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ വോളിയം ഓഫ് ബോഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏരിയ അല്ലേ? നമുക്കറിയാം ഇത് ക്യൂബാണ്. ക്യൂബ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്താണ്? ഇത്രയും ഭാഗത്തെ ഹൈറ്റ് ആണല്ലോ ഇൻറ്റു അതിൻ്റെ ബേസ് ഏരിയ ആയിരിക്കും ആ വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു എന്ത് പറയാം? നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ബോഡി പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? ഏരിയ ഇൻറ്റു 0.5 എന്ന് പറയാം. കാര്യം ഇതെന്താണ്? ഒരു ക്യൂബിക്കൽ ബോഡിയാണ്. നമുക്ക് വേണമെങ്കിൽ 0.5 ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ബേസ് ഏരിയ ഇൻറ്റു നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ക്യൂബിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാലും 0.5 ക്യൂബ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അപ്പം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി ഇസ് ഈക്വൽ ടു ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വോളിയം എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതും ബേസ് ഏരിയ ഇൻറ്റു 30% ഭാഗമല്ലേ മക്കളെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. 30% ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ആണ് അവൻ്റെ ഹൈറ്റ്. ആ 0.5ൻ്റെ 30%, അതായത് 30/100, ദാറ്റ് ഈസ് 0.3 ഇൻറ്റു 0.5 ആണല്ലോ. ഇൻറ്റു റോ ഓഫ് വാട്ടർ എത്ര വരിക? 1000. നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? രണ്ട് സ്ഥലം ഏരിയ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താണ്? 0.5 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? റോ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 1000, ദാറ്റ് ഈസ് 300 ആയിരിക്കും റോ ഓഫ് ബോഡി വരിക. ഇതാണ് കേസ് 1. നമുക്കപ്പോൾ ബോഡിയുടെ ഡെൻസിറ്റി കിട്ടും. അതുകൊണ്ടാണല്ലോ 30% ഇമ്മേഴ്സ് ആയി കിടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, കേസ് 2ലേക്ക് വരാം. കേസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ കേസിലും വെയിറ്റ് ഇസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആണ്. പക്ഷേ വെയിറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെ വരും? ബോഡിയുടെ വെയിറ്റ് പ്ലസ് എന്തുകൂടി വരും? ആ എക്സ്ട്രാ വെച്ചിരിക്കുന്ന വെയിറ്റ് കൂടി വരും. എഫ് ബി ആണല്ലോ. ഈസ് ഈക്വൽ ടു എഫ് ബി ആണ്. ഇവിടെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വി റോ ഓഫ് ബോഡി ഇൻറ്റു ജി പ്ലസ് എം ജി ഇസ് ഈക്വൽ ടു വി ഐ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കംപ്ലീറ്റ്, രണ്ടാമത്തെ കേസിൽ ഇത് കംപ്ലീറ്റ് മുങ്ങിയില്ലേ മക്കളെ? അപ്പം വി ഐ കൊടുക്കേണ്ട. വി റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി, എല്ലായിടത്തും ജി ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ജി പോയിട്ട് ബാക്കി നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എം അല്ലേ മക്കളെ വേണ്ടത്? സോ എം ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വി കോമൺ എടുക്കാം. വി ഇൻറ്റു ബ്രാക്കറ്റിൽ റോ ഓഫ് വാട്ടർ മൈനസ് റോ ഓഫ് ബോഡി
ഈ വി എന്ന് വെച്ചാൽ ആ ബോഡിയുടെ ടോട്ടൽ വോളിയം അല്ലേ. 0.5 സൈഡുള്ള ക്യൂബിന്റെ ടോട്ടൽ വോളിയം എത്ര വരിക? 0.5 ക്യൂബ് വരും. ബ്രാക്കറ്റിന്റെ അകത്ത് റോ ഓഫ് വാട്ടർ എത്ര? അത് 1000 അല്ലേ. 1000 മൈനസ് റോ ഓഫ് ബോഡി എത്ര? 300 അല്ലേ. അത് 0.5 ക്യൂബ് ഇൻറ്റു 700 എന്ന് വരും. ശരിയല്ലേ? അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 87.5 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 87.5 കിലോഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എളുപ്പമാണ്. ഇഫ് m is the mass of water that rises in a capillary tube of radius smaller, then mass of water which will rise in a capillary tube of radius 2r is. അതായത് ഒരു കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് 6 ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ലിക്വിഡിന്റെ മാസ് m ആണെങ്കിൽ ഇതേ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് നമ്മൾ ട്വൈസ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ലിക്വിഡിന്റെ മാസ് എന്തായിരിക്കും? നമുക്കറിയാം, ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആ റേഡിയസ് ഉള്ള ഒരു കാപ്പിലറി ട്യൂബ് വെച്ചെന്ന് വെച്ചോ, അതിൻ്റെ അകത്ത് ലിക്വിഡ് ഇത്രയും റൈസ് ആയി എന്ന് വെച്ചോ, നമ്മൾ ഈ പറഞ്ഞ ട്യൂബിൻ്റെ റേഡിയസ് അങ്ങോട്ട് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം കാപ്പിലറി റൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ആണെന്ന് അറിയാം. അതായത് ലിക്വിഡ് റൈസസ് മോർ ഇൻ എ നാരോ ട്യൂബ് ദാൻ എ വൈഡർ വൺ. പഠിച്ചിട്ടില്ലേ? അതായത് നാരോ ട്യൂബിനേക്കാൾ റൈസ് കുറവായിരിക്കും വൈഡർ ട്യൂബിൽ. എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും റൈസ് അത്രയും ഉണ്ടാവത്തില്ല. സോ ലിക്വിഡിൻ്റെ അളവ് കുറവായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയടിക്ക് നമുക്ക് പറയാം റേഡിയസ് ഇരട്ടിയാക്കിയപ്പോൾ ഹൈറ്റ് നേരെ പകുതിയായി എന്ന് പറയാം. ഹൈറ്റ് പകുതി ആയതുകൊണ്ട് മാസ് പകുതിയായിട്ട് നമുക്ക് എന്ത് മാർക്ക് ചെയ്ത് വെക്കാം? നമുക്ക് m/2 എന്ന് എഴുതി വെക്കാം. പക്ഷേ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല അല്ലേ. നമുക്ക് അപ്പം ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതായത് നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ ഹൈറ്റ് റൈസ് കുറഞ്ഞെങ്കിലും അതിൻ്റെ റേഡിയസ് കൂടി, സോ വോളിയം കൂടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം മറ്റെന്തോ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വോളിയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? വോളിയം ഈസ് ഈക്വൽ ടു πr² h ആണല്ലോ. നമുക്ക് വേണ്ടത് m അല്ലേ, മാസ് അല്ലേ. മാസ് ഇസ് എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ മക്കളെ. ദാറ്റ് ഈസ് πr² h ഇൻറ്റു ഡെൻസിറ്റി. ഈ h എന്ന് വെച്ചാൽ കാപ്പിലറി റൈസ് അല്ലേ. അതിൻ്റെ ഫോർമുല എന്താ? നമുക്ക് πr² അതുപോലെ എഴുതാം. h-ന് പകരം 2t cos θ ഡിവൈഡഡ് ബൈ r ρg ഇൻറ്റു റോ അല്ലേ. ഇവിടെ നമുക്കറിയാം എന്താണ് കോസ് തീറ്റ. അത് ഇപ്പം റേഡിയസ് ഡബിൾ ആക്കിയാലും അത് പകുതിയാക്കിയാലും ഒന്നും തീറ്റയ്ക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം വാട്ടറും ഗ്ലാസും ആണെങ്കിൽ നമ്മൾ തീറ്റ 0 ആണ് നോർമലി എടുക്കാറുള്ളത്, ഐഡിയൽ കേസ് ആയത് കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു r വെട്ടിപ്പോകുന്നു, റോ വെട്ടിപ്പോകുന്നു. തീറ്റ മാറുന്നില്ല, ടി മാറുന്നില്ല, ബിക്കോസ് വെള്ളം മാറിയിട്ടില്ല, ലിക്വിഡ് മാറിയിട്ടില്ല, ജി മാറുന്നില്ല. സോ ഇവിടെ m ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ത് മാത്രമായിരിക്കും? m പ്രപ്പോർഷണൽ ടു r വരും. ശരിയല്ലേ മക്കളെ? ദാറ്റ് ഈസ് m1/m2 ഇസ് ഈക്വൽ ടു എന്ത് വരും? r1/r2 ആണെന്ന് അറിയാം. r1 r ആണ്, r2 2r ആണെങ്കിൽ r ക്യാൻസൽ ആയിപ്പോയിട്ട് m2 ഇസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 2m1 വരും. അതായത് ഈ കേസിൽ ഒന്നാമത്തെ കേസിലുള്ളതിനേക്കാൾ ഇരട്ടി മാസ് വെള്ളം രണ്ടാമത്തെ കേസിൽ വരും. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 2m. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? An ideal fluid of density 800 kg/m³ flows smoothly through a bent pipe as shown in the figure that tapers in cross-sectional area from A to A/2. അതായത് ഒരു ബെൻഡ് പൈപ്പാണ്. സെക്ഷൻ 1 നമുക്ക് മാർക്ക് ചെയ്യാം, സെക്ഷൻ 2 നമുക്ക് മാർക്ക് ചെയ്യാം. ബെർണോളീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രോബ്ലങ്ങൾ വരുമ്പോൾ എപ്പോഴും 2 സെക്ഷനുകൾ മാർക്ക് ചെയ്യുക, 1ഉം 2ഉം മാർക്ക് ചെയ്യുക. ഈ 1ലെയും 2ലെയും അവർ ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ വൈഡർ സെക്ഷൻ ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ്. അതായത് ഈ കാണുന്ന വൈഡർ സെക്ഷനിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആയ v1 ഒരു വേരിയബിൾ ടേമിൽ തന്നിട്ടുണ്ട്. √x/6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നും ചെയ്യാനില്ല, ഡയറക്ട്ലി നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നു? ബെർണോളീസ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യാണ് അല്ലെ. എന്താ ബെർണോളീസ് പ്രിൻസിപ്പിൾ? സെക്ഷൻ 1ലും 2ലും അപ്ലൈയിങ് ബെർണോളീസ് തിയറം. ദാറ്റ് ഈസ് P1 പ്ലസ് ഹാഫ് റോ v1² പ്ലസ് റോ g h1 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? P2 പ്ലസ് ഹാഫ് റോ v2² പ്ലസ് റോ g h2 ആണല്ലോ മക്കളെ. നമ്മുടെ ചോദിച്ചിരുന്നത് എന്താണ്? v1. ദാറ്റ് ഈസ് v1 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒരു സൈഡിലേക്ക് ആക്കാം. ഇവർ തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വൈഡ് ആൻഡ് നാരോ സെക്ഷൻ ഓഫ് പൈപ്പ് ഈസ് 4100 പാസ്കൽ. ദാറ്റ് ഈസ് P1 മൈനസ് P2. P1 ആണ് വലിയ പ്രഷർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫിസിക്കലി ബാക്കിയെല്ലാം അപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോകുക. ഹാഫ് റോ ഇൻറ്റു v2² മൈനസ് v1² പ്ലസ് റോ ഇൻറ്റു g ഇൻറ്റു h2 മൈനസ് h1. ഓക്കെ, P1 മൈനസ് P2 നമുക്കറിയാം 4100 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹാഫ് റോ
ഓഫ് ഫ്ലൂയിഡ് ഏതാണെന്ന് അവർ പറയുന്നില്ല. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 800 ആണ് അല്ലെ. 800 ഇൻറ്റു ഈ V2 V1 ഈ H2 - H1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാര്യം ഹൈറ്റ് ഡിഫറൻസ് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പക്ഷേ V2 V1 രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയില്ല അല്ലെ. കാര്യം V1 കണ്ടുപിടിക്കാനാണ്. പക്ഷെ നമുക്കറിയാം എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എന്താ മക്കളെ, A1 V1 = A2 V2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ A1 എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സെക്ഷൻ 1A ആണ് ഇൻറ്റു V1 എന്ന് നമ്മൾ എഴുതുന്നു. ആൻഡ് A2 ഈസ് A/2, എയുടെ പകുതിയാണ്. ആൻഡ് V2 തന്നെ എഴുതും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് V1 ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് V2-നാണ്. ശരിയല്ലേ? സോ V2 = 2V1 ആണ്. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന V2-ൻ്റെ പ്ലേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? 2V1 കൊടുക്കാം. ദറ്റ് ഈസ് 2V1² ആണ്. ദറ്റ് ഈസ് 4V1². ഒറ്റ സ്റ്റെപ്പിലേക്ക് എഴുതുന്നു. -V1² പ്ലസ് ρg ദറ്റ് ഈസ് 800 ഇൻറ്റു G എത്ര മക്കളെ? 10 ആണ്. H2 - H1 നിങ്ങൾ വിചാരിക്കുന്നത് 1 ആണെന്ന്. പക്ഷേ 1 H1 - H2 ആണ്. നിങ്ങൾ നോക്കുക, സെക്ഷൻ 2ഉം 1ഉമായിട്ടുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ് വരിക അല്ലേ. അപ്പോൾ കൊടുക്കേണ്ടത് എന്താണ്? H2 - H1 ഈസ് -1 ആണ്. ശരിയല്ലേ മക്കളെ? -1 ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റികൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് വരിക? നമുക്കിത് ഇവിടുന്ന് സീറോകളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. 0 എല്ലാം വെട്ടിപ്പോയിട്ട് ബാക്കി എന്ത് വരുന്നു? ഈ സൈഡിൽ ഒരു 41 വരുന്നു. ഇവിടെ 2ഉം 8ഉമായിട്ട് വെട്ടിപ്പോയിട്ട് 4 വരുന്നു. ഇവിടെ 4V1² - V1² 3V1² വരുന്നു. 3 × 4 ദറ്റ് ഈസ് 12V1² വരുന്നു. പിന്നെ എന്താ വരിക? അവിടെ ഒരു 8 × 10 80 വരുന്നു. ഒരു മൈനസ് ആ വരിക അവിടെ -80. ഓക്കെ ശരിയല്ലേ? ദറ്റ് ഈസ് V1² = 80 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 80 + 41 121 121 ഡിവൈഡഡ് ബൈ 12 വരും അല്ലേ മക്കളെ. ദറ്റ് ഈസ് V1 = √121 ഡിവൈഡഡ് ബൈ 12. പക്ഷെ നമ്മുടെ ആൻസർ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? √x/6 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ അകത്ത് താഴെ ഒരു 6 വരണം, റൂട്ട് ഇല്ലാതെ 6 വരണം. ഇപ്പോൾ ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഡിനോമിനേറ്ററിൻ്റെ അകത്ത് 12 അല്ലേ. ആ 12നെ റൂട്ടിൽ നിന്ന് പുറത്തിറക്കി 6 ആക്കണമെങ്കിൽ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 3 ഇട്ട് ചുമ്മാ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പാടില്ല. മുകളിൽ താഴെ കൊടുക്കുന്നെങ്കിൽ മുകളിലും കൊടുക്കുക. ശരിയല്ലേ? അപ്പോൾ താഴെ 12 × 3 36, റൂട്ട് എടുക്കുമ്പോൾ 6 വരും. അപ്പോൾ മുകളിൽ എന്ത് വരും? 121 × 3 ദറ്റ് ഈസ് 363 വരും. അതാണ് V1. ഓക്കെ, ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ വാല്യൂ. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന എക്സിൻ്റെ പൊസിഷനിൽ എന്തായിരിക്കും കിടക്കേണ്ടത്? അവിടെ കിടക്കേണ്ടത് 363 ആണ് കിടക്കുന്നത്. ശരിയല്ലേ മക്കളെ? 363. സോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 363. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ടൈം നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം കുറവായതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് മക്കളെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ഓക്കെ, താങ്ക് യു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഉള്ള മക്കളൊക്കെ നന്നായി റെസ്പോണ്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഡിഫറൻറ്റ് ഡയമെൻഷൻസ്. ശ്രദ്ധിക്കുക, ഡിഫറൻറ്റ് ഡയമെൻഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻ നമ്പർ 1 വേവ് നമ്പർ ആൻഡ് റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്. Option B, stress and coefficient of elasticity. Option C, coercivity and magnetization. Option D, specific heat capacity and latent heat. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ്. നിങ്ങൾ 4 ഓപ്ഷൻസിലൂടെയും ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഏതാണ് ആൻസർ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഓൾറെഡി ആൻസർ കുറച്ച് കുട്ടികളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. വേവ് നമ്പർ K = 2π/λ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ വേവ് നമ്പറിൻ്റെ ഡയമെൻഷൻ എന്താ? 2πക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ലാംഡേൻ്റെ ഡയമെൻഷൻ വേവ് ലെങ്ത് L ആണ്. സോ L⁻⁻1 ആണ് വേവ് നമ്പറിൻ്റെ ഡയമെൻഷൻ ആണല്ലോ. ഇനി റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ ആണ് അല്ലേ. റിഡ്ബർഗ് അല്ലേ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/λ = R × 1/n1² - 1/n2². നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ. ഇതിൽ n1 ഉം n2 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാംഡ അല്ലെ, 1/λ ആണ്. 1/λ എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? L⁻⁻1. സോ ഫസ്റ്റ് ഓപ്ഷനിൽ വേവ് നമ്പറിനും റിഡ്ബർഗ് കോൺസ്റ്റന്റിനും സെയിം ഡയമെൻഷനാണ് L⁻⁻1. നമുക്കതാണ് വേണ്ടത്. ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ ബി ഓപ്ഷനിലേക്ക് വരാം. ബി ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് = ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്?
ml t raised to minus 2 divided by l square. അപ്പോൾ നമുക്കറിയാം ഒരു എൽ ക്യാൻസൽ ആയി പോവും. അപ്പോൾ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ അല്ലേ? അപ്പോൾ സ്ട്രെയിനിൻ്റെ ഡയമെൻഷൻ ഉണ്ടോ? സ്ട്രെയിനിൻ്റെ ഡയമെൻഷൻ ഇല്ല. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷനാ? സ്ട്രെസ്സിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ സെയിം ഡയമെൻഷൻ തന്നെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും. അപ്പോൾ രണ്ടാൾക്കാർക്കും സെയിം ഡയമെൻഷനാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞത് ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനല്ലേ. അപ്പോൾ ഓപ്ഷൻ സിയിലേക്ക് വാ, കോയസിവിറ്റി ആൻഡ് മാഗ്നറ്റൈസേഷൻ അല്ലേ. അപ്പോൾ കോയസിവിറ്റി നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കോയസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് വെൻ ദി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കോയസിവിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ആണ്. എച്ചിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു എൻ ഐ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഐ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിന് ഡയമെൻഷൻ ഒന്നുമില്ല. കറണ്ടിന് ഡയമെൻഷൻ എ ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. അപ്പോൾ എ എൽ റേസ് ടു മൈനസ് 1 ദിസ് ഈസ് ദി ഡയമെൻഷൻ ഓഫ് കോയസിവിറ്റി. ഓക്കെ, എ എൽ റേസ് ടു മൈനസ് 1. ഇനി അതിൽ മാഗ്നറ്റൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ ഈസ് ദി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോള്യൂം എന്നല്ലേ പഠിച്ചത്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? മാഗ്നറ്റിക് മൊമെന്റ് ഈസ് NIA എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡിവൈഡഡ് ബൈ വോള്യൂം അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. കറണ്ടിൻ്റെ ഡയമെൻഷൻ എ ആണ്, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്, വോള്യത്തിൻ്റെ ഡയമെൻഷൻ എൽ ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു എൽ സ്ക്വയർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉള്ളത്? എ എൽ റേസ് ടു മൈനസ് 1 അല്ലേ ഉള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ കോയസിവിറ്റിയുടെ ഡയമെൻഷനും മാഗ്നറ്റൈസേഷൻ്റെ ഡയമെൻഷനും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആകെയുള്ളത് ആരാടാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും അതേപോലെ ലാറ്റൻറ്റ് ഹീറ്റും. ശ്രദ്ധിക്കണേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി ആണ് അല്ലേ. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എം വരുന്നുണ്ട്. ലാറ്റൻറ്റ് ഹീറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി മതി. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ ഡിനോമിനേറ്ററിൽ എം വരുന്നുണ്ട്, ലാറ്റൻറ്റ് ഹീറ്റിൽ ഡിനോമിനേറ്ററിൽ എം വരുന്നുണ്ടോ? ഇല്ല. സോ അതിനാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിഫറൻറ്റ് ഡയമെൻഷൻസ് കിട്ടുക. അപ്പം നിങ്ങൾ ഇത് എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി ആണ്. ലാറ്റൻറ്റ് ഹീറ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലടാ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, an expression for a dimensionless quantity p is given by p is equal to alpha divided by beta into log kt divided by beta x, where alpha and beta are constants, x is distance, k is Boltzmann constant and t is temperature. Then dimension of alpha will be, മക്കളെ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആൽഫ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നോക്കിയേ, ലോഗിന് ശേഷം വരുന്ന കെ ടി ഡിവൈഡഡ് ബൈ ബീറ്റ എക്സ്, ലോഗിന് ഡയമെൻഷൻ ഉണ്ടോ? എക്സ്പോണൻഷ്യൽ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കെ ടി ഡിവൈഡഡ് ബൈ ബീറ്റ എക്സിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കെ ടി ഡിവൈഡഡ് ബൈ ബീറ്റ എക്സ് ഇസ് ഈക്വൽ ടു, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0, അതെന്താണ്? 1 ആണ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ എക്സ് ആണ്. കെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എനർജീൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു ½ kb ഇൻറ്റു ടി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. kb എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്.
ടി ടെമ്പറേച്ചർ ആണ്, നമ്മൾ പഠിച്ചിട്ടില്ലടാ. അപ്പൊ കെ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വർക്ക് ml² T⁻⁻² ആണ്. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ നമുക്ക് കെ എന്ന് കൊടുക്കാം. അപ്പോൾ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമുക്ക് കിട്ടി ml² T⁻⁻² K⁻⁻1 ആണോടാ? അപ്പോൾ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ml² T⁻⁻² K⁻⁻1 ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചറിന് നമുക്ക് എന്ത് കൊടുക്കാം? കെ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ എക്സ് ഡിസ്റ്റൻസ് ആണ്, അതിന് നമുക്ക് എൽ എന്ന് കൊടുക്കാം. അപ്പോൾ K⁻⁻1 കെ ക്യാൻസലായി അല്ലേ. അപ്പോൾ L² ഒരു എൽ ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? ml T⁻⁻² എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഗോപികയും ഷിഫാനയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ലോഗിന് എക്സ്പോണൻഷ്യലൊന്നും ഡയമെൻഷൻ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബീറ്റയുടെ ഡയമെൻഷൻ കാണാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആൽഫയുടെ ഡയമെൻഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആൽഫയുടെ ഡയമെൻഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ബീറ്റയുടെ ആണോ? അല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രഷർ അല്ലേ, പി എന്ന് പറയുന്നത് നമ്മളോട് പി എന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രഷർ അല്ല. പി എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് അല്ലേ. പി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പി ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ നമുക്കറിയാം ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു പി എന്ന് നമുക്ക് എഴുതാം. സെയിം ഡയമെൻഷൻ ആയിരിക്കണം, കാരണം ലോഗിന് ശേഷം വരുന്ന മൊത്തം ടേമിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷൻ ആയിരിക്കും പി. അപ്പോൾ പിക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, അപ്പോൾ ആൽഫയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ആർക്ക്? ബീറ്റയുടെ ഡയമെൻഷൻ. നമുക്ക് ബീറ്റയുടെ ഡയമെൻഷൻ ml T⁻⁻² എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ സി എന്ന് പറഞ്ഞു, പക്ഷെ ആൽഫയുടെ ഡയമെൻഷനാണ് കാണാൻ പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ പിക്ക് ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് ആൽഫയ്ക്കും ബീറ്റയ്ക്കും സെയിം ഡയമെൻഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് സർ. ഓക്കെ, ജാബിർ സർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ദി ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു mdI/dt എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ എമ്മിൻ്റെ ഡയമെൻഷൻ കാണാനല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ m ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ dI/dt അല്ലേ മക്കളെ? അല്ലേ? ഇനി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. നമുക്ക് W/Q എന്ന് കൊടുക്കാം അല്ലേ. dI/dt റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ dt/di. അപ്പോൾ ഈസ് ഈക്വൽ ടു W. ഇനി നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ, വർക്കിൻ്റെ ഡയമെൻഷൻ ml² T⁻⁻², ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്, ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ എന്താ മക്കളെ? AT ആണ്, ഇൻറ്റു കറണ്ടിൻ്റെ ഡയമെൻഷൻ A അല്ലടാ. വർക്കിൻ്റെ ഡയമെൻഷൻ ടൈം, ചാർജിൻ്റെ ഡയമെൻഷൻ AT, അതേപോലെ DI കറണ്ടിൻ്റെ ഡയമെൻഷൻ A. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ T ക്യാൻസലായി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ml² T⁻⁻². അതേപോലെ A × A ഡിനോമിനേറ്ററിലുണ്ട്, ഈ A² മുകളിലേക്ക് പോകുമ്പോൾ A⁻². ml² T⁻⁻², A⁻². ഓപ്ഷൻ ഏതാടാ മക്കളെ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ml² T⁻⁻², A⁻². ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റും, അല്ലെങ്കിൽ ഹെൻറി ആണ് അതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ്, അതേപോലെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ½ Li² അല്ലേ. അപ്പോൾ എനർജി ഡിവൈഡഡ് ബൈ I² നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ കിട്ടും. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ആരുടെ ഡയമെൻഷൻ? മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദ SI യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് പാസ്കൽ സെക്കൻഡ്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ്. നിങ്ങൾ നോക്കിയിട്ട് ഉത്തരം പറയേണ്ട സാധനമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ.
പാസ്കൽ പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ടൈം അല്ലെ, സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL(T⁻²) ആണ്. ഏരിയയുടെ ഡയമെൻഷൻ L² ആണ് ഇൻറ്റു ടൈം T ആണ്. അപ്പോൾ നമുക്ക് ആയില്ലേ, ഉത്തരമായില്ലേ? ഉത്തരം എന്താ വരിക? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ L ഇവിടെ ക്യാൻസലായി, നമുക്ക് എന്താ കിട്ടുക? mL(−1) T⁻⁻1 എന്ന് കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. mL(−1) T⁻⁻1. ഓക്കെ, കുറച്ച് ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരും കൂടി ശ്രമിക്കാം. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് L, C and R are self-inductance, capacitance, resistance respectively, which of the following does not have the dimension of time? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ എല്ലിൻ്റെ ഡയമെൻഷൻ, സിയുടെ ഡയമെൻഷൻ, ആറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യുമ്പോഴേക്കും അല്ലേ, ടൈമിൻ്റെ ഡയമെൻഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അല്ലേ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരു CR സർക്യൂട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ RC സർക്യൂട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം കോൺസ്റ്റൻറ്റ് T എന്ന് എടുത്തു കഴിഞ്ഞാൽ T = RC ആണ്. അതായത് ഒരു RC സർക്യൂട്ടിൽ ടൈം കോൺസ്റ്റൻറ്റ് T = RC ആണ്. അപ്പോൾ RCയുടെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? ടൈമിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അടുത്ത ബി ഓപ്ഷനിലേക്ക് വരിക. ഒരു LR സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ എന്താ പഠിച്ചത്? L/R എന്നല്ലേ പഠിച്ചത്. അപ്പോൾ L/Rൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ ആണ്, കാരണം അത് ടൈം കോൺസ്റ്റൻ്റ് ആണ് ആ സർക്യൂട്ടിലെ. ഇനി √LCയിലേക്ക് വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് F = 1/2π × √LC. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ റെസിപ്രോക്കലാണ് നമുക്ക് ടൈം പീരീഡ് എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/2π √LC എന്തായിട്ട് മാറും? 2π × √LC ആയിട്ട് മാറും. 2πക്ക് ഡയമെൻഷൻ ഉണ്ടോ മക്കളെ? 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ √LCയുടെ ഡയമെൻഷൻ എന്താണ്? √LCയുടെ ഡയമെൻഷൻ ടൈമിൻ്റെ ഡയമെൻഷൻ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ദി ഡയമെൻഷൻ ഓഫ് ടൈം എന്നാണ്. അപ്പോൾ ആദ്യത്തെ മൂന്നാൾക്കാരും ടൈമിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ മക്കളെ നാലാമത്തെ ഓപ്ഷൻ L/C അല്ലേ ടൈമിൻ്റെ ഡയമെൻഷൻ അല്ലാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇൻ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ P + A/V² into V - B is equal to RT. P is pressure, V is volume, and R is universal gas constant. T is temperature. The ratio of A/B is dimensionally equal to. നമുക്ക് ഒരു കാര്യം അറിയാം, സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ അല്ലേ. 1 മീറ്ററും 2 സെക്കൻഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. 1 മീറ്ററും 2 മീറ്ററും മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. സെയിം ഡയമെൻഷൻസുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ P + A/V² എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ Pക്കും A/V² സെയിം ഡയമെൻഷനാണ്. V - B എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ Vക്കും Bക്കും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ V വോളിയമാണ്. ബിയുടെ ഡയമെൻഷൻ ആരായിരിക്കും? വിയുടെ ഡയമെൻഷൻ ആയിരിക്കും. കാരണം V - B ചെയ്യണമെങ്കിൽ അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ബിൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടെ A/V² ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ആയിരിക്കും? പിയുടെ ഡയമെൻഷൻ ആയിരിക്കും. എന്നാൽ മാത്രമേ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ A = നമുക്ക് എഴുതാൻ പറ്റും PV² എന്ന് എഴുതാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A/B അല്ലേ. A/B = A നമുക്ക് കിട്ടി PV² ഡിവൈഡഡ് ബൈ B നമുക്ക് കിട്ടി V ആണ്. അപ്പോൾ V ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PV എന്ന് കിട്ടില്ലേ. A/B = അല്ലേ, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? PV ആണെന്ന് മനസ്സിലാക്കുക അല്ലേ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഡയമെൻഷൻ്റെ ടേംസിൽ തന്നെ തരും അല്ലെ. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം അല്ലേ. അതേപോലെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും ടേംസിലും എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് മക്കളെ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, if Z is equal to A² B³ divided by C⁴, then the relative error in Z will be.
മക്കളെ റിലേറ്റീവ് എറർ ഇൻ സെഡ് വിൽ ബി എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി പറടാ മക്കളെ, ഇത് നിങ്ങൾ നോക്കി പറ. ഓപ്ഷൻ ബി ആണോ ഷിഫാന? ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട് കുട്ടികൾ അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? കാരണം വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു a²b³ ഡിവൈഡഡ് ബൈ c⁴ അല്ലേ? എക്സ്പോണൻ്റ് വരുമ്പോൾ നമ്മൾ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് Δz/z/100 അല്ലേ? റിലേറ്റീവ് എററിൻ്റെ ടൈമിലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ Δz/z ഈസ് ഈക്വൽ ടു 2 × Δa/a plus 2 × Δb/b plus 4 × Δc/c 4 × Δc/c അല്ലേ? കാരണം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യണം. ബി ഓപ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തിരക്ക് പിടിച്ച് കുത്തുമ്പോൾ 2 × Δa/a plus 3 × Δb/b മൈനസ് ആണുള്ളത് അല്ലേ? അതെന്താണ്? പ്ലസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ സിൽവർ വയർ ഹാസ് മാസ് 0.6 plus or minus 0.006 gram, radius 0.5 plus or minus 0.005 millimeter, and length 4 plus or minus 0.04 centimeter. The maximum percentage error in the measurement of density എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സിൽവർ വയറാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിൻ്റെ മാസും റേഡിയസും ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒരു സിൽവർ വയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. ഒരു വയറാണ് നമുക്ക് തന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു അതിൻ്റെ ലെങ്ത് അല്ലേ മക്കളെ? അതായത് πr² ഇൻറ്റു അല്ലേ ലെങ്ത് നമുക്ക് L എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പേഴ്സൻറ്റേജ് എററാണ്. അപ്പോൾ പേഴ്സൻറ്റേജ് എറർ Δρ/ρ ഇൻറ്റു 100 ആണ് അല്ലേ? പേഴ്സൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ വരിക? Δm/m ഇൻറ്റു 100 അല്ലേ? നിങ്ങളിങ്ങനെ എഴുതിയിട്ട് നേരം പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്ലസ് 2 × Δr/r ഇൻറ്റു 100 അല്ലേ? നമുക്കറിയാം പൈയിൽ എററൊന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് Δl/l ഇൻറ്റു 100 അല്ലേ? ഇപ്പോൾ Δm/m എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മാസ് ഗ്രാമിലും അതേപോലെ റേഡിയസ് മില്ലിമീറ്ററിലും ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ്സ് മാറ്റണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ Δm/m എടുക്കുകയാണെങ്കിൽ അല്ലേ, Δm ഗ്രാമിലാണ്, എമ്മും ഗ്രാമിലാണ്. അപ്പോൾ നമ്മളത് കിലോഗ്രാമിലേക്ക് രണ്ടും മാറ്റിക്കഴിഞ്ഞാലും അതെന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ Δm/m എന്ന് പറയുമ്പോൾ 0.006 ഡിവൈഡഡ് ബൈ 0.6 ഇൻറ്റു 100 പ്ലസ് 2 × Δr/r എന്ന് പറയുമ്പോൾ 0.005 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 100 പ്ലസ് 0.04 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ആൻസർ എത്ര കിട്ടുക അല്ലേ? നമ്മൾ 100 വെച്ച് 0.6 ഡിവൈഡഡ് ബൈ 0.6 എന്നാവും. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6 ഡിവൈഡഡ് ബൈ 0.6 ഈസ് 1% പ്ലസ് 2 ഇൻറ്റു 0.005നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് 0.5 എന്ന് കിട്ടും. 0.5 ഡിവൈഡഡ് ബൈ 0.5 അഗെയിൻ 1 പ്ലസ് 0.04 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100 ആണ്. അപ്പോൾ 4/4 നമുക്ക് അഗെയിൻ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ 1% പ്ലസ് 2% പ്ലസ് 1%. സോ ദി ആൻസർ ഈസ് 4%. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം എർത്ത് ഈസ് 1.5 × 10⁻11 മീറ്റർ and the angular diameter is 2000 seconds. When observed from earth, the diameter of the sun will be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എർത്തിൽ നിന്ന് സണ്ണിലേക്ക് എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ആംഗുലാർ ഡയമീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ?
ആംഗുലാർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? ഈ ഡയമീറ്റർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗുലാർ ഡയമീറ്റർ 2000 സെക്കൻഡിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റേഡിയനിലേക്ക് മാറ്റണം. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ആർക്ക് ലെങ്ത്തിന് ഞാൻ എന്താക്കാൻ പോവാണ്? ഈ ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ, ഇതിന് ഞാൻ എൽ എന്ന് എടുക്കുകയാണ്. ഓക്കെ, റേഡിയസിന് നമുക്ക് ആർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലേ, ആർക്ക് ലെങ്ത്തിന് എൽ എന്നല്ല, ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ലെറ്ററിന് പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ ഡി ഡിവൈഡഡ് ബൈ ആർ, ഇതിന് ഞാൻ ഡി എന്നും ഇതിന് ഞാൻ ആർ എന്നും കൊടുക്കും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ ആർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്ററിലെ ഡി ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് കിട്ടും. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 1.5 × 10⁻11 ആണ്. ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 2000 സെക്കൻഡ് ആണ്. അപ്പോൾ 2000 ഇൻറ്റു, ആദ്യം നമ്മൾ എന്തിലേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 1/60 ചെയ്യണം. നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റണം, എഗെയിൻ 1/60 ചെയ്യണം. നമ്മൾ റേഡിയനിലേക്ക് മാറ്റണം, ഇൻറ്റു π/180 ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓപ്ഷൻ ഏതാ വരെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത മക്കളെ ഇത് ചെയ്തിട്ട് അല്ലേ? 1.5 × 10⁻11 ഇൻറ്റു 2000 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 60 × 60 × 180. ഇവിടെ നമുക്ക് കുറേ സീറോ അങ്ങ് ക്യാൻസൽ ആക്കാം. പിന്നെയോ 3.14 ആണ് പൈൻ്റെ വാല്യൂ. ഞാൻ 6 എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആക്കിയിട്ട് ഇവിടെ 2 എഴുതുന്നു. അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 6ഉം 1.5ഉം ക്യാൻസൽ ആക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? താഴെ 4 എഴുതാൻ പറ്റും. ഇനി ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ 10⁻11 ഡിവൈഡഡ് ബൈ 2 × 2 4 ആണ്. 4 × 18 എത്രയാണ്? 72 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 72 അല്ലേ? 100 ഡിവൈഡഡ് ബൈ 72 × 10⁻9 അല്ലേ? അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 72 പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലേ? 1 പോയിന്റ് സംതിങ് × 10⁻9 അല്ലേ? അപ്പോൾ 1 പോയിന്റ് സംതിങ് × 10⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി അല്ലേ വരാനുള്ള സാധ്യതയുള്ളൂ. 1.45 × 10⁻9 അല്ലേ? ഗോപിയ, ശ്രീല ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1.45 × 10⁻9 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് വെർനിയർ കാലിപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിതും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ, ഇതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബാക്കിയുള്ളത്. വെർനിയർ കാലിപ്പർ, അതേപോലെ സ്ക്രൂ ഗേജ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. In a vernier caliper, each centimeter on main scale is divided into 20 equal parts. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 20 ഈക്വൽ പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 1/20 ഇസ് ഈക്വൽ എത്രയാണ് അല്ലേ? 1/20 സെന്റിമീറ്റർ. അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ഇനി ഇഫ് 10th വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ്സ് വിത്ത് 9th മെയിൻ സ്കെയിൽ ഡിവിഷൻ, അപ്പോൾ 10 VSD ഇസ് ഈക്വൽ ടു എന്താണ്? 9 MSD അല്ലേ മക്കളെ? അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണ്? 1 സെന്റിമീറ്റർ 20 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ 1/20. അപ്പോൾ 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ 9th മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 1 VSD ഇസ് ഈക്വൽ ടു 9/10 MSD അല്ലേ മക്കളെ? അപ്പോൾ നമുക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദി വാല്യൂ ഓഫ് വെർനിയർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ വെർനിയർ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. 1 MSD മൈനസ് അല്ലേ 1 VSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 9/10 MSD ആണ്. അപ്പോൾ 10 - 9 1 ഡിവൈഡഡ് ബൈ 10 MSD എന്ന് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു MSD എത്രയാണ് മക്കളെ? 1/20. ഇത്രയും സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 1/200 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇതിനെ 1/200 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ 0.005 എന്നെടുക്കാൻ പറ്റും അല്ലേ? 1/200 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.005 അല്ലേ? 0.05 എന്ന് കിട്ടും. 0.005 ഇത്രയും സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം?
ഇതിനെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.005 സെൻറ്റിമീറ്ററാണ്. നമ്മൾ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 10 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 0.05 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 5 × 10⁻² മീറ്റർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോറി, 0.05 മില്ലിമീറ്റർ നമുക്ക് എന്താ പറ്റും? 5 × 10⁻² മില്ലിമീറ്റർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. 5 × 10⁻² മില്ലിമീറ്റർ. ഇതിന് ഓപ്ഷൻ ഒന്നുമില്ല, കാരണം നമ്മളോട് ഡാഷ് 10⁻² മില്ലിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ 10⁻² അതിൻ്റെ പവറിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 0.05 എന്നല്ല എഴുതേണ്ടത്, 5 × 10⁻² മില്ലിമീറ്റർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ അല്ലേ. ഓപ്ഷൻ ഇല്ല, 5 ആണ് ആൻസർ. 5 × 10⁻² മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുക, ഡയമെൻഷനൽ അനാലിസിസ് നോക്കുക, എറേഴ്സ് നോക്കുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് സാറ് വരും. താങ്ക് യു. മക്കളെ നമസ്കാരം. രാവിലെ തൊട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നിങ്ങൾക്ക് 2 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. മെക്കാനിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾ +1 വളരെ ആദ്യം പഠിച്ചേക്കുന്ന 2 ചാപ്റ്റർ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മോഷൻ ഇൻ എ പ്ലെയിൻ. 2 ചാപ്റ്ററാണ്. നമുക്ക് മാക്സിമം ഒരു 1 അവർ ഞാൻ സ്പെൻഡ് ചെയ്യും, മാക്സിമം 1 അവർ. സോ അടുത്തൊരു മണിക്കൂർ നിങ്ങൾ എന്നെ കേൾക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവണം. മേ ബി ഞാൻ ഇതിനു മുമ്പ് ക്ലാസ് എടുത്ത വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ടാവും, പുതിയ ആൾക്കാരുണ്ടാവും. സോ എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ, ഒരു ഫിസിക്സ് അധ്യാപകനാണ്. ഇത് ഞാനിവിടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ താഴെ നമ്മുടെ സുന്ദർ പിച്ചായിയുടെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. IIT ഖരഗ്പൂരിൽ നിന്ന് പാസ് ഔട്ട് ആയ മനുഷ്യനാണ്. ആള് വേറെ ലെവലാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. സോ IITians എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. നിങ്ങൾക്കും ഇവിടെ ഒരു അധ്യാപകനുണ്ടല്ലോ, നമ്മുടെ ഇക്ബാൽ സാർ, നിങ്ങളുടെ ഫേവറേറ്റ് മാത്സ് അധ്യാപകരിൽ ഒരാൾ ഇക്ബാൽ സാർ. അദ്ദേഹം ഒരു IITian-ആണ്. സോ IIT-യിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, IIT-യിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് IIT എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് IIT-യിൽ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു സ്വപ്നം, അവിടെ എത്തിപ്പെടാൻ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോഴും ഈ ലൈവ് കാണുന്ന ഇത്രയും സ്റ്റുഡൻസ് നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. യെസ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ചോദിച്ചിട്ടുള്ള, റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. 2018, 19, 20, 21, ഈവൻ 22-ലും ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ മേ ബി ഇതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ടുള്ളതാവാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിച്ച് നോക്കി. എന്താ? എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ്. നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാ? v = b√x along positive x-axis. Calculate the speed of the particle at a time t = tau. t = tau ആകുമ്പോൾ ഉള്ള സ്പീഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. v = എന്താ? b√x അല്ലേ? b√x. മക്കളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അത് dx/dt ആണ്. സോ dx/dt which is equal to b√x എന്ന് എനിക്ക് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മാത്സ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. dx/√x which is equal to b × dt എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആണോ? സോ അങ്ങനെയാണെങ്കിൽ ഇവനെ അങ്ങ് ചുമ്മാ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഞാൻ ഇവനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കണം. ടൈം t = tau വരുന്ന കേസിലെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ ടൈം 0 ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. സോ ടൈം വേരിങ് ഫ്രം 0 to tau എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. സിമിലർലി ഡിസ്റ്റൻസ് നമുക്ക് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രം 0 to x എന്ന് കൊടുക്കാം. 1/√x-ന്റെ ഡിഫറൻഷ്യൽ നിങ്ങൾക്കറിയാം, അത് 2√x ആണ്. 2√x which is equal to എന്ത് കൊടുക്കാം? b × ∫dt ആണ്. അത് b/t എന്ന് കൊടുക്കാം. ഞാൻ ലിമിറ്റ് ഒക്കെ അങ്ങ് അപ്ലൈ ചെയ്തു. ∫ dt t ആണ്. ലിമിറ്റ് 0 to tau ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് നിങ്ങൾ 0 to tau കൊടുക്കുക. ഇവിടെ ലിമിറ്റ് നിങ്ങൾ 0 to x കൊടുക്കുക. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് എഴുതാം √x which is equal to 2നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ b
ടോ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത്, ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. സോ റൂട്ട് എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി എത്ര? ബി ടോ ബൈ 2 എന്ന് കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് കാണാനാണ്. ദെയർഫോർ സ്പീഡ് വി ഈസ് ഈക്വൽ ടു ബി റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു, ബി ടോ ബൈ 2 ആണ്. സോ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ബി സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ഓൾറെഡി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയവരെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട്. ബി സ്ക്വയർ ടോ ബൈ 2 ഓപ്ഷൻ 2 പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മക്കളുടെ ഇത് കിട്ടിയോ? എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആവണം. എൻട്രൻസിന് ചോദിച്ച റീസെന്റ് JEE എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. എന്താ ചോദിച്ചത്? പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ എ. ഫോളോയിങ് ഗ്രാഫ് ഷോസ് വി സ്ക്വയർ വേഴ്സസ് എക്സ്. അതായത് വെലോസിറ്റിയുടെ സ്ക്വയറിന്റെയും എക്സിന്റെയും കൂടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ എക്സും കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ വെലോസിറ്റിയുമാണ് കൊടുത്തിരിക്കുന്നത്. വെലോസിറ്റിയുടെ സ്ക്വയറുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ദി ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. മക്കളുടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സോ ഞാൻ ആ വഴിയെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സോ y എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? വൈയിൽ കൊടുത്തിരിക്കുന്നത് വെലോസിറ്റിയുടെ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിലകത്ത് അവർ ഓൾറെഡി പറയുന്നുണ്ട്. സോ വി സ്ക്വയർ ഈക്വൽ ടു വേർ എം ഈസ് നോൺ ആസ് സ്ലോപ്പ്. സ്ലോപ്പ് കാണാൻ ടാൻ തീറ്റ എടുത്താൽ മതി. ഈ പോർഷനിൽ നിങ്ങൾ തീറ്റ എടുത്താൽ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോർഷൻ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 20 ആണ്, അഡ്ജസൻറ്റ് സൈഡ് 10 ആണ്. സോ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് 20 ബൈ അഡ്ജസൻറ്റ് സൈഡ് 10 എന്ന് എടുക്കാം, ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 20. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇവന്മാരെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. സോ എനിക്ക് ഇവിടുന്ന് വി സ്ക്വയർ ഈക്വൽ ടു 2x പ്ലസ് 20 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് ആക്സിലറേഷൻ കാണാനാണ്. സോ അവനെ ഒന്നുകൂടെ അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്നാ വരും? 2v ഇൻറ്റു dv ബൈ dt വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 കോൺസ്റ്റന്റ് ആണ്, dx ബൈ dt. 20 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് വേണ്ട. ഇനി നമുക്കറിയാം dx ബൈ dt വെലോസിറ്റി ആണ്, ഇവൻ വെലോസിറ്റി ആണ്. dv ബൈ dt എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2/2. എത്ര കിട്ടണം മക്കളെ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. 1 ആണ് ആൻസർ. സോ ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. വളരെ വ്യക്തമായിട്ട്, അതും പ്രത്യേകിച്ച് JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് മാത്സ് എന്തായാലും അറിയാമായിരിക്കും. സ്ലോപ്പ് വരുന്ന കേസ്, അതുപോലെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ഇത് നിങ്ങളുടെ JEE എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. 2021 ചോദിച്ച ക്വസ്റ്റൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എ ട്രെയിൻ ഈസ് ആക്സലറേറ്റിംഗ് ഫ്രം റെസ്റ്റ് ഫോർ എ ടൈം t1 അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് a1. അതായത് t1 ടൈം ഇന്റർവെല്ലിൽ അവൻ ആക്സലറേറ്റ് ചെയ്തു. അതിന്റെ ആക്സലറേഷൻ a ആണ് തരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് റിട്ടാർഡ് ചെയ്തു. റിട്ടാർഡേഷൻ b ആണ് ഫോർ എ ടൈം ഇന്റർവെൽ t2. എന്നിട്ട് അത് അഗൈൻ റെസ്റ്റിലെത്തി. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് റെസ്റ്റിലെത്തി. ഇത് പലതവണ നിങ്ങൾ കേട്ടിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. നമുക്കറിയാം മക്കളുടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ കിട്ടുന്നത് ആക്സലറേഷൻ ആണെന്നും അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. സോ അവൻ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു മാക്സിമം വെലോസിറ്റിയിലെത്തി, പിന്നെ അത് റിട്ടാർഡ് ചെയ്തു, അല്ലെ? റിട്ടാർഡ് ചെയ്ത് വീണ്ടും റെസ്റ്റിലേക്ക് എത്തി. ക്വസ്റ്റ്യനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആക്സിലറേഷൻ a ആണെന്നും റിട്ടാർഡേഷൻ b ആണെന്നും പറയുന്നുണ്ട്. ആക്സിലറേഷൻ എടുത്ത ടൈം t1 ആണെന്ന് പറയുന്നുണ്ട്, റിട്ടാർഡ് ചെയ്ത ടൈം t2 ആണെന്ന് പറയുന്നു. പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഇനിഷ്യൽ സ്പീഡ് 0 ആണ്, ഫൈനൽ സ്പീഡ് നിങ്ങൾ v എന്നെടുത്തു. അപ്പോൾ ആ ഇനിഷ്യൽ കേസിന്റെ v ഈക്വൽ ടു u പ്ലസ് 80 നമ്മൾ അപ്ലൈ ചെയ്താൽ v ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു u0 പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം t1 ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ടൈം t1 എന്ത് കിട്ടും? v ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടി. സിമ്പിളാണ്. ഇനി അടുത്ത കേസ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ മാക്സിമം വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറും? റെസ്റ്റിലെത്തി 0 ആയി. സോ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി മാക്സിമം വെലോസിറ്റി v ആണ്. സോ v ഈക്വൽ ടു u പ്ലസ് 80യിൽ v 0 ആണ്. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള ഇവിടുത്തെ വെലോസിറ്റി ആണ്, ഇനിഷ്യലി ഉള്ള ഈ പോയിന്റിലെ വെലോസിറ്റി ആണ്, അത് v ആണ്. റിട്ടാർഡ് ചെയ്യുവാണ്. സോ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. സോ -b
ടൈം T2 ആണ്. സോ ഇവിടുന്ന് നിങ്ങൾക്ക് സിംപ്ലി വാട്ട് ഇസ് T2? T2 ഈക്വൽ ടു V/B എന്ന് കിട്ടി. V/B സിമ്പിൾ അല്ലല്ലോ മക്കളെ. ചോദിച്ചത് എന്താ? T1/T2 ആണ്. T1/T² അല്ല, T1/T2 ആണ്. സോ T1 ഡിവൈഡഡ് ബൈ T2 വിച്ച് ഈസ് ഈക്വൽ ടു ആരാ? T1 എന്ന് പറഞ്ഞാൽ V/A ആണ്. T2 എന്ന് പറഞ്ഞാൽ V/B ആണ്. ഇവിടുന്ന് V ക്യാൻസൽ ചെയ്യാം. സോ B/A. ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രീവിയസ് സെൻട്രൻസ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആസ് ഫംഗ്ഷൻ ഓഫ് ടൈം T ഈസ് ഗിവൺ ബൈ. നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലേ? പൊസിഷൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്താ? AT plus BT square. AT plus BT square minus CT cube, where A, B, C are constant. When the particle attains zero acceleration ആണ് പറയുന്നുണ്ട്. യെസ്, zero acceleration. Then its velocity will be. Acceleration 0 ആകുമ്പോഴുള്ള വെലോസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെടാ നോക്ക്, നമുക്ക് എക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? AT പ്ലസ് BT സ്ക്വയർ മൈനസ് CT ക്യൂബ് എന്നാണ്. ഇവിടുന്ന് വെലോസിറ്റി കാണാൻ ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. വെലോസിറ്റി കാണാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx/dt എടുക്കാം. dx/dt എടുത്താൽ എന്നാ വരും? A പ്ലസ് 2BT മൈനസ് 3t² എന്ന് എടുക്കാം. സോറി, മൈനസ് 3CT² എന്ന് എടുക്കാം അല്ലേ? C ഉണ്ട്, C കോൺസ്റ്റന്റ് ആണ്. C ഇൻറ്റു 3t² എന്ന് എടുക്കാം. വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഏത് കേസിൽ? ആക്സിലറേഷൻ 0 ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആക്സിലറേഷനോടെ കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ കാണാൻ dv/dt എടുക്കുക. A കോൺസ്റ്റന്റ് ആണ്, 0 ആയിപ്പോയി. പ്ലസ് 2BT, അത് 2B എന്ന് വരുന്നു. മൈനസ് 6CT എന്ന് വരും. 6CT എന്ന് കിട്ടി. സോ വെൻ ആക്സിലറേഷൻ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഇക്വേറ്റ് ടു 0 ചെയ്യാം. 0 ഇക്വേറ്റ് ചെയ്താൽ 2B ഈക്വൽ ടു എന്നാ കിട്ടും? 6CT എന്ന് കിട്ടും അല്ലേ? ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 3 കിട്ടി. സോ നിങ്ങൾക്ക് T കിട്ടി B ഡിവൈഡഡ് ബൈ 3C. T കിട്ടി B ഡിവൈഡഡ് ബൈ 3C. നിങ്ങൾക്ക് ടിയുടെ വാല്യൂ കിട്ടി അല്ലേ? T കിട്ടി. ടിയുടെ വാല്യൂ ഇതിൽ കൊണ്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദെയർഫോർ വെലോസിറ്റി V ഈക്വൽ ടു A പ്ലസ് 2B ഇൻറ്റു ടിയുടെ വാല്യൂ എന്താ? B/3C ആണ്. സോ B² ഡിവൈഡഡ് ബൈ 3C എന്ന് വരും. മൈനസ് 3C ഇൻറ്റു എന്നാ വരും? 3C ഇൻറ്റു സ്ക്വയർ എടുക്കുക. സോ B² ഡിവൈഡഡ് ബൈ എന്നാ വരും? B² ഡിവൈഡഡ് ബൈ 3Cയുടെ സ്ക്വയർ. സോ 9C² എന്ന് വരും. നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ആരെയൊക്കെ കട്ട് ചെയ്യാം? കട്ട് ചെയ്യാൻ ഇവിടെ ഒരു C ക്യാൻസൽ ചെയ്യാം അല്ലേ? അതുപോലെ ഇവിടെ ഒരു 3യും ഇവനെ കൂടെ ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്റർ 3 വരും. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ടിടത്തും 3C എന്നാണ്. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദെയർഫോർ വെലോസിറ്റി V ഈക്വൽ ടു എന്നാ വരും? A എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. നമുക്ക് പിന്നെ എന്താ കിട്ടുന്നത്? A ഈക്വൽ ടു ഇല്ല, സോറി, A എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. A പ്ലസ് 2B², താഴെ 3C ആണ്. സോ 3C അപ്പോൺ എന്ത് വരും? 3 2B² മൈനസ് B² എന്ന് വരും അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു B² എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഈക്വൽ ടു A പ്ലസ് B² ബൈ 3C. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി പിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സിംപ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. A car is standing 200 meter behind the bus which is also at rest. എന്ന് പറയുമ്പോൾ രണ്ടുപേരും റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരു കാറുണ്ട്. ഈ കാറ് ബസ്സിനേക്കാളും, ഇവിടെ ഒരു ബസ്സുണ്ട്, ഇത് ബസ്സാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ബസ്സിനേക്കാളും 200 മീറ്റർ പുറകിലാണ് ഇരിക്കുന്നത്. 200 മീറ്റർ പുറകിലാണ്. രണ്ടുപേരും ഇനീഷ്യലി റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ ടു സ്റ്റാർട്ട്സ് മൂവിങ് അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ബട്ട് വിത്ത് ഡിഫറൻറ്റ് ഫോർവേഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓഫ് ദി ബസ് ഹാസ് ആൻ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബസ്സിന്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2 ആണ്. കാറിന്റെ ആക്സിലറേഷൻ തന്നിട്ട് 4 ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ കാർ വിൽ ക്യാച്ച് അപ്പ് ദ ബസ് ആഫ്റ്റർ എ ടൈം. എത്ര സമയത്തിനുള്ളിൽ ഈ കാറിന് ഈ ബസ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും? ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ കാറ് ഇവനെ വന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഈ കാറ് ഇവിടെ എത്തുന്ന അതേ സമയം കൊണ്ട് ഈ ബസ് അതേ പോയിന്റിൽ എത്തിയാൽ അവർക്ക് രണ്ടുപേർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും. ബസ് ഒരു സ്ഥലത്തെത്തി അതേ സ്ഥലത്ത് കാർ എത്തണം, ആ സെയിം ടൈം ഇന്റർവെൽ. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കോൺസെപ്റ്റ് എന്താ? ഇവർ മൂവ് ചെയ്ത് ആ കാറ് ബസ്സിനെ ക്യാച്ച് ചെയ്യുമ്പോൾ, ഈ കാറ് ഈ ബസ്സിനെ ക്യാച്ച് ചെയ്യുമ്പോൾ
100% ഷുവർ ആണ് അവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറും. അവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറും. കാരണം കാറ് ബസ്സിനെ ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇനിഷ്യലി അവർ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 200 ഉണ്ട്. ഫൈനലി റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 0 ആവണം. ഇനിഷ്യലി അവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. കാരണം ഇവനും റെസ്റ്റിലാണ്, ഇവനും റെസ്റ്റിലാണ്. ഇനിഷ്യലി അവരുടെ റിലേറ്റീവ് ആക്സലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2-ന്റെയും 4-ന്റെയും കൂടെ ഡിഫറൻസ് എടുത്താൽ മതി, ബിക്കോസ് സെയിം ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ? S is equal to ut plus half a t square. നിങ്ങൾക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ എസ് റിലേറ്റീവ് ഈക്വൽ ടു യു റിലേറ്റീവ് ഇൻറ്റു ടി മൈനസ് ഹാഫ് ഇൻറ്റു എ റിലേറ്റീവ് ടി സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എസ് റിലേറ്റീവ് ഇനിഷ്യൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് 200 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു യു റിലേറ്റീവ്. ഇവനും റെസ്റ്റിലാണ്. അപ്പോൾ അവരുടെ റിലേറ്റീവ് യു എത്രയാണ്? അത് 0 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കൂടെ ആക്സലേഷൻ്റെ ഡിഫറൻസ്, ബിക്കോസ് ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ 4 - 2 എന്ന് പറയുന്നത് 2 വരും, ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. 2ഉം 2ഉം കട്ടായിപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ √200 ആണ്. √200 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം മക്കളെ? ടി ഈസ് ഈക്വൽ ടു 10√2 എന്ന് കിട്ടും. 10√2 ഓപ്ഷൻ സി. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പലരും ആൻസർ കമൻറ്റ് ചെയ്യുന്നതിൽ സന്തോഷം. കാര്യം നിങ്ങളത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ ഓട്ടോമൊബൈൽ ട്രാവൽസ് at a 400 km/h can stop at a distance 40 meter by applying a brake. If the same automobile is traveling at 80 km/h, thus the minimum stopping distance in the concept വെച്ചിട്ട് ചെയ്യാനാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാം. എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? S is equal to u square divided by 2a. ഡൗട്ട് ഉള്ളവർക്ക് v square equal to u square minus 2as അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷനിൽ എത്തിപ്പെടാൻ പറ്റും. സോ ഇവിടുന്ന് നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു സ്പീഡിന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇനീഷ്യലി ഉള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് S1 ആണെന്ന് നിങ്ങൾ എടുത്തോളൂ. ഫൈനലി ഉള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് S2 ആണെന്ന് എടുത്തോളൂ. അത് സ്പീഡിന് പ്രപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u2 സ്ക്വയർ നിങ്ങൾക്ക് എഴുതാം. S1 എത്രയാടാ മക്കളെ? S1 എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്, 40 ആണ്. S2 എത്രയാ? S2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു u1 എത്രയാണ്? u1 40 km/h ആണ്. അപ്പോൾ 40യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ u2 എത്രയാണ്? 80യുടെ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 40യുടെ സ്ക്വയർ ഒരു 40 കൂടെ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് S2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ S2 ഈക്വൽ ടു എന്നാ വരും? S2 ഈക്വൽ ടു 80 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്താൽ ഇതൊരു 2 ആയി. 2 × 8 16 ആണ്. 160 മീറ്റേഴ്സ്. ഓപ്ഷൻ ബി. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആണോ JEE മെയിൻസ് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ 2002, 2003, 2005, 2015 ആൻഡ് 2018 ഈ പറഞ്ഞ വർഷങ്ങളൊക്കെ ഏകദേശം എൻ്റെ ഓർമ്മയെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 4-5 വർഷം നമുക്ക് കഴിഞ്ഞൊരു കുറേ നാളത്തെ എൻട്രൻസ് എക്സാം എടുത്ത് നോക്കിയാൽ 5-6 തവണ ഈ സെയിം ക്വസ്റ്റ്യൻ, വാല്യൂസിന് മാറ്റം കാണും, ഈ സെയിം കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക JEEയുടെ എക്സാമിന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയൊക്കെ എളുപ്പത്തിൽ നമുക്കിത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ അടുത്ത എക്സാം കൂളായിട്ട് പോയി എഴുതുക കേട്ടോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എൻട്രൻസിന് പ്രീവിയസ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ. എ ബലൂൺ വാസ് മൂവിംഗ് അപ്വേർഡ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓഫ് 10 m/s. An object of finite mass is dropped from the balloon when it was at a height 75 meter. ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താ? ഗ്രൗണ്ടിൽ നിന്ന് 75 മീറ്റർ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ, ഗ്രൗണ്ടിൽ നിന്നും 75 മീറ്റർ. അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഇത് ഗ്രൗണ്ടിൽ നിന്നും 75 മീറ്ററിലാണ് ബലൂൺ ഇരിക്കുന്നതെന്ന് നിങ്ങളങ്ങ് അസ്യൂം ചെയ്യുക. ഇവിടെ ബലൂൺ ഇരിപ്പുണ്ട്. ബലൂൺ ഇങ്ങനെ ഫ്ലൈ ചെയ്യുക. ആ ബലൂൺ ഫ്ലൈ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ? 10 m/s ആണ്. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന ഹൈറ്റ് 75 മീറ്റർ ആണ്. അതിൽ നിന്ന് ഒരു ബോൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത്, നമുക്കറിയാം ചുമ്മാതെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ ബോൾ ഡ്രോപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്താൽ അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ചുമ്മാ ഒന്ന് വീഴത്തേ ഉള്ളൂ. പക്ഷെ ഇത് മൂവിങ് വിത്ത് സം വെലോസിറ്റി ആണ്, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അവൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടെ നിന്ന് നിങ്ങളൊരു ബോൾ ഡ്രോപ്പ് ചെയ്താലും ആ ബോളിനും ആ സെയിം വെലോസിറ്റി അപ്വേർഡ് ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾക്കറിയാം. സോ ഇനീഷ്യൽ വെലോസിറ്റി അപ്വേർഡ് ആണ്, അത് 10 m/s ആണ്. ആ ബോളിനും അതേ വെലോസിറ്റി കിട്ടുന്ന കാര്യം നിങ്ങൾക്കറിയാം. സോ ഒബ്വിയസ്ലി ഈ ബോൾ ഒന്ന് പൊന്തിയതിന് ശേഷം മാത്രം, അതായത് മുകളിലേക്ക് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം മാത്രം ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഹൈറ്റ് ഓഫ് ദ ബലൂൺ
from the ground when object strikes the ground was around. അതായത് ഈ ബോള് നിങ്ങൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് അത് മുകളിൽ പോയി ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന സമയം കൊണ്ട് ആ ബലൂൺ എത്ര ഹൈറ്റിൽ എത്തി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ബലൂൺ ഓൾറെഡി 75 മീറ്റർ ഹൈറ്റിലാണെന്ന് നമുക്കറിയാം. ഇനി റിമൈനിങ് എത്ര ഹൈറ്റിലൂടെ ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നാ വേണം? ആ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അത് എത്ര സമയം ട്രാവൽ ചെയ്തു എന്നത് കണ്ടുപിടിച്ചാൽ പോരെ, ആ ടൈം ഇന്റർവൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടുന്ന് ഈ സ്റ്റോൺ ഇവിടുന്ന് ഗ്രൗണ്ടിൽ വീണ ആ സമയം കൊണ്ട് ആ ബലൂൺ കുറച്ച് ഹൈറ്റ് പൊങ്ങും. അപ്പൊ ആ ബലൂണിൽ നിന്നും ബോൾ താഴേക്ക് വീഴാൻ എടുത്ത സമയം കണ്ടുപിടിക്കുക. എങ്ങനെ കാണാൻ പറ്റും? അത് കാണാൻ നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താ? S is equal to ut plus half at square. ഇവിടെ S എന്ന് പറഞ്ഞാൽ h ആണ്. h is equal to ut plus half g t square. ഞാൻ സൈൻ കൺവെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സൈൻ കൺവെൻഷൻ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഈ ബലൂൺ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തത് ഈ പോയിന്റിൽ നിന്നാണ് അല്ലെ? ആ പോയിന്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഈ പോയിന്റിനെ നിങ്ങൾ ഒറിജിൻ ആയിട്ട് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും. ഒറിജിനിൽ നിന്ന് അപ്വേർഡ് ഉള്ള എല്ലാ ക്വാണ്ടിറ്റികളും പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഉള്ള എല്ലാ ക്വാണ്ടിറ്റികളും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ ഒറിജിനിൽ നിന്ന് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഒറിജിനിൽ നിന്നും നിങ്ങൾ ഡൗൺവേർഡ് ആണ്, ഒറിജിനിൽ നിന്നും ഡൗൺവേർഡ് ആണ് മെഷർ ചെയ്യുന്നത്. സോ ഹൈറ്റ് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണം, -75 വിച്ച് ഈസ് ഈക്വൽ ടു ut. u എത്ര? 10 ആണ്. t ആണ്. u പോസിറ്റീവ് എടുക്കാൻ കാരണം u അപ്വേർഡ് ആണ്, സോ പോസിറ്റീവ് എടുക്കണം. മൈനസ് എടുക്കാൻ കാരണം ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്, ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ് എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. സോ -12 × 10 × t². ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. t നിങ്ങൾക്ക് 5 സെക്കൻഡ്സ് എന്ന് കിട്ടും. എന്ന് കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര ട്രാവൽ ചെയ്തു എന്ന് എനിക്കറിയില്ല, ഞാൻ y ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് എടുക്കാൻ പോവാം. ആക്സലറേറ്റ് ചെയ്തിട്ടില്ല, കാര്യം അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ആ ബലൂൺ അപ്പോഴും പോകുന്നത്. കാര്യം ബലൂണിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നിട്ടുണ്ട് ബലൂണിന്റെ വെലോസിറ്റി എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബലൂണിന് ആക്സലറേഷൻ ഒന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ മതി. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ മതി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി 10 ആണ്, ടൈം 5 ആണ്. സോ ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് 15 കിട്ടും. എത്ര ഹൈറ്റിലാണ് ബലൂൺ നിൽക്കുന്നതെന്നാണ് ചോദിച്ചത്. ബലൂൺ ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? ഈ 75 മീറ്റർ ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇപ്പോൾ ഒരു 50 മീറ്ററൂടെ ട്രാവൽ ചെയ്തു. സോ 75 + 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 125. ഓപ്ഷൻ 3 വളരെ എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. 1 ഡയമെൻഷനിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനീഷ്യലി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ഫോളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, അതിന് തൊട്ട് മുമ്പ് നമ്മൾ വെലോസിറ്റി സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്ക് എന്തായാലും എല്ലാ ടോപ്പിക്കും കൂടെ പഠിപ്പിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? ഞാൻ ഇനി ഒരു ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1-2 ചാപ്റ്റർ കൂടെ നിങ്ങൾക്കുണ്ട്. സോ ഞാൻ എല്ലാ ചാപ്റ്ററും കൗണ്ട് ചെയ്തിട്ടുള്ള മക്കളെ. സോ നിങ്ങൾ പരസ്പരം കമൻറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ കമൻറ്റ് കണ്ടാൽ എനിക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ തോന്നും, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്തത്. അപ്പോൾ മക്കളുടെ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മോഷൻ ഇൻ എ പ്ലെയിൻ്റെ താഴെ ഞാനൊരു IITN ആണ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്കെങ്കിലും വായിക്കാത്ത ഒരാൾ പോലും ഇതിൽ കാണുകയല്ല. മിക്കവാറും ഉള്ളവർ ഒരു ബുക്കെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും വായിച്ചിട്ടുണ്ട് ചില ബുക്കുകൾ. എന്തായാലും IITN ആവുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് വായിക്കണം. നമുക്ക് അതും പ്രത്യേകിച്ച് അദ്ദേഹം എവിടുന്നാണ് പഠിച്ച IIT ഡൽഹിയിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്ന് തന്നെ ഡൽഹിയെ പറ്റി പറയാവുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ച് വേറെ ലെവലിലോട്ട് വളരാൻ നോക്കുക. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ JEE മെയിൻസും നമുക്ക് അതിന് ശേഷം ഉള്ള എക്സാമും ക്രാക്ക് ചെയ്തേ പറ്റൂ. സോ ആദ്യം JEE മെയിൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് അഡ്വാൻസിനെ പറ്റി ആലോചിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. മോഷൻ ഇൻ എ പ്ലെയിനിൽ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. കാര്യം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. യെസ്, എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സം ഓഫ് 2 ഫോഴ്സ് വെക്ടർ P ആൻഡ് Q ഈസ് വെക്ടർ R. അതായത് P, Q 2 വെക്ടറുകൾ അവരുടെ സം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് റിസൾട്ടന്റ് ആണ്, ഈസ് വെക്ടർ R such that വെക്ടർ മോഡ് ഓഫ് R ആൻഡ് P ആർ ഈക്വൽ. അതായത് നിങ്ങൾ P എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ
ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെയും റിസൾട്ടന്റ് നിങ്ങൾക്ക് 6 ആണ് കിട്ടിയത്. യെസ്, ആ 6ന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരൊറ്റ കണ്ടീഷനുള്ള എന്തായിരിക്കണം? ഒന്നെങ്കിൽ സെക്കൻഡ് വെക്ടർ 0 ആവണം. സെക്കൻഡ് വെക്ടർ ക്യൂ 0 ആണെങ്കിൽ, സെക്കൻഡ് വെക്ടർ ക്യൂ 0 ആണെങ്കിൽ പിയും ആറും ഈക്വൽ ആയിരിക്കും, നിങ്ങൾക്കറിയാം. ഇനി അതല്ല എങ്കിൽ അതിന്റെ അടുത്തൊരു കണ്ടീഷൻ എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വെക്ടേഴ്സ് ക്യൂ ഒരിക്കലും 0 അല്ല. കാര്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ പിനെ പിന്നെ ഡബിൾ ആക്കി. നിങ്ങൾ പി എന്ന് പറയുന്ന വെക്ടറിനെ നിങ്ങൾ എന്താക്കി മാറ്റി? 2p ആക്കി മാറ്റി. 2p ആക്കി മാറ്റി. ഈ 2p ആക്കി മാറ്റിയപ്പോൾ ആ റിസൾട്ടന്റ്, പുതിയ റിസൾട്ടന്റ്, പി 2p ആക്കിയാൽ റിസൾട്ടന്റ് പുതിയതാകും. ആ പുതിയ റിസൾട്ടന്റ് ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ചോദിക്കുന്നത്. ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ക്യൂ 0 അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ആറും പിയും റിസൾട്ടന്റും ഒരു വെക്ടറോടെ സെയിം ആവണമെങ്കിൽ നമുക്കറിയാം വെക്ടറുകളുടെ റിസൾട്ടന്റ് കാണാൻ നമുക്കറിയാം എന്താ? ട്രയാങ്കുലർ ലോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇത് വെക്ടർ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഞാൻ ഇവിടോട്ട് വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇത് വെക്ടർ ക്യൂ ആണെന്ന് നിങ്ങൾ വിചാരിക്കും. യെസ്. ഇത് വെക്ടർ പി ആണെന്ന് അസ്യൂം ചെയ്യും. യെസ്. അപ്പോൾ നമുക്കറിയാം ഈ വെക്ടർ ക്യൂവിൻ്റെയും വെക്ടർ പിയുടെയും കൂടെ റിസൾട്ടൻ്റ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. വരച്ചിരിക്കുന്നത് ഇത് റിസൾട്ടൻ്റ്. യെസ്, റിസൾട്ടൻ്റ് ഞാൻ വരച്ചു. ശ്രദ്ധിച്ചിരിക്കണം. അല്ല ഒന്നും മനസ്സിലാവുകയല്ല. ഇതാണ് റിസൾട്ടൻ്റ് ആർ. അപ്പോൾ ഇത് ട്രയാങ്കുലർ ലോ വെച്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കും അറിയാം. എന്താ? ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് ദി അഡ്ജസന്റ് സൈഡ് ഓഫ് എ triangle, then the resultant should be in the third side in the opposite order, അല്ലെങ്കിൽ ക്ലോസിംഗ് സൈഡ് in the opposite order ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ക്യൂ വരച്ചു, പി വരച്ചു, അവരുടെ റിസൾട്ടന്റ് ഓപ്പോസിറ്റ് ഓർഡറിൽ വരച്ചു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ പിയുടെയും ഈ ആറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെങ്കിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. റിസൾട്ടന്റും ഒരു വെക്ടറോടെ സെയിം ആവണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഡ്രോ ചെയ്താൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടണം. അതല്ലെങ്കിൽ ഒബ്വിയസ്ലി ക്യൂ എന്ന് പറയുന്ന വെക്ടർ 0 ആയാൽ മതി. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പി നിങ്ങൾ 2p ആയിട്ട് മാറി. മക്കളുടെ ഇത് ദാറ്റ് റിസൾട്ടന്റ് ഓഫ് വെക്ടർ അല്ല, വെക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെക്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഈ പിനെ നിങ്ങൾ എന്താക്കി മാറ്റി? 2p ആക്കി മാറ്റി. പിനെ നിങ്ങൾ 2p ആക്കി മാറ്റുന്നു. പിനെ നിങ്ങൾ 2p ആക്കി. യെസ്, 2p ആക്കി. ഇപ്പം നിങ്ങൾ പിനെ 2p ആക്കി മാറ്റി. അതായത് ഈ കാണുന്ന മാഗ്നിറ്റ്യൂഡും പി തന്നെയാണ്. അപ്പോൾ ഇത് വെക്ടർ പി ആയിരുന്നു, ഇതും വെക്ടർ പി ആയിരുന്നു. അപ്പോൾ പി പ്ലസ് പി 2p ആണ്. ഇനി ഈ കാണുന്നവൻ ക്യൂ തന്നെയാണ്. അതെ, ക്യൂ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയ റിസൾട്ടന്റ് കിട്ടി. ആ പുതിയ റിസൾട്ടന്റ് ഞാനിവിടെ ഡ്രോ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ പുതിയ റിസൾട്ടന്റ്. യെസ്, പുതിയ റിസൾട്ടന്റ്. ഞാൻ ഇച്ചിരി വൃത്തിക്ക് വരയ്ക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് തുടച്ച് കളയുന്നത്. യെസ്, പുതിയ റിസൾട്ടന്റ് നിങ്ങൾക്ക് കിട്ടി. ദിസ് ഈസ് ന്യൂ റിസൾട്ടന്റ്. ആർ ഡാഷ് എന്ന് വിചാരിച്ചു. ആർ ഡാഷ് എന്ന് അസ്യൂം ചെയ്യും. മക്കളോടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. വീണ്ടും ഒരു കാര്യം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ആറും, അതായത് ഈ കാണുന്ന ആറും ഈ കാണുന്ന പിയും ഈക്വൽ അല്ലേ? ഒബ്വിയസ്ലി ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടല്ലോ. യെസ്. അപ്പോൾ ഇവന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഈ ആറും ഈ പിയും ഈക്വൽ ആവണമെങ്കിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. പിന്നെ ഈ സൈഡ് എന്തായാലും ഈ സൈഡിനൊന്നും ഈക്വലന്റ് അല്ല. കാരണം ഇവൻ എന്ന് പറയുന്നത് ഈ 2pയുടെ റിസൾട്ടന്റ് ആണ്. സോ ഒരു കാര്യം പറയാം, ഈ ആറും ഈ പിയും ഈക്വലന്റ് ആണ്. സോ ഈ കാണുന്ന ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇത് ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ 2pയുടെയും 2p ആക്കിയതിന് ശേഷമുള്ള ഈ റിസൾട്ടന്റ് ഈ ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, ദാറ്റ് ദ റിസൾട്ടന്റ് ഓഫ് വെക്ടർ 2p ആൻഡ് q വിൽ മേക്ക് വിത്ത് q. ആ റിസൾട്ടന്റ് ക്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ നോക്ക്, വളരെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. കാര്യം എന്താ? 60 ഡിഗ്രിയാണ്. കാര്യം എന്താ? കാരണം അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇനി അടുത്ത ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ 30 ഡിഗ്രിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. സോ ഇവർ തമ്മിലുള്ള ആംഗിൾ 30 + 60. സോ ആൻസർ ഈസ് 90 ഡിഗ്രീസ്. ആംഗിൾ കിട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആംഗിൾ കിട്ടി 90 ഡിഗ്രി. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത്? ലെറ്റ് എ ഈക്വൽ ടു i + j ആൻഡ് ബി ഈക്വൽ ടു 2i - j
the magnitude of coplanar vector C such that A dot C equal to B dot C equal to A dot B എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ആദ്യം നമുക്കൊന്ന് എഴുതാം. വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? വെക്ടർ എ എന്ന് പറയുന്നത് I പ്ലസ് ജെ ആണ്. സിമിലർലി വെക്ടർ ബി തന്നിട്ടുണ്ട്. വെക്ടർ ബി എത്രയാ? വെക്ടർ ബി എന്ന് പറയുന്നത് 2i മൈനസ് ജെ ആണ്. യെസ്, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. വെക്ടർ സി നമുക്ക് തന്നിട്ടില്ല, സോ ഞാൻ വെക്ടർ സി അസ്യൂം ചെയ്യുന്നു. വെക്ടർ സി അസ്യൂം ചെയ്യും. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ സി ആണ്. വെക്ടർ സി ഞാൻ അസ്യൂം ചെയ്യുന്നു xi പ്ലസ് വൈ ജെ എന്ന് അസ്യൂം ചെയ്യും. ഇനി ക്വസ്റ്റ്യനകത്ത് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എന്താ? അവന്മാരെല്ലാം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. നമുക്ക് ആദ്യം എ ഡോട്ട് ബി ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എ ഡോട്ട് ബി ഒന്ന് ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി ചെയ്താൽ എന്ത് വരും? എ ഡോട്ട് ബി ചെയ്താൽ എന്ത് വരും? I into 2 മൈനസ് 1 ആണ്. നമുക്ക് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? എ ഡോട്ട് ബി നമുക്ക് കിട്ടി, 1 എന്ന് കിട്ടി. സോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് എന്താ? എ ഡോട്ട് സി ഈക്വൽ ടു ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ആണെന്ന് പറയുന്നുണ്ട്. എ ഡോട്ട് ബി നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. സോ ഇവരെല്ലാവരെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി ചെയ്താലും ബി ഡോട്ട് സി ചെയ്താലും എ ഡോട്ട് സി ചെയ്താലും നിങ്ങൾക്ക് 1 കിട്ടണം. കാരണം അത് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എ ഡോട്ട് ബി ഞാൻ കണ്ടുപിടിച്ചു. യെസ്, അങ്ങനെയാണ് നിങ്ങളിവിടെ നോക്കിയ ശ്രദ്ധിച്ചിരുന്നേ. നമുക്ക് തന്നിരിക്കുന്നത് എയും ബിയും അല്ലേ? സി ഞാൻ അസ്യൂം ചെയ്ത വെക്ടർ അല്ലേ? സി ഞാൻ അസ്യൂം ചെയ്ത വെക്ടർ അല്ലേ? യെസ്, നിങ്ങൾ എ ഡോട്ട് സിയും ബി ഡോട്ട് സി അങ്ങ് ചെയ്തേ. എ ഡോട്ട് സി ചെയ്താൽ ശ്രദ്ധിച്ചിരിക്കണം. എ ഡോട്ട് സി ചെയ്താൽ എന്ത് കിട്ടും? 1i പ്ലസ് 1j എന്നാണ് ഉദ്ദേശിക്കുന്നത് എ. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും. അത് 1 ആണ്. സിമിലർലി നിങ്ങൾ എ ഡോട്ട് സി ഓൾറെഡി ചെയ്തു. ഞാൻ അടുത്ത എന്താ ചെയ്യുന്നത്? ബി ഡോട്ട് സി ചെയ്യുവാണ്. ബി ഡോട്ട് സി ചെയ്താൽ 2 ഇൻറ്റു എക്സ് 2x മൈനസ് വൈ എന്ന് വരും. അതും 1 തന്നെയാണ്. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ മക്കളെ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും കിട്ടി. 2x മൈനസ് വൈ ഈക്വൽ ടു 1 എന്നും കിട്ടി. എക്സിലും വൈയിലുള്ള 2 ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് നിങ്ങൾക്ക് 2/3 എന്നും വൈ നിങ്ങൾക്ക് 1/3 എന്നും കിട്ടും. എക്സ് 2/3 എന്നും കിട്ടി, വൈ 1/3 എന്നും കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്ന വെക്ടർ എന്താ? സി എന്ന് പറയുന്ന വെക്ടർ xi പ്ലസ് വൈ ജെ ആണ്. എക്സ് എത്രയാ? 2/3 i ക്യാപ് പ്ലസ് വൈ എത്രയാ? വൈ 1/3 j ക്യാപ് ആണ്. അപ്പൊ അവന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്താ? റൂട്ട് ഓഫ് 2/3യുടെ സ്ക്വയർ. 2/3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/9. 1/3യുടെ സ്ക്വയർ അത് 1/9. സോ നിങ്ങൾക്ക് കിട്ടും 5 ഡിവൈഡഡ് ബൈ 9 അണ്ടർ റൂട്ട്. 5/9 അണ്ടർ റൂട്ട്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ പിക്ക് ചെയ്യാം. ഓപ്ഷൻ എ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ മക്കളടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം. ഇത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തിയാണ്. ആദ്യമേ ഞാൻ പറയുന്നു, കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ഈ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. റിലേറ്റീവ് മോഷന്റെ കോൺസെപ്റ്റ് ആണ്. റെയിൻമാൻ പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് ആണ്. റെയിൻമാൻ പ്രോബ്ലത്തിന്റെ ലെവൽ ഗ്രൗണ്ടിലേക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കുട്ടികളാണ്. ഇത് ഇൻക്ലൈൻഡ് സർഫസിൽ വരുന്നൊരു പ്രോബ്ലമാണ്. കുറച്ച് ലെങ്തിയാണ്, സമയമെടുക്കും. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ പ്ലീസ് ശ്രദ്ധിച്ചിരിക്കുക. യെസ്, നമുക്ക് നോക്കാം. എ സ്റ്റേഷനറി പേഴ്സൺ ഒബ്സർവ് ദ റെയിൻ ഫോളിംഗ് വേർട്ടിക്കലി ഡൗൺ അറ്റ് 30 km/h. അതായത് നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് സ്റ്റേഷനറി പേഴ്സൺ നമ്മളാണെന്ന് ചുമ്മാ അസ്യൂം ചെയ്യാം. ആദ്യം നിങ്ങളിൽ ഒരാളാണ്, ആരെങ്കിലും ആവട്ടെ, അവിടെ നിൽക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ റെയിൻ വെർട്ടിക്കലി ഡൗൺവേർഡ് വീഴുവാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഫിഗർ വരച്ച് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഞാൻ ഇതെൻ്റെ എക്സ് ആക്സിസ് ആയിട്ടും ഞാനിതെൻ്റെ വൈ ആക്സിസ് ആയിട്ടും ഇതെൻ്റെ എക്സ് ആക്സിസ് ആയിട്ടും അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് എന്താ? എ സ്റ്റേഷനറി പേഴ്സൺ ഒബ്സർവ് ദാറ്റ് റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി ഡൗൺ. എന്ന് പറയുമ്പോൾ റെയിൻ വെർട്ടിക്കലി ഡൗൺ താഴേക്ക് വീഴുന്നു. യെസ്, റെയിൻ താഴേക്ക് വീഴുന്നു. അത് എത്രയാ സ്പീഡ്? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 30 km/h ആണ്. റെയിൻ ഫോളിംഗ് ഡൗൺവേർഡ് ആണ്. ഞാൻ വെക്ടർ ഫോമിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കണം. സോ അത് -30 വെർട്ടിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ജെ ക്യാപ്പ് എന്ന് എഴുതും. പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ സൈക്ലിസ്റ്റ് ഈസ് മൂവിംഗ് അപ്പ്
ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അതായത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ഒരു സർഫസിൽ കൂടെ നമ്മൾ സൈക്കിളിൽ പോവാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന നമ്മളല്ല കേട്ടോ. ഗ്രൗണ്ടിൽ ഒരു അബ്സർവർ നിൽക്കുന്നു. ഇപ്പം നമുക്ക് സൈക്കിളിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നോളൂ, ഞാൻ സൈക്കിളിൽ പോകുന്നു. അപ്പം ഞാൻ ദേ സൈക്കിൾ ചവിട്ടി പോവാണ്. ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാണ്. ഇൻക്ലിനേഷൻ എത്രയാന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 30 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം, അല്ല കയ്യിൽ നിന്ന് പോകും. ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പോകുന്നത് ഈ ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ ദിസ് ഈസ് വെലോസിറ്റി ഓഫ് മാൻ. അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എത്രയുടെ മക്കളെ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 km/h. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്ന എൻ്റെ സ്പീഡ് 10 km/h ആണ്. ഞാൻ വളരെ സമയം എടുത്ത് പയ്യനെ പറയുന്നുള്ളൂ. സമയം എടുത്താലും സാരമില്ല, പറയുന്നത് നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് ഇച്ചിരി സമയം പോയാലും പ്രശ്നമില്ല, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അത് 10 ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെലോസിറ്റിനെ 2 കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യാം. ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇവനാണ്. അതെന്ന് പറയുന്നത് VM cos 30 ആണ്. ഇത് VM cos 30 ആണ്. സോ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാം VM sin 30 ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ, അത്രയും കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വെക്ടർ ഫോമിലെല്ലാം എഴുതാൻ പോവാണ്. വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുന്നത് -30 J ആണ്. വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് VM cos 30. VM എത്ര? 10 ആണ്. cos 30 എത്രയാ? cos 30 sin 30 √3/2. cos 30 1/2. സോ ഇത് ഞാൻ 1/2 എന്ന് എഴുതുന്നു. cos 30 ഇത് എലോങ് x ഡയറക്ഷൻ ആൻഡ് i ക്യാപ്പ് ആണ്. സോ ഇറ്റ് ഈസ് i ക്യാപ്പ് പ്ലസ്, രണ്ടുപേരും പ്ലസ് ആണല്ലോ. അടുത്തത് VM, അത് 10 ആണ്. VM അത് 10 ആണ്. sin 30 എനിക്ക് ചെറുതായിട്ട് തെറ്റി. cos 30 √3/2 അല്ലേടാ മക്കളെ? cos 30 അല്ലേ? യെസ്, cos 30 √3/2. sin 30 1/2. ഐം സോറി sin 30 1/2 J ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് എഴുതിയാൽ എനിക്ക് എന്നാ കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു, കട്ട് ചെയ്താൽ 5 √3 i ക്യാപ്പ് പ്ലസ് 5 J ക്യാപ്പ് എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ആരെയൊക്കെ കിട്ടി? VR കിട്ടി, VM കിട്ടി. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സെറ്റ്. ഇനി നോക്ക്, നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ സൈക്കിളിൽ പോവാണ്. ഞാൻ സൈക്കിളിൽ മൂവ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കിള് മൂവ് ചെയ്യാൻ തുടങ്ങി. സൈക്കിളിൽ മൂവ് ചെയ്യുന്ന നമ്മൾ കാണുന്ന റെയിൻ അല്ല, ചുമ്മാതെ റോഡിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർ കാണുന്ന റെയിൻ. റോഡിൽ നിൽക്കുന്ന ആള് ഏത് റെയിനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. എന്താ? ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറയുന്നുണ്ട്, എ സ്റ്റേഷനറി ഒബ്സർവർ അല്ലെ, എ സ്റ്റേഷനറി പേഴ്സൺ ഒബ്സർവ് ദാറ്റ് റെയിൻ ഫോളിങ് വെർട്ടിക്കലി ഡൗൺ. ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുന്ന ആള് കാണുന്നതാണ് വെർട്ടിക്കലി ഡൗൺ. അത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാം. കാര്യം ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുന്ന ആൾ കാണുന്നതാണ്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ കാണുന്ന ആ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അതിനെയാണ് നമ്മൾ VR എന്ന് വിളിക്കുന്നത്. പക്ഷേ സൈക്കിള് നമ്മൾ ചവിട്ടാൻ തുടങ്ങിയാൽ നമുക്ക് മൂവ്മെന്റ് ആയി, അവിടെ റിലേറ്റീവ് മോഷന്റെ കോൺസെപ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന നമ്മൾ കാണുന്ന വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. സോ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ എന്ന് എഴുതാം. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ എന്ന് എഴുതാം. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, VM ഇങ്ങോട്ടാണ് നിങ്ങൾ വരച്ചിട്ടുള്ളതെങ്കിൽ അത് പ്ലസ് VM ആണ്. അപ്പം -VM എങ്ങോട്ട് എടുക്കണം? അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. -VM ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു. ദിസ് ഈസ് -VM. എന്താ അങ്ങനെ എടുക്കാൻ കാരണം? അങ്ങനെ എടുക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ പ്ലസ് എന്താ? -VM ആണ്. VRന്റെ കൂടെ -VM കൂട്ടുന്നതാണ് VR -VM എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് -VM ഓപ്പോസിറ്റ് എടുത്തു. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം മക്കളെ, ഈ കാണുന്നത് ആരാ? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ്റെയും ആ വെലോസിറ്റി ഓഫ് -VMന്റെയും കൂടെ റിസൾട്ടന്റ്. ഇതല്ലേ ആക്ച്വലി VR, ഇതല്ലേ -VM. അപ്പൊ അവരുടെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ VRനും ഈ VMനും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റിനെ ഞാൻ വിളിക്കുന്നു വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ.
കാരണം ഞാൻ പറഞ്ഞു ഈ വി ആറിൻ്റെ വി എമ്മിൻ്റെയും കൂടെ റിസൾട്ടൻ്റെയാണ് നിങ്ങൾ വി ആർ എം എന്ന് വിളിച്ചിരിക്കുന്നത്, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സോ അത് ഇൻ ബിറ്റ്വീൻ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇവൻ ഇവിടെ മേക്ക് ചെയ്ത ഈ ആംഗിൾ നമുക്ക് തീറ്റാന്നെടുക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ, ഇൻക്ലൈൻഡ് സർഫസിൽ നിന്ന് ഞാൻ താഴേക്കാണ്, നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, ഇൻക്ലൈൻഡ് സർഫസിൽ നിന്ന് താഴേക്കാണ് റെയിൻ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം റെയിൻ പെയ്യുന്നത് മോളിൽ നിന്നാണ്. സോ റെയിൻ ഇവിടുന്ന് എവിടുന്നോ ആണ് പെയ്ത് വരുന്നത്. റെയിൻ ഇവിടുന്ന് ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതും വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ്റെ ഡയറക്ഷൻ ആണ്. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ കാണുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് വിളിച്ചു. ആ കാണുന്ന ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് വിളിച്ചാൽ നമുക്കറിയാം ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്, ഇത് ബീറ്റയാണ്. ഈ ടോട്ടൽ ആംഗിൾ 60 ആണ്. ഇപ്പം ഈ ടോട്ടൽ ആംഗിൾ 60 ആണ്. കാരണം എന്താ, ഇത് y ആക്സിസും ഇത് x ആക്സിസുമാണ്. ഇത് 30 ആണ്, ഇത് 60 ആണ്, ഇത് ബീറ്റയാണ്, ഇത് തീറ്റയാണ്. സോ ബീറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഈ ബീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 60 മൈനസ് തീറ്റ എന്ന് കൊടുക്കാം. മനസ്സിലായോ? അതൊക്കെ മനസ്സിലാക്കാമല്ലോ. ഇത് 30 ആണ്. സോ ദിസ് ഈസ് 60. അപ്പോൾ 60ൽ നിന്നും ഈ തീറ്റ കുറച്ചാൽ നിങ്ങൾക്ക് ബീറ്റ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ കിട്ടി. അപ്പോൾ ഈ ബീറ്റയുടെ പ്രത്യേകത എന്താ? ഈ ബീറ്റ ആരാ? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ്റെ വി ആർ എമ്മിൻ്റെ ഡയറക്ഷൻ ആരുമായിട്ടുള്ളത്? ഇതാണ്ട് ഈ ഇൻക്ലൈൻഡ് സർഫസുമായിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലൈൻഡ് സർഫസുമായിട്ടുള്ളത് വേണേൽ കണ്ടുപിടിക്കാം. ഇൻക്ലൈൻഡ് സർഫസുമായിട്ടുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ 30 ഡിഗ്രി ആഡ് ചെയ്താൽ അത് ഹൊറിസോണ്ടലായിട്ടുള്ളതും കിട്ടും. ഓപ്ഷൻ അങ്ങനെയാണ്, ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സർഫസ്. ഹൊറിസോണ്ടലായിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ചോദിച്ചേക്കുന്നത്. ആരുടെ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്? മാൻ വെള്ളം വീഴുന്നത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് അംബർല ബെൻഡ് ചെയ്യണം? ആ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങോട്ട് അംബർല ബെൻഡ് ചെയ്യേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ആയ റെയിൻ ഓപ്പോസിറ്റ്, വി ആർ എമ്മിന് ഓപ്പോസിറ്റ്. കാര്യം നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ വി ആർ എം അല്ലേ കാണുന്നത്. ആ വി ആർ എമ്മിന് ഓപ്പോസിറ്റ് ഞാൻ ബെൻഡ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ അംബർല ബെൻഡ് ചെയ്യേണ്ടത് ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലേക്കാണ് ഞാൻ എൻ്റെ അംബർല ബെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെ ആംഗിളാണ്? ഒന്നെങ്കിൽ ഈ ആംഗിൾ ആവാം, അല്ലെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ ആവാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചേ പറ്റും. നിങ്ങൾ ബീറ്റ കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ ഞാൻ ബീറ്റ കാണാൻ പോവാണ്. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ബീറ്റ കാണാൻ പോകുന്നു. ഞാൻ ടാൻ ബീറ്റ എന്ന് എഴുതുന്നു. പക്ഷെ ബീറ്റ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ 60 മൈനസ് തീറ്റയാണ്. സോ നിങ്ങൾക്ക് എഴുതാം ടാൻ ബീറ്റയ്ക്ക് പകരം 60 മൈനസ് തീറ്റ എന്ന് എഴുതാം. മാത്സ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ടാൻ എ മൈനസ് ബി അറിയാം. ടാൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്നാണ്. ടാൻ 60√3 ആണെന്നറിയാം. 1 എന്ന് പറഞ്ഞ വാല്യൂ 1 തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ തീറ്റ എനിക്കറിയില്ല. അപ്പോൾ തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നോക്കാം, നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല. മക്കളുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ അല്ലേ, ഈ വെർട്ടിക്കലുമായിട്ട് അല്ലെങ്കിൽ ഈ ആംഗിൾ, ഏതെങ്കിലും ആംഗിൾ നമുക്ക് എടുക്കാം. ഞാൻ ആദ്യം തീറ്റ മാർക്ക് ചെയ്തത് ഇവിടെയാണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കലുമായിട്ട് വി ആർ എം മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ വി ആർ എം ഈ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണണമെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ ഈ വി ആർ എമ്മിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കമ്പോണൻറ്റും വി ആർ എമ്മിൻ്റെ അഡ്ജസന്റ് ഉള്ള കമ്പോണൻറ്റ് രണ്ടും എടുത്താൽ പോരെ. അപ്പോൾ വി ആർ എമ്മിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതാണ് വി ആർ എം ആണോ? വാട്ട് ഈസ് വി ആർ എം? വി ആർ എം എന്ന് പറഞ്ഞാൽ വി ആർ മൈനസ് വി എം അല്ലേ? യെസ്. വീണ്ടും നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ തീറ്റ കാണാൻ പോവാണേ. സോ ശ്രദ്ധിച്ചിരിക്കണം. വി ആർ എം, വാട്ട് ഈസ് വി ആർ എം? വി ആർ എം ഈക്വൽ ടു വി ആർ മൈനസ് വി എം, വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ. വെലോസിറ്റി ഓഫ് റെയിൻ എത്രയാണ്? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് 30 J ആണെന്ന് എനിക്കറിയാം. മൈനസ് വാട്ട് ഈസ് വി എം? വി എം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 5√3 I ക്യാപ്, 5√3 I ക്യാപ് പ്ലസ് 5 J ക്യാപ് അല്ലേ? അതാണ് എൻ്റെ ഓർമ്മ. യെസ്, 5 J ക്യാപ്. നിങ്ങൾ ഇതകത്തേക്ക് കൊടുക്കുക, എന്നാ വരും? മൈനസ് 5√3 I ക്യാപ് മൈനസ് 35 J ക്യാപ് എന്ന് വരും. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് അവൻ്റെ എക്സ് കമ്പോണൻറ്റ്, വി ആർ എമ്മിൻ്റെ എക്സ് കമ്പോണൻറ്റ്. ഇതാണ് അവൻ്റെ വൈ കമ്പോണൻറ്റ്. ടാൻ തീറ്റ എടുക്കാൻ നിങ്ങൾ നോക്കിക്കേ, ഇതായിരുന്നു വെർട്ടിക്കൽ, ഇവനായിരുന്നു വി ആർ എം അല്ലേ? വി ആർ എം. ഞാൻ ഈ ഫിഗറിനെയാണ് പറയുന്നത്. ഇതാണ് വെർട്ടിക്കൽ, ഇതാണ് വി ആർ എം. സോ ഈ മേക്ക് ചെയ്ത ആംഗിളാണ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ? 5√3 ആണ്. സോ ഞാൻ ടാൻ തീറ്റ എടുക്കുന്നു.
സോ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 5√3 മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ജെ കമ്പോണൻ്റ് ആണ്. സോ അത് 35 ആണ്. സോ 35 എന്ന് വരുന്നു. കട്ട് ചെയ്താൽ നമുക്ക് √3/7 എന്ന് കിട്ടും. ടാൻ തീറ്റ നിങ്ങൾക്ക് √3/7 എന്ന് കിട്ടി. നമുക്കിനി വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്നാ വരും? വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 60 √3 ആണ് മൈനസ് ടാൻ തീറ്റ നമുക്കിപ്പോൾ കിട്ടി എത്ര? √3/7 ആണ്. സോ √3/7 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 ഇൻറ്റു √3/7 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. 3√3/5 എന്ന് കിട്ടും. ടാൻ ബീറ്റ 3√3/5. സോ ബീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3√3/5. നിങ്ങൾക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 3√3/5 എന്ന് കിട്ടും. ഓപ്ഷൻ എ 3√3/5 വിത്ത് ഇൻക്ലൈൻഡ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. കുറച്ച് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻ, ഐ നോ ദാറ്റ്. പക്ഷേ ഇത് മാക്സിമം ഡിഫിക്കൽട്ടാണ്. സോ ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൊജക്ടൈലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. A bomber plane moving at horizontal speed 20 meter per second releases a bomb at a height 80 meter above the ground. നമുക്ക് ഫിഗർ 1 by 1 വരച്ചു നോക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ബോംബർ ഫ്ലൈറ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട്. ഇതൊരു പ്ലെയിൻ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ആ പ്ലെയിൻ ഗ്രൗണ്ടിൽ നിന്നും 80 മീറ്റർ ഹൈറ്റിലാണെന്ന് പറയുന്നുണ്ട്. യെസ്, ഇത് ഗ്രൗണ്ടിൽ നിന്നും 80 മീറ്റർ ഹൈറ്റിലാണ്. ഇനി എന്താ പറയുന്നത്? അത് 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതിൽ നിന്നൊരു ബോംബ് ഇട്ടു. യെസ്, അപ്പോൾ ഇതിൽ നിന്നൊരു ബോംബ് അവൻ ഇട്ടു. അപ്പോൾ നമുക്കറിയാം 20 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ അവനൊരു സ്പീഡുണ്ട്. സോ ആ ബോംബിനും ഹൊറിസോണ്ടൽ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഒബ്വിയസ്ലി ഈ ബോംബ് എന്ത് ചെയ്യും? ഇത് ഇവിടെ എവിടെ വന്ന് വീഴണം. ഇങ്ങനെ വന്ന് വീഴണം. യെസ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് എ ഹണ്ടർ ഓഫ് നെഗ്ലിജിബിൾ ഹൈറ്റ്, അതായത് ഹണ്ടറിൻ്റെ ഹൈറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഹൈറ്റ് സ്റ്റാർട്ട് റണ്ണിങ് ഫ്രം ദ പോയിന്റ് ബിലോ ഇറ്റ് ആൻഡ് ക്യാച്ച് ദ ബോംബ് വിത്ത് എ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ ഇതിൻ്റെ നേരെ തൊട്ട് താഴെ ഒരു ഹണ്ടർ, ഒരു സോൾജർ ആരെങ്കിലും നിന്നോട്ടെ, അയാൾ ഈ ബോംബ് ഇടുന്ന അതേ സെയിം സമയത്ത് ഓടാൻ തുടങ്ങി. എത്ര സ്പീഡിൽ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി എന്ത് ചെയ്യാൻ പോവാം? ബോംബ് ക്യാച്ച് ചെയ്യാൻ പോവാം. വളരെ ബുദ്ധിമാനാണ്. യെസ്, ആഫ്റ്റർ അത് ബോംബ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഓടി. പക്ഷേ ആഫ്റ്റർ 2 സെക്കൻഡ് പുള്ളിക്ക് ബുദ്ധി വെച്ചു. എന്താ? റിയലൈസ് ദാറ്റ് ഇറ്റ് കാനോട്ട് മേക്ക് ഇറ്റ്. അതായത് അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഹീ സ്റ്റോപ്സ് റണ്ണിങ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹോൾഡ് ഹിസ് ഗൺ ആൻഡ് ഫയർ ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ദാറ്റ് ജസ്റ്റ് ബിഫോർ ബോംബ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ബുള്ളറ്റ് വിൽ ഹിറ്റ് ഇറ്റ്. വാട്ട് ഷുഡ് ബി ദി ഫയറിംഗ് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ്? അതായത് ഇയാൾ ഓടി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തി നമുക്ക് അസ്യൂം ചെയ്യാം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 2 സെക്കൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അണ്ണന് മനസ്സിലായി എന്താ? ഇവിടുന്ന് ഒന്ന് ഷൂട്ട് ചെയ്യാം. ഒരു ബുള്ളറ്റ്, ഒരു ഗൺ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്യണം. ഈ ബോംബിനെ കൊളീഷൻ നടത്തണം. ആര്? ഇവിടുന്ന് വരുന്ന ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് ഇവിടെ വന്ന് കൊളീഷൻ നടത്തി ആ ബോംബിനെ പൊട്ടിക്കണം. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പൊട്ടിക്കാൻ പറ്റും. ഇന്ന് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഷുഡ് ബി ദ ഫയറിംഗ് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ്? അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റ് ഫയർ ചെയ്ത സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ച് നോക്കിയേ, ഇവൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ക്ലൂ ആണ്. അടുത്ത ഇവൻ്റെ മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ ഹൈറ്റ് തന്നാൽ ആ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ ഇക്വേഷൻ √2h/g എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു √2 × h എന്ന് പറഞ്ഞാൽ 80 ആണ്, ബൈ ജി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ഉം 0 പോയി 16 ആണ്. 16ന്റെ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് 4 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ ടൈം 4 സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. യെസ്, അത് മനസ്സിലായോ? അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് 4 സെക്കൻഡ് ആണ് കിട്ടി. യെസ്, ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇയാള് ഓടുകയാണ്. എത്ര സെക്കൻഡ് ഓടിയേ? ഈ മനുഷ്യൻ ഓടിയത് 2 സെക്കൻഡ്.
അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും, അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ പറ്റും? അയാളുടെ സ്പീഡ് ഇൻറ്റു ടൈം എടുത്താൽ മതി. ഇയാളുടെ സ്പീഡ് എത്രയാ? 10 ആണ്. എത്ര സെക്കൻഡ് ഓടിയത്? 2 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടി? അത് 20 മീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ അയാൾ ഓൾറെഡി ഓടി എത്ര? 20 മീറ്റർ ഓടി ഇവിടെ വരെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് അയാൾ റിയലൈസ് ചെയ്തത് ഷൂട്ട് ചെയ്യണമെന്ന്. ഷൂട്ട് ചെയ്തു. യെസ്. ഇനി നിങ്ങൾക്ക് ഈ പ്രൊജക്ടൈലിൻ്റെ അതായത് നമ്മുടെ ബോംബിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കും. ഞാൻ ഈ ടി എന്ന് എഴുതിയിരിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോംബാണ്. ആർ എന്ന് എഴുതിയത് റേഞ്ച് ഓഫ് ബോംബാണ്. റേഞ്ച് ഓഫ് ബോംബ് കാണാം എങ്ങനെയാണ്? ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 4 ആണ്. നിങ്ങൾക്ക് കിട്ടി 80 എന്ന് കിട്ടി. നിങ്ങൾക്ക് 80 എന്ന് കിട്ടി. അതായത് ടോട്ടൽ റേഞ്ച് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അതിൽ ഈ പ്രൊജക്ടൈലിൻ്റെ ടോട്ടൽ റേഞ്ച് നിങ്ങൾക്ക് കിട്ടി. അത് 80 ആണെന്ന് കിട്ടി. അതിൽ ഇയാൾ എത്ര ഓടി? 20 ഓടി. റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയാണ്? ഈ റിമൈനിങ് ഡിസ്റ്റൻസ് 60 ആണ്. റിമൈനിങ് ഡിസ്റ്റൻസ് 60 ആണ്. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ഗണ്ണ് ഷൂട്ട് ചെയ്യേണ്ട എൻ്റെ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് 60 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 4 ആണ്. ബോംബിൻ്റെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 4 ആണ്. ഈ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 4 ഉള്ളപ്പോൾ അതിൽ 2 സെക്കൻഡ് ഞാൻ ഓടി. 2 സെക്കൻഡ് ഞാൻ ഓടിയാൽ പിന്നെ എൻ്റെ ഈ പ്രൊജക്ടൈലിന് കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് 2 സെക്കൻഡ് ആയിരിക്കണം. കാരണം മൊത്തം 4 സെക്കൻഡ് അല്ലേ ആ ബോംബ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതിൽ 2 സെക്കൻഡ് ഞാൻ റൺ ചെയ്തു. ബാക്കി 2 സെക്കൻഡാണ് എൻ്റെ ഷൂട്ട് ചെയ്യുന്ന പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി, എനിക്ക് വേണ്ട റേഞ്ചും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ 2u sin theta by g. ഇവിടെ ഓൾറെഡി വെലോസിറ്റി ഇതിനെ u എന്ന് ഞാൻ വിളിച്ചു, അതുകൊണ്ട് ഇവിടുത്തെ വെലോസിറ്റിനെ ഞാൻ v എന്ന് വിളിക്കുകയാണ്. അപ്പോൾ 2v sin theta by g. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് 2v sin theta ഡിവൈഡഡ് ബൈ g എന്നാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ഞാൻ കണ്ടുപിടിച്ചു, 2 സെക്കൻഡ് ആണ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2v sin theta by g എന്ന് പറഞ്ഞാൽ 10 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. സോ v sin theta നിങ്ങൾക്ക് 10 എന്ന് കിട്ടി. നിങ്ങൾക്ക് v sin theta 10 എന്ന് കിട്ടി. ഇനി മക്കളെ ശ്രദ്ധിച്ച് നോക്കണം. ഇവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് v അല്ലേ? ആ v ആ കാണാൻ നിങ്ങളോട് ചോദിച്ചത്. അതിൽ ഹൊറിസോണ്ടൽ റേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ v cos തീറ്റയും ഈ ആംഗിൾ തീറ്റ എന്ന് എടുത്തു. വെർട്ടിക്കലി ഉള്ള കമ്പണൻ്റ് ആണ് v sin തീറ്റയും. നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന v cos തീറ്റ. ടൈം ഓഫ് ഫ്ലൈറ്റ് 2 ആണ്. അപ്പം ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റേഞ്ച്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ റേഞ്ച് ഓഫ് ബുള്ളറ്റ്, ഇത് റേഞ്ച് ഓഫ് ബുള്ളറ്റ് ആണ്, ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബുള്ളറ്റ് ആണ്. റേഞ്ച് ഓഫ് ബുള്ളറ്റ് ആർ ഡാഷ് എന്ന് വിളിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആരാണ്? അത് v cos തീറ്റയാണ്. അത് v cos തീറ്റയാണ് ഇൻറ്റു അവൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് t ഡാഷ് ആണ്. അപ്പം റേഞ്ച് എത്രയാണ് മക്കളെ? റേഞ്ച് 60 ആണ്. v cos തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ഇപ്പം 2 ആണ്. ദെയർഫോർ നിങ്ങൾക്ക് v cos തീറ്റ കിട്ടും. എത്രയാ? 60/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പം നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടി? നിങ്ങൾക്ക് v sin തീറ്റ കിട്ടി, നിങ്ങൾക്ക് v cos തീറ്റ കിട്ടി. അങ്ങനെയാണെങ്കിൽ സിംപ്ലി v കണ്ടുകൂടെ? ദെയർഫോർ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? v sin തീറ്റ ദി ഹോൾ സ്ക്വയർ പ്ലസ് v cos തീറ്റ ദി ഹോൾ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് v sin തീറ്റ 10ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ 900 പ്ലസ് 100 1000 വരും. 1000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 10 റൂട്ട് 10 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട്, 10 റൂട്ട് 10. ഓപ്ഷൻ ബി പിക്കാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെടാ. എനിക്ക് തോന്നുന്നു ടൈം ഓൾമോസ്റ്റ് 1 അവർ അടുത്തായാലും നമുക്ക് കുറേ സമയമായി. നിങ്ങളും കണ്ടിന്യൂസ് ക്ലാസ്സസ് കണ്ട് എക്സ്പോസ്റ്റഡ് ആവുന്നു. എനിക്ക് അലൗട്ട് ചെയ്ത ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും ബോംബ് പൊട്ടില്ല. നമ്മുടെ മോഹം പൊട്ടിപ്പോരുതല്ലോ. മോഹം പൊട്ടിക്കാതെ എങ്ങനെയും പോയി ഒരു IIT കയറാൻ നോക്ക്. യെസ്. അപ്പോൾ മക്കളെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എക്സാംസ് ഒക്കെ നമുക്ക് അടുത്ത ഫേസ് വരുവാണല്ലേ. നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബി കൂൾ. ക്വസ്റ്റ്യൻസ് ഒന്നും ഓവർ ഡിഫിക്കൽട്ട് ആവില്ല. അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ
ചേതൻ ഭഗത്തിന്റെ ബുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം അവിടെ ഇരുന്ന് ഓരോരുത്തർ ചോദിച്ചു ഇതാരാ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന്. നമ്മൾ അങ്ങനെ പറയരുത്. ടു ബി ഫ്രാങ്ക്, നിങ്ങളൊക്കെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോകുന്നവരല്ലേ. ഒരു സ്റ്റുഡൻ്റ് ആവുക എന്ന് വെച്ചാൽ പുസ്തകത്തിലുള്ളത് കുറേ പഠിക്കുക എന്ന് മാത്രമാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഒബ്വിയസ്ലി നമ്മൾ പഠിക്കണം, അൾട്ടിമേറ്റ്ലി പഠിക്കണം, നല്ല മാർക്ക് വേണം. കാര്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, നമുക്കറിയാം മാർക്ക് സിസ്റ്റം അത് ത്രൂ ഔട്ട് നമുക്ക് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഒബ്വിയസ്ലി എക്സ്ട്രാ കരിക്കുലവും വേണം. അപ്പോൾ എക്സ്ട്രാ കരിക്കുലത്തെ പറ്റിയൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. സോ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞതും ഡിസ്കസ് ചെയ്തതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു IIT പഠിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? രാവിലെ തൊട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. സോ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. നമ്മൾ 2 ചാപ്റ്റേഴ്സ്, ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. ലോസ് ഓഫ് മോഷനും അതുപോലെ വർക്ക് എനർജി പവറും, ഈ 2 ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ റെഡി ആണെങ്കിൽ എല്ലാവരും പറയൂ റെഡിയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണോ? പോയവരൊക്കെ തിരിച്ചു വരൂ. ഓക്കെ 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 സ്റ്റാർട്ട് ചെയ്യാം. ലോസ് ഓഫ് മോഷൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലെല്ലാം ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. A force on an object of mass 100 gram is 10I plus 5J Newton. The position of that object at t equal to 2 seconds is AI plus BJ meter after starting from rest. The value of A by B will be. ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. നമ്മൾ A/B എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോഴ്സ് എത്രയാണ് എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മാസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. മാസ് M ഈക്വൽ ടു 100 ഗ്രാം ആണ്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 0.1 കിലോഗ്രാം ആണ്. ഇനി അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട് 10I plus 5J ന്യൂട്ടൺ ആണ്. ദ പൊസിഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് അറ്റ് T, ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ആണ് അല്ലെ, 2 സെക്കൻഡ്. അതിൽ പൊസിഷൻ S എത്രയാണ് തന്നിരിക്കുന്നത്? AI plus BJ മീറ്റർ ആഫ്റ്റർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഇവിടെ ഈ ബോഡി ആക്സിലറേറ്റ് ആവുമല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ A ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് 10I പ്ലസ് 5J ബൈ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ 0.1 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ആക്സിലറേഷൻ 100I പ്ലസ് 5/0.1 എന്ന് പറഞ്ഞാൽ 50J. ഇതാണ് ഇവിടുത്തെ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, പൊസിഷൻ. ഡിസ്പ്ലേസ്മെന്റ് S is equal to ut plus half AT square ആണ്. അതിനകത്ത് ഇവിടെ നമ്മൾക്ക് ഒബ്ജക്റ്റ് ഇനീഷ്യലി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. അങ്ങനെ ആയത് കാരണം നമുക്ക് എന്തെടുക്കാം? S half AT square മാത്രം എടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ 100I പ്ലസ് 50J ഇൻറ്റു എന്ത് വരും? ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് അല്ലേ, 2 സെക്കൻഡ് വരും. സോ 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ ഒരു 2 വരും. സോ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200I പ്ലസ് 100J എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന AI പ്ലസ് BJ. നമുക്ക് വേണ്ടത് എന്താണ്? A/B അല്ലേ, A/Bയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. യെസ്, ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. A/Bയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 200/100 എത്ര കിട്ടും? 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട്. വാല്യൂ ഓഫ് A/B വിൽ ബി 2. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് M at rest explodes into 3 pieces. ഒരു ബോഡി M മാസ് ആണ്, എക്സ്പ്ലോഡ്സ് into 3 pieces ആണ്. ഇൻ ദ റേഷ്യോ ഓഫ് മാസസ് 1:1:2. അപ്പോൾ മാസുകളുടെ റേഷ്യോ 1:1:2 ആണ്. ദ സ്മോളർ പീസസ് ഫ്ലൈ ഓഫ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ വിത്ത് വെലോസിറ്റീസ്. അപ്പോൾ 2 സ്മോളർ പീസുകൾ പോകുന്നത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. സോ ഇങ്ങനെയായിരിക്കാം ഇത് പോയിട്ടുണ്ടാവുക. ഓക്കെ, അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്.
റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1:2 ആണ്. അപ്പോൾ 1:1:2 നമുക്ക് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് അറിയാമല്ലേ. റേഷ്യോയുടെ നമ്പർ എല്ലാം കൂടി ആഡ് ചെയ്യുക. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്, 2 + 2 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ 1:1:2 എന്നുള്ള രീതിയിലാണ് പോയത്. സോ ഫസ്റ്റത്തെ എന്ത് വരും? m/4 വരും, അടുത്തത് m/4 വരും, അടുത്തത് m/2. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് ചെറിയ മാസുകളാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലൈ ചെയ്ത് പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു m/4 മാസ് ഇങ്ങോട്ട് പോയി, ഇവിടെ ഒരു m/4 മാസ് ഇങ്ങോട്ട് പോയി, ഇവിടെ ഒരു m/2 മാസ് ആയിരിക്കും പോയത്. ഇനി തന്നിട്ടുള്ളത് അതിൻ്റെ വെലോസിറ്റീസ് ആണ്. 30 m/s, m/4 30 m/s. അതുപോലെ ഇവിടെയും ഒരു 40 m/s. 13 14 തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി പറഞ്ഞിരിക്കുന്നത് ദ വെലോസിറ്റി ഓഫ് ദ തേർഡ് പീസ്. ഈ മൂന്നാമത്തെ പീസിന്റെ വെലോസിറ്റി ആണ്. നമുക്കത് എന്തായിട്ട് എടുക്കാം? v വെലോസിറ്റി ആയിട്ട് എടുക്കാം. നമ്മൾക്കിവിടെ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്യാം. മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലൈ ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ നമ്മൾക്ക് ടോട്ടൽ മൊമെന്റം ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. ആ മൊമെന്റവും ഈ മൊമെന്റവും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസർവ് ചെയ്ത് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്തെടുക്കാം. അപ്പോൾ മാസിന്റെ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ നമുക്ക് നോക്കാം. മാസ് എത്രയാണ്? m/2 അല്ലേ. m/2 ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി v. ഇതിനൊന്ന് സ്ക്വയർ ചെയ്യാമേ നമുക്ക്, കാരണം അപ്പുറത്ത് റൂട്ട് വരും അല്ലേ. റൂട്ട് ഓഫ് m1v1² + m2v2² എന്നല്ലേ പറയുന്നത്. അത് ഒഴിവാക്കാനായിട്ട് സ്റ്റെപ്പ് ഒഴിവാക്കാൻ റൂട്ട് എടുത്തിട്ടു. അപ്പോൾ അവിടെ വരുന്നത് m/4 ഇൻറ്റു 30 the whole square plus m/4 ഇൻറ്റു 40 the whole square. ആക്ച്വലി ഇതിനൊരു റൂട്ട് ഉണ്ടാകും. ആ റൂട്ട് ഇപ്പുറത്ത് ഞാൻ സ്ക്വയർ ചെയ്തിട്ട് മാറ്റിയതാണ്. ക്ലിയർ ആയാലും ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയെന്നുള്ളൂ. എല്ലായിടത്തും നമുക്ക് m² കളയാം. m² കളഞ്ഞാൽ ബാക്കിയുള്ളത് v²/4 = 30യുടെ സ്ക്വയർ. 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 900 വരും. 900/16 + 40യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1600/16 എന്ന് കിട്ടും. എല്ലാത്തിനും ഒരു 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ v² = 900/4 + 1600/4. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്? 2500/4 എന്ന് വരും. 2500/4 ചെയ്യുമ്പോൾ 625 ആണ്. അത് v² വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് v കിട്ടും. √625 എത്രയാണ്? 25 m/s. 25 m/s. ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചാപ്റ്ററും കൂടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2 ചാപ്റ്ററും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A disk with a flat small bottom beaker placed on it. ഒരു ഡിസ്ക് ആണ്. ഡിസ്ക് വിത്ത് ഫ്ലാറ്റ് സ്മോൾ ബോട്ടം ഉണ്ട്. അതിൽ ബീക്കർ ആണ്. പ്ലേസ്ഡ് ഓൺ ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ഇറ്റ് സെന്റർ. ഒരു ഡിസ്ക് ഇങ്ങനെ ഉണ്ട്. ആ ഡിസ്കിൽ സെന്ററിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ചെറിയൊരു ബീക്കർ വെച്ചു. ആണല്ലോ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം ഉള്ള ഒരു ബീക്കർ അവിടെ വെച്ചു. Center is revolving about an axis passing through the center and perpendicular plane with an angular velocity. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ ഗ്രാമഫോൺ ആലോചിച്ചാൽ മതി അല്ലേ. ഗ്രാമഫോൺ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ഗ്രാമഫോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഡിസ്ക് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതത്ര ആലോചിച്ചാൽ മതി. ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോട്ടം ഓഫ് ദ ബീക്കർ. അതിന് മുകളിലാണ് ബീക്കർ വെച്ചേക്കുന്നത്. ആ ബോട്ടം ഓഫ് ദ ബീക്കറും സർഫസ് ഓഫ് ദ ഡിസ്കും തമ്മിലൊരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. എത്രയാ? mu ആണ്. ദ ബീക്കർ വിൽ റിവോൾവ് വിത്ത് ദ ഡിസ്ക് ഇഫ്. ആ ബീക്കർ ഈ ഡിസ്കിന്റെ കൂടെ എന്ത് ചെയ്യണം? റിവോൾവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ വെക്കുന്ന റേഡിയസിന് ഒരു മിനിമം കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇതുപോലെ പഠിച്ചിട്ടുള്ള ഒരു വേറൊരു സംഭവം ഉണ്ട്. നമ്മളെ കർവ്ഡ് റോഡിൽ ഒരു കാറിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഏതാണ് ഇക്വേഷൻ? v less than or equal to √μ(r)g എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ ക്യാപിറ്റൽ R ആണ് കിടക്കുന്നത്. സോ ക്യാപിറ്റൽ R ഇട്ട് കൊടുക്കാം. ആണല്ലോ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് റേഡിയസിന്റെ ഒരു ടേം ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാം. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? v² less than or equal to μ(r)g അല്ലെ. v² less than or equal to μ(r)g ആണ്. ഇനി ഇവിടെ വെലോസിറ്റിയുടെ ടേം ഇല്ല. നമുക്ക് ഒമേഗയുടെ ടേം കൊണ്ടുവരണം. ഒമേഗയുടെ ടേം എങ്ങനെ കൊണ്ടുവരുന്നത്? v = r ഒമേഗ അല്ലേ.
അപ്പോൾ എങ്ങനെ എഴുതാം? വി സ്ക്വയർ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ആർ ജി. ആറും ആറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ആർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു മ്യൂ ജി. നമുക്ക് വേണ്ടത് ആർ അല്ലേ? സോ നമ്മൾ കിട്ടി ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി ബൈ ഒമേഗ സ്ക്വയർ. ഇത് ഏത് കോൺസെപ്റ്റ്? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ആദ്യം മുതലേ ഇങ്ങനെ ഡെറൈവ് ചെയ്ത് വരണം. ഞാനിത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മളിത് പഠിച്ച മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് നോക്കുക. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഒരു കർവ്ഡ് റോഡിൽ ഒരു കാർ സ്കിഡായി പോവാതിരിക്കാനായിട്ട് അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ആ കോൺസെപ്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, മ്യൂ ജി ബൈ അത് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കർവ്ഡ് ലെവൽ റോഡ് ഹാസ് എ റേഡിയസ്. ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കർവ്ഡ് ലെവൽ റോഡ് എന്ന് വായിച്ചോണേ. കർവ്ഡ് ലെവൽ റോഡ് ഹാസ് എ റേഡിയസ് എത്രയാണ്? 75 മീറ്റർ ആണ്. ദ മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ടേണിംഗ് ദിസ് കർവ്ഡ് റോഡ് ക്യാൻ ബി 30 മീറ്റർ പെർ സെക്കൻഡ് വിത്തൗട്ട് സ്കിഡിങ്. ഇപ്പം പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, വിത്തൗട്ട് സ്കിഡിങ്. ഇഫ് റേഡിയസ് ഓഫ് കർവ്ഡ് റോഡ് ഇസ് ചേഞ്ച്ഡ് ടു 48 മീറ്റർ ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് റോഡ് റിമൈൻ സെയിം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇവിടെ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദ മാക്സിമം അലൗഡ് സ്പീഡ് എത്രയായിരിക്കും? മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വി എന്ന് പറയുന്നത് എത്രയാ? മാക്സിമം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ ഈക്വൽ കൊടുക്കാം അല്ലേ? റൂട്ട് ഓഫ് എത്രയാ? മ്യൂ ആർ ജി ആണ്. റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ്. ഇതിനകത്ത് റേഡിയസ് മാത്രമാണ് മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? മ്യൂവും ജിയും മാറിയിട്ടില്ല. വി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് എഴുതാം. v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ഈക്വൽ ടു r1 ബൈ r2. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് 30 ആണ്. സോ 30 സ്ക്വയർ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ നമുക്ക് വി എന്ന് എടുക്കാം. വി സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റത്തെ റേഡിയസ് 75 ആൻഡ് രണ്ടാമത്തെ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് 48 ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 75ഉം 48ഉം കൂടി ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 30. ഇതിനെ സ്ക്വയർ ചെയ്ത് എടുക്കുന്ന സമയത്ത് കിട്ടുന്നത് റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ ഈ ഇപ്പുറത്ത് 30/v എന്നാകും. ഇതിനെ ക്യാൻസൽ ചെയ്ത ശേഷം റൂട്ട് എടുക്കുക. 25/16 എന്നായിരിക്കും വരുന്നത് അല്ലേ? ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 25/16 എന്ന് വരും. അതിന് റൂട്ട് എടുക്കുന്ന സമയത്ത് 5/4 എന്നും വരും. അവിടെ നമുക്ക് വിയുടെ വാല്യൂ കിട്ടി 120 ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും വരുന്നത്. 120 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? യെസ്, 24. എല്ലാവരും പറയുന്നുണ്ട് 24 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും രണ്ടാമത്തെ കേസിൽ. സോ വുഡ് ബി 24 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A block of mass 200 gram is kept stationary on a smooth inclined plane by applying a minimum horizontal force F is equal to root x ന്യൂട്ടൺ. നോക്കിക്കേ, ഇവിടെ ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഈ ബ്ലോക്കിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തേക്കുന്ന എത്ര ന്യൂട്ടൺ ആണ്? റൂട്ട് എക്സ് ന്യൂട്ടൺ ആണ്, ആ ഷോൺ ഇൻ ദ ഫിഗർ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേഷനറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത് കാരണം ജസ്റ്റ് അതിനെ സ്റ്റേഷനറി ആക്കി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ്. സോ നമ്മൾക്ക് ഇതിനൊന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പം ഞാൻ ഈ ഫോഴ്സിനെ ഇങ്ങനെ വരയ്ക്കുന്നു അല്ലേ? വേറെ കളർ കൊടുത്ത് വരയ്ക്കാം. ഓക്കെ, ഈ ഫോഴ്സിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്. ഇനി നമ്മൾക്ക് ഇതിൽ വരുന്ന ഓരോരോ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് mg നേരെ താഴേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവർക്കും അറിയാം. റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നത് mg സൈൻ തീറ്റയാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു mg കോസ് തീറ്റ വരും. തീറ്റ ഒന്നും മാർക്ക് ചെയ്യണമെന്നും പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആ ഇൻക്ലിനേഷനിൽ വരുന്ന സൈൻ തീറ്റയും ഇങ്ങോട്ട് വരുന്ന കോസ് തീറ്റയാണെന്ന്. ഇനി ഇതുപോലെ എഫിനെ ഒന്ന് റിസോൾവ് ചെയ്താലോ? എഫിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫിൻ്റെ കോസ് തീറ്റ വരും. കാരണം ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീറ്റയായിരിക്കും, അതിനനുസരിച്ച് അവിടെ എഫ് കോസ് തീറ്റയും വരും. ഇനി mg കോസ് തീറ്റയുടെ കൂടെ ഒരു എഫിൻ്റെ സൈൻ തീറ്റയും വരും. പിന്നെ മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ആർ ഉണ്ടാകും. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈക്വൽ അതെന്തായിട്ട് നിൽക്കുവാണ്? അവിടെ റെസ്റ്റിലാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സുകൾ ഈക്വൽ ആണ്. എഫ്
കോസ് തീറ്റ ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് കൊടുക്കുക. എഫ് കോസ് തീറ്റ ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എഫ് കോസ് 60 ഈക്വൽ ടു എം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 200 ഗ്രാം അല്ലേ? 200 ഗ്രാം എന്ന് പറയുമ്പോൾ 0.2 ആണ്, ജിയുടെ വാല്യൂ 10 ആണ്, സൈൻ 60. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് നോക്കാം. എഫ് എന്ന് വെച്ചാൽ √x ന്യൂട്ടൺ ആണ്. സോ √x ഇൻറ്റു കോസ് 60. കോസ് 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2 അല്ലേ? കോസ് 60 √3/2 ഈക്വൽ ടു സോറി കോസ് 60 എത്രയാണ്? 1/2 അല്ലേ? കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. ഈക്വൽ ടു 0.2 ഇൻറ്റു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. ഓക്കെ, രണ്ടിടത്തുനിന്ന് ഞാൻ 2 ക്യാൻസൽ ചെയ്തു. 2 ക്യാൻസൽ ചെയ്തിട്ട് ഒന്ന് സ്ക്വയർ ചെയ്യാം. അതായത് √x ഈക്വൽ ടു 2√3 എന്ന് കിട്ടി. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ x ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3s. 4 ഇൻറ്റു 3 ആൻസർ 12 ആണ് ഇവിടെ വരുന്നത്. എക്സിൻ്റെ വാല്യൂ എല്ലാവരും പറയുന്നുണ്ട്. ഗോപിക ശിവാനി, യെസ്. കൃഷ്ണൻ പി കെ, ശ്രീലാൽ ആദ്യം എന്ത് പറ്റി? 24 കിട്ടിയിട്ടുണ്ടല്ലോ ചിലർക്ക്. ഒന്നുകൂടി നോക്കണേ. 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ് 12 ആണ് വാല്യൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വയർ ഓഫ് ലെങ്ത് L ഈസ് ഹാങ്ങിങ് ഫ്രം എ ഫിക്സഡ് സപ്പോർട്ട്. ഒരു വയർ ഓഫ് ലെങ്ത് L ഉണ്ട്, ഹാങ്ങിങ് ഫ്രം എ ഫിക്സഡ് സപ്പോർട്ട്. ദ ലെങ്ത് ചേഞ്ചസ് ടു L1 and L2 when masses 1 kilogram and 2 kilogram are suspended respectively from its free end. ഫ്രീ എൻഡിൽ 1 കിലോഗ്രാം മാസും 2 കിലോഗ്രാം മാസും ഇട്ടപ്പോൾ ഉണ്ടായ ഇലോങ്ങേഷൻ L1ഉം L2ഉം ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഇത് സോളിഡ്സിലെ ക്വസ്റ്റൻ അല്ലേ, ഇത് നമ്മുടെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നുണ്ട്. ഒരു കമ്പൈൻഡ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ ഈസി ആയിട്ട് ചെയ്യാം. സോളിഡ്സിലെ ഒരു ചെറിയൊരു അറിവും കൂടെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഹൂക്സിലെ വെച്ച് പഠിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ്സിലെയും കൂടെ ഒരു കമ്പൈൻഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഹൂക്സിലോ നമുക്ക് എടുക്കണം. എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ഇലോങ്ങേഷൻ കൂടി വരുന്നുണ്ട്. സോ എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? രണ്ട് ഫോഴ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ, F1/F2. ആ രണ്ട് സമയത്തും രണ്ട് ഇലോങ്ങേഷൻ വരുന്നുണ്ട്, ഡെൽറ്റ L1 ഡെൽറ്റ L2. ഫസ്റ്റത്തെ ഫോഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 കിലോഗ്രാം ആണ്. നമ്മളതിനെ ന്യൂട്ടണിലേക്ക് ആക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 10 ന്യൂട്ടൺ അല്ലേ. 10 ഡിവൈഡഡ് ബൈ രണ്ടാമത്തത് 2 കിലോഗ്രാം ആണ്. സോ 20. ഡെൽറ്റ L1 എന്ന് വെച്ചാൽ ആദ്യമുള്ള ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? L ആണ് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്. ഒന്നാമത് വന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? L1 ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് L1 മൈനസ് L വരും. രണ്ടാമത് ഉള്ള ഇലോങ്ങേഷൻ ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ലെങ്ത് L2 ആണ്. സോ അതെന്ത് കൊടുക്കാം? L2 മൈനസ് L. അങ്ങനെയാണെങ്കിൽ 1/2 എന്ന് വരും. സോ നമുക്ക് 1 കൊണ്ട് ഇവിടെ വരുമ്പോൾ L2 മൈനസ് L ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L1 മൈനസ് 2L എന്ന് വരും. 2 ഇൻറ്റു L1 മൈനസ് 2L അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് L ഇസ് ഈക്വൽ ടു 2L1 മൈനസ് L2 എന്ന് കിട്ടും. 2L1 മൈനസ് L2 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഫോഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എ മാസ് ഓഫ് 10 കിലോഗ്രാം ഈ സസ്പെൻഡഡ് വെർട്ടിക്കലി. ഒരു മാസ് 10 കിലോഗ്രാം ആണ് സസ്പെൻഡഡ് വെർട്ടിക്കലി ബൈ എ റോപ്പ് ഓഫ് ലെങ്ത് 5 മീറ്റർ ഫ്രം ദ റൂഫ്. അപ്പം ആദ്യം ആലോചിക്കുക, ഇങ്ങനെ ഒരു റൂഫിൽ ഇങ്ങനെ ഒരു റോപ്പ് കിടപ്പുണ്ടായിരുന്നു. അതിൽ ഒരു മാസ് ഓഫ് എത്രയാണ്? 10 കിലോഗ്രാം ഇങ്ങനെ വെർട്ടിക്കലി ഇട്ടിരിക്കുന്നു. A force of 30 Newton is applied at the middle point of the rope. Middle point of the rope ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു 30 ന്യൂട്ടൺ റോപ്പിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇവിടെ നിങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കയറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെന്റ് എങ്ങനെ വരും എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും, എനിക്കറിയാം. ഇങ്ങനെ ആകില്ല ഈ ഷേപ്പ്. കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്ന ശേഷം ഇങ്ങനെയല്ലേ നമ്മൾ പിടിച്ച് വലിക്കുന്ന സമയത്ത്, ആ റോപ്പിന്റെ നടുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇത് ഒരു ഷേപ്പ് ഈ ഒരു രീതിയിലേക്ക് ആയി വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദ ആംഗിൾ മെയ്ഡ് ബൈ ദ അപ്പർ ഹാഫ് ഓഫ് ദ റോപ്പ്. അപ്പർ ഹാഫ് ഓഫ് ദ റോപ്പ് ഏതാണ്? ഇതാണ് അപ്പർ ഹാഫ് ഓഫ് ദ റോപ്പ് അല്ലേ. അപ്പർ ഹാഫ് ഓഫ് ദ റോപ്പ് വിത്ത് വെർട്ടിക്കലീസ്. അപ്പോൾ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതായിരുന്നു നമ്മുടെ വെർട്ടിക്കൽ. സോ ഈ ഒരു ആംഗിളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 10 കിലോഗ്രാം ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങോട്ട് എത്ര വരും? 100 ന്യൂട്ടൺ വരും അല്ലേ. 10 × 10 mg അല്ലേ, 100 ന്യൂട്ടൺ വരും.
സോ ഇത് താഴേക്ക് ആക്ട് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ടി ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെൻഷൻ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയതുകൊണ്ട് അതിനെ റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടി സൈൻ തീറ്റയും വരും, ഇങ്ങോട്ടേക്ക് ടിയുടെ കോസ് തീറ്റയും വരും. അപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായത് കാരണം ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ ആണ്. അതുപോലെ ടി കോസ് തീറ്റ എന്ന് പറയുന്നത് 100ഉമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടിയും ടിയും ക്യാൻസൽ ആയി പോയ ശേഷം ടാൻ തീറ്റ ഈക്വൽ ടു 30/100 എന്ന് കിട്ടും. 30/100 എന്ന് പറയുമ്പോൾ 0.3 ആണ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കേ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 10⁻⁻1 എന്നുള്ള രീതിക്ക് എഴുതണം. ഏതോ ഒരു നമ്പർ ഇൻറ്റു 10⁻⁻1. അപ്പോൾ ഈ 0.3ന് നമുക്ക് എന്തായാലും 3 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാമല്ലോ. സോ കിട്ടി തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 ഇൻറ്റു 10⁻⁻1. സോ ഇവിടുത്തെ ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? 3 ആയിരിക്കും വരുന്നത്. ഇതും ഒരു ന്യൂമറിക്കൽ ടൈപ്പാണ്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെയാണ് കേട്ടോ നിങ്ങളുടെ ലോസ് ഓഫ് മോഷൻ ചോദിക്കുന്നത്. സോ അതിന് ഒരുപാട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിച്ച് വലിയ രീതിക്കുള്ള അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പോഴേ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻസിന് ചോദിക്കുന്നത് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പം ഈ ഒരു രീതിക്ക് ലോസ് ഓഫ് മോഷൻ നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഏകദേശം പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് അതിലേക്ക് പോകാം. ചാപ്റ്റർ ഏതാ? വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി ആൻഡ് പവർ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത്. വർക്ക് എനർജി പവർ അതുപോലെ കൊളിഷൻ. വർക്ക് എനർജി പവർ കൊളിഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Block of mass 10 kg starts sliding on a surface with an initial velocity of 9.8 meter per second. നമുക്ക് ഓരോന്നായിട്ട് എഴുതി പോകാം. ബ്ലോക്ക് ഓഫ് മാസ് m ഈക്വൽ ടു 10 kg ആണ്. സ്ലൈഡിംഗ് ഓൺ എ സർഫസ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 9.8 meter per second. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ബ്ലോക്ക് ഈസ് മ്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 0.5 ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബ്ലോക്ക് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ഈസ്. ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിവേസ് വി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇതും ലോസ് ഓഫ് മോഷനും നമ്മുടെ വർക്കും എല്ലായിട്ടും കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ചോദിച്ചത്. 2 ചാപ്റ്റർ നമുക്കൊരു സെക്ഷനായിട്ട് വേണമെങ്കിലും പഠിച്ചു വെക്കാം. സോ ഇതൊരു ഫ്രിക്ഷൻ ഉള്ള സർഫസിൽ കൂടെയാണ് പോകുന്നത്. സോ എനിവേസ് റിട്ടാർഡേഷൻ ഇവിടെ ഉണ്ടാകും. നമ്മൾക്കറിയാം അങ്ങനെ പോകുന്ന സമയത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ μg ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. A is equal to μg ആണ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ആ റിട്ടാർഡേഷന്റെ വാല്യൂ എത്രയാണ്? mu 0.5 ആണ്. ജിയുടെ വാല്യൂ 9.8 ആണ്. കാരണം ജിയുടെ വാല്യൂ 9.8 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് യൂസ് ചെയ്യാം v² - u² = -2as. കാരണം എന്താ? ഇവിടെ റിട്ടാർഡേഷൻ ആണ്. v² - u² = 2as. നമ്മൾ ഇവിടെ എന്തായാലും ഫ്രിക്ഷൻ കാരണം ഇത് റെസ്റ്റിലോട്ട് ആകാൻ പോവുകയാണ്. സോ അത് കാരണം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും വരുന്നത്. സോ നമുക്കിനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b 0 അല്ലേ, യുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ u² ആണ്. സോ 9.8ന്റെ സ്ക്വയർ, മൈനസ് അപ്പുറം ഇപ്പുറം കളഞ്ഞ് 2 ഇൻറ്റു a എന്ന് പറയുന്നത് μg ആണല്ലേ. അപ്പോൾ 2 ഇൻറ്റു 0.5 ഇൻറ്റു 9.8 ഇൻറ്റു എന്ത് വരും? എസ് എന്ന് വരും. ഓക്കെ, നമ്മളുടെ എസ് ഈക്വൽ ടു എന്ത് കിട്ടും? 9.8 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ 1/2 ആണ്. 9.8. അപ്പോൾ എത്രയായിരിക്കും? 9.8 9.8 ക്യാൻസൽ ആകും, 2 ക്യാൻസൽ ആകും, ബാക്കി ഒരു 9.8 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. 9.8 മീറ്റർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. F is equal to 4xi plus 3y² j in a horizontal xy plane. Assume distance in meters and force in Newton. If the particle moves from the point 1 to point
2, 3 in the xy plane, the kinetic energy changes by. Kinetic energy change ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം kinetic energy change ആണ്. സോ വർക്ക് എനർജി തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. kinetic energy change ചോദിച്ചാൽ വർക്ക് കണ്ടുപിടിക്കാം, വർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ kinetic energy കണ്ടുപിടിക്കാം, അതറിയാലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫോഴ്സും നമ്മുടെ പോയിന്റുകളും ഏതൊക്കെ ഇനിഷ്യൽ ഫൈനൽ പോയിന്റുകൾ ആയതുകൊണ്ട് എനിവേസ് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ തന്നിരിക്കുന്ന ഫോഴ്സ് F ഈക്വൽ ടു 4xi plus 3y square j ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ കെ ഇ ആണ് കണ്ടുപിടിക്കേണ്ട ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും, വർക്ക് ഡൺ ആയിരിക്കും. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. വേരിയബിൾ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ. സോ നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിൽ ആദ്യം 2 സെക്ഷനായിട്ട് ചെയ്യണം, കാരണം എക്സിലും വൈയിലും ഉണ്ട്. 4 ഇൻറ്റു എക്സ് ആണല്ലോ ആദ്യം വന്നേക്കുന്നത്. അപ്പോൾ എക്സിന്റെ പൊസിഷൻ ഏത് മുതൽ ഏത് വരെ വേരി ചെയ്യുന്നു നമുക്ക് നോക്കണം. 1ൽ നിന്ന് എക്സ് എങ്ങോട്ടാ, എക്സ് ഇതിപ്പോൾ x1 y1, ഇത് x2 y2 എന്നല്ല തന്നേക്കണത്. സോ x1 എന്ന് പറയുന്നത് 1ൽ നിന്ന് 2ലേക്കാണ്, എക്സ് ഡി എക്സ് പ്ലസ് അടുത്തത് വൈയിൽ നമുക്ക് വെളിയിലേക്ക് ഒരു 3 വരും. 3 ഇൻറ്റു ഇൻ്റഗ്രൽ y1 ടു y2 2 to 3 അല്ലെ 2 to 3 y സ്ക്വയർ dy. ഇനി ജസ്റ്റ് ഇതിനൊന്ന് സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്, നമുക്കൊന്ന് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം മാത്സിൽ അത്യാവശ്യം പുലികളാണെന്ന് എനിക്കറിയാം. സോ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 വരും അല്ലെ, എക്സ് സ്ക്വയർ ബൈ 2 വരും 1 to 2 പ്ലസ് 3 ഇൻറ്റു വൈ ക്യൂബ് ബൈ 3 എവിടെ മുതൽ എവിടം വരെ 2 to 3 വരെ. ഇനി 4ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്താൽ പുറത്തൊരു 2 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് എന്ത് വരും 1 സ്ക്വയർ 1 ആണ്, പ്ലസ് 3ഉം 3ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ വൈ ക്യൂബ് ദാറ്റ് ഇസ് 3 ക്യൂബ് എന്ന് വെച്ചാൽ 27, അതുപോലെ മൈനസ് 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ആണ്. സോ ഇവിടെ എന്ത് വരും 3 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്ലസ് 27 മൈനസ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ആണ്. സോ 6 പ്ലസ് 19 കിട്ടി എത്രയാ 25 ജൂൾ. യെസ് 25 ജൂൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. 25 ജൂൾ ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വർക്ക് കണ്ടുപിടിച്ചാൽ മതി. വർക്ക് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, യെസ് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ, a ball of mass 100 gram is dropped from a height h. ഒരു ബോള് ഇവിടെ ഇരിപ്പുണ്ട്, 100 ഗ്രാം ആണ് ബോളിന്റെ മാസ്. 100 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാസ് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. എത്രയാ 0.1 കിലോഗ്രാം അല്ലെ, 0.1 കിലോഗ്രാം ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h is equal to 10 സെന്റിമീറ്റർ. h 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.1 മീറ്റർ സെന്റിമീറ്റർ ഓൺ എ പ്ലാറ്റ്ഫോം ഫിക്സ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് വെർട്ടിക്കൽ സ്പ്രിംഗ്. ഒരു വെർട്ടിക്കൽ സ്പ്രിംഗിന്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് h ഹൈറ്റ് മുകളിൽ നിന്നാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു ബോൾ ഇട്ടത്. അപ്പോൾ ഈ ബോൾ എന്തായാലും പ്ലാറ്റ്ഫോമിൽ പോയി വീഴുമ്പോഴത്തേക്കും ആ സ്പ്രിങ്ങും കൊണ്ട് ആ പ്ലാറ്റ്ഫോം ഒന്ന് താഴേക്ക് വരും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ദ ബോൾ സ്റ്റേസ് ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് ദ പ്ലാറ്റ്ഫോം ഈസ് ഡിപ്രസ്ഡ് ബൈ എ ഡിസ്റ്റൻസ് h/2. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ എത്തി ബോളിനെയും കൊണ്ട്. എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും താഴേക്ക് വന്നിട്ടുണ്ടാവുക, h/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആ പ്ലാറ്റ്ഫോം ആ ബോളിനെയും കൊണ്ട് എന്ത് ചെയ്തു താഴേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എനർജി കൺസർവേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ഈ ബോൾ ഏറ്റവും മുകളിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതായിരിക്കില്ല ഇപ്പോഴത്തെ ലെവൽ എന്ന് പറയുന്നത്, നമ്മുടെ ബേസിക് ലെവൽ ഇതായിട്ടല്ലേ എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിനെയും കൊണ്ട് ഇതുവരെ വന്നു കഴിഞ്ഞാൽ അതിന് താഴേക്ക് പിന്നെ വരുന്നില്ലല്ലോ. സോ നമ്മുടെ ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വരച്ചിരിക്കുന്ന വരെയാണ്. അപ്പോൾ അവിടെ മുതൽ ഈ ബോൾ നിൽക്കുന്നത് വരെയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ആദ്യം ഈ ബോളിന് ഉണ്ടാവുക ആണല്ലോ. ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, mgh ആണല്ലോ. പക്ഷെ ഇവിടെ h അല്ലല്ലോ ഹൈറ്റ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര വരും, h പ്ലസ് h/2 ആണ്. അതിവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് സ്പ്രിങ്ങിന് കൊടുത്തു. എന്തായിട്ട് കൊടുത്തു, സ്പ്രിങ്ങിന് ½ kx² ആയിട്ട് കൊടുത്തല്ലേ. സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ½ kx² ആയിട്ട് കൊടുത്തു. സോ mg ഇൻറ്റു h പ്ലസ് h/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3h/2 ഈക്വൽ ടു ½ ഇൻറ്റു k ഇൻറ്റു എക്സ്. എക്സ് എന്ന് വെച്ചാൽ എത്ര ഡിപ്രഷൻ വന്നു എന്നാണ്. ഡിപ്രഷൻ എത്രയാ, h/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 ആണ്. 0.1 നമുക്ക് എന്ത് ചെയ്യാം, 1/10 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ 1/10 ആ ജിയും കൂടി എന്തായി പോകും, ക്യാൻസൽ ആയി പോകുമല്ലോ. സോ അതുപോലെ എച്ചിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്
3 ഡിവൈഡഡ് ബൈ എന്ത് വരും, എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 ആണ്. സോ അതും ഇങ്ങനെ വരും, 10 ഇൻറ്റു 2 എന്ന് വരും, ഈക്വൽ ടു കെ ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ നമുക്ക് താഴെ വരും അല്ലെ, താഴെ സ്ക്വയർ ആയിട്ട് വരും. എച്ച് 1/10 ആണ്. സോ താഴെ വരുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു എന്ത് വരും, ഈ 2 4 ആകും. ഇതിനെല്ലാം കൂടി ഒന്ന് ക്യാൻസൽ ചെയ്തെടുക്കുക. ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ കെയുടെ വാല്യൂ കിട്ടുന്നത് 120. എല്ലാവരും കിട്ടിക്കഴിഞ്ഞു, ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. ഗോപിക ശിവാനി ആൻസർ പറഞ്ഞു 120 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 120 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത്. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 120 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എനർജി കൺസർവേഷൻ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഈസ് ഗിവൺ ബൈ, പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന്റെ ആറിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുകയാണ്. U ഈക്വൽ ടു എ ബൈ ആർ റേസ് ടു 10 മൈനസ് ബി ബൈ ആർ റേസ് ടു 5. Where R is in a interatomic distance, A and B are positive constants, the equilibrium distance between the two atoms will be. Equilibrium സമയത്തുള്ള ഈ രണ്ട് ആറ്റംസിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, F is equal to മൈനസ് du ബൈ dr ആണ്. അത് മാത്രമല്ല അത് എന്തുമാണ്, 0യുമാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. മൈനസ് ഡി യു ബൈ ഡി ആർ അല്ലേ വേണ്ടത്. സോ നമുക്ക് അതുപോലെ മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് ഡി ബൈ ഡി ആർ ഓഫ് യു എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഈ കുറച്ച് എളുപ്പത്തിൽ എഴുതാനായിട്ട് എ ഇൻറ്റു ആർ റേസ് ടു -10 മൈനസ് ബി ഇൻറ്റു ആർ റേസ് ടു -5 ഈക്വൽ ടു എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. അപ്പൊ മൈനസ് ഡി ബൈ ഡി ആറിന് വേണ്ട, കാരണം മൈനസ് പോയില്ലേ, കാരണം അപ്പുറത്ത് 0 ആയത് കാരണം. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -10a r റേസ് ടു -11 മൈനസ് ഒരു മൈനസ് അവിടെ ഉണ്ട്, ആ ബിയുടെ ഇപ്പുറത്തൊരു മൈനസ് ഉണ്ട്, പിന്നെ മറ്റേ 5 ഇപ്പുറത്ത് വരുമ്പോൾ -5 വരുമ്പോൾ +5 ആയി അല്ലേ, +5 ബി ആർ റേസ് ടു -6 ഈക്വൽ ടു 0. ഇനി ഇതിനെങ്ങനെ എഴുതാം, 10a ബൈ ആർ റേസ് ടു 11 ഈക്വൽ ടു, കാരണം ഞാനൊരു ഒന്ന് മൈനസും പ്ലസും ആയതുകൊണ്ട് അപ്പുറം ഇപ്പുറം കൊണ്ടുപോയി എന്ത് വരും, 5b, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, 5b ബൈ ആർ റേസ് ടു 6. ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. 10ഉം 5ഉം കൂടി ക്യാൻസൽ ചെയ്യും, ഇവിടെ 2 വരും. ഇവിടെ ഒരു ആർ റേസ് ടു 6ഉം ആർ റേസ് ടു നമ്മുടെ 11ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ആർ റേസ് ടു 5 വരും. സോ നമുക്ക് എന്ത് കിട്ടി, 2a ബൈ ആർ റേസ് ടു 5 ഈക്വൽ ടു ബി എന്ന് കിട്ടി. നമുക്ക് 6 ആണല്ലോ വേണ്ടത്, അവിടെ നിന്ന് കിട്ടും ആർ റേസ് ടു 5 ഈക്വൽ ടു 2a ബൈ ബി. ഓക്കെ, അവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ കിട്ടി 2a ബൈ ബി ദ ഹോൾ റേസ് ടു എത്രയാ, 1/5 എന്ന് കിട്ടി, ഓൾ റേസ് ടു 1/5. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇക്വിലിബ്രിയം സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് കോൺസ്റ്റന്റ് റേഡിയസ് ആർ. ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആണ്, മൈൻഡിൽ കാണുക, മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് കോൺസ്റ്റന്റ് റേഡിയസ് ആർ സച്ച് ദാറ്റ് ഇറ്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് വേരിയിങ് വിത്ത് ടൈം ടി ആസ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എ ഈക്വൽ ടു k square r t square, where k is a constant. The power delivered to the particle by the force acting on it is given by. അപ്പോൾ പവർ ഡെലിവേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ ഡെലിവേർഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പവർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് നമുക്ക് 2 ആക്സിലറേഷൻ ഉണ്ടെന്ന് അറിയാം. നോൺ യൂണിഫോം ആണെങ്കിൽ 2 ആക്സിലറേഷൻ ഏതൊക്കെയായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സിലറേഷനും അതുപോലെ ടാൻജൻഷ്യൽ ആക്സിലറേഷനും. അപ്പോൾ ഇത് കാരണം 2 ഫോഴ്സുകൾ ഉണ്ടാവുമല്ലോ സെൻട്രിപെറ്റൽ. അപ്പോൾ ഇവർ രണ്ടും വർക്ക് ചെയ്യുമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. കാരണം ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സിന്റെയും തമ്മിലുള്ള ആംഗിൾ 90 ആയത് കാരണം 0 വർക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് എത്രയാണെന്നാണ്. കാരണം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വെച്ചിട്ട് നമ്മൾക്കൊരു കാര്യം കണ്ടുപിടിക്കാം. ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം, v² ബൈ ആർ അല്ലേ, v² ബൈ ആർ ഇസ് ഈക്വൽ ടു k² r t²
ഇതിനൊന്ന് അറേഞ്ച് ചെയ്തേ. വി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ആർ സ്ക്വയർ ടി സ്ക്വയർ. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു കെ ആർ ടി എന്ന് കിട്ടി. എന്തിനാണ് ഞാൻ വെലോസിറ്റി കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. കാരണം ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എ ടി ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സർക്കുലർ മോഷനിൽ പഠിക്കുന്നതാണ്. ഡി വി ബൈ ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ ആർ എന്ന് കിട്ടും. ഒരു ടി അങ്ങ് പോയി കഴിഞ്ഞാൽ കെ ആർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എന്താ? എഫ് ടി എന്ന് കൊടുക്കാം. ഫോഴ്സ് എപ്പോഴും മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ആയതുകൊണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് ആയത് കാരണം എന്ത് വരും? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ മാസ് ഇൻറ്റു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് കിട്ടും. സോ എം കെ ആർ എന്ന് കിട്ടി. ഓക്കെ, എം കെ ആർ എന്ന് കിട്ടി. അതുപോലെ ഇവിടെ വെലോസിറ്റിയും കിട്ടിയല്ലോ. ഇനി ഫോഴ്സും വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പവർ കിട്ടും. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് എത്രയാണ്? എം കെ ആർ ആണ്. വെലോസിറ്റി വി ഈക്വൽ ടു കെ ആർ ടി ആണ്. അപ്പോൾ എന്ത് വരും? എം കെ സ്ക്വയർ ആർ സ്ക്വയർ ടി എന്ന് കിട്ടും. എം കെ സ്ക്വയർ ആർ സ്ക്വയർ ടി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്കിലും നിങ്ങൾ എടുത്ത് ഉടനെ ഇതിന് 0 ആണ് ആൻസർ എന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് മാത്രമല്ല ടാൻജൻഷ്യൽ ഫോഴ്സ് ഇവിടെ ഉണ്ട്. അത് കാരണം ടാൻജൻഷ്യൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം അവിടെ പവർ ഉണ്ടാകും. സെൻട്രിപെറ്റൽ മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, തീരുവോ ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. തീർന്നു. നമ്മൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതും കൂടി കഴിയുമ്പോഴും നമ്മുടെ തീരും. In the given figure, block of mass m is dropped from the point A. എയിൽ നിന്ന് ഒരു ബ്ലോക്ക് നമ്മൾക്ക് താഴേക്ക് ഇടുന്നുണ്ട്. പോയിന്റ് എ. The expression for kinetic energy of the block when it reaches the point B. ബിയിലേക്ക് എത്തുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എനർജി കൺസർവേഷൻ വെച്ച് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എയിലുള്ള എനർജി ഏതൊക്കെയാണ്? എയിലുള്ള എനർജി ടോട്ടൽ ഹൈറ്റ് y അല്ലേ? അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ എം ജി വൈ. എം ജി എച്ചിന് പോലെ എന്ത് കൊടുത്തു? എം ജി വൈ എന്ന് കൊടുത്തു. ഇനി അത് ബിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാകും. ഹാഫ് എം വി സ്ക്വയർ പ്ലസ് അതുകൂടാതെ പിന്നെ ഇത് മുതൽ ബാക്കിയുള്ളൊരു ഹൈറ്റും കൂടെ ഉണ്ട്. ടോട്ടൽ ഹൈറ്റ് വൈയും ഇത്രയും y0 പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഹൈറ്റ് എത്രയാണ്? y മൈനസ് y0 ആണ്. സോ എം ജി ഇൻറ്റു പിന്നെ ഒരു y മൈനസ് y0യും കൂടി ഉണ്ടാകും. ഈ 2 എനർജികൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കൺസേർവ്ഡ് അല്ലേ? So mgy equal to എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് അടുത്തത് എന്താ? ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എം ജി വൈ മൈനസ് എം ജി y0. എങ്കിൽ നമുക്ക് എം ജി വൈയും ക്യാൻസൽ ആയിപ്പോയി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി y0. ഓക്കെ, യെസ്, എം ജി y0 ആണ് ആൻസർ. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എനർജി കൺസർവേഷൻ വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് എം. എഴുതി പോകാം. മാസ് എം 2 കിലോഗ്രാം വേരീസ് വിത്ത് ടൈം t as s is equal to t square plus 2t, where s is in meter and t is in second. Work done by all force. എല്ലാ ഫോഴ്സും കൂടി ചെയ്യുന്ന വർക്കാണ് ഓൺ ദ ബോഡി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ t equal to 2 സെക്കൻഡ് ടു t equal to 4 സെക്കൻഡ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ഫോഴ്സും കൂടി ചെയ്യുന്ന വർക്ക് തന്നെയായിരിക്കും നമുക്ക് എന്തിനും കിട്ടുന്നത്? വർക്ക് എനർജി തിയറത്തിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം ഇൻറ്റു വി ഫൈനൽ സ്ക്വയർ മൈനസ് വി ഇനിഷ്യൽ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. വെലോസിറ്റി വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആണല്ലോ. ഡി എസ് ബൈ ഡി ടിയിൽ ടി സ്ക്വയർ പ്ലസ് 2t ആണ് എസ് എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2t പ്ലസ് 2 എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ഇനിഷ്യൽ ഈക്വൽ ടു ടിക്ക് പകരം എന്ത് കൊടുക്കണം? 2 സെക്കൻഡ് കൊടുക്കണം. സോ 2 ഇൻറ്റു 2 പ്ലസ് 2 4 പ്ലസ് 2 6 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് വി ഫൈനൽ ആണ്. എത്ര കൊടുക്കണം?
4 കൊടുക്കണം അല്ലേ? 2 into 4 plus 2 8 plus 2 10 meter per second. ആവശ്യമുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് m into v final. v final എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മൈനസ് v ഇനിഷ്യൽ സ്ക്വയർ 6 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് മാസ് എത്രയാ? 2. ആ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ആയി പോകുമല്ലോ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 10 സ്ക്വയർ 100 ആണ്, മൈനസ് 6 സ്ക്വയർ 36 ആണ്. സോ ചെയ്താൽ എത്ര കിട്ടി? 64 ജൂള് കിട്ടി. 64 ജൂൾ. ഓക്കെ, അപ്പോൾ ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് എനർജി പവറിലെയും അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനിയും നിങ്ങൾ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ നോക്കിയത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ നോക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാം. ഇനി നിങ്ങൾ കഴിഞ്ഞിട്ടില്ല, അടുത്ത ആൾ ഇപ്പോൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? ശരി, കാണാം. ബൈ. ഗുഡ് ഈവനിങ്. താങ്ക് യു വിഷ്ണു സാർ. നല്ലൊരു സെക്ഷൻ കഴിഞ്ഞല്ലേ? ലോസ് ഓഫ് മോഷനും വർക്കും. ഓക്കെ, ഗുഡ് ഈവനിങ് കുട്ടികളെ, ഗുഡ് ഈവനിങ്. വളരെ നേരമായി ക്ഷമയോടുകൂടെ കാത്തിരിക്കുവാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി മാത്രമാണ് ഇറിറ്റേറ്റഡ് എന്ന് തോന്നുന്നു അല്ലേ? ലക്ഷ്മി, ഇതിപ്പം തീരും കേട്ടോ. ഞാനും കൂടിയേ ഉള്ളൂ. നമ്മുടെ മാരത്തോൺ എൻ്റെ ക്ലാസ്സോട് കൂടി തീരും. ഓക്കെ ആണോ? ഹായ് ഹായ് ഹായ്. ഗോപിക, നർത്തന, ശ്രീലാൽ, അബേ, എല്ലാവരും ഉണ്ടോ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും നല്ല എനർജി ആയിട്ടിരിക്കുക. നമുക്ക് 2 ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. റൊട്ടേഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ സെന്റർ ഓഫ് മാസ്, റൊട്ടേഷണൽ ഡൈനാമിക്സ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എല്ലാം കയറി വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഗ്രാവിറ്റേഷൻ കൂടി ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും മാരത്തോണിലേക്ക് എൻ്റെ വക ഒരു സ്വാഗതം കൂടി. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, ഒന്ന് എനർജി കാണിച്ച്. എവിടെ 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 ഗോപിക? ഓക്കെ, നല്ല മാർക്കൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു പലർക്കും. അപ്പോൾ എല്ലാവർക്കും മാരത്തോണിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെന്റർ ഓഫ് മാസിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കട്ടിംഗ് ഓഫ് എ ഡിസ്ക്, ഷോർട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഡെൽറ്റ സി എം മാക്സ് കിട്ടണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? എത്ര പേർക്കറിയാം? ആൻസർ പറയൂ. ഡെൽറ്റ സി എം മാക്സിനുള്ള ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്തേക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? പറയൂ പറയൂ പറയൂ. റേഡിയസ് 6 ആണ്, റേഡിയസ് 6 ആണ്. ഒരു ഡയമീറ്റർ 6 കട്ട് ചെയ്തു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ട് ഇക്വേഷൻ എന്താണ്? ആർക്കറിയാം? ആരും പറയുന്നില്ല. ഓക്കെ, അടിക്കണം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് R/6 ആണ്. എന്താണ്? R/6 ആണ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ പ്രോബ്ലം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഒന്ന് വായിച്ചു നോക്കുക. എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് A/2. അപ്പൊ കുഞ്ഞുങ്ങൾക്കറിയാം ഇവിടെ ഹോൾ ഇട്ടേക്കുന്നത് എത്രയാണ്? എല്ലാവരും കൂടി പറയൂ. A/2. അത് ഒരു സർക്കുലർ ഡിസ്കിലാണ്. അതിന്റെ റേഡിയസ് A ആണ്. അപ്പൊ ഡിസ്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ റേഡിയസ് A ആണ്. അതിന്റെ അകത്ത് നിന്ന് കട്ട് ചെയ്ത് പോയ പോർഷന്റെ ഡയമീറ്റർ ആണ് A. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദ സെൻട്രോയിഡ് ഓഫ് ദ റിമൈനിങ് സർക്കുലർ പോർഷൻ വിത്ത് റെസ്പെക്ട് ടു O ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ ട്രിക്ക് കിടക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതാണ് ഇപ്പൊ പുതിയ സെന്റർ ഓഫ് മാസ്. എല്ലാ കുട്ടികളും കൂടി ശ്രദ്ധിക്കുക. ഇതാണ് CM ഡാഷ്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ഡെൽറ്റ CM എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഒറിജിനൽ സെന്റർ ഓഫ് മാസ് CM. ഇതാണ് CM2, ഇതാണ് CM1, ഇതാണ് ഒറിജിനൽ സെന്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ CM കിട്ടും. പക്ഷെ ആ ഡെൽറ്റ CM അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കുക ഗോപിക, എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പൊ ഡെൽറ്റ CM കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ഇക്വേഷൻ ഇതാണ് R/6. ഓർത്തിരിക്കാലോ, ഇക്വേഷൻ ഇതാണ്. R2² ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഡെൽറ്റ CM മാക്സിനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഡെൽറ്റ CM മാക്സിനുള്ള ഇക്വേഷൻ എന്താണ്? എല്ലാവരും കൂടി പറയൂ. R2² ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതെങ്ങനെ കിട്ടിയെന്ന് ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. എന്താ? നമുക്ക് ഡെൽറ്റ CM കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ M1x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് റിമൈനിങ് പോർഷന്റെ മാസ് എന്ന് പറയുന്നത് M1 മൈനസ് M2 ആണ്. അതാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ M1 മൈനസ് M2 ഒക്കെ കൊടുത്ത് ഇത് കിട്ടി. അങ്ങനെയാണ് ഈ ഷോർട്ട് ഇക്വേഷൻ കിട്ടിയേക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ A/6 ആണ് ΔCm കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓയിൽ നിന്ന് പുതിയ സെൻട്രോമാസിലേക്കുള്ള ദൂരമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ്, ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്ന ΔCm എന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതാണ് പുതിയ സെൻട്രോമാസ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇതാണ് നമുക്ക് A/6 കിട്ടിയേക്കുന്നത്. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് A ആണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് A-A/6 ആണ്. എത്ര പേർക്ക് ആൻസർ കിട്ടി? 5A ഡിവൈഡഡ് ബൈ എന്താണ്? 6. അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പ്രോബ്ലം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ലോങ്ങർ മെത്തേഡിൽ എടുക്കണം. ΔCm ഈസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 m2. ഇതൊരു ഡിസ്ക് ആണ്. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ ആദ്യത്തെ ഏരിയ πa² ആണ്, രണ്ടാമത്തെ ഏരിയ π/a/2 ആണ്. അതെല്ലാം വെച്ചോണ്ടിരിക്കണം. ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് സെൻട്രോമാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ ഓഫ് ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം സെൻട്രോമാസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പൊ വി ക്യാൻ ഫിക്സ് ഒറിജിൻ എനിവെയർ. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ഡിസ്കിന്റെ സെൻട്രോമാസിനെ നമ്മൾ ഒറിജിൻ ആക്കി. അപ്പൊ ഇപ്പൊ കിട്ടിയ XCM എന്ന് പറയുന്നത് ΔCm ആയിരിക്കും. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിക്കുക. അപ്പം ഈ എഡ്ജി എന്നാണ്, ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് കട്ട് ചെയ്തേക്കുന്നത്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ നിന്നാണ് കട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെൻട്രോമാസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 5A ഡിവൈഡഡ് ബൈ 6. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, 5A ഡിവൈഡഡ് ബൈ 6. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നുകൂടി പഠിക്കൂ. ഡിസ്ക് കട്ട് ചെയ്താൽ എഡ്ജി എന്നാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് r2² ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 ആണ് ΔCm മാക്സിനുള്ള ഇക്വേഷൻ. അത് സോളിഡ് സ്പിയർ ആണെങ്കിൽ r/14 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അതിനുള്ള ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ സെൻട്രോമാസിന്റെ ഒരു പ്രോബ്ലം ആയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. The centromass of a solid hemisphere. എത്ര പേർക്ക് അറിയാം ഇതിനുള്ള ഇക്വേഷൻ? സോളിഡ് ഹെമിസ്ഫിയർ നമുക്ക് എക്സ് സെൻട്രോമാസ് അല്ല, നമുക്ക് വൈ സെൻട്രോമാസാ വേണ്ടേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ ഫുൾ ചാപ്റ്റർ കവർ ചെയ്യും. ഇത് എന്റെ ക്ലാസ് കൂടി കഴിയുമ്പോൾ ഫുൾ ചാപ്റ്റർ കവേർഡ് ആവും. അപ്പൊ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് എല്ലാ ഷേപ്പുകളുടെയും സെൻട്രോമാസിന്റെ പൊസിഷൻ പഠിച്ചുകൊണ്ട് എക്സാമിന് പോയാൽ റിസ്ക് ഇല്ല. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് സോളിഡ് കോണ്, ഹോളോ കോണ്, സോളിഡ്സ് ഹെമിസ്ഫിയർ, ഹോളോ ഹെമിസ്ഫിയർ, റിങ്, ഇതിന്റെ എല്ലാം YCM പഠിച്ചുകൊണ്ട് പോവുക. ഞാനിപ്പോ തൽക്കാലം നിങ്ങൾക്ക് 2 എണ്ണം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാണ്. ഏതൊക്കെയാണ്? ഹോളോസ് ഹെമിസ്ഫിയർ ആണെങ്കിൽ ഈ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ r/2 ആണ്. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ അത് സോളിഡ് ഹെമിസ്ഫിയർ ആണ്. അപ്പൊ നമുക്ക് Y സെൻട്രോമാസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3r ഡിവൈഡഡ് ബൈ 8 ആണ്. നമുക്ക് വേണ്ട ഇക്വേഷൻ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി പറയൂ. ഗോപിക പറഞ്ഞു, അതുപോലെ തന്നെ AR പറഞ്ഞു. 3r ഡിവൈഡഡ് ബൈ 10 അല്ല 8 ആണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ആൻസർ പറഞ്ഞു. ഇവിടെ r എത്രയായിട്ടാ തന്നേക്കണേ? 3r ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 തന്നേക്കുന്ന കണ്ടോ? നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാമെന്ന് മാത്രമേ എൻട്രൻസിന് നോക്കുന്നുള്ളൂ. ഇത് എത്ര തന്നെയാ തന്നേക്കണേ? 8 സെന്റിമീറ്റർ തന്നെയാ തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 8 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. 8 എന്ത് ചെയ്ത് പോകും? കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ. അപ്പൊ എല്ലാ ഷേപ്പുകളുടെയും, അതുപോലെ തന്നെ ഈ കോണൊക്കെ പഠിക്കുമ്പോൾ വെർട്ടെക്സിൽ നിന്ന് പഠിക്കുവാണെങ്കിൽ ബോട്ടത്തിൽ നിന്നുള്ള ഹൈറ്റ് കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം കേട്ടോ. അപ്പൊ അതെല്ലാ ഷേപ്പുകളും പഠിച്ചോണ്ട് എക്സാം ഹോളിൽ പോകാവുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും ഇവിടെ? 3 ആണ്. എക്സ് സെന്റിമീറ്റർ, എക്സിന്റെ വാല്യൂ എത്രയാണ്? എല്ലാരും കൂടി പറയൂ. 3. വെരി ഗുഡ്. നർത്തന ബേബി അടിച്ചു. അതുപോലെ തന്നെ ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഇത് നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം. വളരെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. നിങ്ങൾക്കറിയാം, നമ്മൾ എഫ് എക്സ്റ്റേണൽ കൊടുക്കുന്നത് സെൻട്രോമാസിലാണെങ്കിൽ, ഒന്നുകൂടി പറയൂ മക്കള് പറഞ്ഞ്, എഫ് എക്സ്റ്റേണൽ കൊടുക്കുന്നത് സെൻട്രോമാസിലാണെങ്കിൽ ബോഡിക്ക് ഒരിക്കലും റൊട്ടേറ്ററി മോഷൻ കിട്ടത്തില്ല. അതിനെന്തേ കിട്ടുള്ളൂ? ട്രാൻസ്ലേറ്ററി മോഷനെ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ പ്രോബ്ലം വായിക്കാം. എല്ലാവരും കൂടി ശ്രദ്ധിച്ച് വായിക്കാം. A T-shaped object with dimensions shown in the figure. അപ്പം ഹൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ റോഡിന്റെ ഹൈറ്റ് 12 ആണ്. പ്രോബ്ലം കണ്ടവരുണ്ടാവും, ഈ പ്രോബ്ലം തന്നെ കണ്ടവരുണ്ടാവും. 2 പ്രോബ്ലം ആണ് ഇതുപോലത്തെ നമ്മുടെ പല മെറ്റീരിയലുകളിലും കിടക്കുന്നത്. അതിലൊരെണ്ണം പ്രീവിയസ് വന്നേക്കുന്നതാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്.
2L ആണ്. അതുപോലെ തന്നെ മറ്റവന്റെ ലെങ്ത് L ആണ്. അപ്പം Lന്റെ മാസ് M ആണെങ്കിൽ 2Lന്റെ മാസ് 2M ആയിരിക്കും. അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി എന്താണ്? എ ഫോഴ്സ് F ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് P പാരലൽ ടു AB. അപ്പൊ പാരലൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ABക്ക്. സച്ച് ദാറ്റ് ദ ഒബ്ജക്ട് ഹാസ് ഓൺലി, ഇതാണ് നമ്മുടെ പോയിന്റ്, ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും എന്ത്? സെന്റർ ഓഫ് മാസ്. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ എന്ത് കുഞ്ഞുങ്ങൾ പറ? സെന്റർ ഓഫ് മാസ്. ഒന്നാമത്തതിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണ്. അപ്പൊ ഇത് CM1. M1 ഈക്വൽ ടു M ആയിട്ട് കൊടുത്താൽ L1 ഈക്വൽ ടു പറയൂ L ആണ്. പക്ഷേ നമുക്ക് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ ഒറിജിൻ കൊടുത്തു, ഈ C എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫിക്സ് ചെയ്യാം സെന്റർ ഓഫ് മാസ് എവിടെ, ഒറിജിൻ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ സീനെ എന്താക്കി മാറ്റി? ഒറിജിൻ ആക്കി മാറ്റി. അപ്പൊ ഒറിജിനിൽ നിന്ന് ഒന്നാമത്തെ ബോഡിയിലേക്കുള്ള ദൂരത്തിന് x1 എന്ന് വിളിക്കും, അതാണ് 2L. രണ്ടാമത്തെ ബോഡി M2, അതാണ് നമ്മുടെ 2M. അതിന്റെ സെന്റർ ഓഫ് മാസ് ആണ് CM2. അപ്പൊ CM2ൽ നിന്ന് ഒറിജിനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2Lന്റെ പകുതി. അപ്പോൾ നമുക്ക് x2 എന്ന് പറയുന്നത് എന്താണ്? L ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ എന്റെ കുഞ്ഞുങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ. ഇതാണ് CM2, ഇതാണ് ഒന്നുകൂടി ഞാൻ വരയ്ക്കുവാണ്, ഇതാണ് CM1, ഇതാണ് ഒറിജിൻ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു, M1 ഈക്വൽ ടു M ആണ്, x1 ഈക്വൽ ടു 2L ആണ്, M2 ഈക്വൽ ടു 2M ആണ്. അതുപോലെ തന്നെ x2 ഈക്വൽ ടു, x2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് x2, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ആണ് x1. അപ്പൊ x2 ഈക്വൽ ടു L ആണ്. അപ്പൊ XCM അല്ല YCM ആണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം Y ആക്കി വേണമെങ്കിൽ എഴുതിയേക്കാം. ഇതെല്ലാം എന്താണ്? Y ആക്സിസ് ആയതുകൊണ്ട് ഞാൻ Y എന്ന് കൂടി കാണിച്ചു. ഇതാണ് Y1, ഇതാണ് Y2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ YCM ഈക്വൽ ടു എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ M1 Y1 പ്ലസ് M2 Y2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. എന്റെ മക്കൾ എല്ലാവരും കൂടി ആൻസർ പറഞ്ഞ്. M1 എത്രയാ? M. Y1 എത്രയാ? 2L പ്ലസ് M2 എത്രയാ? 2M. Y2 എത്രയാ? L ഡിവൈഡഡ് ബൈ എന്താണ്? 3M. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ M പ്ലസ് 2M എത്രയായിരിക്കും? 3M. ആരും ആൻസർ അടിച്ചില്ലല്ലോ. ഓരോ എമ്മുകൾ നമുക്ക് എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്താണ്? 2L 4L. അപ്പൊ ആൻസർ 4L ഡിവൈഡഡ് ബൈ 3. എത്ര പേർക്ക് ഓപ്ഷൻ കിട്ടി? 4L ഡിവൈഡഡ് ബൈ 3. 4L ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ ഡി അടിച്ചവരാരുണ്ടോ? ആരും അടിച്ചില്ല. ഈ പ്രോബ്ലം വരുന്ന പ്രോബ്ലം ആണ്, വളരെയധികം ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? എല്ലാവരും കൂടി മക്കളെല്ലാവരും കൂടി പറഞ്ഞ്. സെന്റർ ഓഫ് മാസിൽ നമ്മൾ ഫോഴ്സ് F എക്സ്റ്റേണൽ കൊടുത്താൽ അതിന് ട്രാൻസ്ലേറ്ററി മോഷൻ ആയിരിക്കും. അപ്പൊ പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും ആ ബോഡിക്ക് ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സെന്റർ ഓഫ് മാസിലാണ് F എക്സ്റ്റേണൽ വന്നേക്കുന്നത്. ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ബോഡീനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ട്രാൻസ്ലേറ്ററി മോഷൻ വരുന്നു. അപ്പൊ അത് ഓക്കെ ആണല്ലോ. 4L ഡിവൈഡഡ് ബൈ 3. നർത്തന അടിച്ചു, അതുപോലെ തന്നെ നവീൻ അടിച്ചു. ഓക്കെ, AR ഗോപിക എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റൊട്ടേഷണൽ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രോബ്ലം ആണ്. നമുക്ക് നോക്കിയേക്കാം. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട, റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയാൻ പറ്റില്ല, അത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. 2 ബ്ലോക്സ് 10 കിലോഗ്രാം ഉണ്ട്, 30 കിലോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ട്രിക്ക് എന്ന് പറയുന്നത് ചെറിയ മാസിന് നമുക്ക് M1 എന്ന് കൊടുക്കും. എല്ലാവരും കൂടി പറയൂ, M1 എന്ന് കൊടുക്കും. ഇതിന് M2 എന്ന് കൊടുക്കും. ആർ കെപ്റ്റ് അറ്റ് സം ഡിസ്റ്റൻസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ D കൊടുക്കുന്ന. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? X കിട്ടി. ആൻസർ ചാടി പറയാവുന്നവർ പറഞ്ഞോണം കേട്ടോ. ഞാൻ ക്ലാപ്പ് ചെയ്യാം. അടുത്തത്, ദ ബ്ലോക്ക് 10 കിലോഗ്രാം ഈസ് മൂവ്ഡ് 6. അപ്പൊ നമുക്ക് D1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ 30 കിലോഗ്രാം. അപ്പൊ D2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് അതേ സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം ഇന്റേണൽ ഫോഴ്സ് ആണ് അവിടെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ് പ്രോബ്ലം, എല്ലാ മക്കളും കൂടി പറഞ്ഞ്, മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ് പ്രോബ്ലം ആണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇതാണ് D1, ഇതാണ് ചെറിയ മാസ് 10 കിലോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് D2, അതാണ് വലിയ മാസ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന D1 എത്രയാ? 6 എന്ന് തന്നിട്ടുണ്ട്.
D1 ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. D2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഷോർട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ D1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അതർ മാസ് എന്നാണ് നമ്മുടെ ഷോർട്ട് ഇക്വേഷൻ. അതുപോലെ തന്നെ D2 ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അതർ മാസ് എന്ന് പറയുമ്പോൾ 2 പകരം m1 ആണ്. അപ്പൊ D1 ബൈ D2 ഈക്വൽ ടു M2 ബൈ M1 എന്ന് പറയുന്ന ഷോർട്ട് ഇക്വേഷൻ കൂടിയുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ D1 ആ തന്നേക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. അത് എത്രയെന്നാ തന്നേക്കുന്നത്? D1 6 ആണ്. D എന്ന് പറയുന്നത് x ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 30 പ്ലസ് 10 എത്രയാണ്? 40 ആണ്. ഇൻറ്റു അതർ മാസ് എന്ന് പറയുമ്പോൾ 30 ആണ്. അപ്പൊ 0 കട്ട് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ ഇത് 2 ആണ്. അപ്പൊ 8 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് 8. അങ്ങനെയാണെങ്കിൽ M1 മൂവ് ചെയ്തേക്കുന്നത് 6 ആണ്. അപ്പൊ ഈ 8ഉം ഇത് 8 ഇപ്പൊ നമുക്ക് കിട്ടി. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് D2 എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും എന്നാ പറയുന്നത്? 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓർത്തിരിക്കാലോ? ഓപ്ഷൻ ഇവിടെ പലരും അടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു രസമൊക്കെ ആയി തുടങ്ങിയില്ലേ? നിങ്ങൾക്കും നടക്കും എന്നൊരു തോന്നലൊക്കെ വന്നില്ലേ? എന്താ? 2 സെന്റിമീറ്റർ ടുവേഴ്സ് 10 കിലോഗ്രാം ബ്ലോക്ക്. ഏതാണ് ഓപ്ഷൻ? സി ആണ് ഓപ്ഷൻ. അടിപൊളിയല്ലേ? അപ്പൊ ഷോർട്ട് ഇക്വേഷൻ എല്ലാവരും കൂടി പറഞ്ഞേ. നമുക്ക് ആ സെൻട്രോമാസിലേക്കുള്ള ഇവര് കൊളൈഡ് ചെയ്യുന്ന സെൻട്രോമാസിലേക്കായിരിക്കും. ലൈറ്റർ ബോഡി ഹാസ് ടു ട്രാവൽ എ ഗ്രേറ്റർ പാത്ത് വിത്ത് ഗ്രേറ്റർ വെലോസിറ്റി വിത്ത് ഗ്രേറ്റർ ആക്സിലറേഷൻ. അങ്ങനെയുള്ള ടൈപ്പ്. അപ്പൊ സെന്റർ ആദ്യമേ ക്രോസ് ചെയ്യുന്ന ആരായിരിക്കും? ലൈറ്റർ ആയിരിക്കും. എവിടെ വെച്ച് കൊളൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എവിടെ വെച്ച് കൊളൈഡ് ചെയ്യും? സെൻട്രോമാസി വെച്ച് കൊളൈഡ് ചെയ്യും. ഓക്കെ അല്ലേടാ? നല്ല എനർജി കീപ്പപ്പ് ചെയ്തേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, എന്ത് പറ്റി? 2 ആൻസർ 2. അപ്പൊ ഓപ്ഷൻ സി ആണ്. ഏതിലേക്ക്? റൈറ്റിലേക്ക്. ഹെവിയർ ലൈറ്ററിലേക്ക്. ലൈറ്റർ ഇരിക്കുന്ന എവിടെയാ? റൈറ്റ് സൈഡിലാ. അതുകൊണ്ടാണ് ടുവേഴ്സ് 10 കിലോഗ്രാം എന്ന് ഓപ്ഷനിൽ വന്നത്. ഓക്കെ ആണല്ലോ? സ്ട്രോങ് അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ്? ദ പൊസിഷൻ വെക്ടർ ഓഫ് 1 കിലോഗ്രാം. അപ്പൊ നമുക്ക് പൊസിഷൻ വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. എന്റെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ് വേണ്ടത്. ശ്രദ്ധിക്കുക, IJK അല്ല, മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ പ്രതീക്ഷ. അതറിയണം കേട്ടോ. ടോർക്കും ആംഗുലാർ മൊമെന്റവും. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? R ക്രോസ് F. ആംഗുലാർ മൊമെന്റം R ക്രോസ് P. അപ്പൊ L ഈക്വൽ ടു എന്താണ്? എല്ലാവരും കൂടി പറയും, R ക്രോസ് P. Pക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R ക്രോസ് MV. അതില് വെലോസിറ്റി മാത്രമേ വെക്ടർ ആയിട്ടുള്ളൂ. അപ്പൊ മാസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ R ക്രോസ് V. പക്ഷെ മാസ് 1 കിലോഗ്രാം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഡിറ്റർമിനന്റ് മെത്തേഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 1 ഇൻറ്റു നമുക്ക് ഡിറ്റർമിനന്റ് കൊടുക്കാം. IJK ഇട്ടു. IJK ഞാൻ സ്ലോവി ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾ സ്പീഡിൽ ചെയ്തോണം. ആറിന്റെ വാല്യൂ 3i മൈനസ് ജെ ആണ്. ശ്രദ്ധിച്ചെഴുതണം. അപ്പൊ 3i മൈനസ് ജെ എന്ന് പറയുമ്പോൾ -1 ഇല്ലാത്തതിന് 0 ഇട്ട് കൊടുക്കണം. അടുത്തത് P. വെലോസിറ്റി എത്രയാ? 3j പ്ലസ് k ആണ്. അപ്പൊ 0 3 1. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടി. I ഇൻറ്റു മക്കൾ നോക്കുക, ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ -1 ആണ് കിട്ടാൻ പോകുന്നത്. ശരിയല്ലേ? അടുത്തത് -j ഇൻറ്റു 3നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 3 ആണ്. അതുപോലെ തന്നെ പ്ലസ് k ഇൻറ്റു 9. ബാക്കി 0 ആണെന്ന് അറിയാം. ഒന്നുകൂടി പറയൂ, ശ്രദ്ധിക്കുക. എന്താണ് ആൻസർ? കിട്ടിയോ? 10 ആണോ? ഓക്കെ, എന്താണ്? I ഇൻറ്റു -1. അതുപോലെ തന്നെ മറ്റത് 0 ആണ്. -j ഇൻറ്റു 3 -0. അതുപോലെ തന്നെ പ്ലസ് k ഇൻറ്റു 9 -0. 10 അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. റൂട്ട് ഓഫ് 1ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 9ന്റെ സ്ക്വയർ 81. 81 9 90 1 91. അപ്പൊ റൂട്ട് 91. എന്ത് പറ്റി ഗോപിക? ഓക്കെ, ഡെലിറ്റ് ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന റൂട്ട് എക്സ് ആണ്. അപ്പൊ റൂട്ട് 91 ആണ് ആൻസർ. ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 91. ഓക്കെ അല്ലേ? ശ്രദ്ധിക്ക്. അതെങ്ങനെയാ തെറ്റിയത്? ഗോപികയ്ക്ക് എങ്ങനെയാ തെറ്റിയത്? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക.
എന്താണ് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് ടോർക്ക്. ഡിറ്റർമിനന്റ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ പി സൈൻ തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ ടോർക്ക് ആണെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ കൊടുക്കാം. തീറ്റ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് മെത്തേഡും തന്നെ എടുത്ത് പ്രോബ്ലം ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇഫ് ദർ ഈസ് തീറ്റ ഓർ നോട്ട്, അതാണ് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. തീറ്റ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, തീറ്റ ഇല്ലെങ്കിൽ വി ഹാവ് ടു യൂസ് ഡിറ്റർമിനന്റ് മെത്തേഡ്. അടുത്തതിലേക്ക് പോവാം, പ്രോബ്ലത്തിലേക്ക് പോവാം. എല്ലാവരും നല്ല എനർജി അല്ലേ? ഒന്നുകൂടി വായിക്കും. എ ബോഡി, നമുക്കറിയാം എന്താണ് എക്സ്പ്ലോഷൻ ഒരു ഇന്റേണൽ പ്രോസസ് ആണ്. സെന്റർ ഓഫ് മാസ് അവിടെ തന്നെ. ഒരു ഫ്ലൈയിങ് ബോംബ് ആണെങ്കിൽ ആ ബോംബ് എങ്ങനെ പോകുമോ അതേ പാത്ത് റീട്രേസ് ചെയ്യും. അതേസമയം ബോംബ് സ്റ്റേഷനറി ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോറും ടോട്ടൽ മൊമെന്റം ആഫ്റ്ററും എന്തായിരിക്കും എന്നാ പറയുന്നത്? കോൺസ്റ്റന്റ് ആയിരിക്കും. A stationary bomb of mass m explodes in the ratio 1:1:2. അപ്പൊ രണ്ടെണ്ണം പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ ഇവര് രണ്ടും പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. വിത്ത് വെലോസിറ്റി 30 and 40. അപ്പൊ ഈക്വൽ വെലോസിറ്റി അല്ല. അങ്ങനെയാണെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ തേർഡ് പീസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്കറിയാം എം പോകുന്നതിന്റെ വെലോസിറ്റി 30 ആണ്, എം പോകുന്നതിന്റെ വെലോസിറ്റി 40 ആണ്, 2m പോകുന്നതിന്റെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ കാണിക്കാൻ സാധിക്കും ഇതാണ് ഇതിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ആ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ പി റിസൾട്ടന്റ് എന്ന് പറയുന്നത് √2 ടൈംസ്, രണ്ടും ഐഡന്റിക്കൽ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ റൂട്ട് ഓഫ്, എല്ലാ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി പറ, ഇതിനെ P1 എന്ന് വിളിച്ചാൽ P1², ഇതിനെ നമുക്ക് അപ്പൊ എന്ത് വിളിക്കാം? P2. അപ്പൊ √ ഓഫ് P1² + P2² എത്ര കിട്ടുമെന്ന് എന്റെ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞേ? √ m × 30², ശരിയല്ലേ? അതുപോലെ തന്നെ പ്ലസ് m × 40², അതിൽ നിന്ന് ഒരു 10² പുറത്തു വന്നാൽ 10 ഇൻറ്റു m പുറത്തു വന്ന m² പുറത്തു വന്ന m √25, √25 എന്ന് പറയുന്ന 5 ആണ്. അപ്പൊ 50m എന്ന് നമുക്ക് കിട്ടിയ ആൻസർ. അതാണ് നമുക്ക് റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം തേർഡ് പീസിന്റെ മൊമെന്റം. അപ്പൊ P3 എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, നെഗറ്റീവ് ഞാനിപ്പോ തൽക്കാലം കൊടുക്കുന്നില്ല. P3 എന്ന് പറയുന്നത് M3V3 ആണ്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് 50m കിട്ടിയേക്കുന്നത്. ഈ M3 എന്ന് പറയുന്നത് 2m ആണ്. അപ്പൊ 2m × V3 = 50m ആണ്. അപ്പൊ ഓരോ എമ്മുകൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ V3 = എന്ത് വരും പറഞ്ഞേ മക്കള്? 25 m/s ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നെഗറ്റീവ് സൈൻ വരുന്നത്. എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞോ? കിഷാന് കിട്ടി, ഗോപികയ്ക്ക് കിട്ടി, ആനന്ദിന് കിട്ടി. ഓക്കെ. ശ്രീലാൽ എവിടെ പോയി? ശ്രീലാൽ ഉണ്ടോ? ഒരു ഹൈ അടിച്ച ശ്രീലാലെ. ഉണ്ടല്ലോ, ശ്രീലാൽ SS ഉണ്ട്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നു ശ്രീലാൽ. അബി എവിടെ പോയി? അബി എവിടെ പോയി? ആൻസർ കിട്ടുന്നില്ലല്ലോ അബി. അനഘായൊക്കെ വന്നല്ലോ, പഴയ ആൾക്കാർ. ഓക്കെ, അപ്പൊ V3 = 25 m/s എന്താണ്? സെക്കൻഡ്. അതും കിട്ടിയല്ലോ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതാണ് ആൻസർ, 25 m/s എന്താണ്? സെക്കൻഡ്. ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അടിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ മീറ്റർ സ്കെയിൽ ഈസ് ബാലൻസ്ഡ് ഓൺ എ നൈഫ് എഡ്ജ് അറ്റ് ഇറ്റ്സ് സെന്റർ. അപ്പൊ മീറ്റർ സ്കെയില് യൂണിഫോം ഡയമെൻഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇരിക്കുന്ന മീറ്റർ സ്കെയിൽ അതിന്റെ സെന്ററിൽ തന്നെ ബാലൻസ് ചെയ്തെന്ന് പറയുന്ന. അപ്പൊ ഇപ്പുറത്തും 50 സെന്റിമീറ്റർ, ഇപ്പുറത്തും 50 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്തേക്കുന്നത്? അടുത്തത് 2 കോയിൻസ്. അപ്പൊ 2 കോയിൻ ഉണ്ട്, ഓരോന്നിനും 10 ഗ്രാം. അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 20 ഗ്രാം വരും. ആർ പുട്ട് ഓൺ ദ ടോപ്പ് ഓൺ വൺ അനദർ അറ്റ് 10 സെന്റിമീറ്റർ മാർക്ക് ഓൺ ദ സ്കെയിൽ. അപ്പൊ സ്കെയിലിന്റെ ഒരു എഡ്ജിൽ നിന്ന് 10 സെന്റിമീറ്റർ മാറ്റി. അപ്പൊ ബാലൻസ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 40യിലാണ് ഇത് ബാലൻസ് ചെയ്തത്. ദ മാസ് ഓഫ് ദ മീറ്റർ സ്കെയിൽ ഈസ് ഫൗണ്ട് ടു ബി x × 10⁻². ദ വാല്യൂ ഓഫ് x ഈസ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യമേ ബാലൻസ് ചെയ്തത് 50ക്കാണ്. മീറ്റർ സ്കെയിലിന്റെ മാസ് m ആയിട്ട് എടുത്തു. m മാസ് ഓഫ് മീറ്റർ സ്കെയില്, മാസ് ഓഫ് മീറ്റർ സ്കെയില് ഓർത്തിരിക്കാലോ. അപ്പോ 50യിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 20 ഗ്രാം കൊണ്ടേ വെച്ചേക്കുന്നത് 10 സെന്റിമീറ്റർ മാറ്റിയാണ്. അപ്പോൾ നമുക്ക് 40യിലാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? ഇത് ടോട്ടൽ 40 സെന്റിമീറ്റർ ആണ്. 40യിലാണ് നമുക്ക് ബാലൻസ് ചെയ്തത്. നേരത്തെ ബാലൻസ് ചെയ്ത് ഇവിടെയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ് ഓഫ് മീറ്റർ സ്കെയില്. അപ്പൊ മീറ്റർ സ്കെയിലിന്റെ mg സെന്റർ ഓഫ് മാസ് ഓഫ് മീറ്റർ സ്കെയിലിൽ നിന്നാണ് താഴത്തേക്ക് വരുന്നത്.
അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൈഫ് എഡ്ജ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ ക്ലോക്ക് വൈസ് ടോർക്കും ആന്റി ക്ലോക്ക് വൈസ് ടോർക്കും എന്തായിരിക്കും എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ക്ലോക്ക് വൈസ് ടോർക്ക് ഈക്വൽ ടു എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ടോർക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ വെയിറ്റ് എത്രയാ 20 ഗ്രാം 20 × 10⁻³ mg. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്ന് എഴുതിയാൽ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R × F ആണ്. അപ്പൊ 90 ഡിഗ്രി ആയതുകൊണ്ട് RF ആണ്. എഫിന് പകരം നമുക്ക് mg എന്ന് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ടോർക്കിന് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഒരു 10 വരും. അപ്പൊ ഇപ്പൊ R ആയി, G ആയി, ഇനി M എന്ന് പറഞ്ഞ M G ആയി, ഇനി R എന്ന് പറയുന്നത് 30 ആണ്, 30 സെന്റിമീറ്റർ. അപ്പൊ 30 × 10⁻² ആണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസൽ ആയി പോക്കോളും. 30 × 10⁻² ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് ഇതാണ് M. ഇനി അവിടെ ഒരു ജിയുടെ 10 ഇൻറ്റു നമുക്ക് ഇവിടെ 10 സെന്റിമീറ്റർ 10 × 10⁻². അപ്പൊ കട്ട് ചെയ്ത് പോകുമ്പോൾ 10⁻²ഉം 10⁻² കട്ട് ചെയ്ത് പോയി. ഒരു ജിയുടെ 10ഉം ജിയുടെ 10ഉം കട്ട് ചെയ്ത് പോയി. ഇനി എന്താ വരുന്നത്? ഒരു 10ന്റെ 20ഉം 10ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയി. അപ്പൊ M ഈക്വൽ ടു എന്ത് കിട്ടി? 2 × 3. അപ്പോൾ 6 × 10⁻⁻0.6 അല്ലായിരുന്നോ? 6 × 10⁻² കിലോഗ്രാം എന്ന് കിട്ടും. 6 × 10⁻² കിലോഗ്രാം കിട്ടിയോ? വെരി ഗുഡ്. അപ്പൊ x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേടാ? 60 × 10⁻³ അപ്പൊ 6 × 10⁻⁻. ഓക്കെ, കിലോഗ്രാമിലാണ്, ന്യൂട്രൽ അല്ല, കിലോഗ്രാമിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. എ ഫ്ലൈ വീൽ ഈസ് ആക്സിലറേറ്റഡ് യൂണിഫോംലി ഫ്രം റെസ്റ്റ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0 ആണ്. റൊട്ടേറ്റ്സ് ത്രൂ 5 റേഡിയൻ. അപ്പൊ ഫൈനൽ ഒമേഗ എത്രയാ? 5 ആണ്. അതാണ് ഫസ്റ്റ് സെക്കൻഡിൽ. ദ ആംഗിൾ റൊട്ടേറ്റഡ് ബൈ ദ ഫ്ലൈ വീൽ ഇൻ ദ നെക്സ്റ്റ് സെക്കൻഡ് വിൽ ബി. എത്ര പേർക്ക് ആൻസർ ചാടി പറയാൻ സാധിക്കും? പെട്ടെന്ന് പറ. ആക്സിലറേഷൻ എന്താണ്? യൂണിഫോം ആണ്. അപ്പൊ റൊട്ടേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ട്രാൻസ്ലേറ്ററി മോഷൻ ആണ്. അപ്പൊ SN1 = SN2 = 1:3 എന്ന് പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ലേറ്ററി മോഷനിൽ S1 = S2 എന്ന് പറയുന്നത് 1:4 ആണ്. അതുപോലെ തന്നെ SN1 = SN2 എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ കിട്ടി, അത് 1:3 ആണ്. ഈ 1ന്റെ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 5 ആണെങ്കിൽ ഈ 3ന്റെ സ്ഥാനത്ത് 3 × 5 ആണ് 15. ആൻസർ 15. ഇതാണ് ഷോർട്ടർ മെത്തേഡ്. അടിപൊളിയായിട്ട് മനസ്സിലായോ? ഇതാണ് ഏറ്റവും ഷോർട്ടർ മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾ V = U + AT പോലെ ഒമേഗ = ω0 + α t എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യത്തത് നമ്മൾ ഇനീഷ്യൽ 0 ആയിട്ട് എടുത്തു, ആൽഫ ഇൻറ്റു എന്തെടുത്തു? 1 സെക്കൻഡ് എടുത്തു. അപ്പൊ ഇതാണ് 5 എന്ന് പറഞ്ഞ് കിട്ടിയേക്കണേ. അടുത്തത് ഒമേഗ ഡാഷ് ഈക്വൽ ടു ω0 + α ഇൻറ്റു അത് 2 സെക്കൻഡ്. അപ്പൊ ടോട്ടലാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോ ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു നമ്മൾ 2 ഡിവൈഡഡ് ബൈ ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും? പറയും 2 എന്ന് കിട്ടും. അപ്പൊ ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? കറക്റ്റ് ആണോ നമ്മൾ ചെയ്തേക്കുന്നത്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? തീറ്റ S = UT + ½ AT² എടുത്താൽ മതി. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. നിങ്ങൾ S = UT + ½ AT² ആണെങ്കിൽ ശ്രദ്ധിക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു ω0t + ½ α t². അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേൽ θ1 എന്ന് പറയുന്ന 0 + ½ α 1². അപ്പോൾ ½ α ഇതാണ് θ1. θ2 = 0 + ½ α × 2². 2² എന്ന് പറയുന്ന 4 ആണ്. അപ്പൊ θ2 ഡിവൈഡഡ് ബൈ θ1 ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ θ2 = 4θ1. നമുക്ക് രണ്ടാമത്തത് മാത്രമാണ്. അപ്പൊ θ2 - θ1 ആവേണ്ടത്. അപ്പൊ 3θ1. θ1 എത്രയാണ്? 5 ആണ്. അപ്പൊ ഇതാണ് 15. ഇത് ലോങ്ങർ മെത്തേഡ് ആണ്, ഇതിന്റെ ആവശ്യമില്ല. റേഷ്യോ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ആണെങ്കിൽ 1:4 9:16 അങ്ങനെ പൊക്കോളും. അതേസമയം ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ഒള്ളി എന്ന് പറയുവാണെങ്കിൽ SN1 = SN2 ആണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം കിട്ടും. കാരണം ഇവിടെ ആൽഫ കോൺസ്റ്റന്റ് ആണ്. ആൽഫ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേടാ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. എന്താണ്? എ ഫോഴ്സ് F. ഇവിടെ പ്രോബ്ലം ഉണ്ട്. F തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ തന്നിട്ടുണ്ടോ, തീറ്റ തന്നിട്ടുണ്ടോ, തീറ്റ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ RF സൈൻ തീറ്റ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ R ക്രോസ് F തന്നെ എടുക്കണം. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്, R ക്രോസ് F. നമുക്ക് ഡിറ്റർമിനന്റ് മെത്തേഡാണ്, IJK ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയും, R എത്രയായിരുന്നു, R പൊസിഷൻ വെക്ടർ 2 1 2 2 1 2. F എത്രയായിരുന്നു, F 3 4 -2. അത് ആ ഓർഡറിൽ തന്നെ എഴുതിക്കണം കേട്ടോ, 3 4 -2. എത്ര പേർക്ക് ആൻസർ കിട്ടി, പെട്ടെന്ന് ചെയ്ത് പറയാം. അപ്പോൾ I ഇൻറ്റു -2 -8 -J ഇൻറ്റു -4 -6 പ്ലസ് K ഇൻറ്റു, ഇപ്പം തന്നെ ആൻസർ ഓപ്ഷൻ കിട്ടി കാണുമായിരിക്കും, 8 -3. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ -10I -O- പ്ലസ് 10J പ്ലസ് 5K. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഏതാണ്, എല്ലാവരും കൂടി പറയും. ഓപ്ഷൻ ഏതാണ്, -10I പ്ലസ് 10J പ്ലസ് 5K. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി. കിട്ടണുണ്ടോ, കിട്ടണുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെയും തീറ്റ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഡിറ്റർമിനന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, കാര്യം എല്ലാ പ്രോബ്ലം കൂടി ചേർത്ത് ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് പണി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, പ്രീവിയസ് ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 4 ബോഡീസ് ഹാവിങ് സെയിം മാസ്. അപ്പൊ മാസ് സെയിം ആണ്, റേഡിയസും സെയിം ആണ്, 2r ആണ്. അപ്പൊ I1 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്പിയർ അബൌട്ട് ഡയമീറ്റർ. അപ്പം സോളിഡ് സ്പിയർ അബൌട്ട് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2/5 mr² ആണ്. R എന്ന് പറയുന്നത് 2r the whole square ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് പറയും, I2 എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ സോളിഡ് സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആണ്. അപ്പൊ ഡിസ്ക് തന്നെ എടുക്കാം. അപ്പൊ എന്തായിരിക്കും എന്ത്, I2 എന്ന് പറയുന്നത് mr²/2. R എന്ന് പറയുന്നത് 2r the whole square/2 ആണ്. അത് നമുക്ക് സോൾവ് ചെയ്യണം. അടുത്ത പറയും, I3 എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സർക്കുലർ ഡിസ്ക് അബൌട്ട് ദ ഡയമീറ്റർ. അപ്പൊ ഡിസ്ക് ഡയമീറ്റർ ആണ്. അപ്പം സോളിഡ് സർക്കുലർ ഡിസ്ക് ഡയമീറ്റർ, അപ്പൊ mr² / 4. അപ്പൊ I3 ഈക്വൽ ടു, എന്റെ കുഞ്ഞുങ്ങൾ പറയാം, mr². അപ്പൊ 2r the whole square / 4 ആയിരിക്കും. I4 എന്ന് പറയുന്നത് എന്താന്ന് കൂടി നോക്കിയേക്കാം. എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ സർക്കുലർ റിംഗ് അബൌട്ട് ഡയമീറ്റർ. റിംഗ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ mr²/2. അപ്പൊ ഇത് 2r the whole square / എന്താണ്, 2 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പൊ ഇതൊന്നും വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഇത് 2/5 mr² × 4 വരും, ശരിയല്ലേ? ഇത് mr² കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്താൽ ഒരു 2 കട്ട് ചെയ്യുമ്പോൾ ഇത് 2 വരും. ഇതെന്ത് വരും, ഒരു 4 കട്ട് ചെയ്ത് പോകുമ്പോൾ mr² എന്ന് വരുന്നേ വരും. ഇതൊരു 2 കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, mr² × 2. അപ്പൊ 2 mr² എന്ന് തന്നെ വരും. അപ്പൊ താഴത്തെ രണ്ടും ഈക്വൽ ആണ്, ശരിയല്ലേ? ഇത് 8 mr² / 5, അടുത്തത് 2 mr², അടുത്തത് mr². ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2I2 + I3 + I4. അതാണ് അതിൻ്റെ അകത്തെ കുഴപ്പം. ഓക്കെ, അതിൻ്റെ അകത്തെ കുഴപ്പം അതാ. നമുക്ക് വേണ്ടത് 2 × I2 + I3. അത് ശ്രദ്ധിക്കണം, I2 + I3 + I4. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഇല്ല. 2, ഒന്നുകൂടി നോക്കാം, 2I2 + I3 + I4 ഈക്വൽ ടു x × I1 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതെത്രയായിരുന്നു, 8/5 mr². ഇതാണ് I1, 8/5 mr². ഇത് 2 mr². I2 ഈക്വൽ ടു 2 mr². I3 ഈസ് ഈക്വൽ ടു mr². I4 ഈക്വൽ ടു 2 mr². അപ്പൊ I2 + I3 എന്ന് പറയുമ്പോൾ 3 mr². അപ്പൊ 6 mr² പ്ലസ് I4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, I4 2 mr². അപ്പൊ 2 mr². അപ്പൊ ഇവിടെ എന്ത് വന്നു, 8 mr² ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. 8 mr² ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. നമ്മളിവിടെ വേണ്ടത് xI1 ആണ്. അപ്പൊ I1 ആദ്യം എടുക്കണം. 8/5 mr². അപ്പൊ 5 ഇല്ല. അപ്പൊ × 5 / 5 ചെയ്തു. 8/5 mr² പകരം ഞാൻ I1 കൊടുത്തു. അപ്പൊ 5I1 എന്ന് എഴുതി.
അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആരാണ് 5. എത്ര പേർ കിട്ടി? ഓക്കെ, നർത്തന കിട്ടി, അനിഷ, AR, കിഷൻ, കുറേ പേർ കിട്ടി 5. വെരി ഗുഡ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണല്ലോ. എത്ര പേർ കിട്ടിയായിരുന്നു ഇത് ആൻസർ? എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 5. എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഇതാണ് നിങ്ങളുടെ റിംഗ് എങ്കിൽ mr², mr²/2, 3/2 mr², 2mr². ഡിസ്ക് ആണെങ്കിൽ mr²/2, mr²/4, 5/4 mr², 3/2 mr². സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr², 7/5 mr². ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3 mr², 5/3 mr². തിൻ റോഡ് ആണെങ്കിൽ ml²/12, ml²/3. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് തട്ടിമുട്ടി ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. പിന്നെ സ്പെഷ്യൽ ഫിഗേഴ്സ് ആണ്. അടിപൊളിയായിട്ട് പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഇത് നമുക്കറിയാം ലോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾ, I⍵ എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. I⍵ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? സമ്മേഷൻ L 0 ആണെങ്കിൽ, നമ്മൾ ലീനിയർ മോഷനിൽ സമ്മേഷൻ ടോർക്ക് 0 ആണെങ്കിൽ എന്താണ്? ടോട്ടൽ ലീനിയർ മൊമെന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ കൺസർവേഷൻ ലീനിയർ മൊമെന്റ്. ഇവിടെ ആംഗുലാർ മൊമെന്റ് ആണ്. നോക്കാം. ഇതൊരു റിംഗ് ആണ്, മാസ് m ആണ്, R ആണ്, റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ. അപ്പൊ ഇതാണ് ω1. ഓർത്തിരിക്കാമല്ലോ, ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇങ്ങനെ തന്നെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിത്തൗട്ട്, കണ്ടോ, ജെന്റിലി എന്ന് പറയുന്ന പാക്കാണ് എന്ത്? ലോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ജെന്റിലി എവിടെയെങ്കിലും കണ്ട്, വിത്തൗട്ട് ഡിസ്റ്റർബിങ് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ബൈ ഇറ്റ് സെൽഫ് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ലോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. നമുക്ക് നോക്ക്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എൻഡിൽ എന്ത് വെച്ചു? m മാസുള്ള 2 ബോഡി വെച്ചു. അപ്പൊ ആദ്യം ഉള്ളത് I1 എന്ന് പറയുന്നത് mr² ആണ് റിങ്. അതിന്റെ ω1 എന്ന് പറയുന്ന ഒമേഗയാണ്. ω2 എന്ന് പറയുന്ന ω' കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I2 എന്ന് പറയുന്നത് mr² കൂട്ടത്തിൽ ഒരു 2mr² കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം I⍵ എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓപ്ഷൻ സി കിട്ടിയോ ആർക്കെങ്കിലും? അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, I1 ω1 ഈക്വൽ ടു I2 ω2. എനിക്ക് ω2 ആണ് വേണ്ടത്. അപ്പൊ I1 ω1 ഡിവൈഡഡ് ബൈ I2 ആണ്. I1 എത്രയാണ്? mr². ω1 എത്രയാ? 2 ഡിവൈഡഡ് ബൈ I2 എന്ന് പറയുമ്പോൾ ഒരു r² പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? m + 2m. നമുക്ക് r² എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ 2m ഡിവൈഡഡ് ബൈ m + 2m എന്നായിരിക്കും ആൻസർ. ഇതെല്ലാം മെറ്റീരിയൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ മെറ്റീരിയൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി. ഗോപിക എല്ലാവർക്കും കിട്ടിയല്ലോ? ശ്രദ്ധിക്കുക, ശ്രീലാൽ കിട്ടിയല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, 2m ഡിവൈഡഡ് ബൈ m + 2m. ഓക്കെയാണ്. അപ്പൊ അതും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തത്, നിങ്ങൾ കൈനറ്റിക് എനർജി ട്രാൻസ്ലേറ്ററി മോഷന്റെ ഇക്വേഷൻ എന്താ? ½ കൈനറ്റിക് എനർജി റൊട്ടേറ്ററി മോഷന്റെ ഇക്വേഷൻ എന്താ? ½ × k²/r². കൈനറ്റിക് എനർജി ടോട്ടലിന്റെ ഇക്വേഷൻ എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ½ കോമൺ ഫാക്ടർ വെളിയിൽ വന്നാൽ 1 + k²/r² ആണ് നമുക്ക് കൈനറ്റിക് എനർജി ടോട്ടൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എ സോളിഡ് സ്പെറിക്കൽ ബോൾ റോളിംഗ്, കണ്ടോ? നമുക്ക് വേണ്ടത് റേഷ്യോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ദ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്കറിയാം സോളിഡ് സ്പിയർ ആണ്. ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2/5 mr² ആണ്. അപ്പൊ നമുക്കറിയാം k²/r² എന്ന് പറയുന്നത് 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ k²/r² + 1 എന്ന് പറയുന്നത്, അതാണ് ഞാൻ ബീറ്റ ആയിട്ട് പഠിപ്പിക്കാറ്, അത് 2/5 + 1 എന്ന് പറയുമ്പോൾ 7/5 ആണ്. കൈനറ്റിക് എനർജി ട്രാൻസിലേറ്ററിയുടെ ഇക്വേഷൻ ½ ആണ്. കൈനറ്റിക് എനർജി റൊട്ടേറ്ററിയുടെ ഇക്വേഷൻ ½ k²/r² ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ½ k²/r² + 1 ആണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചോദ്യം കൈനറ്റിക് എനർജി റൊട്ടേഷൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ടോട്ടൽ എന്നാണ്.
അപ്പോൾ നിങ്ങൾക്കറിയാം ഹാഫ് എം വി സ്ക്വയറും ഹാഫ് എം വി സ്ക്വയർ എന്ത് ചെയ്തു പോകും? കട്ട് ചെയ്തു പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1. അപ്പൊ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 2/5 ഡിവൈഡഡ് ബൈ 7/5. 1/5 രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ 2/7. എത്ര പേർക്ക് ആൻസർ കിട്ടി? ശ്രീലാൽ അടിപൊളി. അതുപോലെ തന്നെ നർത്തന അടിപൊളി. ഓർക്കാമല്ലോ, ബി ആണോ ആൻസർ? 2/7. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ എല്ലാ ബോഡികളുടെയും ഇത് പഠിക്കാനായിട്ട് പഠിച്ചേക്കണം. കൈനറ്റിക് എനർജി ട്രാൻസ്ലേറ്ററി എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ, കൈനറ്റിക് എനർജി റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് ആ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നതിന് എളുപ്പത്തിന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ എം ആർ സ്ക്വയർ ഇല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതിനോടുകൂടെ 1 ചേർക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് ബീറ്റ. അപ്പോൾ ഒരു റിങ്ങിന്റെ കേസിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്താ? റിങ്ങിന്റെ കേസിൽ 1. അപ്പൊ ബീറ്റ എത്രയാ? 2. ഡിസ്കിന്റെ കേസിൽ എന്താ? 1/2. 1/2 പ്ലസ് 1 എത്രയാ? 3/2. അപ്പൊ ബീറ്റയുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേടാ മക്കളെ? അടുത്തൊരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എല്ലാം അറിയാവുന്നതാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്പിയർ എന്ന് പറയുമ്പോൾ എബൌട്ട് ടാൻജന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം 7/5 mr സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സ്പിയർ എബൌട്ട് ടാൻജന്റ് എന്ന് പറയുമ്പോൾ 2/3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5/3. അപ്പൊ ഇത് ഇങ്ങോട്ടും പോകുന്നു. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ റിംഗ് എബൌട്ട് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റിംഗ് അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ റിംഗ് ഓർ റേഡിയസ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. അപ്പൊ 1/2 mr സ്ക്വയർ ആണ്. കാര്യം mr സ്ക്വയർ ബൈ 2. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ 1/4 mr സ്ക്വയർ ബൈ 4. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ ഏതായിരിക്കും? എ ആയിരിക്കും. അപ്പൊ എല്ലാം പഠിച്ചിട്ട് വേണം പോയിക്കോളാൻ കേട്ടോ. ആദ്യത്തെ ഷേപ്പ് എങ്കിലും പഠിച്ചിട്ട് വേണം എക്സാം ഹോളിൽ പോകാനായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ യൂണിഫോം തിൻ റോഡ് എബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എൻഡ് ഈസ് I1. അപ്പൊ തന്നെ എനിക്ക് എഴുതാം I1 ഈക്വൽ ടു, ഇതാണ് XY എന്ന് പറയുന്ന ആക്സിസ്, ml സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ഈ റോഡിനെ നമ്മൾ ഒരു റിംഗ് ആക്കി ബെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ I2 ആണ്. അപ്പം ഇതിനെ റിംഗ് ആക്കുമ്പോൾ L ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് 2πr ആണ്. അപ്പൊ R ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 2π ആണ്. നമുക്ക് വേണ്ട റിംഗ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ I2 എന്ന് പറയുന്നത് mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. m അങ്ങനെ തന്നെയാണ്. r സ്ക്വയർ എന്ന് പറയുമ്പോൾ L സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ ആണ്. കൂടാണ്ട് ഒരു 2 കൂടിയുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? I1 ബൈ I2 ഈസ് ഈക്വൽ ടു x π സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. നമുക്ക് നോക്കിയേക്കാം. I1 ബൈ I2 ഈക്വൽ ടു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് I1 ml സ്ക്വയർ ബൈ 3 ആണ്. I2 എന്ന് പറയുമ്പോൾ 4π സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ml സ്ക്വയർ ആണ്. അപ്പൊ ml സ്ക്വയറും ml സ്ക്വയറും കട്ട് ചെയ്ത് പോയി. 8π സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. നമുക്ക് ആൻസറിൽ പൈ സ്ക്വയർ ബൈ 3 ഉണ്ട്. അപ്പൊ ആൻസർ 8 ആയിരിക്കും. ആൻസർ നമുക്ക് ഇല്ലാത്തത് 8 മാത്രമാണ്. എത്ര പേർക്ക് കിട്ടി? 8. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് റോഡിനെ ബെൻഡ് ചെയ്ത് എന്താക്കി? റിംഗ് ആക്കി. അപ്പൊ റോഡിന്റെ ലെങ്ത് ആണ് സർക്കംഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ 2πr ഈക്വൽ ടു L. അങ്ങനെയാണെങ്കിൽ R L/2π. നമുക്ക് R സ്ക്വയറിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും കിട്ടിയോ? 8 കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഗോപികയ്ക്ക് കിട്ടി, അഭയ് കിട്ടി. ഓക്കെ, ഇപ്പൊ പൊങ്ങിയല്ലോ ആള്. ഇത്രയും നേരം ഞാൻ കണ്ടില്ലായിരുന്നു നിന്റെ പേര്. അപ്പൊ നമുക്ക് റൊട്ടേഷൻ ഇത്രയൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും സെന്റർ ഓഫ് മാസ് പഠിക്കുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അടിപൊളിയായിട്ട് പഠിക്കുക, ടോർക്കിനുള്ള ഇക്വേഷൻസ് എല്ലാം പഠിക്കുക. RF എന്താണ്, പിന്നെന്താണ് dl/dt ഇൻറ്റു dv/dt I∝, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് പഠിക്കുക. ആംഗുലാർ മൊമെന്റം പഠിക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പഠിക്കുക, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് പഠിക്കുക, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് പഠിക്കുക. ഓക്കെ ആണല്ലോ? തീർന്നില്ല ലക്ഷ്മി? ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഹെഡിങ് കണ്ടില്ലേ? ഗ്രാവിറ്റേഷൻ. ഒരു 3-4 പ്രോബ്ലം ഗ്രാവിറ്റേഷനെയും കൂടി ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തേക്കാം. അടിപൊളി എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ പ്രോബ്ലംസ് കിട്ടിക്കോളും. ലക്ഷ്മി ഒന്ന് കൈയൊക്കെ അടിച്ച്. ദ അപ്രോപ്രിയേറ്റ് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇത് കണ്ടോ? വെയിറ്റ് ഓഫ് ദ ബോഡി 1/3 എന്ന് പറയുമ്പോൾ GH എന്ന് പറയുന്നത് G/3 എന്നാണ് അർത്ഥം. അപ്പൊ ഷോർട്ട് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ n-ന് പകരം നമുക്ക് 3 കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ലോങ്ങർ മെത്തേഡിൽ തന്നെ പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
എന്താ ജിയിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ തരാം. എച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു √10 - 1 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ ആണ്. ഇൻറ്റു √10 എന്ന് പറയുമ്പോൾ √3 - 1 ആണ്. √3യുടെ വാല്യൂ എത്രയാ? 1.73 എന്ന് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ 1.73 ആകുമ്പോൾ 0.73 സംതിങ് വന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് ആൻസർ നിങ്ങളുടെ റേഞ്ചിൽ കിട്ടി, ശരിയല്ലേ? 0.73 ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അടിപൊളിയാണോ? അടിപൊളിയാണോ? ഇത്രയേ ഉള്ളൂ. അപ്പം എന്താണ്, ജി തന്നിട്ട് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ഇക്വേഷൻ ഇതാണ്. ഇനി എച്ച് തന്നിട്ട് ജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇഫ് എച്ച് ഈസ് ഈക്വൽ ടു NR ആണെങ്കിൽ ജി എച്ച് ഈസ് ഈക്വൽ ടു G / n+1² എന്നാണ് ഷോർട്ട് ഇക്വേഷൻ. ഈ രണ്ട് ഷോർട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്തു പോവാം. അല്ലെങ്കിൽ ലോങ്ങർ മെത്തേഡാണ്. ആർക്കെങ്കിലും ലോങ്ങർ മെത്തേഡ് വേണമെങ്കിൽ ഇതാണ്. GH / G ഈസ് ഈക്വൽ ടു R / R+S² ആണ്. ഇത് G/3 ആണ്. ഇസ് ഈക്വൽ ടു R / R+S² ആണ്. ജിയും ജിയും കട്ട് ചെയ്തു, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ 1/9 ഈസ് ഈക്വൽ ടു R / R+H ആണ്. അപ്പോൾ R+H ഈസ് ഈക്വൽ ടു 9R ആണ്. അപ്പോൾ H ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞു. 9 ആണ്. രണ്ട് സൈഡും റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ അല്ലേ, റൂട്ടല്ലേ എടുക്കണ്ടേ? R+√3 റൂട്ടാണ് എടുക്കേണ്ടത്, സ്ക്വയർ അല്ല. √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ √3R ആണ്. അപ്പോൾ H ഈസ് ഈക്വൽ ടു √3R - R ആണ്. അങ്ങനെയാണ് R × √3 - 1 വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്ട് ഇക്വേഷൻ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാറ്. അപ്പോൾ എന്തായാലും പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു. 4685 റഫായിട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടിക്കോളും. ഓർത്തിരിക്കാമല്ലോ. 4/3 കൊണ്ട് 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/4 കൊണ്ട് ഏതാണ്ട് റഫായിട്ട് 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാണ്ട് ആൻസറിന്റെ റേഞ്ച് കിട്ടിക്കോളും. ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ n = 3 ആയിട്ട് എടുത്താൽ മതി. എന്താ ആരാ ചോദിച്ചേ? RT എന്തോ എനിക്ക് മനസ്സിലായില്ല. ശ്രീലാലെ നോട്ട് 3 അല്ലേ? 2 ആണോ ആൻസർ? ആൻസർ 2 അല്ലല്ലോ. ഒന്ന് ചെക്ക് ചെയ്യ്. 7 6 42 മേളിലല്ലേ ആൻസർ? 2 അല്ല. എന്തുവാ നിങ്ങൾ ചോദിച്ചത്? എന്തുവാ 3 ആണോ? സി എന്നാണോ ചോദിച്ചത്? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഗോപിക കറക്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് ഈസ് 6. അപ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇയർ, അപ്പോൾ നമ്മുടെ ഇയർ തന്നെയാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് ബിക്കം 3R വിൽ ബി. ഏത് ടോപ്പിക്കാണെന്ന് എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ. ഏത് ടോപ്പിക്കാണെന്ന് എൻ്റെ മക്കൾ പറഞ്ഞേ. അതാണ് 9 എഴുതിയ മിസ്റ്റേക്ക് ആയിരുന്നു. 3ന്റെ റൂട്ട് √3 ആണ്. അത് മാറ്റി. ഓക്കേടാ. ഞാൻ സ്ക്വയർ എടുത്ത് അതിൻ്റെ എല്ലാം റൂട്ടാണ് എടുക്കേണ്ടിയിരുന്നത്. അത് ഓക്കെയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഓക്കെ, അടുത്ത പറ. കെപ്ലറുടെ തേർഡ് ലോ പറഞ്ഞ എല്ലാവരും കൂടി. കെപ്ലേഴ്സ് തേർഡ് ലോ പറയും. T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? R³. ഓക്കെ ആണല്ലോ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. കെപ്ലറുടെ തേർഡ് ലോ. സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പോൾ T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? R³. ഓപ്ഷൻ പറയൂ, പെട്ടെന്ന് പറയും. ഓപ്ഷൻ പറയൂ. T2 / T1 = R2 എന്ന് പറയുന്നത് 3R / R the whole cube. R എന്ത് ചെയ്തു പോയി? കട്ട് ചെയ്തു പോയി. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു എന്താണ്? T2 എത്രയാണ്? 3 × 3 അതിൻ്റെ റൂട്ട് ഇൻറ്റു 1 ഇയർ ആണ് ഒരു. അപ്പം ഒരു 3 പുറത്ത് വന്നപ്പോൾ 3√3. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? എല്ലാവരും കൂടി പറയും. 3√3 ഇയേഴ്സ്. അത്ര ഇയേഴ്സ്. ഓക്കെ അല്ലടാ. അപ്പം T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. അപ്പം T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R⁵3/2 ആണ്. അപ്പം 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. അപ്പം 2 പ്രാവശ്യം വെളി വരുമ്പോൾ 1 പ്രാവശ്യം. അപ്പം 3√3 ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി തന്നെ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ദ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആക്സിലറേഷൻ ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആണ്. അപ്പം n എന്ന് പറയുന്നത് 2R ആണ്. ഹൈറ്റ് n എന്ന് പറയുന്നത് 2R ആണ്. അപ്പോൾ ഷോർട്ട് ഇക്വേഷൻ എന്താ? GH ഈസ് ഈക്വൽ ടു G / n+1 the whole square. അപ്പോൾ n+1 n 2 ആണ്. n-ന്റെ വാല്യൂ 2. അപ്പോൾ 2 + 1 3. അപ്പോൾ G/9.
G/9. ഒറ്റയടിക്ക് വേണമെങ്കിൽ ആൻസർ എടുക്കാം. G/9. ഇനി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? GH/G ഈക്വൽ ടു പറയും R ഡിവൈഡഡ് ബൈ R പ്ലസ് H ദ ഹോൾ സ്ക്വയർ. R എന്ന് പറയുന്ന R തന്നെയാണ്. R പ്ലസ് H എന്ന് പറയുമ്പോൾ 3R ദ ഹോൾ സ്ക്വയർ. അപ്പം R എന്ത് ചെയ്തു പോയി? കട്ട് ചെയ്ത് പോയി. അപ്പോൾ R എന്തായിരിക്കും? എല്ലാവരും കൂടി പറഞ്ഞ് 1/9. അപ്പൊ GH ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? G/9. അപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് ആൻസർ തന്നെ കിട്ടും കേട്ടോ. ഓപ്ഷൻ ഏതാണ്? അതും ഓപ്ഷൻ ഡി തന്നെയാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയല്ലോ. അബായി എന്ത് പറ്റി? അടുത്ത ക്വസ്റ്റ്യൻ. 2 സാറ്റലൈറ്റ്സ് എന്താണ്? S1 ആൻഡ് S2 റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് അറൌണ്ട് എ പ്ലാനറ്റ്. R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്. ദ റേഷ്യോ സ്പീഡാണ് വേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √GM ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ r. അപ്പൊ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√r. അങ്ങനെയാണെങ്കിൽ എന്താണ് വേണ്ടത്? സ്പീഡാണോ വേണ്ടത്? ദ റേഷ്യോ സ്പീഡ് S1. അപ്പൊ V1/V2 ഈക്വൽ ടു √R2 ഡിവൈഡഡ് ബൈ R1. എത്ര പേർക്ക് കിട്ടിയ ആൻസർ? √R2 എത്രയാ? 800 ഡിവൈഡഡ് ബൈ 3200. 0000 കട്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ 4. അപ്പം 1/2. ആൻസർ 1:2. 1/2. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 2. എത്ര പേർ കിട്ടി? 2 കിട്ടിയോ? ഗോപിക കിട്ടി. വെരി ഗുഡ്. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ദ ഇലോങ്ങേഷൻ ഓഫ് ദ വയർ. എല്ലാവരും കൂടി പറയാം. സർഫസ് ഓഫ് ദ എർത്ത് 10⁻⁻⁴ ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഡയമെൻഷൻ ഉള്ള അനദർ പ്ലാനറ്റിൽ പോയപ്പോൾ ഇലോങ്ങേഷൻ എത്രയാണ്? ശരിയല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. നമുക്കറിയാം ΔL ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു G ആണ്. അപ്പൊ ΔL ഡാഷ് ഡിവൈഡഡ് ബൈ ΔL ഈസ് ഈക്വൽ ടു G ഡാഷ് ഡിവൈഡഡ് ബൈ G ആണ്. എനിക്ക് വേണ്ടത് G ഡാഷാ. ΔL ഡാഷ് ഡിവൈഡഡ് ബൈ ΔL ഇൻറ്റു G ആണ്. ഓപ്ഷൻ 6 × 10⁻⁻⁵ -5 ഡിവൈഡഡ് ബൈ 10⁻⁻⁴. 10⁻⁻⁴ ഇൻറ്റു G. G നമ്മുടെ എർത്തിലെ 10 ആയിട്ട് കൊടുക്കാം. ഓക്കെ, 10. അപ്പോൾ ഇവിടെ 10⁻⁻⁴ 10⁻⁻⁴ കട്ടാണ്. അപ്പോൾ ഇത് 0.6 ആണ് G. നമുക്ക് എന്താ വേണ്ടത്? 0.6. ആൻസർ എത്ര കിട്ടി? 6 അല്ലേ? 6. ആൻസർ 6. 10⁻⁻⁴ 10⁻⁻⁴ കൂടി കട്ട് ചെയ്തപ്പോൾ 6 തന്നെ കിട്ടും. ആൻസർ 6. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് 6. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യല്ലേ, തീർത്തേക്കാം. ഒന്ന് നോക്കിക്കുക. അസർഷൻ. ഇഫ് യു മൂവ് ഫ്രം പോൾ ടു ഇക്വേറ്റർ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് എ സെന്റർ. അത് ശരിയാണ്. വിത്തൗട്ട് എനി വേരിയേഷൻ ഇൻ മാഗ്നിറ്റ്യൂഡ്, അത് തെറ്റാണ്. അപ്പൊ ഈ അസർഷൻ തെറ്റാണ്. കാര്യം എന്താ? ആ പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ G കുറയും. G പോൾ ഗ്രേറ്റർ ദാൻ എന്താണ്? G ഇക്വേറ്റർ ആണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പൊ Gക്ക് വേരിയേഷൻ വരും, പക്ഷേ ടുവേർഡ്സ് ദ സെന്റർ തന്നെ ആയിരിക്കും. അടുത്ത റീസൺ. അറ്റ് ദ ഇക്വേറ്റർ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അത് ശരിയാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പൊ A ഫോൾസ് R ട്രൂ. ഓപ്ഷൻ ഏതായിരിക്കും? D. എല്ലാവരും മാർക്ക് ചെയ്തല്ലോ. വെരി ഗുഡ്. അത് ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ലെസർ വെയിറ്റ് ആയിരിക്കും. ഇവിടെ എന്താണ്? കണ്ടോ? ഡയറക്ഷൻ ഇവിടെ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത് തന്നെയായിരിക്കും. ഓക്കെ അല്ലടാ? അടുത്തത് ഒരു കിടിലം പ്രോബ്ലം ആണ്. വേണമെങ്കിൽ അതും കൂടി ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. അടുത്തൊരു കിടിലം പ്രോബ്ലം. കണ്ടോ? നമുക്ക് 4 സ്പിയേഴ്സ് ഉണ്ട്, കൂടാണ്ട് ഒരു വലിയ സ്പിയർ കൂടിയുണ്ട്. ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ എനർജിയാണ് വേണ്ടത്. അപ്പൊ എത്ര സിസ്റ്റം ഉണ്ടെന്ന് ഇത് ഈ പ്രാവശ്യം ചോദിച്ച ഒരു പേപ്പറിലെ ഏറ്റവും രസകരമായ ഒരു പ്രോബ്ലം ആണ്. കണ്ടോ? നമുക്കറിയാം ഇതൊരു ഗ്രൂപ്പാണ്, അതേ ഗ്രൂപ്പ് ഇതാണ്, അതേ ഗ്രൂപ്പ് ഇതാണ്, അതേ ഗ്രൂപ്പ് ഇതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. അതും 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഡയഗണൽ ആയിട്ട് 2 ഗ്രൂപ്പേ ഉള്ളൂ. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ചെയ്യണം. കാരണം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇവിടെ വേണ്ട. കാര്യം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വെറുതെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ 3 ഗ്രൂപ്പുകളുണ്ട്. അതിൽ 2 ഗ്രൂപ്പിൽ 4 ഉണ്ട്, ഒരു ഗ്രൂപ്പിൽ മാത്രം 2 ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. സൈഡ് ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? സൈഡ് D ആണെങ്കിൽ ഡയഗണൽ √2D ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വെർട്ടെക്സിലേക്ക് സെന്ററിൽ നിന്നുള്ള ദൂരം D/√2 ആയിരിക്കും.
ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാം. ആൻസർ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? അപ്പം നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. യു ഈക്വൽ ടു ജി ആദ്യത്തെ ഗ്രൂപ്പ് എമ്മും തമ്മിലുള്ള ഗ്രൂപ്പാണ് എന്ന് വെച്ചാൽ സൈഡ് ഡി അകലത്തിലുള്ള സൈഡുകൾ ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ്. അത്തരം 4 എണ്ണം പ്ലസ് 4 ഇൻറ്റു ജി പറ എം സ്ക്വയർ എം എം ഡിവൈഡഡ് ബൈ √2d സ്ക്വയർ ഇല്ല കേട്ടോ, സ്ക്വയർ ഇല്ല. ജി എം എം ബൈ 6 അല്ലേ ഉള്ളൂ, അപ്പോൾ ഡി വരെ ഉള്ളൂ. അപ്പോൾ √2d എല്ലാവരും കൂടി ശ്രദ്ധിച്ച് പറയുക. ഡിവൈഡഡ് ബൈ √2d ഡിവൈഡഡ് ബൈ √2d അല്ല ഡി ബൈ √2 4 എണ്ണം ഉണ്ടെങ്കിൽ അതാണ്. പ്ലസ് 4g m സ്ക്വയർ 4 ഇല്ല 2 ഡയഗണലിൻ്റെ 2g m സ്ക്വയർ ഡിവൈഡഡ് ബൈ √2d. ഓക്കെ, കോമൺ ഫാക്ടർ വെളിയിലേക്ക് എടുത്തു. ജി എം ബൈ ഡി പുറത്തേക്ക് എടുത്തു. ആദ്യത്തേൻ്റെ അകത്ത് 4m ഉണ്ട്, രണ്ടാമത്തേൽ നിന്ന് 4 ക്യാപിറ്റൽ ലെറ്റർ എം √2 വന്നു, പ്ലസ് 2 സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ √2 വന്നു. അപ്പോൾ ഇതും കട്ട് ചെയ്യുമ്പോൾ ഇത് √2. അപ്പോൾ ആൻസർ എന്ത് വരും? ഇത് ഇൻറ്റു 4 കൂടി ഉണ്ട് കേട്ടോ, ഇൻറ്റു 4. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ശ്രദ്ധിച്ച് പറ. മൈനസ് കോമൺ ഫാക്ടർ മൈനസ് കൂടി പുറത്തുണ്ട്, മൈനസ് ഇടാൻ വിട്ടുപോയി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മൈനസാണ്. അപ്പോൾ 4 ഇൻറ്റു ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 4 ഇൻറ്റു ജി എം എം ഡിവൈഡഡ് ബൈ ഡി ബൈ √2 പ്ലസ് 2 ഇൻറ്റു ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ √2d. അപ്പോൾ മൈനസ് ജി എം എം ബൈ ഡി 4m പ്ലസ് √2 സ്മോൾ ലെറ്റർ എം പ്ലസ് 4 √2 ക്യാപിറ്റൽ ലെറ്റർ എം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് ജി സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ഡി, കോമൺ ഫാക്ടർ സ്മോൾ ലെറ്റർ എം പുറത്തേക്ക് വന്നാൽ പറയൂ 4 പ്ലസ് √2 പ്ലസ് പറയൂ 4 √2m. ഓപ്ഷൻ എ. എത്ര പേർ കിട്ടി? ഓപ്ഷൻ എ. വെരി ഗുഡ്, ഓപ്ഷൻ എ. ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞ് ജി മൈനസ് ജി എം എം ബൈ ആർ. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് 4 എണ്ണം സ്മോൾ ലെറ്റർ എമ്മും സെൻട്രലിൽ ഇരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എമ്മും ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എമ്മിന്റെ പെയർ എടുക്കുമ്പോൾ അത് കോമൺ ഫാക്ടർ വെളിയിൽ പോകത്തില്ല. അങ്ങനെയാണ് നമ്മൾ കോമൺ ഫാക്ടർ എന്തെടുത്തത്? മൈനസ് ജി എം ബൈ ഡി പുറത്തേക്ക് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ലെങ്തി പ്രോബ്ലം ഉള്ളൂ, പക്ഷെ അത് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓർത്തിരിക്കാമല്ലോ, ഇവിടുത്തെ പെയർ എന്ന് പറയുന്നത് 2 പെയറാണ്. അപ്പോൾ √2d ആണ്. ഓക്കെ, √2d 2 ഇൻറ്റു ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ √2d. അപ്പോൾ √2 ഇൻറ്റു സ്മോൾ ലെറ്റർ. അത് ഓക്കെയാണ്. അപ്പോൾ ഇതും കൂടിയാണ് നമ്മൾ കോമൺ ഫാക്ടർ ആദ്യമേ പുറത്തേക്ക് എടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് സ്പീഡ് ചെയ്യാം, അതും കൂടി ചെയ്തേക്കാം. ഓക്കെ, നോക്ക്. 2 പ്ലാനറ്റ്, ഒന്നാമത്തതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പീരിയഡിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ RAയും RBയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. വീണ്ടും കെപ്ലസിൻ്റെ തേർഡിലോ അല്ലേ? കെപ്ലസിൻ്റെ തേർഡിലോ എന്താ പറയുന്നത്? T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. അപ്പോൾ ഒന്നാമത്തെന്ന് പറയുമ്പോൾ 2b 2TB ഡിവൈഡഡ് ബൈ TB ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RA ഡിവൈഡഡ് ബൈ RB ദ ഹോൾ ക്യൂബ് ആണ്. ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് 4 ആണ്. അപ്പോൾ 4 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈക്വൽ ടു RA ക്യൂബ് ഡിവൈഡഡ് ബൈ RB ക്യൂബ് ആണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും RA ക്യൂബ് ഈക്വൽ ടു 4RB ക്യൂബ്. ഓക്കെ ആണല്ലോ? RA ക്യൂബ് ഈക്വൽ ടു 4RB ക്യൂബ്. ഓക്കെ, ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇനി 2 പ്രോബ്ലമേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഞാൻ സ്ലൈഡുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൂര്യനെ പോലെ തിളങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യനെ പോലെ നമ്മൾ ആദ്യമേ കത്തി കാണിച്ചു കൊടുക്കണം. അപ്പൊ ശരിക്കും നമുക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അബ്ദുൽ കലാം സാർ പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ശരിക്കും ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് നല്ലൊരു എനർജി കീപ്പപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ 2 നമ്മുടെ JEEയുടെ സെക്ഷൻ 2 അല്ലെങ്കിൽ സീസൺ 2 നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്.
പോയി പരീക്ഷ എഴുത്, നമുക്ക് അടിപൊളി ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ഫിസിക്സും മാത്സും കെമിസ്ട്രിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നല്ല മാർക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യുക, എങ്ങനെയെങ്കിലും നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ സൈലത്തിന്റെ എല്ലാ ഫാക്കൽറ്റിയും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു, രാവിലെ തൊട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ സൈലത്തിന്റെ മാനേജ്മെന്റിന്റെ പേരിലും ഡയറക്ടേഴ്സിന്റെ പേരിലും ഞാനും കൂടി അതിന് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും നേരം നിങ്ങൾ ഞങ്ങളെ കേട്ടിരുന്നു, നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾ കുറെ പേര് കാണുമായിരിക്കും, ഇതെല്ലാം കഴിയുമ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അവർക്കും എല്ലാം നന്ദി പറയുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ അല്ലേ. ശരിക്കും അടിപൊളിയായിട്ട് കണ്ടോ ശരിക്കും 11 മണിക്കൂറായി. കണ്ടോ, ഗോപിക പറഞ്ഞു 11 മണിക്കൂറും ഒരു എനർജി കുറവില്ലാണ്ട് അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പം എൻ്റെ സൈലം ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നാളെ രാവിലെ 8 മണിക്ക് നിങ്ങൾ എല്ലാവരും കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് കൃത്യസമയത്ത് നിങ്ങളുടെ ഫുഡൊക്കെ നിങ്ങളെ കൊണ്ട് തന്നോളും, നിങ്ങളുടെ പേരൻസ് ഒക്കെ കൊണ്ട് തന്നോളും. അപ്പോൾ സൈലം നിങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും കാണും കേട്ടോ. അപ്പോൾ പേരൻസും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പം അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ബുക്കും നിങ്ങളുടെ മുമ്പിൽ എടുത്ത് വെക്കുക. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ.